എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെങ്കിൽ വേഗം തന്നെ ഫയർ ഇമോജിയുടെ മക്കളെ. എല്ലാവർക്കും SSLCയിലെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വെൽക്കം ടു യുവർ ഇംഗ്ലീഷ് ലൈവ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ വേഗം തന്നെ ഫയർ ഇമോജിയുടെ. സോറി ഫോർ ദ ഡിലേ മക്കളെ, സോറി. നമ്മുടെ ഒരു ക്യാമറയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു കേബിളിലൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിപ്ലേസ് ചെയ്യണമായിരുന്നു. അതിനിടയ്ക്ക് വേറൊരു പ്രശ്നം, ബ്ലൂടൂത്തിലെ ബാറ്ററി തീർന്നു. അപ്പോൾ ബാറ്ററി ഇട്ട് നീലപ്പല്ലൊക്കെ ശരിയാക്കിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മക്കളെ വെരി വോം ഗുഡ് ഈവനിങ്. നിങ്ങളുടെ ലാംഗ്വേജ് 1 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കുള്ളത് ഇംഗ്ലീഷ് എക്സാമിന് 2 ദിവസം പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് SSLCയിൽ 10ാം ക്ലാസ്സിലെ എല്ലാം ഇംഗ്ലീഷും ഈ 2 ലൈവിലൂടെ നമ്മൾ പഠിച്ച് തീർക്കുന്നതായിരിക്കും. ഏറ്റവും ബെസ്റ്റ് ക്ലാസ് കിട്ടിയിരിക്കും. സോ വേഗം ഷെയർ ചെയ്യുക. എനിക്കിവിടെ ഏകദേശം 5000 ഇപ്പം 7000 പെട്ടെന്ന് കൂട്ടി കേരളത്തിലെ എല്ലാ പിള്ളേരെയും കൊണ്ടുവരിക. എല്ലാവർക്കും വിചാരം സാർ ഇംഗ്ലീഷിന് 2 ദിവസമുണ്ട്, ഇന്ന് രാത്രിയും പഠിക്കാം, നാളെയും പഠിക്കാം. ഞാൻ നാളെ പഠിച്ചാൽ മതിയോ? പോരാ മക്കളെ. A+ വേണമെങ്കിൽ എന്താണ് A+ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് മാക്സിമം പിള്ളേരാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് തന്നെ കാണും ക്ലാസ്, ഇന്ന് തന്നെ കണ്ട് പഠിക്കണം. ഓക്കെ, ഇന്ന് തന്നെ കണ്ട് പഠിക്കണം. അപ്പൊ ഞാൻ നിങ്ങളുടെ ചാറ്റ് ഒന്ന് കാണുന്ന പോലെ വലുതാക്കട്ടെ. ഓക്കെ, കമോൺ, ഫയർ ആണ് ഫുൾ ആൾക്കാർ, എല്ലാവരും ഫുൾ പവർ. കമോൺ 8000 ആൾക്കാർ, ഓരോ സെക്കൻഡിൽ 1000 കണക്കിന് ആൾക്കാർ കൂട്ടുക. കമോൺ മക്കളെ, ഇന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് വരാൻ പോകുന്നത്. അലൻ സാറും ഉണ്ടാവും, അലക്സ് സാറും ഉണ്ടാവും. നിങ്ങൾക്ക് മാത്സും ഫിസിക്സും എടുത്തു തരുന്ന സാർമാരാണെങ്കിലും ഇംഗ്ലീഷ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തന്നെ ഞങ്ങൾ തരും മക്കളെ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുൾ പവറിൽ വരിക, എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് വരിക. നിങ്ങൾ A+ വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈ നോട്ട്സും ഈ ക്ലാസ്സും ഈ ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ മോഡൽ എക്സാം ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വന്നു, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വന്നു, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വന്നു. അപ്പോൾ എക്സാമിനർ പറയുന്നത് അങ്ങനെ തന്നെ വന്നിരിക്കും. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ്. ഒറ്റ ഒരു ദിവസം നിങ്ങൾ ഇവിടെ ഇരുന്ന് നോക്കുക, അപ്പോൾ മാറിക്കോളൂ. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങളുടെ ഗ്രാമർ ആണെങ്കിലും നിങ്ങളുടെ റൈറ്റിംഗ് ആണെങ്കിലും പോയംസ് ആണെങ്കിലും അതേപോലെ ചാപ്റ്റർ ആണെങ്കിലും നിങ്ങൾ ഒന്നും പഠിക്കാത്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവിടെ ഇരിക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് മാരത്തോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. മാരത്തോൺ എന്ന് പറയുന്നത് നമ്മൾ ഓടി ഒരുമിച്ച് എക്സാമിനർ മക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മൾ A+ലേക്ക് എത്തിയിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടീഡ്. +1 നിങ്ങൾ പോയി നോക്കിയാൽ ഇപ്പോൾ +1 നിങ്ങളുടെ സീനിയേഴ്സ് +1 ചേട്ടന്മാർ 23,000 ആൾക്കാർ അവിടെ ഇംഗ്ലീഷ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. 23,000 ആൾക്കാരാണ്. അത് എക്സാമിന്റെ തലേന്നാണ് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ അതിനെ പൊട്ടിക്കുന്നറിയാം. പക്ഷേ ഇപ്പം തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സ്, ഒന്നാമതേ അവർക്ക് കുറച്ച് എക്സ്ട്രാ ജാടയുണ്ട്. കാരണം എന്താ? അവർ പറയുന്നത് അവരാണ് ഈ ചാനൽ 1 മില്യൺ അടിച്ചതെന്ന്. പക്ഷെ നമുക്കറിയാം നിങ്ങളും അവരും കൂടി ഒരു കോമ്പിനേഷൻ, നിങ്ങളും കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന്. അപ്പോൾ അവർ പറയുന്നത് അവരാണ് ഈ ചാനൽ 1 മില്യൺ അടിച്ചത്. ഇപ്പം അവിടെ ഇംഗ്ലീഷ് നടക്കുമ്പോൾ 23K, ഇവിടെ നിങ്ങൾ കളിയാക്കും നിങ്ങളെ. അപ്പോൾ നിങ്ങൾ ജൂനിയേഴ്സ് ആണ്, പുതിയ പിള്ളേരാണ്, ജെൻസിയാണ്, സിഗ്മയാണ്, ചുഗ്മയാണ് എന്തൊക്കെ പറയില്ലേ. അപ്പൊ നിങ്ങൾ കാണിച്ചു കൊടുക്കണം അവരെ പിള്ളേരാണ് സെറ്റ്. നിങ്ങൾ കുഞ്ഞു പിള്ളേർ അതിനേക്കാളും പവറാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്ത് മാക്സിമം പവർ ആക്കുക. നിങ്ങളുടെ മലയാളം എക്സാം പേപ്പർ ഷാജി സാർ പറഞ്ഞു അടിപൊളിയായിട്ട് പോയെന്ന്. അതിന്റെ ഷോർട്സും ഇറക്കിയിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പഠിപ്പിച്ച് തന്നെ വന്നു. സോ മലയാളം സെറ്റാക്കി, അറബിക് സെറ്റാക്കി, സംസ്കൃത് സെറ്റാക്കി. ഇനി നമുക്ക് ഇംഗ്ലീഷ് എല്ലാവർക്കും ഒരേ ഒരു ലാംഗ്വേജ് ഒരുമിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, സെറ്റാണല്ലോ? അപ്പോൾ നമുക്ക് +1 ചേട്ടന്മാരെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ മക്കളെ? സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യാവുന്ന പ്ലാൻ നോട്ട് ചെയ്ത് വെച്ചോ. വാട്ട് ഈസ് ദ പ്ലാൻ? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എല്ലാവരും നോട്ട് ചെയ്യുക. എന്താണ് പ്ലാൻ എന്ന് പറഞ്ഞാൽ മക്കളെ, ഇന്ന് രാത്രി ഒരു ദിവസമുണ്ട്. അലക്സാർ പറഞ്ഞിട്ടുണ്ടാവൂലേ? അലക്സാർ നിങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കി, ഞാനും ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് പ്ലാൻ മക്കളെ. പ്ലാൻ എന്താണെന്ന് എല്ലാവർക്കും അറിയെങ്കിൽ ചാറ്റിൽ വേഗം പറയാം. വാട്ട് ഈസ് ദ പ്ലാൻ? ഇന്നും നാളെയും നമ്മൾ എന്ത് ചെയ്യും? വളരെ ബേസിക്. ഇത് കഴിഞ്ഞാൽ മാത്സിന്റെ ആ കാര്യം മറക്കരുത്. ഞാൻ നിങ്ങളെ വന്ന് ഫുൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഓക്കെ സാർ, സ്ട്രിപ്പ് തെറ്റാണോ? നിങ്ങൾ +2 അഡ്മിഷൻ എടുക്കുന്നല്ലേ? ഇപ്പോഴേ +2 അഡ്മിഷൻ ഒന്നും എടുക്കണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ ചില്ല് ചെയ്യുക, SSLC പഠിക്കുക. SSLCന് എവിടെ പോയി ആർക്കറിയല്ലേ? +1 നിങ്ങൾ +1 അഡ്മിഷൻ എടുക്കണ്ട അല്ലേ? സെറ്റാണല്ലോ? അപ്പം നമുക്ക് എന്താണ് പ്ലാൻ? ഇന്ന് നമ്മൾ ചാപ്റ്റർ പ്ലസ് പോയംസ് ഇന്ന് പഠിക്കും. ടുഡേ. ഓക്കെ, ഇന്ന് നമ്മൾ ചാപ്റ്റർ +പോയംസ് ടുഡേ. ഓക്കെ, നാളെ നമ്മൾ എന്താ പഠിക്കും? നാളെ എന്ന് പറയുമ്പോൾ 5-ാം തീയതി, 5th മാർച്ച്. ഓക്കെ, 5th മാർച്ച് നമ്മൾ എന്താ പഠിക്കുന്നത്? 5-ാം തീയതി മാർച്ച് നമ്മൾ പഠിക്കും ഗ്രാമർ ഡിസ്കോഴ്സസ് A+ ക്വസ്റ്റ്യൻ. എന്താണ് ഗ്രാമർ?
ഗ്രാമർ കുറെ ആൾക്കാർക്ക് ഡൗട്ട് സാർ റിപ്പോർട്ടഡ് സ്പീച്ച് ഇഫ് കണ്ടീഷണൽ സാറെ പേടിയൊന്ന് റൈറ്റിംഗ് ലെറ്റർ റൈറ്റിംഗ് നോട്ടീസ് റൈറ്റിംഗ് എല്ലാ സംഭവം നമ്മൾ പഠിക്കും. അതുപോരാതെ നമ്മൾ എന്ത് ചെയ്യും A+ ക്വസ്റ്റ്യൻസ്. ആ A+ കിട്ടാനുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മോഡൽ എക്സാം പേപ്പറിൽ നിന്നും പഴയ കുറെ പേപ്പറിൽ നിന്ന്. ഓക്കെ സെറ്റ് ആണല്ലോ. അപ്പോൾ ഇംഗ്ലീഷിന് A+ കിട്ടുന്ന ഉറപ്പിക്കുന്നവരൊക്കെ ഇപ്പൊ തന്നെ ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് കിട്ടുന്ന. നിങ്ങളൊന്ന് ഗ്യാരണ്ടി ഉറപ്പിക്കുക A+ കിട്ടുന്ന ഇംഗ്ലീഷ് A+ കിട്ടുന്ന അങ്ങ് ചാറ്റിലിടുക. അങ്ങനെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറെ സമയമില്ല മക്കളെ. ഞാൻ എടുത്തു തരുന്നതായിരിക്കും ഇംഗ്ലീഷ്, നിങ്ങൾക്ക് അലക്സ് സാർ എടുത്തു തരുന്നതായിരിക്കും. ഫുൾ പവറിലാക്കാം. അപ്പോൾ A+ ജേർണി സ്റ്റാർട്ട് ചെയ്താലോ? കമോൺ 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 വേഗം. ഓക്കെ അത് കേട്ടാൽ മതി. ഓക്കെ നിങ്ങൾ ഫുൾ സെറ്റ് ആയിരുന്നോ? ഞാൻ ഫുൾ പവറിലായിരിക്കും. അപ്പോൾ ഫുൾ പവറിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ SSlc എക്സാം മോഡൽ എക്സാം പരീക്ഷ നോക്കിയിട്ടുണ്ടായിരുന്നോ? നിങ്ങളെല്ലാവരും എഴുതിയ എക്സാം ഞാൻ ഒരു അനാലിസിസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് അനാലിസിസ് മക്കളെ? ഗ്രാമറിന് 21 മാർക്ക് നേരെ ചോദിച്ചു. ഗ്രാമർ. റൈറ്റിംഗ് നിങ്ങളുടെ ഡിസ്കോഴ്സിൽ നിന്ന് 35 മാർക്ക് ചോദിച്ചു. ചാപ്റ്ററിൽ നിന്ന് നേരെ 19 മാർക്ക് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ നിങ്ങളൊരു ബുദ്ധിയുള്ള കുട്ടി അല്ലെ കോമൺ സെൻസ് ഉള്ള കുട്ടിയാണ് ചോദിക്കും സാർ നമ്മൾ ചാപ്റ്റർ അല്ലല്ലോ, ചാപ്റ്റർ പോയം അല്ലല്ലോ ആദ്യം പഠിക്കേണ്ടത്, നമ്മൾ റൈറ്റിംഗ് അല്ലേ ഗ്രാമർ അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഈ 35 മാർക്കിൽ ലെറ്റർ ഉണ്ടാവും, കോൺവെർസേഷൻ ഉണ്ടാവും, എന്ത് വേണം ആയിക്കോട്ടെ. ഈ 35 മാർക്കൊക്കെ ചാപ്റ്ററിൽ നിന്നാണ്. ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്ററിൽ അയാൾ ഇവനോട് എന്ത് പറഞ്ഞു, ഇവൻ അയാളോട് എന്ത് സംസാരിച്ചു, അങ്ങനെ. അപ്പൊ ചാപ്റ്ററും പോയമും പഠിച്ചാലേ റൈറ്റിംഗ് കിട്ടുള്ളൂ. അത് രണ്ടും സെറ്റായാൽ എത്ര മാർക്കാ മക്കളെ? 19 35 മാർക്കും സെറ്റായാൽ 54 മാർക്കാണ്. ബാക്കി കുറച്ച് മാർക്ക് ഇവിടെ എന്തൊരു മാർക്കും കൂടി ഉള്ളൂ, ഫുൾ മാർക്ക് മേടിക്കാം. ഓക്കെ സെറ്റ് ആണല്ലോ? ഓക്കെ അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് ഫുൾ സെറ്റ് ആക്കാം. ആ ലൈക്സ് എന്തുകൊണ്ട് കൂട്ടുന്നില്ല? ലൈക്സ് വേഗം കൂട്ടാം. നമുക്ക് ഫുൾ പവറിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നിങ്ങളുടെ പോയംസ് അലൻ സാറിന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം. നിങ്ങൾക്ക് പോയം എന്ത് ചോദ്യം വരും പറയുന്നത് ലൈൻ ബൈ ലൈൻ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എൻ്റെ കൂടെ ഞാനൊരു കുട്ടീൻ്റെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയാൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയാൽ +1 ഒരു ചേട്ടനാണ്. അവർ എൻ്റെ ക്ലാസ് കേട്ടിട്ട് ഇംഗ്ലീഷിൻ്റെ ബുക്ക് കാണണം കേട്ടോ. അവർ ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കാണാൻ പേടിച്ചു. അത്ര അടിപൊളിയായിട്ട് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എവിടെയോ ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം കാണിച്ചു തരാം. എൻ്റെ സ്റ്റോറിയിൽ എവിടെയാണുള്ളത്. ഇത് എവിടെയും പഴയ സ്റ്റോറി കിട്ടുന്ന പരിപാടിയില്ലേ ഞാൻ പറഞ്ഞു, ആർക്കൈവ് വന്നു അല്ലേ, സ്റ്റോറീസ്. ഓക്കെ ഞാൻ കാണിച്ചു തരാം ആ കുട്ടീൻ്റെ സ്റ്റോറി തരട്ടെ. അപ്പോൾ ഇംഗ്ലീഷിൽ അതാ കാണിച്ചു തരാം. നോക്കിയേ, ഇവിടെ നോക്കിക്കോട്ടോ. ഒരു കുട്ടീൻ്റെയാ, നിങ്ങളുടെ +1 ചേട്ടൻ്റെ നോക്കിയേ, ഇംഗ്ലീഷിൽ നോട്ട്സ് എഴുതി ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ നോക്ക്, ഇതാ ഇംഗ്ലീഷിലൊരു പോയം ഞാൻ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ എഴുതി ഉണ്ടാക്കിയ നോട്ട്സാണ്. ഇതേപോലെ നിങ്ങൾ അവിടെ വെറുതെ ഇരുന്ന് കേൾക്കുന്നതിന് പകരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കുക. നിങ്ങൾ അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കാൻ നോക്കുക. അതുണ്ടാക്കി കഴിഞ്ഞാൽ മക്കളെ എക്സാമിന് എന്ത് ചോദ്യം വന്നാലും സെറ്റ് ആയിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി. സോ എല്ലാവരും നോട്ട്സ് എഴുതാൻ നോക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫസ്റ്റ് ചാപ്റ്റർ, ദ മോസ്റ്റ് സിമ്പിൾ ചാപ്റ്റർ. വേഗം തീർക്കാം. 10-15 മിനിറ്റ് മതി ഓരോ പോയം. ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ്. മക്കളെ വരികൾ എഴുതിയത് എപ്പോഴാണ്? സ്പ്രിംഗ് കാലത്തിന്റെ സ്റ്റാർട്ടിങ്. ഓക്കെ സ്പ്രിംഗ് കാലം തുടങ്ങി വരുമ്പോൾ, സ്പ്രിംഗ് കാലം എന്ന് പറയുമ്പോൾ എന്താണ്? വളരെ ബ്യൂട്ടിഫുൾ കാലം കേട്ടോ. നമുക്ക് ഇന്ത്യയിലാകെ മഴക്കാലം ആൻഡ് ചൂടുകാലം ഉള്ളൂ. ഡിസംബർ എന്ന് പറയുന്ന വിന്റർ ഒക്കെ കണക്കല്ലേ. നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്? നമുക്ക് സ്പ്രിംഗ് ഓട്ടം ഉണ്ടോ? ചിക്കൻ സ്പ്രിംഗ് റോൾ ഉണ്ടാവും, പക്ഷെ സ്പ്രിംഗ് ഇല്ല അല്ലെ. അതേപോലെ അല്ല അമേരിക്ക അല്ലെങ്കിൽ പുറം രാജ്യങ്ങൾ, അവിടെ സ്പ്രിംഗ് ഓട്ടം ഫോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവമുണ്ട്. ഇത് സ്പ്രിംഗ്, ഈ പൂക്കളും കിളികളും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി വരുന്ന കാലമാണ്. നിങ്ങളുടെ സീസൺ ഏതാണ് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയാം? സമ്മർ ആണോ വിന്റർ ആണോ? ഈ സമ്മറിന്റെ ഗുണം ചൂടാണ്, ഗുണമല്ല അത് വെക്കേഷൻ ആണ് അല്ലേ, പക്ഷെ ചൂടാണ്, ഡിഫക്റ്റ് ആണ്. വിന്റർ എന്നാണ് അത്യാവശ്യം തണുപ്പാണ്, അപ്പൊ നമുക്ക് സുഖമായിട്ടിരിക്കാം, പക്ഷേ സ്കൂളിൽ എക്സാം ഒക്കെ ഉണ്ട്, സീനാണ് അല്ലേ. അപ്പൊ നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് ആണ് എഴുതി. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഉറപ്പിക്കുക, നിങ്ങളുടെ തലയിൽ ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പോയം അപ്രീസിയേഷൻ ആയിക്കോട്ടെ, ഈ പോയം ഏത് ലൈനിന് എടുത്ത് ഏതൊക്കെ ചാപ്റ്ററിന് എടുത്താൽ ചോദിക്കും, അപ്പോൾ ഓർക്കണം ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ് വില്യം വേർഡ്സ്വർത്ത്. നോക്കിയേ, ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ് വില്യം വേർഡ്സ്വർത്ത്, ലൈൻസ് റിട്ടൻ ഇൻ ഏർലി റൂമർ വില്യം വേർഡ്സ്വർത്ത്. അതങ്ങനെ ടക്ക് പഠിക്കുക. ചാറ്റിൽ ഇപ്പം തന്നെ പറയാം, ഉറപ്പിക്കുക. ലൈൻസ് റിട്ടൻ ഇൻ ഏർലി സ്പ്രിംഗ് വില്യം വേർഡ്സ്വർത്ത്. അത് മറക്കരുത്. മഴക്കാലം വെറും സീനാട്ടോ, വെറും അടിപൊളിയാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട് മഴക്കാലത്ത് പണ്ട് ഇങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കുന്നത് അല്ലേ, ചെളിയൊക്കെ ആയിരിക്കും, പക്ഷേ രസമായിരിക്കും, വേറെ തന്നെ രസമാണ്. ഫുട്ബോൾ കളിക്കുമ്പോൾ മടുക്കൂല, അത് വേറെ തന്നെ രസമാണ്. ഓക്കെ പക്ഷെ ഭയങ്കര എന്താണ് ഇടിവെട്ടിലൊക്കെ വന്ന പേടിയോ. ഓക്കെ ഇനി നിങ്ങൾ
അപ്രീസിയേഷനോ എന്ത് ആൻസർ എഴുതുമ്പോൾ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. ഹി ഈസ് നോൺ ആസ് ദ പോയറ്റ് ഓഫ് ദി നേച്ചർ. ഞാൻ നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമുള്ള കാര്യമാണ് പറയുന്നത്. നോക്കിയേ, പോയറ്റ് ഓഫ് നേച്ചർ. ഓക്കെ, എന്താണ് പോയറ്റ് ഓഫ് നേച്ചർ? അത് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നേച്ചറിനെ പറ്റി എഴുതുന്ന പോയറ്റ് ആണ് വില്യം വേർഡ്സ്വർത്ത്. ക്ലിയർ ആണല്ലോ? നേച്ചറിനെ പറ്റി എഴുതുന്ന പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. വില്യം വേർഡ്സ്വർത്ത് അണ്ടർലൈൻ ചെയ്തിട്ട് പോയറ്റ് ഓഫ് ദി നേച്ചർ അല്ലെങ്കിൽ റൈറ്റ്സ് അബൌട്ട് നേച്ചർ. അപ്പോൾ പോയംസ് നേച്ചറിനെ പറ്റി എഴുതുക. ഓക്കെ, ആ കാര്യം മനസ്സിലായി. ബാക്കി നിങ്ങളൊന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം. നിങ്ങൾ ഈ സമയത്ത്, ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ ഓരോ പോയറ്റിക് ഡിവൈസ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വായിച്ചു നോക്കാം. I heard 1,000 blended notes while in a grove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to mind. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. നിങ്ങൾക്ക് ഏതൊരു പോയം കിട്ടിയാലും റൈം സ്കീം നോക്കാം. റൈം സ്കീം നോക്കാം. ഓക്കെ മക്കളെ, റൈം സ്കീം എന്താ എല്ലാവരും നോക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് അവസാനത്തെ വാക്കുകൾ മാത്രം നോക്കാം. നോട്ട്സ്, റിക്ലൈൻഡ്, തോട്ട്സ്, മൈൻഡ്. എന്താണ്? ഞാൻ ആദ്യത്തെ വാക്കിന് എ എന്നിട്ട് കൊടുക്കുക. എ. ഓക്കെ, എ എന്നിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് എ. നോട്ട്സും റിക്ലൈൻഡും നമ്മൾ എന്തെങ്കിലും ബന്ധം? നോട്ട്സ് റിക്ലൈൻഡ്, നോട്ട്സ് റിക്ലൈൻഡ് ഒരു ഇതുമില്ല അല്ലേ? അപ്പൊ എയും ഇത് എ ആയിട്ട് റിലേറ്റ് ബി ആക്കി. അപ്പൊ എ ബി. ഓക്കെ, ഇനി നോട്ട്സും തോട്ട്സും തമ്മിൽ ബന്ധമല്ലേ? നോട്ട്സ് തോട്ട്സ്, നോട്ട്സ് തോട്ട്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എ തന്നെ ഇവിടെ കൊടുക്കാം. പക്ഷെ മൈൻഡും നോട്ട്സും തോട്ട്സും തമ്മിൽ ബന്ധമല്ല. മൈൻഡ് വേറെയാ. മൈൻഡും റിക്ലൈൻഡ്, മൈൻഡ് റിക്ലൈൻഡ്, മൈൻഡ് റിക്ലൈൻഡ്. അപ്പൊ എന്താണ് നമുക്ക് പറയാം? ഇത് ബി. അപ്പം മനസ്സിലായി ഇതിന്റെ റൈം സ്കീം എന്താണ്? എ ബി എ ബി. എന്താണ്? എ ബി എ ബി. അപ്പോൾ ഏതൊരു പോയം തന്നാലും ആദ്യം നോക്കേണ്ടത് റൈം സ്കീം ഉണ്ടോ എന്നാ. റൈം സ്കീം ഇല്ലെങ്കിൽ അപ്പം നമുക്ക് പറയാം, സി നോ റൈം സ്കീം. റൈം സ്കീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്രീസിയേഷൻ ആയിക്കോട്ടെ എന്ത് വേണം തന്നെ, നിങ്ങൾക്ക് റൈം സ്കീം ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയാ? നമ്മൾ ഫ്രീ വേഴ്സ്, ഫ്രീ വേഴ്സ്. ഓക്കെ, ഫ്രീ വേഴ്സ് എന്ന് പറയും. ഓക്കെ, റൈം സ്കീം ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ഫ്രീ വേഴ്സ് എന്ന് പറയും. ഫ്രീ വേഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റൈം സ്കീം എ ബി എ ബി ആണ്. ഓക്കെ, ഇനി ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ്. മക്കളെ, ഇവിടെ നമ്മുടെ പോയറ്റ് കുറച്ച് തള്ളല അല്ലെ? കുറച്ച് തള്ളി 1000 ബ്ലെൻഡഡ് നോട്ട്സ്. 1000 നോട്ട്സ് എങ്ങനെ സൗണ്ട് ചെയ്യുക? ഒരു നോട്ട് എന്ന് പറയുമ്പോൾ ടിങ്, ടോങ്, ഇപ്പോഴും ഒരു 10-20 ആയിട്ടുണ്ടോ? പക്ഷേ ഇവിടെ 1000 കേട്ടു എന്ന് പറഞ്ഞാൽ 1000 എന്ന് പറയുന്നത് ഹൈപ്പർബോളി, എക്സാജറേഷൻ. നിങ്ങൾക്ക് ഹൈപ്പർബോളി എന്നുള്ള വാക്ക് കിട്ടിയില്ലെങ്കിലും എന്താ അതിന് പറയാ? എക്സാജറേഷൻ, എക്സാജറേഷൻ. ഓക്കെ, ഓക്കെ, അല്ലെങ്കിൽ എന്താ? എക്സാജറേറ്റഡ് സെന്റിമെന്റ് അല്ലെങ്കിൽ ഹൈപ്പർബോലി എന്ന് എഴുതുക. പിന്നെ മക്കളെ, 1000 സൗണ്ടുകൾ മ്യൂസിക്കൽ നോട്ട്സ് ആയതുകൊണ്ട് നമ്മൾ എന്താ? ഓഡിറ്ററി ഇമേജ്, ഓഡിറ്ററി ഇമേജസ് അല്ലെങ്കിൽ ഓഡിറ്ററി ഇമേജ് എന്ന് പറഞ്ഞേ. ഓഡിറ്ററി കേൾക്കാൻ പറ്റിയിട്ടല്ലേ പറഞ്ഞേ? ഇയാൾക്ക് കേൾക്കാൻ പറ്റും, നമുക്കും കേൾക്കാൻ പറ്റും. അപ്പൊ ഓഡിറ്ററി 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 ചാറ്റിൽ പറഞ്ഞു. ഓക്കെ, ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ്. മക്കളെ, ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. പോയിന്റ് എന്ത് മൂഡിലായിരുന്നു? നല്ല മൂഡം, മധുരമുള്ള മൂഡം, സ്വീറ്റ് മൂഡിലായിരുന്നു. വെൻ പ്ലസന്റ് തോട്ട്സ്, പ്ലസന്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പി. ഓക്കെ, ഹാപ്പി തോട്ട്സ് ആയിരുന്നു. ഓക്കെ, ഹാപ്പി തോട്ട്സ്, ഹാപ്പി തോട്ട്സ് ആയിരുന്നു മനസ്സിൽ. അപ്പം സ്വീറ്റ് മൂഡാണ്, ഹാപ്പി തോട്ട്സ്, നല്ല മൂഡിലായിരുന്നു. ഓക്കെ, ബ്രിങ് സാഡ് തോട്ട്സ് ടു മൈൻഡ്. അപ്പോൾ വിഷമായി പെട്ടെന്ന്. ഹാപ്പി തോട്ട്സ് ആകുമ്പോൾ പെട്ടെന്ന് എന്താണ്? സാഡായി. ആ കാര്യം നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? ആദ്യം എന്ത് മൂഡിലായിരുന്നു? നല്ല മൂഡിലായിരുന്നു. സ്വീറ്റ് മൂഡ് വിത്ത് പ്ലസന്റ് തോട്ട്സ്, നല്ല ചിന്തകളായിരുന്നു. പിന്നെ മോശം സങ്കടമായ ചിന്തകളായിരുന്നു മനസ്സിലേക്ക് വന്നത്. സംഭവം മനസ്സിലായല്ലോ? ഫസ്റ്റ് സ്റ്റാൻസ ക്ലിയർ ആണെങ്കിൽ എല്ലാവരും ഫയർ ഇമോജി ഇടുക. മക്കളെ, 20K നമുക്ക് ക്രോസ് ചെയ്യണം. +1 ചേട്ടന്മാരെ നമുക്ക് പൊട്ടിക്കണം. പൊട്ടിക്കൂലേ? SSlc അല്ലേ എക്സാമിനർ ഏറ്റവും പവർഫുൾ ബാച്ച് എന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ഓക്കെ, റെഡി? അപ്പൊ ഫസ്റ്റ് സ്റ്റാൻസ റെഡി. ഓക്കെ, അപ്പൊ ഇയാളുടെ ഒരു ഫോട്ടോ കൊടുത്തിട്ട് മനസ്സിലാക്കണമെങ്കിൽ അടുത്തത്, ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ ആൻഡ് മച്ച് ഇറ്റ് ഗ്രീൻ മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇനി നമ്മൾ റൈം സ്കീം വീണ്ടും നോക്കണ്ട. ലിങ്ക്, റാൻ, തിങ്ക്. അപ്പൊ എന്താ? എ ബി സി ഡി അതാ മനസ്സിലാക്കണ്ട. ഓക്കെ, ഇവിടെ ടു ഹെർ. മക്കൾ, ഇവിടെ ആരാണ് ഹെർ? ഹൂ ഇസ് ഹെർ? ആരാണ് അവൾ? ആരാണ് അവൾ? പറയൂ, ആരാണ് അവൾ? ടു ഹെർ ഫെയർ വർക്ക്സ്. ഫെയർ വർക്ക്സ് എന്ന് പറയുമ്പോൾ നല്ല പ്രോജക്ട്സ്. ഇപ്പം നിങ്ങൾ ഒരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്, ദാറ്റ് ഈസ് ഹെർ ഫെയർ വർക്ക്, ദിസ് ഇസ് ഹിസ് ഫെയർ വർക്ക് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ആരാ ഹെർ എന്ന് പറയുന്നത്? ഹെർ എന്ന് പറയുമ്പോൾ നേച്ചർ. മക്കളെ, നമ്മൾ നേച്ചർ എന്ന് പറയുന്ന ആളെ, അല്ലെങ്കിൽ അലൻ സാറിൻ്റെ ഫോണോ, അല്ലെങ്കിൽ ഈ മൗസ്, അല്ലെങ്കിൽ ഈ ബോട്ടിൽ നമ്മൾ ഹീ എന്നൊക്കെ വിളിക്കും. ഞാൻ ഇതിനെ ഹീ എന്ന് വിളിക്കുമോ? ഞാൻ ഈ ബോട്ടിൽ ഹീ എന്ന് വിളിക്കുമോ? ഇല്ല, ഇതിന് ജീവനില്ല. അപ്പൊ ജീവൻ ഇല്ലാത്ത കാര്യത്തെ ജീവൻ ഉള്ളതുപോലെ നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ അതൊക്കെ ഞാൻ പറയാണ് ദ ബോട്ടിൽ ഈസ് ഡാൻസിങ്. ഞാൻ പറയാണ് ദ ബോട്ടിൽ ഈസ് ഡാൻസിങ്, ദ ബോട്ടിൽ ഈസ് വേവിങ്.
സി ബോട്ടിൽ ഡാൻസ് കളിക്കുമോ? ഇല്ല, നമ്മൾ ഡാൻസ് കളിക്കുക, നമ്മളിങ്ങനെ ഡാൻസ് കളിക്കും. ഇത് ബോട്ടിൽ ഡാൻസ് കളിക്കും, ഇല്ല ബോട്ടിൽ ഡാൻസ് കളിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും, ഇതിനെ ഞാൻ പെർസോണിഫൈ ചെയ്തു എന്ന് പറയും. എന്താണ് പെർസോണിഫൈ ചെയ്തു? അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ ഹെർ നേച്ചറിനെ, ജീവനില്ലാത്ത കാര്യത്തിനെ, മനുഷ്യനില്ലാത്ത കാര്യത്തിനെ ജീവനുള്ള പോലെ ആക്കിയതുകൊണ്ട് ഇതിനെ പെർസോണിഫിക്കേഷൻ. പെർസൺ എന്നറിയാം, പെർസോണിഫിക്കേഷൻ. ഓക്കെ, ജീവൻ ഉള്ള പോലെ കാണിക്കുന്നു, അതാണ് പെർസോണിഫൈഡ് അല്ലെങ്കിൽ പെർസോണിഫിക്കേഷൻ. അപ്പോൾ ആരെയാണ് പെർസോണിഫൈ ചെയ്തത്? ഇവിടെ നേച്ചറിനെയാണ് പെർസോണിഫൈ ചെയ്തത്. കാരണം നേച്ചറിനെ വർക്കുള്ളൂ. നിങ്ങൾക്ക് ജോലിയുണ്ടോ? നമുക്ക് ജോലിയുണ്ട്. നേച്ചറിന് ജോലിയുണ്ടോ? ഉണ്ടെന്നാ പറയുന്നത്. ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റൺ. അപ്പം മക്കളെ, നേച്ചർ എന്താണ് ലിങ്ക് ചെയ്തത്? ഹെർ ഫെയർ വർക്ക്സ്. മക്കളെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മരം, പക്ഷി, പട്ടി, പൂച്ച എല്ലാം ബ്യൂട്ടീനെ നമ്മളെ ആത്മാവായിട്ട്, ഹ്യൂമൻ സോളായിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഹ്യൂമൻ സോൾ ഉണ്ടല്ലോ, ഒരു കോൺസെപ്റ്റാണ് അത് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ത്രൂ മീ റൺ, എൻ്റെ ഉള്ളിലുള്ള ഒരു ഹ്യൂമൻ ആത്മാവായിട്ട് ലിങ്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ലിങ്ക് ചെയ്തു. അപ്പം മച്ച് ഇറ്റ് ഗ്രീവ്ഡ്. മക്കളെ, ഗ്രീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രീവ് എന്ന് പറയുമ്പോൾ സാഡ് ആൻഡ് വളരെയധികം വിഷമിപ്പിച്ചു. എന്താണ്? മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തെ വിഷമിപ്പിച്ചു. എന്താണ്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മക്കളെ, ഈ ലൈനിൽ ഏതോ ഒരു സൗണ്ട്, ഏതോ ഒരു ലെറ്റർ വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ലൈനാണ്. ഈ പോയം വീണ്ടും റിപ്പീറ്റ് ആവുന്ന ലൈനാണ് കേട്ടോ. ഇനി അതിൽ എന്താണ് സൗണ്ട്? മ. അപ്പൊ എന്താണ്? മ എന്ന് റിപ്പീറ്റ് ആവുന്നുണ്ടെന്ന് നമുക്ക് ഇതിന് പറയാം അലിറ്ററേഷൻ. എന്താണ് അലിറ്ററേഷൻ? ഒരു ലൈനിൽ അടുത്തടുത്തുള്ള വാക്കുകളിൽ സ്റ്റാർട്ടിങ്ങിൽ റിപ്പീറ്റ് ആവുന്ന സാധനം, അതാണ് അലിറ്ററേഷൻ. എന്താണ് അലിറ്ററേഷൻ? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യർ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് മനുഷ്യർ ചെയ്യുന്നത് ആലോചിച്ചിട്ട് പോയറ്റിന് വിഷമായി. വൈ വാസ് ദ പോയറ്റ് സാഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വൈ വാസ് ദ പോയറ്റ് സാഡ്? സി, നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കണ്ടിട്ട്, മനുഷ്യർ ചെയ്യുന്നത് കണ്ടും, ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് മക്കൾ ഉദ്ദേശിക്കുന്നത്? ഡൊണേഷൻ, ഹെൽപ്പിംഗ് ഈച്ച് അതർ, അതാണോ? അല്ല, മോശം ആക്ടിവിറ്റി, ഡിസ്ട്രക്ഷൻ, നമ്മൾ ഓരോന്ന് അടിച്ചു പൊട്ടിക്കുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ്? കില്ലിംഗ് നേച്ചർ അല്ലെങ്കിൽ കില്ലിംഗ് നേച്ചർ or animals, deforestation, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ അല്ലേ, നേച്ചറിന്റെ ബ്യൂട്ടീനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ വിഷമമായി. എന്താണ്? നേച്ചറിന്റെ ബ്യൂട്ടീനെ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ വിഷമമായി. സംഭവം മനസ്സിലായല്ലോ? ഇവിടെ പെർസോണിഫിക്കേഷൻ ഉണ്ട്, അലിറ്ററേഷൻ ഉണ്ട്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്യാം മക്കളെ. 16,000 ക്രോസ് ചെയ്തു മക്കളെ. ഒന്നും കൂടി ഷെയർ ചെയ്യുക. 20K is our goal. 20K, വെരി ഗുഡ്. ഇവിടെ ഒരാൾ അടിപൊളി ആൻസർ, പൊല്യൂഷൻ അല്ലേ, പൊല്യൂഷൻ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ പോയത്തിന് ഭയങ്കര വിഷമമാവുന്നു. പോയിട്ട് നേച്ചറിന്റെ സൈഡിലാണ്, നമ്മുടെ സൈഡിലല്ല അല്ലേ, നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ്. ഇനി ഈ ലൈൻസ്, ഈ സ്റ്റാൻസ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് 2 വാക്കിൽ പറയാം ഈ സ്റ്റാൻസ് എന്താണ് മക്കളെ? ഈ സ്റ്റാൻസ് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് കുറച്ച് through primrose tufts in the green bower the periwinkle trailed its wreath and 'tis my fate that every flower enjoys the air it breathes. ഇവിടെ ഈ പെരിവിങ്കിൾ ടഫ്സ് ആൻഡ് ഗ്രീൻ ബവർ ആൻഡ് പെരിവിങ്കിൾ പ്രിംറോസ് എന്നൊക്കെ പറയുമ്പോൾ ഓരോ ചെടികളും പൂക്കളും. ഓക്കെ, എന്താണ്? ഇമാജിനറി വേർഡ്സോ? ഇമാജിനറി, വിഷ്വൽ. വെരി ഗുഡ്. ഇവിടെ ഓരോ ചെടികളെ പൂക്കളെ പറ്റി പറയുമ്പോൾ നമുക്ക് വിഷ്വൽ, എന്താണ് വിഷ്വൽ എന്ന് പറയുമ്പോൾ കാണാൻ പറ്റുന്ന വിഷ്വൽ ഇമേജറി. ഓക്കെ, വിഷ്വൽ ഇമേജറി. ഓക്കെ, ബ്യൂട്ടീനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ പ്രിംറോസ് ടഫ്സ് എന്ന് പറയുമ്പോൾ ഒരു യൂറോപ്യൻ ചെടിയാണ്. ഓക്കെ, ഗ്രീൻ ബവർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഷെയ്ഡുള്ള പച്ച ഇതൊക്കെ വെച്ചിട്ട്. ഓക്കെ, പെരിവിങ്കിൾ എന്ന് പറയുമ്പോൾ വേറൊരു ചെടി, റീത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുറ്റി വരിക എന്ന് പറയും. ഓക്കെ, അപ്പൊ കുറെ പൂക്കൾ, വിഷ്വൽ ഇമേജറിയെ പറ്റി പറയും, ഭയങ്കര ബ്യൂട്ടീനെ പറ്റി. ഇവിടെ കുറച്ച് ചെടീനെയും ചാണകമൊക്കെ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ചാണകം എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, സംഭവം. ആൻഡ് ടിസ്, മക്കൾ, ഈ ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടിസ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? ഇറ്റ് ഈസ്. ഓക്കെ, അത് ഒരുമിച്ച് അങ്ങ് പറയുന്നത് ടിസ്. അതാണ് എൻ്റെ വിശ്വാസം. ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ വിശ്വാസം. ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ദി എയർ ഇറ്റ് ബ്രീത്ത്സ്. മക്കളെ, നിങ്ങളെല്ലാവരും ശ്വാസം വലിക്കോ? നിങ്ങളെല്ലാവരും ശ്വാസം വലിക്കെങ്കിൽ ഫയർ ഇമോജി ഇട്ടേ. ഇവിടെ നിങ്ങളെല്ലാവരും ശ്വാസം വലിക്കും. ഒരു ചെടി അല്ലെങ്കിൽ ഒരു ഫ്ലവർ, ഇവിടെ ഫ്ലവർ എയർ ബ്രീത്ത് ചെയ്യുന്ന പറയുന്നത്, അത് എൻജോയ് ചെയ്യുന്ന പറയുന്നത്. ഫ്ലവർ ബ്രീത്ത് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ മനുഷ്യരെ പോലെ ബ്രീത്ത് ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് വഴി കുറേ റെസ്പിറേഷൻ നടക്കുന്നത് എനിക്കറിയാം. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ അതൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇതെന്താ സംഭവം? ഇവിടെ ഫ്ലവറിനെയും, ഓക്കെ, ഫ്ലവർ അത് ശ്വാസം വലിക്കുന്നത് ആസ്വദിക്കുന്നു. എന്ത് ആസ്വദിക്കോട്? വെറുതെ പറയാം. ഇതിനെ നമ്മൾ പെർസോണിഫൈ ചെയ്തു, വീണ്ടും പെർസോണിഫൈ ചെയ്തു. ഓക്കെ, ഫ്ലവറിനെയും പെർസോണിഫൈ ചെയ്തു.
ഓക്കെ, ഫ്ലവറിന് ജീവനുണ്ടെന്നങ്ങ് പറയാ, അതാണ് സംഭവം. ഓക്കെ, ഇവിടെ പെർസോണിഫിക്കേഷൻ, ഇവിടെ വിഷ്വൽ ഇമേജറി. ഇതാ നോക്കിയേ, ഇവിടെ ഇത് പെർസോണിഫിക്കേഷൻ അല്ല, ഇത് അലിട്രേഷൻ കേട്ടോ. ഇത് അലിട്രേഷൻ. ഓക്കെ, അലിട്രേഷൻ, കാരണം ഓക്കെ. പിന്നെ പെരിവിങ്കൽ ട്രെയിൽഡ് സ്ട്രീറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടി വിഷ്വൽ ഇമേജറിനെ പറ്റി എഴുതാം. ഓക്കെ, റെഡി ആണല്ലോ പെർസോണിഫിക്കേഷൻ റെഡി. അപ്പൊ നമുക്ക് ലാസ്റ്റ് പോയതിലേക്ക് പോവാം. വളരെ 17K മക്കളെ ലൈക്സ് കൂട്ടുക, 20,000 ആക്കുക. കമാൺ. അലൻ സാറിന് വേണ്ടി നിങ്ങളൊന്ന് 20K ലോഡിംഗ് ചാറ്റിൽ ഇടാ, ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് വരിക. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ട് വന്നു എന്ന് ചാറ്റിൽ തന്നെ അന്വേഷിച്ചോ. ഓക്കെ, the birds around me hopped and played their thoughts I cannot measure, but the least motion which they made, it seemed the thrill of pressure. ചിലപ്പോൾ ഈ 4 ലൈൻ തന്നിട്ട് ചോദിക്കും ക്വസ്റ്റ്യൻ. നോക്കിയേ, the birds around me, ചെറിയ പക്ഷികൾ അറൗണ്ട് മീ ഹോപ്ഡ് എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടി ഇങ്ങനെ കുച്ചു എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി കളിക്കുക. their thoughts, അവരുടെ ആലോചനകൾ, അവരെന്താ ആലോചിക്കുക. മക്കളെ, ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത്. ഈ പക്ഷികൾ എന്താണ് ആലോചിക്കുന്നത്. എനിക്ക് പക്ഷികളെ വലിയ ഇഷ്ടമല്ല, കാരണം പണ്ട് ഒരു കാക്ക അലൻ സാറിന്റെ കയ്യിൽ തൂറി. അതോടെ അലൻ സാറിന് ഒരു പക്ഷീനെ ഇഷ്ടമല്ല. അപ്പൊ നൈസായിട്ട് എന്നെ വേണ്ടി ഷിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ആലോചന, ഇന്ന് ഈ മരത്തിനടിയിൽ ഈ സ്വിഫ്റ്റ് കാറിന്റെ മേലെ ഫുൾ തൂറിക്കൊണ്ടിരിക്കും അല്ലേ. അത് ഈ പക്ഷികൾ എന്താണ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇന്ന് ഹിറ്റ് ചെയ്യേണ്ടതെന്ന് ടാർഗറ്റ് നോക്കി വെക്കുക അല്ലേ, ഒരു ഗ്യാങ് ആയിട്ട് അല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും അച്ഛൻ്റെ വണ്ടിയിലോ അമ്മേൻ്റെ കാറിലോ അല്ലെ ബൈക്കിലോ നൈസായിട്ട് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിരിച്ചേ. എനിക്ക് ആ വിഷ്വൽ ഇമേജറി, ഞാനിപ്പോൾ തന്നത് വിഷ്വൽ ഇമേജറി, നിങ്ങൾക്കത് കാണാൻ പറ്റും അല്ലേ. ആ വൃത്തികേട്, ആ ഫീലിംഗ് അതേപോലെ തന്നെ അതെന്താ അറിയാണ്ട് തൊടും. ഇതെന്താ നോക്കുമ്പോൾ അതേ സംഭവം തന്നെ. ഓക്കെ, നിങ്ങൾക്കൊക്കെ അതാണ് ഈ കാക്ക എന്ന് പറയുന്ന ഒരു നല്ല സാധനമൊക്കെയാണ്. പക്ഷേ എന്താണല്ലേ വൈറ്റ് കളറിൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അവരുടെ ആലോചനകൾ എനിക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. മക്കളെ, ഇങ്ങനെ സ്കെയിൽ എടുത്തിട്ട് ഇത് 4 മീറ്റർ ഇങ്ങനെ, 5 മീറ്റർ ഇങ്ങനെ, 3 മീറ്റർ അങ്ങനെയാണ് മെഷർ അല്ല. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ബട്ട് ദ ലീസ്റ്റ് മോഷൻ, അവരുണ്ടാക്കുന്ന ചെറിയ നീക്കങ്ങൾ, അവൻ എൻ്റെ മിത്തത്തൂറല്ലേ, അവൻ എൻ്റെ അത് എനിക്ക് വിച്ച് ദേ മെയ്ഡ് ഇറ്റ് സീം ദ ത്രിൽ ഓഫ് പ്ലഷർ. അവിടെ എന്താണ് ഭയങ്കര സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഇവിടെ വിഷ്വൽ ഇമേജറി ഉണ്ട്, അവരിങ്ങനെ ചാടി കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പെർസോണിഫിക്കേഷൻ ഉണ്ട്, മനുഷ്യരെ പോലെ അവർ ചിന്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താണ്, ഇവിടെ താ എന്ന് പറയുമ്പോൾ പെർസോണിഫിക്കേഷൻ അല്ല, ഇവിടെ വീണ്ടും എന്താണ് അലിട്രേഷൻ. ഓക്കെ, ഇത് ലാസ്റ്റ് സംഭവം മക്കളെ നോക്കിയേ, ദ ബഡ്ഡിങ് ട്വിഗ്സ്. മക്കളെ, മുളച്ച് വരുന്ന ഇങ്ങനെ ഈ ചെടിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചെടി വളർത്തിയിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. അലൻ സാറിൻ്റെ വീട്ടിൽ ഞാനും ഈ അടുത്തൊരു ചെടി ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചെടി ഒന്ന് തരുമോ? ഇതാ. അപ്പം അലൻ സാറിൻ്റെ വീട്ടിൽ ഞാനൊരു ചെടി, അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഈ ബഡ്ഡിങ് ട്വിഗ്സ് പറയുമ്പോൾ മുളച്ച് വരുന്ന ചെറിയ ഇലകളും ഓക്കെ, സ്പ്രെഡ് ഔട്ട് ദിയർ ഫാൻ, അവരുടെ ഇങ്ങനെ കാറ്റിലേക്ക് ഇങ്ങനെ വിടർത്തി വെക്കാം കേട്ടോ. ഇതാണ് മക്കളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് നോക്കിയേ, ഈ ചെടി നമ്മൾ പറയുകയാണ്, ഈ ചെടി നിങ്ങൾ അയ്യോ ഗ്രീൻ സ്ക്രീൻ കാരണം കാണില്ല അല്ലേ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കുറച്ചൊക്കെ. ഇതൊരു ചെറിയ ചെടി കേട്ടോ, നിങ്ങളെ വൈറ്റ് കാണുന്ന ചെടി കേട്ടോ. ഇതൊരു ചെറിയ ചെടിയാണ്, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പം നോക്കിയേ, ഇത് ഞാൻ പറയാണ്, ഈ സാധനം എന്താണ്, സ്പ്രെഡ് ഔട്ട് ദിയർ ഫാൻ. അവരെ സ്പാൻ സ്പ്രെഡ് ഔട്ട് ചെയ്തോ? ഇല്ല, അതിങ്ങനെ സൺലൈറ്റ് വരുന്നതുകൊണ്ട് വളരെയാണ്, സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടില്ല. ഞാൻ പറയണം ഇത് ഉണ്ടോ, ഇത് എൻജോയ് ചെയ്യണം, ഈ കാറ്റ് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതിന് ജീവൻ ഉണ്ടെങ്കിൽ മനുഷ്യനല്ല ഇത് എൻജോയ് ചെയ്യുമൊന്നും ഇല്ല അല്ലേ. അപ്പോൾ പറയുന്നത് ടു ക്യാച്ച് ദ ബ്രീസ് ഹിയർ, നമ്മുടെ എ സിയിലെ കാറ്റ് ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അല്ല, അതുകൊണ്ട് തന്നെ പെർസോണിഫിക്കേഷൻ. ആൻഡ് ഐ മസ്റ്റ് തിങ്ക്, പോയിട്ട് പറയാം, ഞാൻ ആലോചിക്കുകയാണ്, ഡു ഓൾ അഗൈൻ, എനിക്ക് ആകെ പറ്റുന്നത് ആലോചിക്കാൻ പറ്റുള്ളൂ. ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇതിനെ പറ്റിയിട്ട്. there was pleasure there. ഇവിടെ പ്ലഷർ ഉണ്ട്, ഇവിടെ സന്തോഷമുണ്ട്. ഈ 18K മക്കൾ, ഈ ചെടിക്ക് സന്തോഷമുണ്ടോ? അവിടെ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? പറഞ്ഞേ, സന്തോഷമുണ്ടോ? ഉണ്ടോ? സന്തോഷമുണ്ടെന്ന് അവിടെ എന്നോട് തിരിച്ചു പറഞ്ഞു. മൈക്കിലേക്ക് പറഞ്ഞേ, മൈക്കിലേക്ക്. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട് സാറേ, സന്തോഷമുണ്ടെന്ന്. അപ്പോൾ ഇവിടെ സന്തോഷമുണ്ടെന്ന്. അപ്പോൾ പോയിട്ട് പറയുന്നത് ഇതിനൊരു ജീവനൊക്കെ ഉണ്ട്, സന്തോഷമുണ്ട്. അപ്പം ഫാനിൻ്റെ കാറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നതാണോ, ഇങ്ങനെ കൈയൊക്കെ വിടുന്നതാണോ? സാറേ ശരിയാണ്, വില്യം വേർഡ്സ്വർത്ത് വാസ് റൈറ്റ്. അപ്പോൾ വില്യം വേർഡ്സ്വർത്ത് പറയുന്നത് ഇവരവിടെ സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. ബേസിക്കലി ഇയാൾ എന്താണ് പറയുന്നത്, നേച്ചറിൽ സന്തോഷമുണ്ട്. ലാസ്റ്റ് സ്റ്റാൻസ, ഇഫ് ദിസ് ബിലീഫ്, ഇതിന് സന്തോഷമുണ്ടെന്നും പക്ഷികൾക്ക് സന്തോഷമുണ്ടെന്നുള്ള ഈ വിശ്വാസം എന്താണ്, ഇഫ് ദിസ് വിശ്വാസം ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്നുള്ള വിശ്വാസം, ബി സെൻറ്റ്, എങ്ങോട്ട് സെൻറ്റ് ചെയ്ത, വാട്സാപ്പ് വഴിയാണോ? അല്ല. എന്താണ്, ഇഫ് സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഞാൻ ഇങ്ങനെ വിശ്വസിക്കണം എന്നുള്ളത് സ്വർഗത്തിലെ ആകാശത്തെ ദൈവങ്ങളുടെ എൻ്റെ വിശ്വാസമാണെങ്കിൽ, നേച്ചേഴ്സ് ഹോളി പ്ലാൻ, മക്കളെ നേച്ചറിൻ്റെ പ്ലാൻ ആണ് ഇതെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കാൻ, ഹാവ് ഐ നോട്ട് റീസൺ. അപ്പം നമ്മളിവിടെ സന്തോഷമുണ്ടെന്നും പക്ഷികൾ സുഖമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെയുള്ള ആ വിചാരം, ആ വിശ്വാസം പോയിട്ടിനുണ്ടല്ലോ. ആ പോയിട്ടിനുള്ള വിശ്വാസം എവിടെ നിന്നാണ് അയച്ചത്?
അയാളുടെ ബ്രെയിനിൽ ഉണ്ടായതാണെങ്കിലും സ്വർഗത്തിൽ നിന്ന് അയച്ചതോ ഹെവന് സെൻഡ് ചെയ്തോ അല്ലെ നേച്ചറിന്റെ പ്ലാനോ ആയിക്കോട്ടെ. ഹാവ് ഐ നോട്ട് റീസൺ ടു ലമെന്റ് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ? അപ്പോൾ പോയിട്ട് ചോദിക്കാം കേട്ടോ. ഇതൊരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ. എന്താണ് മക്കളെ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ? ഉത്തരം വേണ്ടാത്ത ക്വസ്റ്റ്യൻ. ഇങ്ങനെ നമ്മൾ ചോദിക്കൂലേ, നിങ്ങൾ എന്തായി കാണിച്ചു കൂട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയോ? ഇല്ല, നിങ്ങൾ ഇങ്ങനെ അതേപോലെ അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് സന്തോഷമുണ്ടെന്നും പക്ഷികൾക്ക് സന്തോഷമുണ്ടെന്നും എന്നുള്ള വിശ്വാസം ദൈവം അല്ലെങ്കിൽ ഹെവൻ ആകാശത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നേച്ചറിൻ്റെ പ്ലാൻ ആണെങ്കിൽ, ഈ മനുഷ്യരൊക്കെ കാട്ടിക്കൂട്ടുന്നത് അല്ലേ, കുട്ടികളെ കോഴിക്കളി കാണുമ്പോൾ എനിക്ക് വിഷമം വരൂലേ, എനിക്ക് വിഷമിച്ചൂടെ എന്നാണ് പോയിട്ട് വയ്ക്കുന്നത്. എനിക്ക് വിഷമിച്ചൂടെ? നിങ്ങൾ വേസ്റ്റ് പേപ്പർ ഇടുന്നതും അതേപോലെ ഡിസ്ട്രക്ഷൻ ചെയ്യുന്നതും ബിൽഡിംഗ് ഉണ്ടാക്കുന്നതും കാണുമ്പോൾ എനിക്ക് വിഷമമാവൂലേ എന്നാ ചോദിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കാരണമില്ല, വിഷമിക്കാൻ കാരണമില്ല എന്നാ ചോദിക്കുന്നത്. ഈ ലൈൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ആയി, അതുകൊണ്ട് റെപ്പറ്റേഷൻ. ഈ 2 ലൈൻ റിപ്പീറ്റ് ആയ റെപ്പറ്റേഷൻ. മക്കളെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ റിപ്പീറ്റേഷൻ ആണോ റെപ്പറ്റേഷൻ ആണോ? മക്കളെ ഒരു ലൈൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ആണെങ്കിൽ, റിപ്പീറ്റ് എന്നുള്ള വാക്ക് നമ്മൾ IT ആയോൺ ചെയ്യുമ്പോൾ റെപ്പറ്റേഷൻ ആണ്. എന്താണ് റെപ്പറ്റേഷൻ കേട്ടോ, റിപ്പീറ്റേഷൻ അല്ല, റെപ്പറ്റേഷൻ. ഓക്കെ, റെപ്പറ്റീഷൻ. അപ്പോൾ അത് നോക്കിയേ, ഈ ലാസ്റ്റ് ലൈൻ റിപ്പീറ്റ് ആയിട്ട് 2 പ്രാവശ്യം, അലിട്രേഷൻ ഉണ്ട്, മാ, പിന്നെ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ, അതിന് ഉത്തരം വേണ്ട. അപ്പം ഈ പോയത്ത് നിങ്ങൾക്ക് A+ കിട്ടാനുള്ള എല്ലാ സംഭവങ്ങളുമായി. പിന്നെ മക്കളെ നിങ്ങളോട് ഇതിൻ്റെ അപ്രീസിയേഷൻ, ഈ പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ പറഞ്ഞാൽ കുറേ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. മക്കളെ ഒരു റൊമാൻറ്റിക് പോയറ്റാണ്. മക്കളെ റൊമാൻറ്റിക് പോയറ്റാണ്. ഈ പോയറ്റ് എന്താണ് മക്കളെ? നേച്ചറിനെ പറ്റിയിട്ട് എഴുതുന്നു. എന്താണ് തീം? നേച്ചറിൻ്റെ ബ്യൂട്ടി വേഴ്സസ് ഹ്യൂമൻ ചോയ്സസ്. മക്കൾ നമ്മൾ ചെയ്യുന്നതും അതിനെതിരായിട്ട് എന്താണ് നമ്മൾ നേച്ചറിന്റെ ബ്യൂട്ടിനെതിരായിട്ട് ചെയ്യുന്നത്. നേച്ചറിന്റെ ബ്യൂട്ടിനെ പറ്റി പറഞ്ഞു, പെർസോണിഫിക്കേഷൻ ഉണ്ട്, റെപ്പറ്റീഷൻ. മക്കളെ റെപ്പറ്റീഷൻ ചാറ്റിൽ പറഞ്ഞേ റെപ്പറ്റീഷൻ. കമോൺ, നിങ്ങളെ കൊണ്ട് 20K അപ്പുറം എത്തിക്കാൻ പറ്റും മക്കളെ. +1 ചേട്ടന്മാരെ കാണിച്ചു കൊടുക്കണം. SSlc പുലികളാണ് അതിനെക്കാളും പവർഫുൾ. ഓക്കെ, റെഡി? നമ്മുടെ ഈ ചെടിക്ക് വേണ്ടി, ഈ ചെടിക്ക് ഒരു പേരിടാം അല്ലെ, ഈ ചെടിക്ക് ഒരു പേരിടാം. എന്താ പേരുണ്ടെന്ന് നിങ്ങൾ പറയാം. ഓക്കെ, വില്യം വേർഡ്സ്വർത്ത് ഞാൻ ഇടില്ല, എനിക്കിഷ്ടമല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അപ്രീസിയേഷൻ മൊത്തം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ നോട്ട്സ് കിട്ടുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കണം. ഓക്കെ, നോട്ട്സ് കിട്ടുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കുന്ന പ്രോമിസ്. ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, നാളെ എക്സാമിന് ഇതന്നെ കോപ്പി ചെയ്താൽ മതി. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യേണ്ട, വായിക്കണം. ഓക്കെ, ഇപ്പം എക്സാമിന് ചിലപ്പോൾ 2 സ്റ്റാൻസ തരും. വേഗം ഒന്ന് ആൻസർ ചെയ്തേ. ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ മൂഡ് ആൻഡ് തോട്ട്? മക്കളെ വളരെ സിമ്പിൾ, നമ്മൾ പഠിച്ചു. എന്ത് മൂഡാ മക്കളെ? സ്വീറ്റ് മൂഡ്, മധുരമായ മൂഡ്. തോട്ട്സ് എന്താണ്? എന്ത് ആലോചനകളാണ് തലയിലുള്ള എന്താണ് ആലോചനകൾ മക്കളെ? പ്ലസന്റ് തോട്ട്സ്. ഇത് മതി. സ്വീറ്റ് മൂഡ്, പ്ലസന്റ് തോട്ട്സ്. പിക്ക് ഔട്ട് an instance of visual image and auditory image. മക്കളെ വിഷ്വൽ ഇമേജ് എന്ന് പറയുമ്പോൾ കാണാൻ പറ്റുന്ന ഇമേജ് എന്താണ്? ഇവിടെ നമുക്ക് നോക്കിയതാ. വൈൽ ഇൻ എ ഗ്രൂവ് ഐ സേ ട്രിക്ലൈൻ. മക്കൾ ഇവിടെ നമ്മുടെ പോയറ്റ് ഇങ്ങനെ ഒരു ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നില്ലേ? ഒരു ചാരുകസേരയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. അതേപോലെ ഓഡിറ്ററി ഇമേജ് എന്താണ് മക്കളെ? കേൾക്കാൻ പറ്റുന്ന ഇമേജ് എവിടെയാണ്? ഐ ഹേർഡ് 1000 blended notes. എനിക്ക് കുറേ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. സംഭവം റെഡിയാണല്ലോ. വൈ ഡിഡ് ദ പോയറ്റ് ഗ്രീവ്? ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പോയറ്റിന് സങ്കടം വന്നത്? സന്തോഷമായിട്ടുള്ള പോയറ്റ് എന്തുകൊണ്ട് സങ്കടമായി? ഗ്രീവ് എന്ന് പറഞ്ഞാൽ സങ്കടം. നോക്കിയേ, ആൻഡ് ഇറ്റ് ഗ്രീവ് മൈ ഹാർട്ട് ടു തിങ്ക്. എന്തിനാ ഗ്രീവ് ചെയ്തത്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എന്താണ് ഗ്രീവ് ചെയ്യാൻ കാരണം? മനുഷ്യരുടെ ആക്ടിവിറ്റീസ്, ഹ്യൂമൻ ആക്ടിവിറ്റീസിനെ പറ്റി ആലോചിച്ചിട്ട്. സംഭവം റെഡിയാണല്ലോ. ഓക്കെ, റെഡി? അങ്ങനെയുള്ള ലൈക്സും കൂട്ടുക, 20K ആക്കാൻ. നമുക്കിതാ നെക്സ്റ്റ് പോയത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലോവിങ് ഇൻ ദ വിൻഡ്. മക്കളെ ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുമ്പോൾ എന്തിനെ പറ്റിയിട്ടുള്ള പോയമാണ്? കാറ്റിനെ പറ്റിയിട്ടുള്ള മണാണോ? കാറ്റിന്റെ മണത്തിനെ പറ്റിയിട്ടാണോ? അല്ലെ കാറ്റിനെ പറ്റിയിട്ടാണോ? അല്ല, ബോബ് ഡിലൻ എഴുതിയിരിക്കുന്നത് കാറ്റിനെ പറ്റിയിട്ടാണോ. ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ബ്ലോയിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാറ്റ് ആടിക്കൊണ്ടിരിക്കുക അല്ലെ, ബ്ലോയിങ് ഇൻ ദ വിൻഡ്. അപ്പൊ കാറ്റിന്റെ കൂടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. എന്താണ് മക്കളെ ഇവിടെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുമ്പോൾ? ഒരു പ്രൊട്ടസ്റ്റ് സോങ്. എന്താണ് പ്രൊട്ടസ്റ്റ്? എന്താണ്? പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള സോങ് കേട്ടോ. എന്താണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന മക്കളെ? 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ. ആ പോയിന്റ്സ് നോട്ട് ചെയ്യണം. വാറിന്റെ അഗെയിൻസ്റ്റ് അല്ലേ, ആന്റി വാർ. ഓക്കെ, അഗെയിൻസ്റ്റ് വാർ. വാർ നിർത്തണം എന്ന് പറയുന്നത്, വാർ നിർത്തണം. അതേപോലെ സിവിൽ റൈറ്റ്സ്. ഓക്കെ മക്കളെ, സിവിൽ റൈറ്റ്സ്. നാളെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ശരിയാവോ? നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് പറയണം, നാളെ മുതൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കാണാൻ പറ്റൂല. ഇന്ത്യയില് കുട്ടികള് സ്കൂളിൽ പോവണ്ട, ഫ്രണ്ട്സിനെ കാണാൻ പറ്റൂല, വീട്ടിലിരിക്കണം ജീവിതം മൊത്തം എന്ന് പറഞ്ഞാൽ ശരിയാവോ? അരുൺ സാറ് പറയാണ്, നിങ്ങൾ ഇനി പുറത്തു പോകരുത്, വീട്ടിൽ മാത്രം ഇരിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവോ? സങ്കടാവും. നിങ്ങൾക്ക് പുറത്തു പോകണം, നിങ്ങൾക്ക് സിനിമ കാണാൻ പോകണം, നിങ്ങൾ ഫ്രണ്ട്സിനൂടെ പുറത്തു പോകണം, ഫെയർവെല്ലിന് പോകണം, നിങ്ങൾക്ക് സിനിമ കാണണം, എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അല്ലേ, ഈ ഭക്ഷണം കഴിക്കാൻ പോകണം. പക്ഷേ അതിനെ വിളിക്കും സിവിൽ റൈറ്റ്സ്.
സിവിൽ, നിങ്ങൾ സിവിലിയൻസാ, നിങ്ങൾക്കുള്ള കുറച്ച് അധികാരങ്ങളുണ്ട് അല്ലേ? നിങ്ങൾക്ക് പുറത്തു പോവാം, എപ്പോൾ പുറത്തു പോകാൻ പറ്റുമെന്ന് നിങ്ങളുടെ പേരൻസ് തീരുമാനിക്കും, പക്ഷെ പുറത്ത് പോവാം. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് സിവിൽ റൈറ്റ്സ്. അപ്പോൾ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, നിങ്ങളുടെ എഗെയിൻസ്റ്റ് റൂൾസ് ഉണ്ടായിരുന്നു. പിന്നെ വാർ നിർത്തണം, അതാണ് ബോബ് ഡിലൻ പറയുന്നത്. ഇതെന്താണ് മക്കളെ? ഇറ്റ് വാസ് എൻ ആന്തം ഫോർ ദി അമേരിക്കൻ സിവിൽ മൂവ്മെന്റ്. ഓക്കെ, ഈ പാട്ടെന്ന് പറയുമ്പോൾ അമേരിക്കൻ സിവിൽ മൂവ്മെന്റിനും ആന്റി വാർ മൂവ്മെന്റ്സ്, വാർ നിർത്താനുള്ള, ആന്റി വാർ, വാറിന്റെ എഗെയിൻസ്റ്റ് ഉള്ള പാട്ടായിരുന്നു. ഇതെന്താണ്? ഇയാൾക്ക് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്, ബോബ് ഡിലൻ. അപ്പൊ ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ബോബ് ഡിലൻ, ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ബോബ് ഡിലൻ, ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ബോബ് ഡിലൻ. നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പൊ നൊബേൽ പ്രൈസ് കിട്ടിയെന്ന് എഴുതാം ലിറ്ററേച്ചറിന്. അതേപോലെ തന്നെ ആന്റി വാർ പ്രൊട്ടസ്റ്റ് സോങ് അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സിനുള്ള പാട്ടായിരുന്നു. ഓക്കെ, ഇറ്റ് ഈസ് ദ ബാനിങ് ഓഫ് വെപ്പൺ ആൻഡ് എൻഡിങ് ഓഫ് വാർസ്. ഇതാണ് ഇതിന്റെ തീം. മക്കളെ, നമ്മുടെ അപ്രീസിയേഷൻ എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ തീം. എന്താണ് തീം? ബാനിങ് ഓഫ് വെപ്പൺസ്. വെപ്പൺസ് പാടില്ല. നിങ്ങളുടെ കയ്യിൽ വെറുതെ തോക്ക് വെക്കാൻ പറ്റുമോ? ഇല്ല. അതെന്തിനാ? നിങ്ങൾ വെറുതെ വെടിവെച്ച് കളിക്കും. അതേപോലെ എനിക്കും തോക്ക് വെക്കാൻ പറ്റില്ല. അതിന് ട്രെയിൻഡ് ആയ പോലീസുകാർക്ക് വെക്കാൻ പറ്റും. അങ്ങനത്തെ ഉള്ളവർ. അതാണ് പറയുന്നത്. എല്ലാവർക്കും ഗണ്ണ് കൊടുക്കരുത്, എല്ലാവർക്കും വാർ ചെയ്യരുത്. നമ്മൾ ഇന്ത്യ വെറുതെ ഒരു വാറിന് പോവോ? ഇല്ല. കുറെ ആൾക്കാർ മരിക്കും, സങ്കടമാണ്, പ്രശ്നമാണ്. അപ്പം പറ്റുന്നത്ര വാർ അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, റെഡി? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പോയം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടി അലൻ സാർ ഇന്റലിജന്റ് ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട് ഓരോ സ്റ്റാൻസയ്ക്ക് വേണ്ടിയിട്ടും. അപ്പോൾ മക്കളെ, ഷെയർ 20K ആക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അലൻ സാറിന് വേണ്ടിയിട്ട് 20K ആക്കാം. കം ഓൺ എവരിബഡി, ഷെയർ ചെയ്യാം ഇനിയും. ഓക്കെ, റെഡി? How many roads must a man walk down before you call him a man? മക്കളെ, ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ ഇവിടെ. ചോദിക്കുന്നത് നോക്കിയാ, ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ? മക്കളെ, എത്ര റോഡിൽ കൂടെ പോയാലാണ് ഒരാളെ ആണെന്ന് വിളിക്കുക? അവനൊരു ആണാണെന്ന് പറയുന്നത് എത്ര റോഡിൽ കൂടെ നടക്കണം? 3 റോഡാണോ, 4 റോഡാണോ, 5 റോഡാണോ? ഞാനൊക്കെ 10-20 റോഡിൽ കൂടെ പോയി ഞാനൊരു ആണാണോ? ഇവിടെ ചോദിക്കുന്നത് എന്ത് ക്വസ്റ്റ്യനാ? ഉത്തരം വേണോ? ഇവിടെ ഉത്തരം ചോദിക്കുന്നുണ്ട്? ഇല്ല. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് എ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ. ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. സ്പെല്ലിംഗ് നോക്കുക, RHETORICAL. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. ഇതിന് വേണ്ടിയിട്ട് ഒരു നെയിം അടിപൊളി ഒന്ന്, റിയാസ് ഖാൻ. ഇതിനെ നമുക്ക് റിയാസ് ഖാൻ എന്ന് വേണേൽ വിളിക്കാം. അപ്പോൾ റിയാസ് ഖാൻ ഫാൻസ് കുറേ ഉണ്ടെന്ന് കൊള്ളാം. നല്ല പേര് സജഷൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇതൊരു റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ. ഇതിന് ഉത്തരം നിങ്ങൾ പറയണ്ട. ഇതിന് ഉത്തരം പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ്. ഓക്കെ, ഇതൊരു പൊട്ടത്തരം. നിങ്ങൾ ആൻസർ ചെയ്യണ പൊട്ടത്തരം. അതേപോലെ തന്നെ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ആൻസർ വേണ്ട അതിന്. ഓക്കെ, കമോൺ. അപ്പൊ ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ? ഇവിടെ റോഡ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? റോഡിന്റെ ഒരു സിമ്പലാ. ഇവിടെ ഈ ചാപ്റ്ററിൽ കുറേ സിംബലിസം, ഓക്കെ, സിംബൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിംബൽസ്. ഓക്കെ, റോഡ് എന്ന് പറയുമ്പോൾ റോഡല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് മക്കളെ? ലൈഫ് എക്സ്പീരിയൻസ്. എന്താണ് ലൈഫ് എക്സ്പീരിയൻസ്? നിങ്ങളുടെ ലൈഫിൽ കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതാണ്. എത്ര ലൈഫ് എക്സ്പീരിയൻസിൽ കൂടെ പോയാലാണ് നിങ്ങളൊരു മനുഷ്യനാണെന്ന് പറയുന്നത്, നിങ്ങളൊരു ആണാണെന്ന് പറയുന്നത്? എപ്പോഴാണ്? എത്ര എക്സ്പീരിയൻസ് വേണം? അതാണ് ചോദിക്കുക. സിമ്പിൾ നമ്പർ 1, സിമ്പിൾ നമ്പർ 1 നോട്ട് ചെയ്യുക. ലൈഫ് എക്സ്പീരിയൻസ്. റോഡ് എന്ന് പറയുമ്പോൾ ലൈഫ് എക്സ്പീരിയൻസ്. ഓക്കെ, അത് നോട്ട് ചെയ്തവരൊക്കെ ഒന്ന് ഫയർ ഇമോജി ഇടുക. വെരി ഇമ്പോർട്ടൻറ്റ്. ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഓക്കെ, സെറ്റ്. ഹൗ മെനി സീസ്? മക്കളെ, എത്ര സീസ്? സീ എന്ന് പറയുമ്പോൾ സമുദ്രം. മസ്റ്റ് വൈറ്റ് ഡോവ്. മക്കളെ, ഡവ് എന്ന് നമ്മൾ പറയും, പക്ഷെ വൈറ്റ് ഡോവ് ആണ്. ഓക്കെ, എന്താണ് വൈറ്റ് ഡോവ് മക്കളെ? നിങ്ങൾ അല്ലേ വെള്ളപ്രാവ് അല്ലേ? ഇതേപോലെ വൈറ്റ് ഡോവ്. ഓക്കെ, എത്ര സീ ക്രോസ് ചെയ്യണം? എത്ര സമുദ്രങ്ങൾ കടന്ന് പോകണം ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്? ഓക്കെ, അപ്പം ഇവിടെ സ്ലീപ്സ് ഇൻ ദ സാൻഡ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു വൈറ്റ് ഡോവ് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്. എന്തിന്റെ സിമ്പിളാണ് മക്കളെ? സിമ്പിളാണ്. എന്തിന്റെ സിമ്പിളാണ്? വൈറ്റ് ഡോവ് എന്ന് പറയുമ്പോൾ വയലൻസ് ആണോ? ഇല്ല, പാവം പക്ഷി അല്ലെ? പാവം ഒരു പക്ഷിയാ. അതുകൊണ്ട് നമ്മൾ പീസ്. ഓക്കെ, പീസ്. ഓക്കെ, സമാധാനം. എത്ര കൺട്രീസിൽ പോയാലും, എത്ര രാജ്യങ്ങൾ കടന്ന് പോയാലാണ് ബിഫോർ ഷീ സമാധാനത്തോടെ കിടന്നു നോക്കുക? ഫൈൻസ് പീസ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? ഫൈൻസ് പീസ്. ഓക്കെ, ഫൈൻസ് പീസ്. അപ്പം സമാധാനം തേടി പോകുന്നത് എവിടെയാണ് സമാധാനം ഉള്ളതെന്ന് ചോദിക്കുന്നത്. അപ്പൊ എല്ലായിടത്തും തല്ലും പിടിയും വാറുമാണ്. എല്ലായിടത്തും ഒരു ആണാവണമെങ്കിൽ എത്ര എക്സ്പീരിയൻസ് വേണമെന്നാണ് ചോദിക്കുന്നത്. യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ക്യാനൻ ബോൾ? മക്കളെ, ക്യാനൻ ബോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാനൻ ബോൾ എന്ന് പറയുമ്പോൾ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ സിനിമയിൽ വലിയൊരു വെപ്പണം. ഇത് വെച്ചിട്ട് ഒറ്റ വെടിവെക്ക്. അതാണ് സംഭവം. എത്ര പ്രാവശ്യം ഇത് പറപ്പിച്ചാലാ, എത്ര പ്രാവശ്യം നിങ്ങൾ ഗൺസ് ഉപയോഗിച്ചാൽ? ഇവിടെ ഗൺസ് ആൻഡ് വാർ, ഗൺസ് ആൻഡ് വയലൻസ് ആണ് ഉദ്ദേശം കേട്ടോ. ഈ ക്യാനൻ ബോൾ മാത്രം നിർത്തണമെന്നല്ല, നിങ്ങൾ ഗൺസും ഇതൊക്കെ എത്ര കാലം ഉപയോഗിച്ചാലാണ് അവരെ ബാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിർത്തണം.
ഇത് ഉപയോഗിക്കുന്നത് നിർത്തണം എന്ന് പറയാം. അപ്പം ഇവർ ചോദിക്കുന്ന 3 ചോദ്യമുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര ലൈഫ് എക്സ്പീരിയൻസ് ഒരു ആണാവാൻ. രണ്ടാമത്തത്, എവിടെയാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുക. മൂന്നാമത്തത്, എത്ര വെടി വെച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങനെ തോക്കൊക്കെ ബാൻ ചെയ്യാൻ പോകുന്നത്. ഉത്തരം എന്താണ് മക്കളെ? വാട്ട് ഇസ് ദ ഉത്തരം? എന്താണ് ഇതിന് ആൻസർ? ഇതിന് ഉത്തരം എന്താ? അലിട്രേഷൻ കൊടുത്തിട്ട് ഹൗ മെനി മസ്റ്റ്. ഓക്കെ, അലിട്രേഷൻ. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നത്, റൈം സ്കീം കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഡൗണും മാനും തമ്മിൽ ബന്ധമില്ല. എ ബി. സെയിലും മാനും തമ്മിൽ ഡൗൺ ഒരു ബന്ധമല്ല. സാൻഡും ഇതും തമ്മിൽ ബന്ധം, എ ബി സി ഡി. ഫ്ലൈയും ഇതായിട്ടൊരു ബന്ധമല്ല. ഇത് തമ്മിൽ ബാൻഡ് എഫ് സി, ഇത് തമ്മിൽ ബന്ധം. അപ്പൊ ഇവിടെ റൈം സ്കീം ഇല്ല, ഇവിടെ റൈം സ്കീം ഇല്ല, റൈമിംഗ് അല്ല. ഓക്കെ, റൈമിംഗ് അല്ല. അപ്പൊ നമുക്ക് റൈമിങ്ങിനെ പറ്റി പറയണ്ട. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ, ഇതൊക്കെ റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡി? What does the expression road stand for? വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ലൈഫ് എക്സ്പീരിയൻസ്. ഓക്കെ, ലൈഫ് എക്സ്പീരിയൻസ്. ഇതെന്താണ്? ദേ. ഇവിടെ ദേ എന്ന് പറയുമ്പോൾ എന്താണ്? ക്യാനൻ ബോൾസ്. ദേ ഷുഡ് ബി ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം, ആൻസർ ശ്രദ്ധിക്കുക. ഇവിടെ ഇതിനൊക്കെ ഉത്തരം ബോബ് ഡിലൻ പറയുന്ന ആൻസർ ഉണ്ട്. മക്കളെ, ഈ ആൻസറും കൊണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ആൻസർ കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് പറഞ്ഞേ. ഇവിടെ നമ്മുടെ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, കുറെ കാറ്റ് ഇങ്ങനെ വീശി പോകുന്നുണ്ട്. ആൻസർ എന്താണെന്ന് പറയുന്നത്? നമ്മുടെ ടൈറ്റിൽ, നമ്മുടെ പോയിന്റിന്റെ ടൈറ്റിൽ എന്താണ് മക്കളെ? ഇവിടെ എന്താണ് പറയുന്നത്? ദ ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിങ്. സുഹൃത്തെ, ഉത്തരം എന്താണ്? ബ്ലോയിങ് ഇൻ ദ വിൻഡ്. അപ്പൊ കാറ്റിലൂടെ ആടിക്കൊണ്ട് പോവാണ്. ദ ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. കാറ്റിലൂടെ ആടിക്കൊണ്ട് പോവാന്ന് പറയുമ്പോൾ 2 ആൻസർ ഉണ്ട്. എന്താണ് മക്കളുടെ ആൻസർ? എന്താണ് ആൻസർ? നമ്മുടെ ഇതിനോടൊക്കെ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം 2 ആൻസർ ഉണ്ട്. അപ്പൊ ആൻസർ 1. ഓക്കെ, ആൻസർ 1 ഉണ്ട്. അതേപോലെ തന്നെ ആൻസർ 2 ഉണ്ട്. 2 രീതിയിൽ നിങ്ങൾക്ക് ഇത് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 2 രീതിയിൽ ആൻസർ പറയാൻ പറ്റും. മക്കളെ, ദ ആൻസർ, കാറ്റ് എവിടെ ഉണ്ടാവുക മക്കളെ? കാറ്റൊക്കെ എവിടെ ഉണ്ടാവുക? വെരി ഗുഡ്. ഫസ്റ്റ് കാര്യം എന്താണ്? ആൻസർ ഇസ് എവ്രിവെയർ. ആൻസർ ഇസ് എവ്രിവെയർ. ഓക്കെ, ആൻസർ ഇസ് എവ്രിവെയർ, അല്ലെങ്കിൽ ആൻസർ ഇസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. എന്താണ്? റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നിങ്ങളുടെ തൊട്ട് കൺമുമ്പിലുണ്ട്. റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഓക്കെ, റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു. എന്താണ്? വിൻഡ് ആയിട്ട് കാറ്റ് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ എവ്രിവെയർ ആൻസർ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ഉത്തരം മുമ്പിലുണ്ട്. രണ്ടാമത്തെ ആൻസർ എന്താണ് വരുന്നത്? ആൻസർ 2. ഇനി 2 രീതിയിലാക്കാം. രണ്ടാമത്തെ രീതി എന്താണ്? നിങ്ങളുടെ കൺമുമ്പിലുണ്ട്. എന്താണ്? ഇറ്റ് ഇസ് എവ്രിവെയർ. ഓക്കെ, പക്ഷേ എന്താണ്? എല്ലായിടത്തും ആൻസർ ഉണ്ട്, എവ്രിവെയർ, ബട്ട് ആൻസർ. ഓക്കെ, ബട്ട് ദി ആൻസർ ഇസ് നോട്ട് ക്ലിയർ. ക്ലിയർ. ആൻസർ നമ്മുടെ എല്ലായിടത്തും ഉണ്ട്. ഉത്തരം ഇവിടെ അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാൻ അത്ര ക്ലിയർ അല്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? വാർ നിർത്തണം. എന്താ ചെയ്യേണ്ടത്? ആൻസർ നമുക്കറിയാം, വാർ നിർത്തണം. പക്ഷെ എങ്ങനെയാ ചെയ്യുക? അതിന്റെ ഒരു ക്ലാരിറ്റി ഇല്ല, അത് ക്ലിയർ അല്ല. അപ്പൊ 2 രീതിയിൽ നിങ്ങൾക്ക് ഇത് ഇന്റർപ്രറ്റ് ചെയ്യാം. ആൻസർ എന്താണ്? ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ പുറകിൽ, നമ്മുടെ അപ്പുറം ഇപ്പുറം ഒക്കെ ഉണ്ട്, അത് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം എല്ലായിടത്തും ഉണ്ട്, പക്ഷെ ആൻസർ അത്ര ക്ലിയർ അല്ല. എല്ലാവർക്കും ആൻസർ അറിയാം. ഓക്കെ, പക്ഷേ ആൻസർ അത്ര ക്ലിയർ അല്ല. ഇത് ക്ലിയർ ആണെങ്കിൽ മക്കളെ, ഈ 2 ഇന്റർപ്രിട്ടേഷൻ, 2 മീനിങ് പോയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ 2ഉം എഴുതുന്നു. പ്രോമിസ് ചെയ്യുക, നിങ്ങൾ ഇന്നേ വരെ ചിലപ്പോൾ 2 കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഈ ക്ലാസ് കേട്ടാൽ നിങ്ങൾക്ക് എക്സാമിനറുടെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആണ് ഇത്. ഇത് കിട്ടിയാൽ മക്കളെ ഫുൾ മാർക്ക് കിട്ടിക്കോളും. ഓക്കെ, ബോബ് ഡിലൻ പറയാണ്, ദ ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഇനി എന്തുകൊണ്ടാണ് ആൻസർ റിഫ്രെയിൻ എന്ന് എഴുതി വെച്ചത്? വാട്ട് ഇസ് റിഫ്രെയിൻ? റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ലൈൻസ്. ഒരു ലൈൻ അല്ല, ഇവിടെ ലൈൻ ഉണ്ട്, ഇവിടെ 2 ലൈൻ വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്. 2 ലൈൻ വീണ്ടും റിപ്പീറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് റിഫ്രെയിൻ എന്ന് പറയും. ഒരു വാക്ക് 2 പ്രാവശ്യം റിപ്പീറ്റ് ആവുന്ന നമ്മൾ റെപ്പറ്റീഷൻ എന്ന് പറയും, റിപ്പീറ്റ്. ഇത് റിഫ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു 2 ലൈൻ വീണ്ടും പോയ മൊത്തം റിപ്പീറ്റ് ആവുന്നത്, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ്, എത്ര വർഷം ക്യാൻ എ മൗണ്ടൻ എക്സിസ്റ്റ്? മക്കളെ, ഒപ്രസീവ് റൂളർ. വളരെ മോശമായ റൂളേഴ്സ്, ഭയങ്കര പവർഫുൾ ആയ ആൾക്കാർ നമ്മൾ എത്ര കാലം കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞത്? ബിഫോർ ഇറ്റ് ഈസ് വാഷ് ടു ദ സീ. മക്കളെ, നാട്ടുകാരെ എപ്പോൾ തല്ലി ഓടിക്കുന്ന ചോദിക്കുന്നത്, എത്ര കാലം നമ്മൾ കഷ്ടപ്പെടണം ഈ വലിയ മോശമായ റൂളേഴ്സിന്റെ അടിയിൽ എന്നാ ചോദിക്കുന്നത്. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് can some people exist before they are allowed to be free? ഇവിടെ എന്താണ് some people എന്ന് ഉദ്ദേശിക്കുന്നത് മക്കളെ? ഇവിടെ സ്ലേവ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. ഫ്രീഡം ഇല്ലാത്ത ആൾക്കാരാണ് സ്ലേവ്സ്. ഓക്കെ, അടിമകൾ. ഈ സ്ലേവ്സ് എത്ര കാലമാണ് ജീവിച്ചിരിക്കുന്നത് അവർക്ക് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട്? നിങ്ങൾ ജനിച്ച ദിവസം മുതൽ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടിയിട്ടുണ്ട് അല്ലേ? ഫ്രീഡം. ഇവിടെ ഫ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്രീഡം. എന്താണ്? സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ് എടുത്ത് നോക്കാൻ പറ്റൂലേ? നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റൂലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാൻ പറ്റൂലേ? ദാറ്റ് ഈസ് കോൾഡ് ഫ്രീഡം. അതില്ലാത്ത കുറെ ആൾക്കാരുണ്ട്.
ജീവൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാത്തവർ. ഓക്കെ, യെസ്. ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ടേൺ ഹിസ് ഹെഡ് ആൻഡ് പ്രിറ്റൻഡ് ദാറ്റ് ഹി ജസ്റ്റ് ഡസന്റ് സീ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് മക്കളെ? ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ടേൺ ഹിസ് ഹെഡ്. മക്കളെ, ടേൺ ഹിസ് ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇഗ്നോർ അല്ലെങ്കിൽ അവോയ്ഡ്. മക്കളെ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ തൊട്ട് മുമ്പിൽ എന്തെങ്കിലും മോശം ഒരു, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ചെയ്യാം. നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുകയാണ്, നിങ്ങൾ കോപ്പി അടിക്കാത്തൊരു കുട്ടിയാണ്, വേറൊരു കോപ്പി അടിക്കുന്ന കുട്ടിയുണ്ട്. ഓക്കെ, വേറൊരു കോപ്പി അടിക്കുന്ന കുട്ടിയുണ്ട്. നിങ്ങൾ കുറെ ആൾക്കാർ ചിലപ്പോൾ അയാളെ കംപ്ലൈന്റ് ചെയ്യും, ചിലപ്പോൾ എന്താണ് ഇഗ്നോർ ചെയ്യും. അല്ലേ? ശരിയല്ലേ? നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, അതുകൊണ്ട് വലിയ ഉപദ്രവമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ വെറുതെ പറയുന്നില്ല. എനിക്ക് മോശമാടാൻ പറ്റൂല, അല്ലേ? അത് നടക്കാറില്ലേ? അപ്പൊ നമ്മൾ എന്നാ വേണ്ട വിട്ടേക്ക് എന്ന് പറയും, അല്ലേ? അതേപോലെ തന്നെ ഇത് കോപ്പി അടിക്കുന്നു, അല്ലേ? ചിലപ്പോൾ നിങ്ങൾ പറയും, ചിലപ്പോൾ നിങ്ങൾ പറയില്ല, വിട്ടേക്ക്, അത് എന്തെങ്കിലും കാണിക്കണം, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, അല്ലേ? അങ്ങനെയല്ലേ? അതേപോലെ തന്നെ പക്ഷെ കുറച്ചുകൂടി മോശം സിനാരിയോ ആലോചിക്കുക. നിങ്ങൾ നോക്കുക, റോഡിൽ കുറെ ആൾക്കാരെ തല്ലുന്നു, അല്ലെ? അവരെ മോശമായിട്ട് പെരുമാറുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഇതിന് ഇടപെടുന്നില്ല, ഞാൻ ഇതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോലെ. അതാണ് ചോദിക്കുന്നത്. എത്ര കാലം നിങ്ങൾ ഇങ്ങനെ ഇത് കണ്ടില്ല, ആ പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുന്ന ചോദിക്കുന്നത്. ഓക്കെ, അതാണ് ചോദിക്കുന്നത്. ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ടേൺ ഹിസ് ഹെഡ്? ഇഗ്നോർ ചെയ്യണം, അല്ലേ? അവിടെ ഏതോ വാർ നടക്കുന്നുണ്ട്, ഞാൻ അതിനെ പറ്റി എനിക്കതൊന്നും വേണ്ട, അത് എത്രയാണ്, അത് കാണുന്നില്ല എന്ന് എത്ര കാലം ആക്ട് ചെയ്യാന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇതിനൊക്കെ ഉത്തരം എന്താണ്? ദ ആൻസർ മൈ ഫ്രണ്ട് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ആൻസർ എന്താണ്? നമ്മുടെ മുമ്പിലുണ്ട്, നിങ്ങൾ ആകെ നോക്കണം. യു ജസ്റ്റ് ഹാവ് ടു ട്രൈ. അല്ലെങ്കിൽ നിങ്ങൾ മുൻപിലുണ്ട്, നിങ്ങളൊന്ന് കഷ്ടപ്പെട്ട് നോക്കണം. ക്ലിയർ ആയിരിക്കില്ല, പക്ഷെ നിങ്ങൾ കഷ്ടപ്പെടണം. അടുത്ത ക്വസ്റ്റ്യൻസ് ആട്ടോ. ഇനി റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട്. യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് എ മാൻ ലുക്ക് അപ്പ് ബിഫോർ ഹി ക്യാൻ സീ ദ സ്കൈ? മക്കൾ, ഇവിടെ സ്കൈ എന്താണ് പറയുന്നത്? മാൻ ലുക്ക് അപ്പ് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മേലേക്ക് നോക്കുമ്പോൾ സ്കൈ കാണാൻ പറ്റുന്നില്ലേ? നിങ്ങൾ മേലേക്ക് നോക്കുമ്പോൾ സ്കൈ ആണ്, പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ് സ്കൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രീഡം. ഓക്കെ, ഫ്രീഡം. നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീഡം കിട്ടുകയെന്ന്, എപ്പോഴാണ് നിങ്ങൾക്ക് ആ ഫ്രീഡം കിട്ടുക എന്ന് ചോദിക്കുന്നത്. ഇവിടെ എന്താണ്? ഒപ്രസീവ് റൂളേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ്? എത്ര ചെവികളാണ് വൺ മസ്റ്റ് ഹാവ് ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ? നിങ്ങൾക്ക് 2 ചെവി ഉണ്ടെങ്കിൽ കരച്ചിൽ കേൾക്കാൻ പറ്റുമോ? നിങ്ങൾ ജീവിതത്തിൽ കരച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സ്മൈലി ഇമോജി ഇട്ടേ. ഞാനിപ്പം എന്ന് കരഞ്ഞാൽ നിങ്ങൾക്ക് 1 ചെവിയല്ല 2 ചെവി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, അല്ലേ? അതാണ് ചോദിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് ഹൗ മെനി ഇയേഴ്സ്? മക്കളെ, ഇവിടെ ഇയേഴ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സിമ്പത്തി. മക്കളെ, സിമ്പത്തി. നിങ്ങൾക്ക് ചിലവരോട് തോന്നുമ്പോൾ സിമ്പത്തി തോന്നുന്നില്ലേ? സിമ്പത്തി, അയ്യോ അവന് കഷ്ടമായിപ്പോ അല്ലേ, അവൻ്റെ കൈ ഒടിഞ്ഞാൽ നമ്മൾ അയ്യോ പാവം, നമ്മൾ ആലോചിക്കില്ല. അവൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് ആലോചിക്കുക, അതാണ് സിമ്പത്തി എന്ന് പറയുന്നത്. അവനെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് പാവം തോന്നും, അല്ലേ? അതാണ് സിമ്പത്തി. അപ്പോൾ ഇയേഴ്സ് എത്ര ചെവി വേണം? 2 ചെവിയാണോ? 3 ചെവിയാണോ? ഇല്ല. നിങ്ങൾക്ക് എത്ര സിമ്പത്തി വേണം, അല്ലേ? ബാക്കിയുള്ളവർ കരയുന്ന കേൾക്കാൻ വേണ്ടിയിട്ട്, അവരുടെ വിഷമങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഹൗ മെനി ഡെത്ത്സ് വിൽ ഇറ്റ് ടേക്ക് till he knows that too many people have died? എത്ര ആൾക്കാർ മരിച്ചു കഴിയുമ്പോഴാണ് കുറെ ഇത് മതിയായിരുന്നു, അല്ലേ? ഇത് മതിയായിരുന്നു, വാർ നിർത്തണം എന്നുള്ള കാര്യം വിചാരിക്കുക, അല്ലേ? ഇത് വളരെ ക്ലിയർ ആണ്. എത്ര മരണങ്ങൾ സംഭവിച്ചാലും നമ്മളൊരു വാർ നിർത്തുക എന്ന് ചോദിക്കുന്നത്, വയലൻസ് എപ്പോഴാണ് നിർത്തുകയാണ്? ഇതിൻ്റെയൊക്കെ ഉത്തരം എന്താണ് മക്കളെ? ദ ആൻസർ. 2 ആൻസർ ഉണ്ട് മക്കളെ. ആൻസർ ഇസ് എവ്രിവെയർ. നിങ്ങൾക്ക് എഴുതാൻ പറ്റും ആൻസർ ഇസ് എവ്രിവെയർ. ഓക്കെ, ആൻസർ ഇസ് എവ്രിവെയർ. എഴുതിക്കേ, ആൻസർ ഇസ് എവ്രിവെയർ. You just have to look. എഴുതിക്കോ, you just have to look. Okay, അല്ലെങ്കിൽ എന്താണ്? ആൻസർ ഇസ് എവ്രിവെയർ. ഇറ്റ് ഈസ് നോട്ട് വെരി ക്ലിയർ. ആൻസർ ഇസ് എവ്രിവെയർ. You just have to എന്താണ്? But it is not clear. But it is not easy to understand. Not clear, easy to understand. ഇത് 2 എഴുതാം, അല്ലെങ്കിൽ 1 എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇത് 2 നോട്ട് ചെയ്തൊക്കെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതേപോലെ ഇതിൻ്റെ അപ്രീസിയേഷൻ്റെ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, അപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾസ് മക്കളെ, ഈ പോയിന്റ്സിൽ ഉപയോഗിച്ച എല്ലാ സിമ്പിൾസും. റോഡ് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ്, വൈറ്റ് ഡോ എന്ന് പറയുമ്പോൾ സമാധാനത്തിനുള്ള നോക്കുന്നത്, ക്യാനൻ ബോൾസ് എന്ന് പറയുമ്പോൾ വാർ ആൻഡ് വയലൻസ്, വിൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ട്രൂത്ത് ആൻഡ് ആൻസർ. ഓക്കെ, സത്യങ്ങൾ. ഓക്കെ, മൗണ്ടൻ എന്ന് പറയുമ്പോൾ പവർ ഓഫ് ഒപ്രസീവ് റൂളേഴ്സ്, സീ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പവർ, നമ്മുടെ നാടിൻ്റെ പവർ. ഓക്കെ, സ്കൈ എന്ന് പറയുമ്പോൾ ഫ്രീഡം, ഇയേഴ്സ് എന്ന് പറയുമ്പോൾ സിമ്പത്തി. സംഭവം റെഡി ആണല്ലോ? സംഭവം റെഡി. അങ്ങനെയാണ് അപ്രീസിയേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഇന്ന് സമയം വളരെ കുറവായിട്ടുണ്ട്, നമുക്ക് എല്ലാ പോയംസും തീർക്കണം, എല്ലാ ചാപ്റ്റേഴ്സും തീർക്കണം. അതുകൊണ്ട് തന്നെ അടുത്ത പോയത്തിലേക്ക് പോവാം മക്കളെ. ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗന്റെ ബാലഡ് ആണ് നമ്മൾ ചെയ്യാൻ വന്നത്. അപ്പൊ എല്ലാവരും മക്കളെ, എല്ലാവരും ഒരു വ്യക്തി ഇങ്ങനെ ഒരു മറ്റേ ഹേലോ അല്ലേ, ഇങ്ങനെ ഒരു ഏഞ്ചലിനെ പോലെയുള്ള സാധനം തലേനെ മേലെ, ആ ഇമോജി ഇടുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അപ്പൊ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചുകൊണ്ട് വരിക, ഒന്നും കൂടി അവരെ ഓർമ്മിപ്പിക്കുക. നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടാൽ 20K ആവും.
20K ആക്കിയാൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ സ്കൂട്ടറിനെ കാണിച്ചു തരാം. 20K ലൈവ് വ്യൂവേഴ്സ് ആക്കണം. ഓക്കെ, നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്താൽ 17,000 ആൾക്കാർ, കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയി നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്താൽ വേണം 20K നമുക്ക് അടിക്കാം മക്കളെ. Come on everybody, എക്സാമിനറുടെ പവർ നമുക്ക് കാണാം. ഇതാ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, റിട്ടൺ ബൈ WB Yeats. മക്കളെ വില്യം ബട്ട്ലർ യീറ്റ്സ് എന്ന് വേണ്ട, നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിക്കുക WB Yeats. മക്കളെ ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പം എല്ലാം പോയറ്റിന്റെ പേര് മറന്നിട്ടുണ്ടാവും. സോ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പോയം ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. വേർഡ്സ് റിട്ടൺ, ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. എന്താണ് ലൈൻസ്? അയ്യോ എൻ്റെ പെണ്ണ് വരയ്ക്കുന്നില്ല. എന്താണ് മക്കളെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്? ആരാണ് എഴുതിയത്? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആരുടെ പോയമാണ്? നമുക്ക് 5 പോയം ഉണ്ട്. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആരാണ് എഴുതിയത്? ഹു റോട്ട് ദാറ്റ്? ആരാണ് മക്കളെ? വില്യം വേർഡ്സ്വർത്ത്. എന്താണ്? വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, റെഡി? അടുത്ത പോയം എന്താണ്? ബ്ലോവിൻ ഇൻ ദ വിൻഡ്. ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന് പറയുമ്പോൾ ആരാണ് മക്കളെ എഴുതിയത്? ബോബ്. ഓക്കെ, ബോബ് ഡിലൻ. നിങ്ങൾ ചാപ്റ്ററിന്റെ പേരുകൾ പഠിച്ചില്ലേ? ചാപ്റ്ററിന്റെ പേരുകളുടെ ആരാ പഠിക്കണം? പക്ഷേ പോയം ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്? ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഓക്കെ, ഫാദർ ഗില്ലിഗൻ. ഓക്കെ, ഗില്ലിഗൻ ആരാണ് ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എഴുതിയത്? WB Yeats. ഓക്കെ, വില്യം ബട്ട്ലർ യീറ്റ്സ്. ഓക്കെ, WB Yeats. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പോയിന്റ് മദർ ടു സൺ. ആരാ എഴുതിയത്? മദർ ടു സൺ. അതേപോലെ തന്നെ പോയട്രി. ഓക്കെ, മദർ ടു സൺ ആരാ എഴുതിയെന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. ഫുൾ പേരൊന്നും പറയണ്ട കേട്ടോ, നിങ്ങളിത് ഫുൾ പേര് പഠിക്കേണ്ട. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മദർ ടു സൺ എഴുതിയത് ലാങ്സ്റ്റൺ ഹ്യൂസ്. ഓക്കെ, വെരി ഗുഡ്, ലാങ്സ്റ്റൺ ഹ്യൂസ്. ഓക്കെ, ഹ്യൂസിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചോ? HUGHES. അതേപോലെ എന്താണ് മക്കളെ ഇവിടെ നോക്കിയേ, പോയിട്രി ആരാണ് എഴുതിയത്? പോയിട്രി എഴുതിയത് പാബ്ലോ നെറൂഡ. വെരി ഗുഡ്, പാബ്ലോ നെറൂഡ. ഓക്കെ, 5 പോയമും 5 പോയറ്റ്സിന്റെ പേരും പഠിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എക്സാമിന് നമുക്ക് എല്ലാ ലൈൻസിനും ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ? ഓക്കെ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ലൈൻ തരും, ആരാണ് എഴുതിയത്? ഹൂ ഇസ് ദ പോയിറ്റ്, ഹൂ റോട്ട് ദീസ് ലൈൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് നോക്കി എഴുതണം. നിങ്ങൾക്ക് അപ്രീസിയേഷൻ വരുമ്പോൾ ഫസ്റ്റ് ലൈൻ തുടങ്ങാം. ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പോയം, വെരി ടച്ചിങ് സ്റ്റോറി, അല്ലെ വെരി ടച്ചിങ് പോയം റിട്ടൺ ബൈ. എഴുതാം പോയറ്റിന്റെ പേര്. ആരെഴുതി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത് ചാപ്റ്റർ വായിച്ചിട്ടുണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. ഇത് മനസ്സിലാക്കി വെക്കാൻ, നോട്ട് ചെയ്ത് വെക്കാൻ ഫയർ ഇമോജി ഇടാം. നമുക്ക് ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറയുമ്പോൾ എന്താണ്? നേച്ചറിനെ പറ്റിയിട്ടാണോ? അല്ല, ഗോഡ് ഇസ് എവർ മെർസിഫുൾ. ഗോഡ് നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഗോഡ് എന്താണ് നിങ്ങളെയൊക്കെ എന്താവശ്യമുള്ളപ്പോൾ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഗോഡ് ഇസ് മെർസിഫുൾ. ഓക്കെ, അത് മനസ്സിലാക്കുക. അതേപോലെ എന്താണ്? നൊബേൽ പ്രൈസ് കിട്ടിയ ആളാണ്. അപ്പോൾ നമ്മുടെ ബോബ് ഡിലന് നൊബേൽ പ്രൈസ് കിട്ടി, നമ്മുടെ വില്യം ബട്ട്ലർ യീറ്റ്സിനും കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ബാലഡ്. മക്കളെ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ബാലഡ് എന്താണ്? ഒരു പോയം ഓർ സോങ്. നമുക്കിത് പോയമാണ്, നെറേറ്റിംഗ് എ സ്റ്റോറി. മക്കളെ ഒരു സ്റ്റോറിനെ പറ്റി പറയുന്ന ഒരു പോയമാണ്. ഓക്കെ, ഇറ്റ് മേ ബി യൂസ് ട്രാജിക് ഓർ ഹീറോയിക് ഇവൻസ്. ഓക്കെ, ചിലപ്പോൾ സങ്കടകരമായ കഥ, അല്ലെങ്കിൽ എന്താണ് ഭയങ്കര വീരത്വമുള്ള കഥയായിരിക്കാം. കമ്പോസ്ഡ് ഇൻ ക്വാട്രെയിൻസ്. ക്വാട്രെയിൻസ് എന്ന് പറയുമ്പോൾ 4 ലൈൻസ് ഉള്ള സ്റ്റാൻസ. ഓക്കെ, 4 ലൈൻസ് ഉള്ള സ്റ്റാൻസ. ഓക്കെ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അപ്രീസിയേഷന് പോയിന്റ്സ് ആയി. മക്കളെ ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് എഴുതാം, WB Yeats ആണ് എഴുതിയത്. എന്താണ്? WB Yeats എഴുതിയ പോയമാണ്. സെക്കൻഡ് എന്താണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, എന്താണ് ഇയാൾക്ക് നൊബേൽ പ്രൈസ് കിട്ടി എന്നുള്ള കാര്യം എഴുതാം. നോട്ട് ചെയ്തോ, വെരി ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത്തത് ഇതൊരു ബാലഡാ. ടെക്സ്റ്റ് പേരിലുണ്ട്, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. അപ്പോൾ ബാലഡാ. ഇനി ബാലഡ് എന്താണെന്നും കൂടി എഴുതിക്കുക. ബാലഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സോങ് ഓർ പോയം. ഒരു പോയമാണ്. നെറേറ്റിംഗ് എ സ്റ്റോറി, എ പോയം ഓഫ് എ സ്റ്റോറി. ഓക്കെ, പോയം ഓഫ് എ സ്റ്റോറി, എ സ്റ്റോറി റിട്ടൺ ഇൻ പോയം. അതെന്താണ്? ഇൻ 4 ലൈൻ സ്റ്റാൻസ. എന്താണ്? 4 ലൈൻ സ്റ്റാൻസ. അത് എഴുതിയാൽ പിന്നെ റൈം സ്കീം എഴുതിയാൽ 5 പോയിന്റ് ആയി. നിങ്ങളുടെ അപ്രീസിയേഷന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയി മക്കളെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആണ് കേട്ടോ. The old priest Peter Gilligan was very night and day. അപ്പം ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. മക്കൾ ഇവിടെ റിപ്പീറ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് പറയാം അലിറ്ററേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ വയസ്സായ പീറ്റർ ഗില്ലിഗൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ പീറ്റർ ഗില്ലിഗൻ എന്താണ്? വാസ് വെരി എന്ന് പറയുമ്പോൾ ടയേർഡ് ആയിരുന്നു. ഓക്കെ, മടുത്തിരിക്കുകയായിരുന്നു. നൈറ്റ് ആൻഡ് ഡേ, രാവും പകലും ഒക്കെ, രാത്രി രാവിലെ ഒക്കെ മടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മക്കളെ മടുത്തിരിക്കുന്നത്? ഫോർ ഹാഫ് ഹിസ് ഫ്ലോക്ക്. ഓക്കെ,
ഫ്ലോക്ക് എന്ന് പറയുമ്പോൾ നാട്ടുകാർ. ഓക്കെ, അപ്പോൾ അവസാന ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, ആ നാട്ടുകാർ പകുതി ആൾക്കാർ വേർ ഇൻ ദെയർ ബെഡ്സ്. ഇൻ ദെയർ ബെഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സിക്കാണ്. ഓക്കെ, അസുഖം പിടിച്ചിരിക്കുകയാണ്. ഓർ അണ്ടർ ഗ്രീൻ സോഡ്സിലെ. മക്കളെ അണ്ടർ ഗ്രീൻ സോഡ് എന്ന് പറയുമ്പോൾ പച്ചപ്പുല്ലിന്റെ അടിയിൽ. മക്കളെ പച്ചപ്പുല്ലിന്റെ അടി എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്ത്യൻ റെഫറൻസ് അല്ലേ? എന്താണ്? ക്രിസ്ത്യൻസ് മരിച്ചു കഴിഞ്ഞാൽ ഫാദറിന്റെ അടിയിലുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ ക്രിസ്ത്യൻസ് മരിച്ചു കഴിഞ്ഞാൽ എന്താ? നമ്മൾ കുഴിച്ചിടും അല്ലേ? അടക്കുന്നവരെ. അതിനെന്താണ് പറയാ? നമ്മൾ ഡെഡ്. ഓക്കെ, അപ്പോൾ പകുതി ആൾക്കാർ ഒന്നെങ്കിൽ അസുഖം പിടിച്ചിരിക്കുകയാണ്, ബാക്കി പകുതി മരിച്ച്. ഓക്കെ, ബാക്കി പകുതി മരിച്ചിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് എന്താ ഫാദർ എന്തുകൊണ്ട് ടയേർഡ് ആവുന്നത്? ഫാദറിന് അസുഖമില്ല, ഫാദർ മരിച്ചിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ഫാദർ ടയേർഡ് ആവുന്നത്? വെരി സിമ്പിൾ, വെരി ഇമ്പോർട്ടന്റ് ആൻസർ. നമ്മൾ വൈ വാസ് ദ ഫാദർ ടയേർഡ് ഇൻ ദ പോയം? എന്തുകൊണ്ടാണ് ഫാദർ ടയേർഡ്? കമോൺ കമോൺ, ലൈക്സ് ഇപ്പോൾ 20K ആവും. കമോൺ, 20K വ്യൂസ് ആയാലേ സ്കൂട്ടറിനെ കൊണ്ടുവരും കേട്ടോ. ഒരിക്കൽ വൺസ് വൈൽ ഹി നോഡഡ്, മക്കളൊന്ന് ആടിക്കളിക്കാം കേട്ടോ, ഒന്ന് ആടി. നോഡഡ് ഇൻ ഹിസ് ചെയർ അറ്റ് ദ മോത്ത് അവർ ഓഫ് ദ ഈവ്. ഓക്കെ മക്കളെ, ഇങ്ങനെ നമ്മുടെ ചാരി കസേരയിൽ ഇങ്ങനെ ചാരിക്കൊണ്ടിരിക്കുക കേട്ടോ. വൺസ് ഹി നോഡഡ് ഇൻ ഹിസ് ചെയർ അറ്റ് മോത്ത് അവർ. ഓക്കെ, മോത്ത് അവർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈവനിങ്. ഓക്കെ, ഈവനിങ് സൺസെറ്റ് ടൈം. ഓക്കെ, ഈവനിങ്ങിൽ സൺസെറ്റ് ടൈം. ഓക്കെ, സൺസെറ്റ് കഴിഞ്ഞിട്ട് രാത്രി ആവാനിരിക്കട്ടെ. ഈവ് എന്ന് പറയുമ്പോൾ ഈവനിങ്. അപ്പോൾ മോത്ത് അവർ എന്ന് പറയുമ്പോൾ ആ പ്രാണി വന്നിട്ട് നമ്മുടെ ലൈറ്റിന് മേലെ വൃത്തിയായിട്ട പ്രാണി അത് വരുന്ന സമയം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചാരി കസേര ഇങ്ങനെ ചാരി ഇരിക്കുന്നു കേട്ടോ. അനദർ പുവർ മാൻ, ഒരു പാവം മനുഷ്യൻ, സെൻഡ് ഫോർ ഹിം. അപ്പൊ സെൻഡ് ഫോർ ഹിം എന്ന് പറയുമ്പോൾ ഇൻവൈറ്റ് ചെയ്തല്ലേ, വിളിച്ചു. ഓക്കെ, കോൾഡ് ഹിം. ഓക്കെ, കോൾഡ് ഹിം. ഓക്കെ, കോൾഡ് ഹിം എന്ന് പറയുമ്പോൾ ഫാദറെ വരൂ, ഫാദറെ വരൂ. എന്തിനാണ് വിളിച്ചത്? എന്തിനാണ് വിളിച്ചത് മക്കളെ? അതൊരു ഒരു റിച്വൽ കാര്യം ചെയ്യാൻ. എന്താണ്? ഒരു റിച്വൽ ചെയ്യാനാണ്. എന്താണ് റിച്വൽ മക്കളെ? ലാസ്റ്റ് റൈറ്റ്സ് എന്ന് പറയും. എന്താണ് ലാസ്റ്റ് റൈറ്റ്സ്? ഓക്കെ, ഒരു ക്രിസ്ത്യൻ ട്രഡീഷനിൽ ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അന്ത്യകൂദാശ എന്ന് പറയും. ഓക്കെ, ലാസ്റ്റ് മരിക്കുന്നതിന് മുമ്പ് ഒരു മരിക്കുന്ന ഉറപ്പായ ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു പ്രെയർ കൊടുക്കും. ഓക്കെ, എന്താണ് ആ പ്രെയർ മക്കളെ? എന്താണ് പ്രെയർ? ലാസ്റ്റ് റൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു അസുഖമുള്ള ആൾ, വളരെ അസുഖമുള്ള ആളെ, മരിക്കാൻ പോകുന്ന ആൾ, നമുക്കൊരു ലാസ്റ്റ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രെയർ കൊടുക്കും. അതിന് പള്ളിയിൽ വെച്ച് തന്നെ വേണം. ഓക്കെ, ഫാദർ വേണം, പ്രീസ്റ്റ് വേണം. ഓക്കെ, ആൻഡ് ഹി ബിഗാൻ ടു ഗ്രീവ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ, ഒരാളും കൂടി മരിക്കാന്ന് കേട്ടപ്പോൾ എന്താണ്? സങ്കടം. ഓക്കെ, സങ്കടം. ഓക്കെ, ഫാദർ ടയേർഡ് ആണ്. ഫാദർ എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മടുത്തിരിക്കുക. അപ്പോൾ പിന്നെ എന്താണ്? ഒരാളും കൂടി മരിച്ചു. ഞാൻ ഇങ്ങനെ മടുത്തിരിക്കുക. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ മടുത്തിരിക്കുമ്പോൾ അമ്മ പറയും, നിങ്ങൾ എക്സാമിന് വേണ്ടിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ സ്കൂളിലൊക്കെ പോയി മടുത്ത്. ആ വന്നിട്ട് അമ്മ പറയാണ്, എടാ കടയിൽ പോയിട്ട് വായിച്ചേ, അല്ല ഇത് പോയിട്ട് ചെയ്ത നിലം തൂത്തെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മടുക്കൂലേ? നിങ്ങൾക്ക് വിഷമാവൂലേ? വിഷമാവെങ്കിൽ സാഡ് മൂച്ചിട്ട്. അതേപോലെ തന്നെ നമ്മുടെ WB ഹീറ്റ്സും വിഷമിച്ചിരിക്കുക. ഒന്ന് വിഷമായി. ഓക്കെ, വീണ്ടും വിഷമായി. എന്താണ്? ഐ ഹാവ് നോ റെസ്റ്റ് നോർ ജോയ് nor peace and for people die and die. എനിക്കൊരു സന്തോഷമില്ല, ഒരു രസമില്ല, ഒരു സമാധാനമില്ല. ഫോർ പീപ്പിൾ, ആൾക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക, മരിച്ച് മടുത്തു. ഓക്കെ, ഇത് അയാൾ പറഞ്ഞ ഡയലോഗാണ്. ഓക്കെ, എന്താണ്? ഫാദർ ഗില്ലിഗൻ പറഞ്ഞതാണ്. ഇതെന്താണ് മക്കളെ? ഈ 2 ലൈനിൽ എന്താണ്? ഫാദർ കംപ്ലെയിൻ ചെയ്യുക. എന്താണ്? കംപ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? ഫാദർ കംപ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ആഫ്റ്റർ ക്രൈഡ് ഹി, അത് കഴിഞ്ഞിട്ട് ഉടനെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഉടനെ കരഞ്ഞു പറയാണ്, ഗോഡ് ഫോർഗീവ് മൈ ബോഡി സ്പീക്ക് നോട്ട് മീ. സ്പീക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരം പറഞ്ഞു. മക്കളെ, നമ്മൾ ചിലപ്പോൾ നിങ്ങൾ അറിയാണ്ട് അമ്മേനോട് അച്ഛനോട് തിരിച്ചെന്തെങ്കിലും പറയുന്നുണ്ടോ? അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ പറയുന്ന കാര്യം, അത് നിങ്ങൾക്ക് ചെയ്തൂടെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അറിയാണ്ട്, നമ്മൾ ചിലപ്പോൾ അടുത്തിട്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും മൂഡ് ശരിയായിരിക്കില്ല, അപ്പം നിങ്ങൾ അറിയാണ്ട് എന്തെങ്കിലും തർക്കുത്തരം തിരിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ലേ? അറിയാണ്ട് നമ്മുടെ വായിന്ന് വരൂലേ? ഒന്ന് പോയി, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയും, എനിക്ക് പറ്റൂല എന്ന് പറയില്ലേ? അതേപോലെ നമ്മുടെ മടുത്തിരിക്കുന്ന ഫാദർ ഗില്ലിഗൻ ദൈവത്തിനോട് കംപ്ലൈൻറ്റ് ചെയ്യുക, എനിക്കൊരു സന്തോഷമില്ല, സമാധാനം, ഒന്നുമില്ല, രസമില്ല, ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മനസ്സിലായി, സീനാണല്ലോ, നമ്മുടെ പേരൻസ് പോലെ അല്ലേ? ഒന്നെങ്കിൽ അവർ മോശം, അതേപോലെ നമ്മൾ അറിയാണ്ട് പറഞ്ഞ പോലെ മടുത്തിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ പറഞ്ഞല്ല, എൻ്റെ ശരീരം മടുത്തിട്ട് പറഞ്ഞു, മൈ ബോഡി സ്പീക്ക് നോട്ട് മീ. ഓക്കെ, ഇതിൻ്റെ സമ്മറി ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റാൻസ. പെട്ടെന്ന് വരും. ഓക്കെ, ഹീ നെൽറ്റ് ആൻഡ് ലീനിങ്. നെൽറ്റ് എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തിയിരുന്നു. ഓക്കെ, എന്താണ്? നീലിയിരുന്നു. ഓക്കെ, സാറ്റ് ഓൺ നീ. ഓക്കെ, സാറ്റ് ഓൺ നീ, നമ്മളെ മുട്ടുകുത്തിയിരിക്കാന്ന് പറയാം, സാറ്റ് ഓൺ നീ. ഓക്കെ, മുട്ടുകുത്തിയിരുന്നു. ആൻഡ് ലീനിങ് ഓൺ ദ ചെയർ, അപ്പൊ ചെയറിന് മേലെ ഇങ്ങനെ മുട്ടുകുത്തിയിരുന്നു. ഓക്കെ, അപ്പൊ മുട്ടുകുത്തിയിരുന്ന പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഹീ പ്രേഡ് ആൻഡ് ഫെൽ അസ്ലീപ്. മക്കളെ, എന്താണ്? പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി. എന്താണ്? പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോയി. എന്താണ്? എന്താണ്? ഉറങ്ങിപ്പോയി. ഓക്കെ, ഉറങ്ങിപ്പോയി. ആൻഡ് മോത്ത് അവർ വെൻ ഫ്രം ദ ഫീൽഡ്. അപ്പൊ എന്താണ്? രാത്രിയായി. ഓക്കെ, എന്താണ്? രാത്രിയായി. ഓക്കെ, രാത്രി. ഓക്കെ,
നൈറ്റായി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈവനിങ് ടൈം ഒക്കെ കഴിഞ്ഞു, നൈറ്റ് ടൈം ആയി. ഓക്കെ, രാത്രിയായി. ആൻഡ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. മക്കളെ നക്ഷത്രങ്ങൾ ഒളിഞ്ഞു നോക്കാൻ തുടങ്ങുന്നു, ഒളിഞ്ഞു നോക്കി. ഓക്കെ മക്കളെ, നക്ഷത്രങ്ങൾ സ്റ്റാർസ് ഒളിഞ്ഞു നോക്കി എന്നാണ് പറയുന്നത്. അതിനെന്താണ് സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റാർസ് ഒളിഞ്ഞു നോക്കുവോ? ഇല്ല, മനുഷ്യർ ഒളിഞ്ഞു നോക്കുള്ളൂ. അതുകൊണ്ട് നമ്മളവിടെ പെർസോണിഫിക്കേഷൻ, ലാസ്റ്റ് ലൈനിൽ ഒരു പെർസോണിഫിക്കേഷൻ കാണാലോ. സ്റ്റാർസിന് ജീവന് കൊടുത്തു, സ്റ്റാർസിന് ജീവൻ കൊടുത്തു. അടുത്ത ലൈൻസ് വായിക്കാം. ഇവിടെ ഈ ലൈൻസ് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് മക്കളെ? ഫാദറിനെ പറ്റിയിട്ട് എന്തിനും പറയുന്നുണ്ടോ? ഇല്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്താണ് പറയുന്നത് നോക്കിയേ. ദേ സ്ലോലി, മക്കൾ ആരാണ് ദേ? ദേ എന്ന് പറയുമ്പോൾ സ്റ്റാർസ്. അപ്പൊ സ്റ്റാർസ് സ്ലോലി ഇൻടു മില്യൺസ് ഗ്രൂ. അപ്പം ലക്ഷക്കണക്കിന് സ്റ്റാർസ്. നിങ്ങൾ എപ്പോഴെങ്കിലും കുറേ സ്റ്റാർസ് കണ്ട് ബ്യൂട്ടിഫുൾ നൈറ്റ് ഉണ്ട്, അങ്ങനെയാണ് കുറച്ച് സ്റ്റാർ ഇട്ട അതിൽ. ചില രാത്രികൾ ഓക്കെ ക്ലിയർ സ്കൈ ഉള്ളപ്പോൾ നമുക്ക് കുറേ സ്റ്റാർസ്, നിങ്ങൾ എത്ര നേരം നോക്കുന്നു അത്ര കൂടുതൽ സ്റ്റാർസ് കാണാം. അതേപോലെ കുറേ സ്റ്റാർസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. ആൻഡ് ലീവ്സ് ഷുക്ക് ഇൻ ദ വിൻഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലീവ്സ് ഇങ്ങനെ കാറ്റിൻ്റെ കൂടെ ആടി എന്ന് പറഞ്ഞു. ഓക്കെ, ഷേക്ക് ചെയ്തു, ആടി എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ്. ഓക്കെ, ദൈവം കവർ ചെയ്തു, മൂടി, നമ്മുടെ ലോകത്തിനെ മൂടി എന്ന് പറയുന്നത് വിത്ത് ഷെയ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ വേൾഡ് ആണെന്ന് ചോദിക്കും, ഞാൻ ദൈവമാണെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ എന്ത് ചെയ്തു? ഇയാളങ്ങ് ഷെയ്ഡ് വെച്ചിട്ട് അങ്ങ് മൂടി. എന്താണ് ഷെയ്ഡ് അല്ലേ? അപ്പോൾ ഭയങ്കര ലൈറ്റാണ്, ഞാൻ ഇയാളെ ഷെയ്ഡ് വെച്ച് മൂടി. അപ്പോൾ രാത്രിയാണ്. ഓക്കെ, ഇതെന്താണ് മക്കളെ? ദിസ് ഇസ് എ മെറ്റഫോർ. ദൈവം ഇങ്ങനെ മൂടുന്നുണ്ട് രാത്രി, ആ സണ്ണിന്റെ ദൂരം ഇല്ല. ഇപ്പുറത്തെ സൈഡിന് ലൈറ്റ് കിട്ടുന്നില്ല, ഞാൻ ഇവിടുന്ന് സണ്ണ് ബ്ലോക്ക് ചെയ്താൽ ഇവിടെ ലൈറ്റ് കിട്ടുന്നില്ല, അത്രയേ ഉള്ളൂ സംഭവം. അതൊരു മെറ്റഫറാണ്. ഓക്കെ, ആൻഡ് വിസ്പർ ടു മാൻ. അപ്പം മക്കളോട് കിടന്നുറങ്ങിക്കോളാൻ പറയാ. എന്താണ് ദൈവം പറഞ്ഞു? ഉറങ്ങിക്കോളാൻ. അപ്പം ഇവിടെ എന്താണ്? ഇത് മൊത്തം വിഷ്വൽ ഇമേജറിയാ, കാണാൻ പറ്റുന്ന കാഴ്ച ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ നൈറ്റിനെ ഡിസ്ക്രൈബ് ചെയ്ത്. കുറേ സ്റ്റാർസ് ഉണ്ട്, മൂൺ ഉണ്ട്. ആൻഡ് ഗോഡ് കവേർഡ് ദ വേൾഡ്, കവർ ചെയ്തു വേൾഡിനെ. ഓക്കെ, റെഡി? ലാസ്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൺ ദ ടൈം ഓഫ് സ്പാരോ ചെർപ്പ്. അപ്പൊ മക്കളെ സ്പാരോ എപ്പോഴാ ചെർപ്പ് ചെയ്യുക? മോർണിംഗ്. ഓക്കെ, രാവിലെയാണ് സ്പാരോസ് ചെർപ്പ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കൊക്കരൊക്കോ എന്ന് പറഞ്ഞിട്ട് അല്ലേ. When the moths came once more, രാവിലെ ഒന്നും കൂടി ആ പ്രാണികൾ വരും കേട്ടോ. The old priest Peter Gilligan, the old priest Peter എന്ന് പറയുമ്പോൾ അലിട്രേഷൻ ഉണ്ട് കേട്ടോ, അലിട്രേഷൻ. ഓക്കെ, പീറ്റർ ഗില്ലിഗൻ stood upright on the floor. അപ്പൊ എന്താണ്? പെട്ടെന്ന് എണീറ്റു. ഓക്കെ, പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചത്? പീറ്റർ ഗില്ലിഗൻ എന്തോ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. എന്താണ് ആ കാര്യം ചെയ്യാൻ? ഇവിടെ കംപ്ലൈന്റ് ചെയ്ത് കിടന്നുറങ്ങി പ്രാർത്ഥിച്ച് എന്തോ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. എന്തുകൊണ്ട് പെട്ടെന്ന് എണീറ്റ്? മാവ്രോൺ അയ്യോ എന്ന് പറയാ ഐറിഷ് ലാംഗ്വേജില്. മാവ്രോൺ അയ്യോ. The man has died while I slept in the chair. അവിടെ ഒരു മനുഷ്യൻ മരിച്ചുപോയി. അയാൾക്ക് പ്രാർത്ഥന കൊടുക്കാനുണ്ടായിരുന്നു, ബ്ലെസ്സിങ് കൊടുക്കാനുണ്ടായിരുന്നു അല്ലേ. ദ മാൻ ഹാസ് ഡെഡ്. ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ മരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. വൈൽ ഐ സ്ലെപ്റ്റ്, ഞാൻ ഉറങ്ങിപ്പോയി. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, പഠിക്കണം, നാളെ എക്സാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ചെറിയ ടെസ്റ്റ് ഒക്കെ മറന്നു പോയിട്ട് ഉറങ്ങിപ്പോയിണ്ടാവില്ലേ. നിങ്ങൾ പഠിക്കണം, അല്ല അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിപ്പോയിണ്ടാവില്ലേ. പെട്ടെന്ന് രാവിലെ എണീക്കുമ്പോൾ എന്ന് പറയില്ല, അയ്യോ ഞാൻ ചത്തു, എന്നെ കൊല്ലു അയ്യോ എന്ന് പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയും. അതേപോലെ തന്നെ അയ്യോ മാവ്രോൺ ദ മാൻ ഹാസ് ഡൈഡ് വൈൽ ഐ സ്ലെപ്റ്റ്. ഞാൻ ഇവിടെ നിന്ന് കിടന്നുറങ്ങുമ്പോൾ അയാൾ മരിച്ചു. ഓക്കെ, ഹി റൗസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണർത്തി എണീറ്റു. ഹിസ് ഹോർസ്, അപ്പൊ കുതിര അവിടെ കിടന്നുറങ്ങാൻ അതിനെ എണീപ്പിച്ചിട്ട് ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ. കെയർലെസ് ആയിട്ട് ഓടി, പെട്ടെന്ന് എത്തണം. നീ അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ജോലി ചെയ്യണമല്ലോ. He rode now as he never rode. ഒരിക്കലും ഓടിക്കാത്ത പോലെ, നിങ്ങൾ ഭയങ്കര ആംബുലൻസ് ഒക്കെ പോകുന്ന പോലെ ഭയങ്കര ഓടിക്കൽ. ബൈ റോക്കി ലെയിൻ ആൻഡ് ഫെൻ, ഇങ്ങനെ മൊഷി നനഞ്ഞിരിക്കുന്ന സ്ഥലവും അതുപോലെ കല്ലൊക്കെ വെച്ചുള്ള സ്ഥലം ഒന്നും നോക്കില്ല. The sick man's wife opened the door. അങ്ങനെ അവസാനം ഇയാളെ വീടിന് മുമ്പിലെത്തി കേട്ടോ. The sick man's wife opened the door. Father, you come again. ഓക്കെ, ലൈൻസ് നോട്ട് ചെയ്യുക. Father, you come again. ഇത് വളരെ ട്വിസ്റ്റ് ആണ്. എന്താണ് മക്കളെ ട്വിസ്റ്റ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ലൈനിൽ എന്താണ് ട്വിസ്റ്റ് മക്കളെ? ഫാദർ ഇവിടെ നേരത്തെ വന്നിട്ടില്ല, ഫാദർ നിങ്ങൾ ഒന്നും കൂടി വന്നു എന്ന് പറയാം അല്ലേ. ഈ കം അഗെയിൻ ഒന്നും കൂടി വന്ന. ആരാണ് ആദ്യം വന്നത്? വെരി ഇമ്പോർട്ടന്റ്. 21,000 ലൈക്സ് മക്കളെ. താങ്ക് യു എവ്രിവൺ, താങ്ക് യു. ഇനി ഷെയർ ചെയ്യുക, ഇനി ലൈക്ക് ചെയ്യുക. ഫാദർ ചോദിക്കുക, ഫാദർ ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് തിരക്കിലാണ്. ആൻഡ് ഇസ് ദ പുവർ മാൻ ഡെഡ്. ആ പാവം മനുഷ്യൻ മരിച്ചോ? ഹി ക്രൈഡ്. He died an hour ago. ഒരു മണിക്കൂർ മുമ്പ് മരിച്ചു എന്ന് പറയാ. ഏഞ്ചൽ വന്നു. ആംഗിൾ അല്ല, ഏഞ്ചൽ മക്കളെ. ആംഗിൾ എന്ന് പറയുമ്പോൾ കോണാണ്, ആംഗിൾ അല്ല, ഏഞ്ചൽ. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. ഇവിടെ നിന്നാണ് അലിട്രേഷൻ. ഈ ഗ്രീഫ്. ഓക്കെ, ഗ്രീഫ് എന്ന് പറയുമ്പോൾ സങ്കടമായിട്ട്, എന്താണ് സങ്കടമായിട്ട് ആടി ഇങ്ങനെ. നിങ്ങൾ സങ്കടമായിട്ട് ഇങ്ങനെ നിങ്ങൾ 3 Idiots കണ്ടിട്ടില്ലേ? സിനിമ കഴിഞ്ഞിട്ട് എന്താണ് പാസ്സായി എന്ന് പറയുമ്പോൾ ഇങ്ങനെ സങ്കടമായിട്ട് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുക കേട്ടോ. ഇങ്ങോട്ടും ആടിക്കളിക്കുക സങ്കടമായിട്ട്. ഓക്കെ, സങ്കടമായിട്ട് ഇങ്ങനെ ആടിക്കളിക്കുക. ഞാൻ ഉറങ്ങിയില്ലായിരുന്നെങ്കിൽ അയാൾക്ക് ഞാൻ ആ
പ്രാർത്ഥന കൊടുക്കായിരുന്നില്ല, എൻ്റെ ലാസ്റ്റ് റൈറ്റ്സ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നോക്കിയേ വീണ്ടും അടുത്ത ലൈൻ, വെൻ യു വർ ഗോൺ ഹി ടേൺഡ് ആൻഡ് ഡൈഡ്. നിങ്ങൾ പോയതിന് ശേഷം ഫാദറെ, നിങ്ങൾ പോയതിന് ശേഷം ആസ് മെറി ആസ് എ ബേർഡ്, അയാൾ അങ്ങ് തിരിഞ്ഞങ്ങ് മരിച്ചു, സമാധാനത്തോടെ. നമ്മൾ പറയില്ലേ ചിലവരൊക്കെ പെട്ടെന്ന് അങ്ങ് സമാധാനത്തോടെ മരിച്ചു എന്ന്, വലിയ വേദനയിലാണ്. അതേപോലെ വെൻ യു വർ ഗോൺ, ഇവിടെ ആരാണ് യു? ഏഞ്ചലാണ്. നമ്മുടെ ഫാദർ വന്നിട്ടുണ്ടായിരുന്നില്ല, ഏഞ്ചൽ, ഗോഡ് സെന്റ് എൻ ഏഞ്ചൽ, ദൈവം ഒരു മാലാഖേനെ അയച്ചു. എന്താണ് ഫാദർ പോവാത്തതുകൊണ്ട് ഫാദറിന് വേണ്ടിയിട്ട് ആസ് മെറി ആസ് എ ബേർഡ്. ഇവിടെ എന്താണ് ആസും ഉള്ളതുകൊണ്ട് ഇതെന്താണ് മക്കളെ, ഒരു പക്ഷീനെ പോലെ സന്തോഷത്തോടെ പറഞ്ഞു. ഓക്കെ, ഒരു പക്ഷീനെ പോലെ സന്തോഷത്തോടെ, സിമിലി പോലെ എന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ ആസ് എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, the old priest Peter Gilligan, he knelt him at that word. അത് കേട്ടപ്പോഴേ മുട്ടുകുത്തി ഇങ്ങ് വീണു. ഓക്കെ, മുട്ടുകുത്തി ആള് നമ്മുടെ മുട്ടുകുത്തിയിട്ട് നമ്മൾ ആളിങ്ങനെ നിൽക്കാട്ടോ, മുട്ടുകുത്തി ഇത് ഒന്ന് മുട്ടാന്ന് വിചാരിക്കും. ഓക്കെ, മുട്ടുകുത്തി അപ്പൊ വീണു. കാരണം എന്താണ്? സർപ്രൈസായി. അപ്പോഴാണ് മനസ്സിലാക്കിയത് എന്താണ്? എന്താണ് മനസ്സിലാക്കിയത്? ഹി റിയലൈസ്ഡ് നിങ്ങൾ പോയതിന് 1 മണിക്കൂർ ശേഷം അല്ലേ, എന്താണ്, അയാൾ മരിച്ചു. അപ്പൊ എന്താ മനസ്സിലായത്? ആരാണ് ഹി എന്ന് പറയുമ്പോൾ ഗോഡ് the creator of the world, he who has made the night of stars. രാത്രിയിലെ നക്ഷത്രം ഉണ്ടാക്കിയ, വേൾഡ് ഉണ്ടാക്കിയ അവൻ ദൈവം. ഫോർ സോൾസ് ഹു ടയർ ആൻഡ് ബ്ലീഡ്, എൻ്റെ പോലത്തെ ആത്മാവ് അല്ലേ, എന്താണ്, എന്നെ പോലെ മടുത്തിരിക്കുന്ന ആത്മാവിലെ, ടയർ ആൻഡ് ബ്ലീഡ് എന്ന് പറയുമ്പോൾ വിഷമിക്കുന്ന മനുഷ്യർ, ഹ്യൂമൻസ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻസ്. ഓക്കെ, സെന്റ് വൺ ഓഫ് ഹിസ് ഗ്രേറ്റ് ഏഞ്ചൽസ് ഡൗൺ, എന്താണ്, മാലാഖേനെ, ഏഞ്ചൽസിനെ, എന്താണ്, ടു ഹെൽപ്പ്. അപ്പം നിങ്ങൾ ഫാദറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, ഫാദർ മടുത്തിരുന്ന് ആ കംപ്ലയിൻറ്റ് ചെയ്ത സമയത്ത് ഒരു ഏഞ്ചലിനെ സെൻഡ് ചെയ്തു ഫാദറിന്റെ രൂപത്തിൽ അല്ലേ. അപ്പം എന്താണ്, സ്വന്തം ഡ്യൂട്ടിക്ക് വരും ഫാദറിന്റെ ഡ്യൂട്ടി ചെയ്തു. ഹി ഹു ഇസ് wrapped in purple robes. പർപ്പിൾ റോബ്, എന്തുകൊണ്ടാണ് പർപ്പിൾ കളർ റോബ് മക്കളെ? റോബ് എന്ന് പറഞ്ഞാൽ കുളിച്ച് കഴിയുമ്പോൾ ഇടുന്ന പോലെ ഒരു വലിയൊരു കോട്ട് പോലത്തെ സാധനം കേട്ടോ. പർപ്പിൾ എന്ന് പറയുമ്പോൾ റോയൽ കളർ. ഓക്കെ, റോയൽ കളറാണ്. ഓക്കെ, ദൈവത്തിന് നമ്മൾ വലിയ റോയൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്. വിത്ത് പ്ലാനറ്റ്സ് ഇൻ സ്കെയർ. മക്കളെ, ലോകങ്ങൾ മൊത്തം നോക്കേണ്ട ദൈവം, ലോകങ്ങൾ മൊത്തം നോക്കാനുള്ള ദൈവം, ഹി ഹാഡ് പിറ്റി ഓൺ മീ. ദയ തോന്നി മക്കളെ, എന്താണ്, ദയ തോന്നി. എന്റെ കാര്യം ആലോചിച്ചിട്ട് പാവം തോന്നിയിട്ട് എന്താണ്, എന്നെ പോലെ ലീസ്റ്റ് ഓഫ് തിങ്സ്, എന്നെ പോലെ ഈ കുഞ്ഞു സാധനത്തിന് അല്ലേ, നമ്മളെ പോലെ ഇത്രയും ലോകത്ത് ഇത്രയും ആൾക്കാരോടൊപ്പം എന്നെ പോലെ കുഞ്ഞു സാധനത്തിനെ നോക്കിയിട്ട് പാവം തോന്നി. ഞാൻ ഉറങ്ങിയപ്പോൾ എൻ്റെ കാര്യം ആലോചിച്ചിട്ട് പാവം തോന്നി. അതാണ് മക്കളെ ഈ പോയം. അതോടെ നമ്മുടെ വില്യം ബട്ട്ലർ യീറ്റ്സിന്റെ പോയം കഴിഞ്ഞിരിക്കുകയാണ്. ഈ പോയത്തിന്റെ അപ്രീസിയേഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? നിങ്ങളുടെ മനസ്സിൽ വരുന്ന പോയംസ് വേഗം ചാറ്റിൽ പറയാം. ഓക്കെ, പോയം കഴിഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കി ഗോഡ് ഹെൽപ്ഡ് ഫാദർ ഗില്ലിഗൻ വെൻ ഹി നീഡഡ്. ഓക്കെ, ഫാദർ ഗില്ലിഗനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ പറഞ്ഞ മക്കളെ എന്തൊക്കെയാണ് നമുക്ക് അപ്രീസിയേഷന് വേണ്ടി എഴുതാൻ പറ്റുക? ഈ പോയത്തിന്റെ അപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എഴുതാൻ പറ്റുക? ഫസ്റ്റ് കാര്യം നമുക്ക് ഇതിന്റെ റൈം സ്കീം ഒന്ന് നോക്കിയാലോ. എന്താണ് റൈം സ്കീം നോക്കിയേ. വാട്ട് ഇസ് ദ റൈം സ്കീം? ഇവിടെ ശ്രദ്ധിച്ചേ, ഗില്ലിഗൻ ഡേ ഒരു ബന്ധമല്ല അല്ലേ. അപ്പൊ എ ബി, ബെഡ്സ് എന്താണ്, സി ആണ്, ഒരു ബന്ധമല്ല. ലേയും ഡേയും തമ്മിൽ. അപ്പൊ എ ബി സി ബി മക്കളെ, എ ബി സി ബി എന്താണ് റൈം സ്കീം? എ ബി സി ബി. അപ്പൊ എഴുതിക്കോ, റൈം സ്കീം നമുക്ക് എഴുതാം. റൈം സ്കീം എന്താണ്? റൈം സ്കീം നമുക്ക് എഴുതാം. റൈം എ ബി സി ബി. പിന്നെ എന്താണ് ഇതിന്റെ പേര്? എന്താണ്? ബാലഡ്. ഓക്കെ, ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ബൈ WB Yeats. ഓക്കെ, ആ ടൈറ്റിലും അതിന്റെ പേരും പറയാം. ഇനി ബാലഡിനെ പറ്റി നമുക്ക് പറയാം. എന്താണ്? 4 ലൈൻ സ്റ്റാൻസ. ഓക്കെ, പോയം ഓർ സോങ് അബൌട്ട് എ സ്റ്റോറി, ഒരു ഹീറോയിക് അല്ലെങ്കിൽ ട്രാജിക് സ്റ്റോറി. ഓക്കെ, പിന്നെ WB Yeatsനെ പറ്റി പറയാം. എന്താണ്? നൊബേൽ പ്രൈസ് കിട്ടിയ ആളാണ്, നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ കിട്ടിയ ആളാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എന്താണ്, ഫാദർ, നമുക്ക് വിഷ്വൽ ഇമേജറി കാണാം അല്ലേ. വിഷ്വൽ ഇമേജറി ഉണ്ട് നമ്മുടെ നൈറ്റ് സ്കൈനെ പറ്റി പറയുമ്പോൾ. എന്താണ്? പിന്നെ മെറ്റഫർ ഉണ്ട്. മെറ്റഫർ എവിടെയാണ് കാണുന്നത് മക്കളെ? ഗോഡ് കവേർഡ് ദ വേൾഡ്. മക്കളെ, ഗോഡ് രാത്രിയാകുമ്പോൾ കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡിനെ കൊണ്ട് കവർ ചെയ്തു എന്ന് പറയുമ്പോൾ അത് മെറ്റഫർ ആണ്. അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക? ഇവിടെ വേറെ എന്തോ കാണുന്നുണ്ടല്ലോ നമുക്ക്, അലിട്രേഷൻ. എന്താണ്? എപ്പോഴാണ് അലിട്രേഷൻ കാണാൻ പറ്റുക? അലിട്രേഷൻ എന്ന് പറയുമ്പോൾ പീറ്റർ ഗില്ലിഗൻ. ഓക്കെ, ഓൾഡ് പ്രീസ്റ്റ്. ഓക്കെ, പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ എന്ന് പറയുമ്പോൾ അതുണ്ട്. ഓക്കെ, യൂഷ്വൽ ഇമേജർ ഉണ്ട്, മെറ്റഫർ ഉണ്ട്, അലിട്രേഷൻ ഉണ്ട്. പിന്നെ എന്താണ് പറയാനുള്ളത്? സിമിലി. ഓക്കെ, സിമിലി എപ്പോഴാണ് സിമിലി കാണാൻ പറ്റുക? സിമിലി എന്ന് പറയുമ്പോൾ ആസ് മെറി ആസ് എ ബേർഡ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ക്വാട്രെയിൻസ്, വെരി ഗുഡ്. സി 4 ലൈൻ സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ ക്വാട്രെയിൻസ് ആയി. ഓക്കെ, ക്വാട്രെയിൻസ് ആയി. സി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി. എന്താണ് തീം മക്കളെ? തീം എന്താണ്?
എന്താണ് തീം? എന്താണ്? നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാം തീം. ഈ പോയതിൻ്റെ മെയിൻ ഐഡിയ അല്ലെങ്കിൽ തീം എന്താണ്? ഗോഡ് ഓൾവേസ് ഹെൽപ്സ് യു. ഓക്കെ, ഗോഡ് ഓൾവേസ് ഹെൽപ്സ് യു. ഓക്കെ, ഹെൽപ്സ് യു ഇൻ യുവർ നീഡ്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ദൈവം നിങ്ങളെ സഹായിച്ചോളൂ എന്ന് പറയും. ഓക്കെ, പെർസോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് പെർസോണിഫൈ ചെയ്തിരിക്കുന്നത്? ഇവിടെ എന്തോ പെർസോണിഫൈ ചെയ്ത് എനിക്ക് എന്തോ ഓർമ്മ വരുന്നില്ല. പെട്ടെന്ന് എന്താണ് പെർസോണിഫൈ ചെയ്ത് നോക്കട്ടെ. ഇവിടെ പെർസോണിഫിക്കേഷൻ എവിടെയുള്ളത് ഞാൻ നോക്കട്ടെ. ഇവിടെ പെർസോണിഫിക്കേഷൻ ഇല്ല. പക്ഷേ സ്റ്റാർസ് ബിഗാൻ ടു പീപ്പ്. സ്റ്റാർസിനെ എന്താണ് നമുക്ക് ഇതാക്കി എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. പെർസോണിഫിക്കേഷൻ ഉണ്ട്, മെറ്റഫർ ഉണ്ട്, അത് നമ്മൾ എഴുതി. അലിട്രേഷൻ ഉണ്ട്, റെപ്പറ്റീഷൻ ഉണ്ട്. മാബ്രോൺ റെപ്പറ്റീഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ റെപ്പറ്റീഷനും എന്താണ് പെർസോണിഫിക്കേഷൻ. ഓക്കെ, എന്താണ് ആ 2 പോയിന്റ്സും കൂടി എഴുതിക്കോ. എല്ലാം നിങ്ങൾ എഴുതിയില്ലേ മാർക്ക് കളയാൻ പറ്റില്ല കേട്ടോ. അലിട്രേഷൻ അല്ല പെർസോണിഫിക്കേഷൻ, സ്റ്റാർസിനെ പെർസോണിഫൈ ചെയ്തു, പെർസോണിഫൈ സ്റ്റാർസ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ പോയറ്റിക് ഡിവൈസ് എഴുതി. ഇനി നമ്മൾ തീം എഴുതി. ഇത് കഴിഞ്ഞിട്ട് എന്താ എഴുതാ? നിങ്ങൾ തീം എഴുതി, പോയറ്റിക് ഡിവൈസ് എഴുതി, നിങ്ങൾ മെയിൻ എന്താണ് ടൈറ്റിലിനെ പറ്റി, പോയറ്റിനെ പറ്റി. ഇനി എന്താ എഴുതാ? ഇനി നിങ്ങൾ എഴുതേണ്ട കാര്യം വളരെ ഇത്രയൊക്കെ ധാരാളം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് പറയാം. വാട്ട് ഇസ് ദ മെയിൻ സ്റ്റോറി? എന്താണ് സെൻട്രൽ ഐഡിയ? ഇവിടെ ഒരു ഫാദർ ഉണ്ട്, ഹൂസ് ടയേർഡ് ആൻഡ് ഗോഡ് ഹെൽപ്സ് ഹിം. നിങ്ങളൊക്കെ അതിനെ കുറച്ച് എക്സാമ്പിൾ ആയിട്ട് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, നിങ്ങൾ അതിനെ പറ്റിയിട്ട് എഴുതിക്കോ. മെറ്റഫർ എന്താണ് ഉപയോഗിച്ചത് മക്കളെ? മെറ്റഫർ ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ്. ഇവിടെ നോക്കിയേ, ഈ ലൈൻസ് നോക്കിയേ. ഗോഡ് കവേർഡ് ദ വേൾഡ് വിത്ത് ഷെയ്ഡ്. ശരിക്കും ചെയ്തോ? ഇല്ല, രാത്രി ഏതാ? അതൊരു മെറ്റഫർ ആയിട്ട് എഴുതിയതാ. ഓക്കെ, ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങളൊരു അര പേജായി. ഇത്ര എഴുതി കഴിഞ്ഞാൽ അര പേജായി. ഇത് കഴിഞ്ഞിട്ട് കഥയൊന്ന് ഫോക്കസ് ചെയ്യുക. ഓക്കെ, എന്താണ് കഥ ഫോക്കസ് ചെയ്യുക. ഓക്കെ, റെഡി ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? റെപ്പറ്റീഷൻ. ഓക്കെ, റെപ്പറ്റീഷൻ. മാവറോൺ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് മക്കളെ. നമുക്ക് നെക്സ്റ്റ് പോയത്തിലേക്ക് പോയാലോ? അതിനു മുമ്പ് 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ മക്കളെ, +1 നിങ്ങൾക്ക് എക്സാമിനറിന്റെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ വന്നിട്ട് +1 എക്സാമിനറിന്റെ ക്യാമ്പസിൽ വന്നിട്ട് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ. ഡോക്ടർ ആവാൻ താല്പര്യമുള്ള ഒരു റെഡ് ഹാർട്ട് ഇട്ടേ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട് മക്കളെ. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എക്സാമിനർ +1 നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസും സ്കൂളായിട്ട് നിങ്ങൾ ഫുൾ പഠിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾ ഡോക്ടർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2026 2 വർഷം കഴിയുമ്പോൾ +2 ആവുമ്പോൾ നിങ്ങളൊരു എക്സാം എഴുതും, നീറ്റ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ബ്രില്യൻ്റ് ആയ സ്റ്റുഡൻസ്, വളരെ എൻകറേജിങ്, വളരെ മോട്ടിവേറ്റഡ്, ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻസിനെ നമ്മൾ കേരളത്തിലെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസിനെ പിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡോക്ടർ ആക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് തരുന്നതായിരിക്കും എക്സാമിനറുടെ ക്യാമ്പസിൽ. ഓക്കെ, നിങ്ങൾക്ക് കാലിക്കറ്റിൽ വന്ന് ഹോസ്റ്റലിൽ നിന്ന് അടിപൊളി സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റും. സ്റ്റേറ്റും CBSE ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മക്കളെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ അടിപൊളി മോട്ടിവേറ്റഡ് സ്റ്റുഡൻ്റ് ആയിരിക്കണം. കാരണം എക്സാമിനർ അടിപൊളി ക്ലാസ് വളരെ കുറച്ച് കുട്ടികൾ, ഇത് ഓഫ്ലൈൻ ആയിട്ട് വന്ന് പഠിക്കേണ്ട ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ +1 +2 പഠിക്കും, അതിനോടൊപ്പം ഡോക്ടർ ആവാനുള്ള നീറ്റ് എക്സാമും ക്രാക്ക് ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് നോട്ട് ചെയ്യിച്ചോ. നിങ്ങൾക്ക് വെറുതെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടൂല. പൈസ എന്നാൽ നിങ്ങൾ എക്സാം എഴുതണം. നിങ്ങൾക്ക് ഇതിന് സ്കോളർഷിപ്പ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും, അതിനനുസരിച്ചാണ്. അതേപോലെ നിങ്ങൾക്ക് +1 +2 നിങ്ങൾക്ക് എക്സാമിനർ ഓൺലൈൻ ബാച്ചിൽ പഠിക്കണം. നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ JEE അല്ലെങ്കിൽ നീറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും കോഴ്സ് ഉണ്ട്. അതിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് SSLCന്റെ റിവിഷനും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സംഭവം റെഡിയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളിതാ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം, വിളിക്കാം. നിങ്ങൾക്ക് ഇപ്പം തന്നെ അഡ്മിഷൻ എടുത്ത് വെക്കാം. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആണല്ലോ? സെറ്റ് മക്കളെ. റിഫ്രെയിൻ എന്ന് പറയുമ്പോൾ 2 ലൈൻ അല്ലെങ്കിൽ കൂടുതൽ ലൈൻസ് റിപ്പീറ്റ് ആകും. ഓക്കെ മക്കളെ, ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ അതിനു മുമ്പ് മക്കളെ ഞാൻ അലക്സ് സാറിനെ വിളിക്കട്ടെ. ഇത് കഴിഞ്ഞാൽ അലക്സ് സാർ ഇവിടെ വേണേ വരാം. ഓക്കെ, അലക്സ് സാറിന് വന്നിട്ട് ബാക്കി എടുക്കാം. മക്കളെ, റിഫ്രെയിൻ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ്. ഓക്കെ, കുറച്ച് ലൈൻസ്, ഒരു ലൈൻ ഒന്നല്ല, മൾട്ടിപ്പിൾ ലൈൻസ്. എന്താണ് മൾട്ടിപ്പിൾ ലൈൻസ് റിപ്പീറ്റ് ആവും. ഓക്കെ, മൾട്ടിപ്പിൾ ലൈൻസ് റിപ്പീറ്റ് ആവും. അതേപോലെ റെപ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താ? റെപ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ വാക്കുകൾ. ഓക്കെ, വേർഡ്സ് ആർ റിപ്പീറ്റഡ്. വേർഡ്സ് റിപ്പീറ്റ്. ഓക്കെ, വേർഡ്സ് റിപ്പീറ്റ് ആവും. ആ കാര്യം മനസ്സിലായല്ലോ? ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം മക്കളെ. എന്താണ് ആൻസർ മൈ ഫ്രണ്ട്, ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദ ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ഇവിടെ എന്താണ്? മാവറോൺ. എന്താണ് മാവറോൺ. എന്താണ് വ്യത്യാസം മക്കളെ? ഇവിടെ ഒരു വാക്ക് 2 പ്രാവശ്യം റിപ്പീറ്റ് ആയി. ഇവിടെ ആൻസർ മൈ ഫ്രണ്ട് ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദ ആൻസർ ഇസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. ആ ലൈൻസ് വീണ്ടും റിപ്പീറ്റ് ആകുമ്പോൾ റിഫ്രെയിൻ എന്ന് വിളിക്കും. ഒരു വാക്ക് 2 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ആകുമ്പോൾ നമ്മൾ അതിനെ റെപ്പറ്റീഷൻ പറയും. ഓക്കെ, ബ്ലോയിങ് ഇൻ ദ വിൻഡിന് മക്കളെ റൈം സ്കീം ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അതൊരു സോങ് ആണ്, അതൊരു പോം അല്ല, അതൊരു സോങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 2 പോയം കൂടി ഉണ്ട്. ഒരെണ്ണമാണ് മദർ ടു സൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂസ്. ജെയിംസ് മെർസർ ലാങ്സ്റ്റൺ ഹ്യൂസ് വെറും ലാങ്സ്റ്റൺ ഹ്യൂസ് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ ലാസ്റ്റ്
പോയിട്രി ബൈ പാബ്ലോ നെറൂദ. എന്താണ്? പോയിട്രി ബൈ പാബ്ലോ നെറൂദ. ഈ 2 പോയമും കൂടി പഠിച്ച് നമ്മുടെ പോയംസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ പെട്ടെന്ന് 10 മിനിറ്റിൽ പഠിക്കാവുന്നുള്ളൊരു കാര്യമുള്ളൂ. ഓക്കെ, 10 മിനിറ്റിൽ പഠിക്കാവുന്ന കാര്യമുള്ളൂ. നമുക്ക് ഈ ബാലഡ് ഓഫ് ഫാദർ ഗിൽഗനിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓക്കെ, അതിന് മുമ്പ് അലക്സാർ എപ്പോൾ വരുന്നതായിരിക്കും? അലക്സാർ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ബാക്കി ചാപ്റ്റേഴ്സ് എടുക്കും. അതുകൊണ്ട് അലൻസാർ ഒന്നും കൂടി വരും കേട്ടോ. അലൻസാർ ഒന്നും കൂടി വരും. പിന്നെ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എല്ലാവരോടും റിക്വസ്റ്റ് ആണ് മക്കളെ, അലൻസാറിന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു സെക്കൻഡ് അലക്സാർ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അലൻസാറിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ മക്കളെ, ഇതാ അലൻസാറിനൊരു ചാനൽ ഉണ്ടെന്ന് അറിയാലോ. ഓക്കെ, അലൻസാറിനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അതിൽ നിങ്ങളോട് പറയാം, എനിക്ക് സമയം കിട്ടിയില്ല. ഓക്കെ, നിങ്ങളോട് പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. അവിടെ ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ വിഷൻ പ്രോവിൻ്റെ ഞാനൊരു ടെക് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അലൻസാറിൻ്റെ ചാനൽ. ഓക്കെ, അലൻസാറിൻ്റെ ഒരു ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ സീനിയേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഏകദേശം 200K ആക്കി. ഓക്കെ, ഒരു 190 ഉണ്ടായിരുന്ന ചാനലാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അലൻസാറിന്റെ ചാനൽ യൂട്യൂബിൽ ഇവിടെ അലൻ തോമസിന് അടിച്ചാൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് സബ്സ്ക്രൈബർ കൗണ്ട്. നിങ്ങൾ കൂട്ടണം. നിങ്ങളോട് പറയാൻ പറഞ്ഞ് അവിടെ ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ കാണുക, ഇപ്പം കാണണ്ട, സമയം കിട്ടുമ്പോൾ കാണുക. ഓക്കെ, സെറ്റ് ആണല്ലോ? അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓരോ കൂടുന്നുണ്ട്, നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അലക്സാറിനോട് ഇടയ്ക്കിടയ്ക്ക് പറയാം. ഓക്കെ, റെഡി? അലൻസാറിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്. ഇനി അലക്സാർ നിങ്ങൾക്ക് ഇതാ ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്തു തരുന്നതായിരിക്കും. ഇവിടെ അലൻസാറിന്റെ യൂട്യൂബ് ചാനൽ ഇതാ. അലൻസാറിന്റെ യൂട്യൂബ് ചാനൽ ഡീറ്റെയിൽസ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ വീഡിയോ പോയി കാണാൻ മറക്കരുത്. ഓക്കെ, അപ്പം ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ടെക് എൻതൂസിയസ്റ്റ് ഉണ്ട്, അവർക്കൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇനി അലൻസാർ കുറച്ച് കാര്യത്തേക്ക് ഒരു +1 യൂട്യൂബ് ചാനലിൽ പോയിട്ട് നിങ്ങളുടെ സീനിയേഴ്സിന് ഇംഗ്ലീഷ് എടുത്താൽ അതേ സമയത്ത് അലക്സാർ വന്നിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെ കാര്യം പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഈ നോട്ട്സ് ഒക്കെ കിട്ടണമെങ്കിൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം കേട്ടോ. നോട്ട്സ് കിട്ടണേ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം സീ യു, പെട്ടെന്ന് തന്നെ കാണുന്നതായിരിക്കും. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾ ഓൾറെഡി കുറേ പോയിംസ് ഒക്കെ പഠിച്ചു അല്ലേ? അലൻ സാർ ഇത് ലോഡ് ചെയ്തില്ല അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഓൾറെഡി നിങ്ങൾ കുറേ പോയിംസ് ഒക്കെ പഠിച്ചു. എല്ലാവരും പോയിംസ് ഒക്കെ പഠിച്ച് സെറ്റായി. ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാം മെസ്സേജിൽ. ക്രിസ്റ്റൽ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാം. കാരണം നമുക്ക് ഇനിയും ചാപ്റ്റേഴ്സ് ഫുള്ള് പഠിച്ച് തീർത്ത് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം മക്കളെ, നാളെ വൈകുന്നേരം ചാപ്റ്റർ പഠിക്കാൻ പറ്റുമോ? നാളെ വൈകുന്നേരം ചാപ്റ്റർ പഠിക്കാൻ പറ്റും. പക്ഷേ ചാപ്റ്റർ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ? ഇല്ല, ഒരു കാര്യമില്ല. ഇന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈവിൽ എല്ലാ ചാപ്റ്ററും എല്ലാ പോയും പഠിച്ച് സെറ്റാക്കിയിട്ട് വേണം നാളെ രാവിലെ നിങ്ങൾക്ക് ഇരുന്നിട്ട് ഈ ചാപ്റ്ററൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടല്ലേ. പലരും ചാപ്റ്റർ വായിച്ചിട്ടുണ്ടാവുമോ? പലരും ചാപ്റ്റർ ഒന്നും വായിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ? അപ്പം ചാപ്റ്ററൊക്കെ വായിക്കാനും അതൊന്നും പഠിച്ചെടുക്കാനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? നാളെ രാവിലെ എന്ന് പറഞ്ഞ സമയം വേണം. ആ സമയം കൊണ്ട് നിങ്ങളത് പഠിച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് വായിച്ച് സെറ്റാക്കിയാൽ ഈ നോട്ട്സിൻ്റെ നോട്ട്സും കൂടി കിട്ടിക്കഴിയുമ്പോൾ അൻസാർ പോയതിന് കിട്ടില്ല നോട്ട്സ് ആണുള്ളത്. അപ്രീസിയേഷനൊക്കെ വെച്ചിട്ട് സൂപ്പർ നോട്ട്സ് ആണ്. അതും കൂടി ഒന്ന് റിവൈസ് ചെയ്താൽ വേറെ ലെവലിലായിരിക്കും നിങ്ങൾ ഉണ്ടാകുമെന്ന്. ഓക്കെ, അപ്പം അങ്ങനെ ആവണ്ടേ? എന്നിട്ട് നാളെ നിങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാമറും ഡിസ്കോഴ്സും കൂടെ പഠിച്ച് സെറ്റാക്കി അത് പിന്നെ റിവൈസ് ചെയ്യാൻ കുറേ ഒന്നുമില്ല. അത് രാവിലെ മോർണിംഗ് ബൂസ്റ്ററിൽ ഞങ്ങൾ തന്നെ റിവൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അതിൽ വലിയ ബുദ്ധിമുട്ടില്ല. ചാപ്റ്ററിന്റെ കണ്ടന്റും പോയിന്റ്സിന്റെ അപ്രീസിയേഷൻ ആണ്. ഇത്രയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇത്രയും ചെയ്താൽ A+ അല്ലാണ്ട് മറ്റൊരു ഗ്രേഡും ഈ 15,000 പേർക്കും കിട്ടത്തില്ല. പോരെ, പണി തുടങ്ങാം. കാരണം നമുക്ക് എന്താണ് കുറേ ചാപ്റ്റർ ഇനി പഠിക്കാനുണ്ട്. ഇതിന് ഞാൻ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഇത്രയായിരിക്കും. റെഡി മക്കളെ? ഈ ഓരോരോ ചാപ്റ്റർ നമുക്ക് തുടങ്ങാം. ഇതിൽ ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്ന് പറയാം. ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്? പറയാം. സ്നേക്ക് ആൻഡ് ദ മിറർ ഉണ്ട്, പ്രൊജക്ട് ടൈഗർ ഉണ്ട്, മൈ സിസ്റ്റർ ഷൂ ഉണ്ട്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ഉണ്ട്, ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ഉണ്ട്, കാസ്റ്റവേ ഉണ്ട്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? സാർ 1, 4 ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണോ വേണ്ടത്? 1 തന്നെയാണോ? സ്നേക്ക് ആൻഡ് ദ മിറർ പിടിക്കാം, ആയിക്കോട്ടെ, ശരി. കാസ്റ്റവേയും 1ഉം 4ഉം 6-നാണ് ഏറ്റവും കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, 1 ആദ്യം പിടിക്കാം, പിന്നെ 4 പിടിക്കാം, പിന്നെ 6 പിടിക്കാം, പിന്നെ ബാക്കിയുള്ളത് പിടിക്കാം. ഓക്കെ, ശരി, പിടിക്കാം, തുടങ്ങാം, പണി തുടങ്ങാം. ഓക്കെ മക്കളെ, ഫസ്റ്റ് എന്ത് ചെയ്യാം? 1 തന്നെ പിടിക്കാം. സ്നേക്ക് ആൻഡ് ദ മിറർ പിടിക്കാം. സ്നേക്ക് ആൻഡ് ദ മിററിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ആരാണ് ഇതിൽ മെയിൻ പ്രോട്ടഗണിസ്റ്റ് മക്കളെ? ആരാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ? നമ്മുടെ സ്വന്തം ഹോമിയോ
ഫുട്പാത്താണ് അല്ലേ, ഒരു ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ലോഡ്ജിൽ വരികയാണ്. അറൈവ്ഡ് ഹോം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹോം എന്താണ്, സ്വന്തം വീടല്ല, ഒരു ലോഡ്ജാണ്, റെന്റിന് എടുത്തിരിക്കുന്ന ലോഡ്ജാണ്. ലോഡ്ജിൽ വരികയാണ്. ലോഡ്ജിൽ വന്നിട്ട് എന്താ സംഭവിക്കുന്നത്, അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻ മിററിൽ നോക്കുന്നു. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഞാൻ എന്ത് കാണാൻ എന്ത് ഭംഗിയാന്ന് ആലോചിക്കുന്നു. ഞാൻ എന്താണ് മീശ വടിക്കണം എന്നുള്ള കാര്യം ചിന്തിക്കുന്നു. ഞാൻ കല്യാണം കഴിച്ചാലോ എന്ന് ചിന്തിക്കുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കുറച്ച് തടി കൂടിയ ഒരു പാർട്ട്ണറിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ എന്നെ ഓടിച്ച് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്, പെട്ടെന്ന് ഒരു പാമ്പ് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ വന്ന് വീഴും അല്ലേ. ഷോൾഡറിൽ വന്ന് വീണ് ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ കയറി വന്ന് മുറുക്കും. എന്നിട്ട് മുറുക്കി കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുക, അദ്ദേഹത്തിന് പേടിയോ, അദ്ദേഹം സ്റ്റക്കായിട്ട് ഇങ്ങനെ കൽപ്രതിമ പോലെ, ഒരു സ്റ്റോണിനെ പോലെ എന്താണ് കൽപ്രതിമ പോലെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഇതിന് മിറർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ എന്താ സംഭവിക്കുന്ന അറിയില്ല എന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പാമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, പാമ്പിന്റെ തന്നെ ഇമേജ് മിററിൽ കാണുമ്പോൾ, ഏത് ഇമേജാണ് മക്കളെ, വെർച്വൽ ഇമേജ് ആണോ റിയൽ ഇമേജ് ആണോ? ഫിസിക്സ് എക്സാം കൂടി ബാക്കിയുണ്ട്, മറന്നു പോരുതൊന്നും. പ്ലെയിൻ മിററാണ്, വെർച്വൽ ഇമേജ് ആണ് കാണുന്നത്, മിഥ്യായുള്ള ഇമേജ് ആണ്. അപ്പൊ അത് കണ്ടതോടെ എന്താണ്, പാമ്പ് നേരെ ഈ വെർച്വൽ ഇമേജ് കണ്ടതും പാമ്പ് നേരെ മിററിന്റെ അടുത്തേക്ക് കയറി പോകുന്നുണ്ട്. ഭാഗ്യത്തിന് ആ മിററിനടുത്ത് കയറി പോയതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത് അൺബൈൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അദ്ദേഹം രക്ഷപ്പെട്ടിട്ട് എന്താണ് ഫ്രണ്ടിന്റെ വീട്ടിൽ പോകും. അടുത്ത ദിവസം തിരിച്ച് സ്വന്തം വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഏതോ കള്ളമെന്ന് അടിച്ചുകൊണ്ട് പോയി. ഒരൊറ്റ കാര്യം മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു ബാക്കി വെച്ച കാര്യം? നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ മനസ്സിലാക്കാം. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ ഇത്രയുള്ള സംഭവിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും ഡീറ്റെയിൽ മനസ്സിലാക്കാനുണ്ട്. എന്നാലും നാളത്തെ ചാപ്റ്റർ ഡിസ്കോസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാം. എന്തൊരു കാര്യം മാത്രമായിരുന്നു വെച്ചത്, വെസ്റ്റ് ഒരു ഡേർട്ടി മുഷിഞ്ഞ ബനിയൻ ഉണ്ടായിരുന്നു, അത് മാത്രം ബാക്കി വെച്ചു അല്ലേ. നമുക്ക് ചാപ്റ്റർ ഡീറ്റെയിൽ മനസ്സിലാക്കാം. ഹോമിയോപ്പതി ഡോക്ടർ വാസ് ഡിസ്കസിംഗ് സ്നേക്സ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് when he suddenly he asked a question. അതേ ഒരു ചോദ്യം ചോദിച്ചു ഫ്രണ്ട്സിനോട്. ഹാസ് എ സ്നേക്ക് എവർ കോൾഡ് ഇറ്റ്സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എപ്പോഴെങ്കിലും ഒരു പാമ്പ് നിങ്ങളുടെ ദേഹത്തെ ചുറ്റി ഇങ്ങനെ കോയിൽ ചെയ്തിട്ടുണ്ടോ, ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. Everyone was silent. എല്ലാവരും സൈലന്റ് ആയി പോയി. ഇതെന്ത് ഇയാൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? The doctor continued his tale. ഡോക്ടർ എന്താണ് അദ്ദേഹത്തിന്റെ കഥ കണ്ടിന്യൂ ചെയ്തു. It so happened one hot summer night at about 10 o'clock. ഒരു ചൂടുള്ള ഒരു രാത്രി, 10 മണിക്ക് രാത്രി ഒരു സംഭവം സംഭവിച്ചു. After his meal, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ്, he was sitting in his room which was not electrified. ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു റൂമാണ്. അപ്പോൾ ബേസിക്കലി ഇദ്ദേഹത്തിന് കുറെ പൈസ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ക്യാരക്ടർ സ്കെച്ചിൽ ഉപയോഗിക്കാൻ മറക്കണ്ട. The doctor shared the small rented room with rats. അപ്പോൾ എലിശല്യം ഭയങ്കര ഉള്ള ഒരു റൂമായിരുന്നു സംഭവം. So strange noises were heard every now and then. അതുകൊണ്ട് തന്നെ എന്താണ്, എപ്പോഴും എന്താണ് എന്തെങ്കിലുമൊക്കെ ഡും 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 എന്ന് ഒച്ച കേൾക്കും. കാരണം ഈ എലികൾ എന്താണ് തട്ടും പുറത്ത് കയറിയിട്ട് അവിടെ ഇവിടെ ഇടിക്കുമ്പോൾ അതിലൂടെ നടക്കുമ്പോഴൊക്കെ ഒച്ച ചെയ്യുന്നത് എപ്പോഴും കേൾക്കുന്നതാണ്. അത് സർവ്വസാധാരണമായ കാര്യമായിരുന്നു, അതൊരു പുതിയ കാര്യമൊന്നും അല്ലായിരുന്നു. He had just set up his medical practice, so his earnings were meager. Meager എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. ജസ്റ്റ് മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയ ഒരു ഡോക്ടർ ആയിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ട് പൈസ ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. അത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായി. സ്മോൾ റെന്റഡ് റൂമാണ്. ഇതൊക്കെ ക്യാരക്ടർ സ്കെച്ചിൽ പോകാൻ പോകുന്ന കാര്യങ്ങളാണ്. ക്യാരക്ടർ സ്കെച്ച് നല്ല ചാൻസ് ഉണ്ട് ഇദ്ദേഹത്തിന് തന്നെ ചോദിക്കാൻ വേണ്ടി. അപ്പോൾ എഴുതി വെക്കണം. He had a small rented room. He just started his practice, so his earnings were meager എന്ന് പറയാം, വളരെ കുറവായിരുന്നു പറയാം. 60 rupees, a suitcase, some shirts, dhotis and one black coat which he was wearing then. These were the only possessions he had. ഒരു 60 രൂപയും ഒരു സൂട്ട് കേസും കുറച്ച് ഷർട്ടുകളും ഒരു മുണ്ടും ഒരു ബ്ലാക്ക് കോട്ടും, അത് അപ്പം തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്ന കോട്ട് തന്നെയായിരുന്നു, അല്ലാണ്ട് വേറെ കോട്ടൊന്നുമല്ല. അത് മാത്രമേ ഇദ്ദേഹത്തിന്റെ കൈവശത്ത് ഉണ്ടായിരുന്ന പൊസിഷൻസ്. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ച് ക്യാരക്ടർ സ്കെച്ചിൽ കാച്ചാൻ പറ്റിയ കാര്യങ്ങളാണ്. ഓക്കെ, The doctor heard the same familiar sound. അപ്പോൾ ആ രാത്രി എന്താണ് ഇരിക്കുമ്പോൾ വീണ്ടും ഡുഡു എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടു. But he didn't take any notice. അതെ, എലികളായിരിക്കും, എന്തിനാവട്ടെ. He took off his coat ഊരി, shirt and not so white vest as it was too hot. ഭയങ്കര ചൂടായതുകൊണ്ടാണ് കോട്ട് ഊരി, ഷർട്ട് ഊരി. നോട്ട് സോ വൈറ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബനിയൻ. നോട്ട് സോ വൈറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വെസ്റ്റ് എന്താണ്, അത്യാവശ്യം നല്ല മുഷിഞ്ഞായിരിക്കും അല്ലേ, അത്യാവശ്യം നല്ല മൂഷിങ്ങായിട്ടുള്ള വെസ്റ്റ് ആയിരുന്നു. അതൊക്കെ എന്താണ് ഊരി ഭയങ്കര ചൂടായതുകൊണ്ട്. ഹി ട്രൈ ടു ലേ ഡൗൺ ആൻഡ് സ്ലീപ്പ് ബട്ട് ഇറ്റ് കുഡിൻറ്റ് സോ. ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ഉറക്കം കിട്ടുന്നില്ല. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രോ ദ ബീം. അപ്പോൾ തട്ടും പുറത്തും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് കുറേ റാറ്റുകൾ, എലികൾ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒച്ചയായതുകൊണ്ട് ഉറക്കം കിട്ടുന്നില്ല. ദ ഡോക്ടർ സാറ്റ് ഡൗൺ ഓൺ ദി ചെയർ ആൻഡ് ഓപ്പൺഡ് എ ബുക്ക്, ദി മെറ്റീരിയ മെഡിക്ക അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ്, ലാർജ് മിറർ ആൻഡ് എ സ്മോൾ കോം. ഒരു ടേബിളിൽ പോയി ചെയറിലിരുന്നു. അദ്ദേഹത്തിൻ്റെ മെഡിസിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെ പഠിക്കാനുള്ള ഒരു ബുക്ക് എന്നാണ് തുറന്നു വെച്ചു. എന്നിട്ടെന്താണ് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ടേബിളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഒരു ലാമ്പ് ഉണ്ടായിരുന്നു, ഒരു ലാർജ് കണ്ണാടി മിറർ ഉണ്ടായിരുന്നു, ആൻഡ് ഓൾസോ ഒരു ചെറിയ ചീർപ്പ് ഉണ്ടായിരുന്നു, ഒരു കോമ്പ് ഉണ്ടായിരുന്നു. ഓക്കെ,
ടെംപ്റ്റഡ് ബൈ ദ മിറർ ഹി അഡ്മയർഡ് ഹിസ് ബ്യൂട്ടി. മിറർ കണ്ടപ്പോൾ തന്നെ എന്താണ്, നമ്മളാണെങ്കിലും എന്താണ്, നമ്മുടെ സ്വന്തം ഇമേജ് മിററിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു വട്ടമെങ്കിലും നോക്കും, എന്നിട്ട് നോക്കും ഈ ആംഗിൾ നോക്കുമ്പോൾ എന്നെ വലിയ മോശമില്ല എന്നല്ലേ തോന്നും അല്ലേ. അപ്പം ഞാൻ നല്ല ലൈവിൽ വരുന്നതിന് മുമ്പ് ഒരു മിറർ ഉണ്ടായിരുന്നു, ആ മിററിൽ ഞാൻ നോക്കിക്കിരുന്നു, മുഖം കുറച്ച് അധികം തടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്ന കാര്യമാണ്, നിങ്ങളും ചെയ്യും അല്ലേ. സ്കൂളിലൊക്കെ പോകുന്നതിനും എന്തായാലും ഒരു വട്ടമെങ്കിലും എന്താണ് ഒരു കണ്ണാടിയൊക്കെ ചിലപ്പോൾ നോക്കും. അപ്പോൾ അദ്ദേഹം അതുപോലെ നോക്കി. ഹി ഹേർഡ് ദ സൗണ്ട് അഗെയിൻ ടു ഹോസ്റ്റ് ഇൻ ഹിസ്, പക്ഷേ ഹി വാസ് ടു ലോസ്റ്റ് ആണ്, റിഫ്ലക്ഷൻ. വീണ്ടും സൗണ്ട് കേട്ടു, പക്ഷെ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ റിഫ്ലക്ഷൻ എങ്ങനെ മുഴുകിയിരിക്കുകയായിരുന്നു. ഹി ഇഗ്നോർഡ് ദി കോൺസ്റ്റന്റ് സൗണ്ട് കമ്മിങ് ഫ്രം ദ ബീം ആൻഡ് ലിഫ്റ്റ് അപ്പ് എ ബീഡി. ഒരു ബീഡി വലിക്കാൻ തുടങ്ങി, സൗണ്ട് എന്തിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഗ്രാജുവലി ദർ വാസ് എ ഷിഫ്റ്റിംഗ് ഓഫ് ഹിസ് തോട്ട്സ് ഫ്രം സെൽഫ് അഡ്മിറേഷൻ ടു ഫ്യൂച്ചർ മാരേജ്. അപ്പോൾ ആദ്യം സെൽഫ് അഡ്മിറേഷൻ ആയിരുന്നു തോട്ട്സ്, എൻ്റെ മീശ അടിപൊളി, എൻ്റെ ഇത് അടിപൊളി, ഞാൻ കാണാൻ നല്ല ഭംഗിയാണ്. മെല്ലെ മെല്ലെ എന്താണ്, കല്യാണത്തിനെ പറ്റിയായി. ദ ഡോക്ടർ തോട്ട് ഓഫ് മാരിയിങ് എ റിച്ച് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ വിചാരിച്ചു ഞാൻ എന്താണ് ഡോക്ടറെ തന്നെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, അവള് പൈസ ഉണ്ടായിരിക്കണം, നല്ല പൈസ ഉണ്ടായി, റിച്ച് ആയിരിക്കണം. ഹു വാസ് റിച്ച് ആൻഡ് ഫാറ്റ്, റിച്ച് മാത്രമല്ല കുറച്ച് തടി ഉണ്ടായിരിക്കണം. He was lost in his thoughts when suddenly there came a dull thud as if a rubber tube had fallen to the ground. അപ്പം ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പൈസക്കാരിയായുള്ള ഡോക്ടർ പെണ്ണിനെ കല്യാണം കഴിക്കണം, കുറച്ച് തടി ഉണ്ടായിക്കോട്ടെ. കാരണം എന്താണ് അത് ചോദിക്കുക എക്സാമിന്. കാരണം എന്താണ്, ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ എന്താണ് എന്നെ ഓടിച്ച് പിടിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ലോജിക്കിലാണ് അദ്ദേഹം കുറച്ച് തടി കൂടിയ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ഡൂം എന്നൊരു സൗണ്ട് കിട്ടും. എന്തായിരിക്കും ഇത്? ഷുവർലി നത്തിങ് ടു worry about. എലികളായിരിക്കും. നോ സൂണർ ഹാഡ് ദ ഡോക്ടർ ടേൺഡ്, അന്ന് വിചാരിച്ച് ഇങ്ങനെ തിരിയുമ്പോഴത്തേക്കും a fat snake wriggled over the back of the chair and landed on his shoulder. ഒരു തടിച്ചൊരു പാമ്പ് ഈ ഇരിക്കുന്ന ചെയറിന്റെ മുകളിൽ കൂടി വന്ന് ഇദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ഇങ്ങനെ നിൽക്കുന്നു. The snake landing on him and his turning were simultaneous. രണ്ടും ഒരുമിച്ചായിരുന്നു, ലാൻഡ് ചെയ്യുന്നതും തിരിയുന്നതും ഒരുമിച്ച്. കോമഡി. The doctor neither jumped nor cried. പക്ഷെ അതേസമയം അദ്ദേഹം ഭയങ്കര കാമായിരുന്നു. ക്യാരക്ടർ സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാര്യമാണ്. അദ്ദേഹം പേടിച്ച് ഓടിയിരുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ എന്താണ്, പാമ്പ് വന്നുകൊണ്ട് അയ്യാ പേടിച്ച് ഓടിയനെ. ഇയാളങ്ങനെ ഇയാൾ കാമായിരുന്നു. ധൈര്യം ഉള്ളത് കൊണ്ടൊന്നല്ല, പക്ഷെ ഇതായിപ്പോയി, ഫ്രീസ് ആയിപ്പോയി. നീദർ ജംപ്ഡ് നോർ ക്രൈഡ്, ഒച്ചയും വെച്ചിട്ടില്ല, ചാടിയും ഓടാനും ശ്രമിച്ചിട്ടില്ല. ദ സ്നേക്ക് സ്ലിതേർഡ് അലോങ് ഹിസ് ഷോൾഡർ ആൻഡ് കോയിൽഡ് അറൗണ്ട് ഹിസ് ലെഫ്റ്റ് ആം എബോവ് ദി എൽബോ. ഈ പാമ്പ് ഷോൾഡറിൽ കൂടെ സ്ലിതർ ചെയ്ത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വന്നിട്ട് എൽബോന്റെ അവിടെ വന്നിട്ട് കോയിൽ ചെയ്തു, ചുറ്റി എന്നാണ് പറയുന്നത്. ഒരു ചുറ്റി ഇങ്ങനെ നിന്ന്. പറ മക്കളെ, ഈ സ്നേക്കിന്റെ ഉള്ളിലുള്ള കറണ്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, ചുറ്റിയില്ലേ കറണ്ട് ഇൻക്രീസ് ചെയ്യണം, എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യണം, എന്ത് ചെയ്യണം? ചുറ്റികളുടെ എണ്ണം കൂട്ടണം. സാർ തമാശ ഏറ്റില്ല, വേറെ തമാശ പറ. ഓക്കെ, എനിവേ മറന്നു പോയതാവുന്നു ഫിസിക്സ്. സോളിനോഡിനുള്ള മാഗ്നറ്റിക് ഫീൽഡ് മറന്നു പോയാലോ. ഫിസിക്സ് ഇംഗ്ലീഷ് പഠിക്കുന്ന കൊള്ളാം. ഫിസിക്സ് ഒരു ദിവസമേ ഉള്ളൂ, രാത്രി കുറച്ച് ഓർത്ത് വെച്ചോ. അപ്പൊ ചുറ്റി. ഹി സാറ്റ് ലൈക്ക് എ സ്റ്റോൺ ഇമേജ്, ഒരു കൽപ്രതിമ പോലെ എന്താണ് ഈ അദ്ദേഹം ഇങ്ങനെ ഇരുന്നു. ഹി എക്സ്പീരിയൻസ്ഡ് ഡീപ് പെയിൻസ് ഇൻ ഹിസ് ആം. ഇത് ഭയങ്കര ഒരു പ്രത്യേക തരം ഒരു പെയിൻ ആയിരുന്നു. ഡെത്ത് ലേർക്ഡ് 4 inches away from him. മരണം 4 ഇഞ്ച് അകലെയായിരുന്നു അദ്ദേഹത്തിന്റെ. സഡൻലി ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ് ആൻഡ് ലുക്ക്ഡ് ഇൻടു ദ മിറർ. പെട്ടെന്നാണ് ഈ സ്നേക്ക് ഈ മിറർ കാണുന്നത്. കൊള്ളാലത്, ഞാൻ നല്ല സ്റ്റൈലാണല്ലോ എന്ന് മിററിനെ കണ്ടപ്പോൾ എന്താണ് സ്നേക്കിനെ തന്നെ അഡ്മയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. The snake uncoiled itself from the doctor's arm and slowly slithered in his lap. മെല്ലെ എന്താണ് ഈ അൺകോയിൽ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ലാപ്പിൽ മടിയിൽ കയറി. From there it crept onto the table towards the mirror. അവിടുന്ന് ടേബിളിന്റെ മണ്ട കയറി മിററിന്റെ അടുത്ത് ഇങ്ങനെ പോയി. സ്വന്തം പിക്ചർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. The doctor grabbed the opportunity and quietly went out through the window. വിൻഡോ അല്ല, ഡോർ. നൈസായിട്ട് ഡോക്ടർ എന്ത് ചെയ്തു, ഡോറിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങി ഓടി. He ran until he reached a friend's house. ഫ്രണ്ട്സിന്റെ ഹൗസിൽ വരെ ഓടിക്കൊണ്ടിരുന്നു. നെക്സ്റ്റ് മോർണിംഗ് when the doctor went to his room, തിരിച്ച് റൂമിൽ വന്ന് നോക്കിയപ്പോൾ to collect his belonging, he found his room was robbed. റൂം ആരോ എന്താണ് മൊത്തം റോബ് ചെയ്ത് കളഞ്ഞു. മൊത്തം എന്താണ് ലൂട്ട് ചെയ്ത് കളഞ്ഞു, റോബ് ചെയ്ത് കളഞ്ഞു.
ഏതൊരു കള്ളം വന്നിരുന്നാണ് സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടേ, ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. പക്ഷേ ദ തീഫ് ഹാഡ് ഓൺലി ലെഫ്റ്റ് ദ ഡോക്ടേഴ്സ് ഡേർട്ടി വെസ്റ്റ് ബിഹൈൻഡ്. എല്ലാം എടുത്തു, ഷർട്ട് എടുത്തു, 60 രൂപ എടുത്തു, ധോത്തി മുണ്ടെടുത്തു, എന്തൊക്കെയോ എടുത്തു. ഒരൊറ്റ കാര്യം മാത്രം ബാക്കി വെച്ചു, ഒരു ഇൻസൾട്ടായിട്ട്. ആ മുഷിഞ്ഞ വെസ്റ്റ്, ഡേർട്ടി, നോട്ട് സോ വൈറ്റ് എന്ന് പറയുന്നുണ്ട് ചാപ്റ്ററിൽ, നോട്ട് സോ വൈറ്റ് വെസ്റ്റ് മാത്രം ബാക്കി വെച്ചു. ഈ ഒരു പോയിന്റിലാണ് കഥ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടൈം ലൈൻ ഓർത്ത് വെച്ചോ. വരുന്നു, ഉറക്കം കിട്ടുന്നില്ല, മിററിൽ റിഫ്ലക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നു, പാമ്പ് വന്ന് മടി വീഴുന്നു, എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നു, തിരിച്ചു വന്ന് നോക്കുന്നു, റോബറി, ഡിസ്കവറി. എന്താണ് ഡിസ്കവർ ചെയ്തത്? ആ ഒരൊറ്റ കാര്യം മാത്രം, നോട്ട് സോ വൈറ്റ് വെസ്റ്റ് മാത്രം ബാക്കി വെച്ച കാര്യം. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഓർത്ത് വെക്കേണ്ടത്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് തീംസ് എന്താണ്? ഹോമിയോപ്പത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്, ഏർണിങ്സ് വളരെ മീഗറായിരുന്നു, വളരെ കുറച്ച് പൊസഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഏർണിങ്സ് മീഗറായത് മക്കളെ? അദ്ദേഹത്തിൻ്റെ ജസ്റ്റ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡോക്ടറായിരുന്നു. ഹിസ് തോട്ട്സ് അബൌട്ട് ഹിംസെൽഫ് ആൻഡ് മാരേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ വായിക്കണം കേട്ടോ. സാർ ഇത് മൊത്തം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാപ്റ്റർ വായിക്കണോ? വായിക്കണം. ഇത് കണ്ടു കഴിഞ്ഞ് ചാപ്റ്റർ വായിക്കുമ്പോൾ എളുപ്പത്തിൽ വായിക്കാൻ പറ്റും കേട്ടോ. അപ്പം മാരേജിനെ പറ്റി എന്തായിരുന്നു? അദ്ദേഹത്തിന് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കല്യാണം അയക്കണം. ആ ഡോക്ടർ എന്താണ്? ഫാറ്റ് ആയിരിക്കണം. പിന്നെ സ്വന്തം ബോഡീനെ പറ്റിയുള്ള കുറേ അഡ്മിറേഷൻ പറയുന്നതിന് ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേക്കിനെ വെച്ചുള്ള എൻകൗണ്ടർ എന്താണ് സംഭവിച്ചത്? നരേറ്റീവ് ചോദിക്കാം. സ്നേക്ക് വന്ന് ഷോൾഡറിന് അവിടെ വീഴുന്നു, ഇദ്ദേഹം കൽപ്രതിമേനെ പോലെ സ്റ്റോൺ ഇമേജിനെ പോലെ ഇരിക്കുന്നു. സ്നേക്ക് താഴേക്ക് ഷോൾഡറിലേക്ക് സ്ലിതർ ചെയ്തു, എൽബോനെ അവിടെ കോയിൽ ചെയ്തു. അദ്ദേഹത്തിന് ഭയങ്കര പെയിൻ വന്നു, അദ്ദേഹത്തിന് പേടിയായി. കാരണം മരണം എന്താണ് 4 ഇഞ്ച് അവേ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ സ്നേക്ക് മിറർ കണ്ടതും അദ്ദേഹത്തിന്റെ ലാപ്പ് കയറി, ടേബിളിൽ കയറി ഇത് കണ്ടു, അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു. ഇതാണ് എൻകൗണ്ടർ വിത്ത് സ്നേക്ക്. അവസാനം തെഫ്റ്റ് ഇൻസിഡന്റ്. അവസാനം തിരിച്ചെന്ന് അടുത്ത ദിവസം വന്ന് നോക്കുമ്പോൾ റൂം എന്താണ്? മൊത്തം റോബ്ഡ് ആയിരുന്നു. ആകെ ഒരൊറ്റ കാര്യം മാത്രം ബാക്കി വെച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ഇമ്പോർട്ടൻറ്റ് തീംസ്. ഏത് കാര്യം വെച്ചിട്ടും നരേറ്റീവ് ഒക്കെ ചോദിക്കാം, അല്ല ഡയറി എൻട്രി ചോദിക്കാം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഡയറി ചോദിക്കാം, നരേറ്റീവ് ചോദിക്കാം, ന്യൂസ് റിപ്പോർട്ട് ചോദിക്കാം, റൈറ്റപ്പ് ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഇതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു വെക്കണം. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു വെക്കാം. അത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റാക്കിയാൽ പരിപാടി തീർക്കും. ക്യാരക്ടർ സ്കെച്ച് വായിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. പ്രോട്ടഗണിസ്റ്റ് ഇൻ ദ സ്നേക്ക് എന്ന മിറർ ഈസ് എ ഹോമിയോപ്പത്തിക് ഡോക്ടർ. ജസ്റ്റ് വായിക്കാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ ഇത് പഠിക്കണം. ഇത് വായിച്ചിട്ട് കാര്യമില്ല. ഞാൻ ജസ്റ്റ് വായിച്ചൊന്ന് പറഞ്ഞു തരും. പക്ഷെ നിങ്ങൾ എപ്പോൾ പഠിക്കണം? ഇന്ന് രാത്രി ഇപ്പോൾ എല്ലാം കൂടെ പഠിക്കാൻ പറ്റും ക്യാരക്ടർ സ്കെച്ച് അല്ല. ഇന്ന് രാത്രി നിങ്ങൾ ചാപ്റ്റർ മനസ്സിലാക്കുക. നാളെ ചാപ്റ്റർ വായിക്കുന്നതിനോടൊപ്പം ഓരോ ചാപ്റ്ററിൻ്റെ ക്യാരക്ടർ സ്കെച്ചും കൂടെ പഠിച്ചു പോവുക. ലിവിങ് ഇൻ എ മോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ അൺഇലക്ട്രിഫൈഡ് റൂം. ഹീ ഷോൺ ആസ് എ യങ് പ്രൊഫഷണൽ കോൺഷ്യസ് ഓഫ് ഹിസ് അപ്പിയറൻസിനെ പറ്റി ഭയങ്കര കോൺഷ്യസ് ആണ്. സ്പെൻഡിങ് ടൈം ലുക്കിംഗ് ഇൻ ടു ദ മിറർ, എപ്പോഴും മിറർ നോക്കിക്കൊണ്ടിരിക്കുക. ഡിസൈഡിങ് ടു ഷേവ് ഡെയിലി ആൻഡ് കൺസിഡറിങ് ഹിസ് മാരേജ് പ്രോസ്പെക്ട്സ് വിത്ത് എ ഹ്യൂമർ ആൻഡ് പ്രാക്ടിക്കാലിറ്റി. പ്രാക്ടിക്കലാണ്, കാരണം വൈഫ് എന്തായിരിക്കണം? കുറച്ച് തടി കൂടുതലായിക്കോട്ടെ എന്നാണ് പറയുന്നത്. കാരണം പ്രാക്ടിക്കാലിറ്റി കൊണ്ട്. തമാശയുണ്ടെങ്കിൽ അല്ലെ, റിച്ച് ഡോക്ടർ ആയിരിക്കണം എന്ന് പറയുമ്പോൾ തമാശ, ഹ്യൂമർ സെൻസും ഉണ്ട് അദ്ദേഹത്തിന്. ഹിസ് എൻകൗണ്ടർ വിത്ത് ദ സ്നേക്ക് റിവീൽസ് ഹിസ് കറേജ് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ്. തീർച്ചയായിട്ടും അദ്ദേഹം പെട്ടെന്ന് ഓവർ റിയാക്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം കറേജ് ഉണ്ടായിരുന്നു, പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു. ഫേസ് വിത്ത് ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ഹി റിമെയിൻസ് കാം, ഈവൻ റിഫ്ലക്ടിങ് ഓൺ പ്രൊഫൗണ്ട് തോട്ട്സ് അബൌട്ട് ക്രിയേറ്റർ. അപ്പോൾ ദൈവത്തിനെ പറ്റിയൊക്കെ ഇടയ്ക്ക് അതിൽ അദ്ദേഹം നോക്കുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റർ വായിച്ചവർക്ക് അതറിയുള്ളൂ. അപ്പോൾ ചാപ്റ്റർ വായിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. The story also highlights his humorous side, evident in his imaginative thoughts about the snake's vanity and his playful conversation about his thin wife. Thin അല്ല, ശരിക്കും എന്താണ്, ഫാറ്റ് ആയിട്ടുള്ള വൈഫാണ് ആഗ്രഹം. His interaction with the snake and his reflection on life add depth to the character, making him an engaging figure who embodies both ordinary concerns and extraordinary courage. അത് കൺക്ലൂഷൻ ആണ്. ജസ്റ്റ് പക്ഷേ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ ഒന്ന് കൺക്ലൂഷൻ കൊടുത്തു. ഇതിൽ കൂടുതൽ കുറേ ഡീറ്റെയിൽസ് അതിനെ പറയുന്നില്ല. വേണമെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്യാം? ഹി പൊസസ്ഡ് 60 rupees, ധോത്തി, ഫ്യൂ ഷർട്ട്സ് ആൻഡ് 1 ഇതൊക്കെ. ആ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രസകരമായിട്ട് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. ഇനി നാളെ നിങ്ങൾ ചാപ്റ്ററും കൂടി വായിച്ചാൽ സംഭവം സെറ്റ്. അപ്പോൾ നമ്മുടെ സ്നേക്ക് ആൻഡ് ദ മിറർ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാം. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് നിങ്ങളെല്ലാവരുടെയും നിങ്ങളുടെ ആഗ്രഹപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? കാസ്റ്റവേ നോക്കാം. സിമ്പിളാണ്. എന്തിനാ കാസ്റ്റവേനെ അത്ര പേടിയുള്ളതുകൊണ്ടാണോ അല്ലെ സിമ്പിൾ ആയതുകൊണ്ടാണോ എനിക്കറിയില്ല. സ്നേക്ക് എന്ന് മിറർ കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് കാസ്റ്റവേ നോക്കിയാലോ? ക്രിസ്റ്റൽ ക്ലിയർ ആണോ മക്കളെ? മുന്നോട്ട് പോകാം. നമുക്ക് കാസ്റ്റവേ പിടിക്കാം. കാസ്റ്റവേ എന്താണ് മക്കളെ സംഭവിക്കുന്നത്? ഒരു ചെക്കനുണ്ട്. ചെക്കൻ ഒരു ബോട്ട് അപകടത്തിൽ പെടും. നീന്തി ആ ചെക്കൻ ഒരു വീട്ടിലെത്തും. ആ വീട്ടിലെ ആൾക്കാർ പ്രത്യേകിച്ച് അവിടെ ഒരു ലേഡി ഉണ്ട്. ആ ലേഡി എന്നുണ്ട് ഈ ചെക്കനെ ദത്തെടുക്കും, പരിപാലിക്കും, ഭക്ഷണം കൊടുക്കും, അവരുടെ ഫാമിലി മെമ്പറായിട്ട് വളർത്തും.
അങ്ങനെ എന്താണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് ഈ ചേച്ചിയുടെ ഭർത്താവിൻ്റെ ബ്രദർ, യങ്ങർ ബ്രദർ, അതായത് ഈ ചേച്ചിയുടെ ഭർത്താവിൻ്റെ യങ്ങർ ബ്രദർ എന്താണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരും. വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ചേച്ചിയുടെ എന്താണ് കംപ്ലീറ്റ് അറ്റൻഷൻ എന്താണ് ഈ ഭർത്താവിൻ്റെ ബ്രദറിലേക്ക്, ആങ്ങള അല്ലേ, ബ്രദർ തന്നെയാണ് അല്ലേ, ആങ്ങളയിലേക്ക് പോവും. അപ്പം ഈ വന്ന ഈ ചെക്കൻ എന്താണ് അത്രയും ഇഷ്ടപ്പെടില്ല, ചെക്കനെ ഭയങ്കര ദേഷ്യമൊക്കെ ആവും, ചെക്കൻ്റെ മൂഡ് മൊത്തം മാറും. അവസാനം എന്നിട്ട് എന്താണ് ആ ചെക്കൻ ഓടി രക്ഷപ്പെടേണ്ട അല്ലെങ്കിൽ നാട് വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. ആ അവസ്ഥയെ പറ്റിയാണ് ഈ ചാപ്റ്റർ പറയുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം, ചാപ്റ്റർ കഥ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാം. ഓക്കെ, ആരാണ് ഈ ചെക്കൻ, ആരാണ് ഓരോ ക്യാരക്ടേഴ്സ് എന്നുള്ള കാര്യം, അവരെന്താണ് എക്സാക്ട്ലി സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാം. ഈവനിങ് ബാറ്റിൽ ഓഫ് ഗോഡ്സ് ആൻഡ് ഡീമൺസ്. ദ ചാപ്റ്റർ ഓപ്പൺസ് വിത്ത് എ വിവിഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫിയേഴ്സ് സ്റ്റോം. ഭയങ്കര ഒരു കൊടുങ്കാറ്റ് വെച്ചിട്ടാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മൊത്തത്. സിംബിളൈസിങ് ദ ബാറ്റിൽ ബിറ്റ്വീൻ ഗോഡ്സ് ആൻഡ് ഡീമൺസ്. അപ്പം ഇതിലെ ഓദർ പറയുന്നത് ഈ കൊടുങ്കാറ്റിനെ സിംബിളൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ബാറ്റിൽ ബിറ്റ്വീൻ ഗോഡ്സ് ആൻഡ് ഡീമൺസ്, ദൈവങ്ങളും രാക്ഷസന്മാരും തമ്മിലുള്ള യുദ്ധമായിട്ടാണ് ഈ ഒരു എന്താണ് കൊടുങ്കാറ്റിനെ സിംബിളൈസ് ചെയ്യുന്നത്. അപ്പോൾ കൊടുങ്കാറ്റുണ്ടെന്ന് പറയുന്നില്ല, പറയുന്നത് എന്താണ്, ദൈവങ്ങളും രാക്ഷസന്മാരും തമ്മിൽ യുദ്ധം കൂടുന്നു. ഉദ്ദേശം എന്താണ്, കൊടുങ്കാറ്റ് വന്നു, അതാ സംഭവിച്ചത്. The elements of nature such as roaring storms, pouring rain, thunder, lightning and black clouds contribute to the intensity of the scene. അപ്പോൾ ഈ സീനിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, ഡാർക്ക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട്, ആ സ്ഥലത്തും ഈ ഒരു വില്ലേജ് ഭയങ്കര ഡാർക്കാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇവിടെ ലൈറ്റ്നിങ്ങും തണ്ടറും ബ്ലാക്ക് ക്ലൗഡ്സും എന്താണ് എല്ലാം ഉണ്ടെന്നുള്ള കാര്യം പറയുന്നു ഈ കൊടുങ്കാറ്റിൻ്റെ ഇടയിൽ. ഭയങ്കര മോശമുള്ള അവസ്ഥയായിരുന്നു അവിടെ. കിരൺസ് ഇൽനെസ് ആൻഡ് വില്ലേജ് കൺസേൺ. കിരൺ ആണ് നമ്മുടെ ലേഡി, ഇതിലെ മെയിൻ ക്യാരക്ടറാണ് കിരൺ. കിരൺ എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. കേൾക്കുമ്പോൾ എന്നാണ് തോന്നുന്നത് ഒരു ആണാന്ന് തോന്നും, പക്ഷെ ഒരു പെണ്ണാണ്. ഓക്കെ, ഫീമെയിൽ ക്യാരക്ടറാണ്. കിരൺ ഫാൾസ് സീരിയസ്ലി ഇൽ. ഭയങ്കര ഒരു വലിയൊരു മഹാമാരി അസുഖം പിടിച്ചു. കോസിങ് ഗ്രേറ്റ് ആങ്സൈറ്റി എമോങ് ദി വില്ലേജസ് ഇൻ ഹർ നേറ്റീവ് വില്ലേജ്. അപ്പോൾ കിരൺക്ക് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. ഇപ്പോൾ കിരണിൻ്റെ സ്വന്തം അച്ഛനും അമ്മയുള്ള കിരണിൻ്റെ വീട്, അതായത് കിരണിൻ്റെ നാട്ടിൽ എന്താണ് ആൾക്കാർക്ക് അവിടുത്തെ വില്ലേജസിനൊക്കെ ഭയങ്കര ആങ്സൈറ്റി ആയി. നീ അസുഖം പിടിച്ചിട്ട് അവിടെ നിൽക്കില്ല, നീ ഇങ്ങോട്ട് വാ, ഞങ്ങൾ നോക്കാം നിന്നെ, നീ അവിടെ ഇങ്ങനെ നിൽക്കില്ല, അവിടെ ഓൾറെഡി എന്താണ് ഭയങ്കര മോശപ്പെട്ട അവസ്ഥയാണ്, കൊടുങ്കാറ്റാണ്, അത് ഇതാണ്, നീ അവിടെ നിൽക്കില്ല, നീ ഇങ്ങോട്ട് നാട്ടിലേക്ക് വാന്ന് പറഞ്ഞിട്ട് ഭയങ്കര വില്ലേജസ് ഭയങ്കര വാശി പിടിക്കുകയാണ്. ദ വില്ലേജസ് അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആസ്ക് എന്നാണ്, ഫോർ ഹെർ ടു ബി ടേക്കൺ ടു ഹർ ഓൺ ഹോം ഫോർ ബെറ്റർ കെയർ ആൻഡ് റിക്കവറി. അപ്പം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയെന്നാണ് നല്ലതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഡിസ്പൈറ്റ് ദെയർ കൺസേൺസ്. എന്നാൽ ഈ വില്ലേജസ് ഇങ്ങനെ പറയുമ്പോഴും സ്വന്തം അച്ഛനും അമ്മയും ഇങ്ങനെ പറയുമ്പോഴും ശരത് ആരാണ്, കിരണിന്റെ ഭർത്താവ്, ശരത് ആൻഡ് ഹിസ് മദർ, ശരത്തിന്റെ മദർ, അതായത് കിരണിന്റെ അമ്മായിമ്മ, പ്രയോറിറ്റൈസ് കീപ്പിംഗ് കിരൺ അറ്റ് ദെയർ ഹൗസ് ഡിസ്റിഗാർഡിംഗ് ദ വിസ്ഡം ഓഫ് ദി വില്ലേജ്. ശരത്ത് പറയാണ്, ഹസ്ബൻഡിന്റെ അമ്മയും പറയാണ്, നീ തൽക്കാലം ഇവിടെ തന്നെ നിൽക്ക്, അതായിരിക്കും നിനക്ക് നല്ല. ഈ ഒരു മൊത്തം ഈ മോശ അവസ്ഥയിൽ എന്താണ്, ഓൾറെഡി നിനക്ക് അസുഖമാണ്, ഈ മൊത്തം മോശ അവസ്ഥയിൽ നീ ഇതിനിടെ ട്രാവലും കൂടി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് അസുഖം കൂടുകയുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്ക്, ഇവിടെ നമ്മൾ ശരിയായതിനു ശേഷം എന്ത് ചെയ്യുക, അവിടേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇതാണ് സംഭവം. കിരൺ എക്സ്പ്രസസ് ഹെർ ഡിസയർ ടു റിട്ടേൺ ഹോം ആൻഡ് ഡിസ്പൈറ്റ് ഹെർ ഇൽനെസ്, ഹൈലൈറ്റിംഗ് ഹെർ ഡിസ്കംഫർട്ട് വിത്ത് ബീങ് ഐഡിൽ ആൻഡ് ഇൻആക്റ്റീവ്. ഇതൊക്കെ പറയുമ്പോഴും കിരണും എന്താണ് ശരത്തും അടികൂടുകയാണ്. ശരത്ത് പറഞ്ഞു നീ ഇവിടെ നിൽക്ക്, അമ്മായിമ്മ പറയുന്നു നീ ഇവിടെ നിൽക്ക്, പക്ഷെ കിരൺ പറയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം, അസുഖമാണെങ്കിൽ കുഴപ്പമില്ല, കാരണം എന്താണ് ഇവിടെ ഞാൻ ഭയങ്കര ഐഡിലാണ്, ഇവിടെ ആരുമില്ല എനിക്ക് മിണ്ടാൻ, ഇവിടെ ഒന്നും ഇല്ല എനിക്ക് ചെയ്യാൻ. അപ്പോൾ അത് തന്നെ എൻ്റെ മനസ്സിനെ എന്താണ് അസുഖമാക്കുക എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ആൾക്കാരുണ്ട്, അത് കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഹൈലൈറ്റിംഗ് ഹെർ ഡിസ്കംഫർട്ട് വിത്ത് ബീങ് ഐഡിൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതിരിക്കുക, ആൻഡ് ഇൻആക്റ്റീവ്. ഇവിടെ ഈ സ്ഥലത്ത് ഞാൻ ഫുൾ എന്താണ് ഐഡിലാണ്, ഇൻആക്റ്റീവ്, എനിക്ക് ഒന്നും ചെയ്യാനില്ല, ബോറടിക്കും, നാട്ടിൽ പോയെങ്കിൽ ശരിയാവും. ഷീ ഡിസഗ്രീസ് വിത്ത് ശരത് അബൌട്ട് സ്റ്റേയിങ് ലോങ്ങർ ഫോർ റിക്കവറി. ഇവിടെ തന്നെ വീണ്ടും നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാണ്. പ്രിഫറിംഗ് ടു ഗോ ഹോം വെയർ ഷീ ഫീൽ ഷീ ക്യാൻ റിക്കവർ ഫാസ്റ്റ്. വീട്ടിൽ പോയി ഞാൻ എങ്ങനെയും ശരിയാവും ചേട്ടാന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്താണ്, ഇപ്പോൾ ഈ ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്, അറൈവൽ ഓഫ് നീൽക്കണ്ഠയാണ് നമ്മുടെ മറ്റേ ചെക്കൻ. എന്ത്, ആ ബോട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ചെക്കൻ, യങ് ബോയ് നെയിം നീൽക്കണ്ഠ, സർവൈവർ. നമുക്ക് നീൽക്കണ്ഠ എന്തിനാ, നീലകണ്ഠൻ survivor from a boat accident during the storm seeks refuge in Sharath and Kiran's riverside house. അപ്പോൾ ഈ ശരത്തിൻ്റെയും കിരണിൻ്റെയും റിവർ സൈഡ്, പുഴയോരത്തുള്ള വീടാണ്. ഓക്കെ, അവിടെ എന്താണ്, അവിടേക്ക് നീലകണ്ഠൻ ഏതൊരു ബോട്ട് ആക്സിഡന്റ്, ഏതൊരു ഡ്രാമ ട്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഈ ചെക്കൻ. ഡ്രാമ ട്രൂപ്പിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഡ്രാമ ട്രൂപ്പിന്റെ ഒരു അടിമയായിരുന്നു, സ്ലേവ് ആയിട്ട് അവർ കൊണ്ടുവന്ന ചെക്കനായിരുന്നു.
അപ്പോൾ ഈ ഡ്രാമ ട്രൂപ്പിൻ്റെ അവർ സഞ്ചരിച്ച ബോട്ട് എന്താണ്, അവർ ഡ്രാമയ്ക്ക് വേണ്ടി പോയിരുന്നു. അപ്പോൾ ആ ഡ്രാമയ്ക്ക് വേണ്ടി പോകുന്ന വഴിക്ക് വലിയ സ്റ്റോമൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ സ്റ്റോമിൽ എന്താണ് ഈ ബോട്ട് എന്താണ് അപകടം സംഭവിച്ചു, ബോട്ട് മറിഞ്ഞോ എന്ത് സംഭവിച്ചു. അപ്പോൾ ആ സമയത്ത് എന്താണ് നീലകണ്ഠൻ എന്താണ് രക്ഷപ്പെട്ട് ഈ കിരണിൻ്റെയും അതുപോലത്തെ ശരത്തിൻ്റെയും വീട്ടിൽ എന്താണ് അഭയം തേടി വന്നതായിരുന്നു. ഓക്കെ. Kiran extends her hospitality by providing him with dry clothes and milk despite the objections of others in the household. അപ്പോൾ വീട്ടിലുള്ള ശരത്തും അമ്മായിമ്മയൊക്കെ ബാക്കിയുള്ളവർ പറഞ്ഞത് എന്താണ്, അങ്ങനെയൊന്നും എന്താണ് നമ്മൾ കുറേ സഹായിക്കാനൊന്നും പോകണ്ട, ഇവനാരാന്ന് നമുക്ക് അറിയില്ലോ എന്ന് പറഞ്ഞപ്പോഴും കിരൺ എന്ത് ചെയ്തു, അവന് വേണ്ട തുണികളും അവന് വേണ്ട കുറച്ച് പാലൊക്കെ എന്ത് ചെയ്തു കൊടുത്ത് അവനെ പരിപാലിച്ചു. ആരെ? നീലകണ്ഠനെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, ബുദ്ധിമുട്ടില്ല. ഓക്കെ. ഇനി നീലകണ്ഠൻ വന്നതിലുണ്ടായ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ്. നീലകണ്ഠൻസ് പ്രസൻസ് ഇൻ ദ ഹൗസ് brings unexpected joy and entertainment. വീട്ടിൽ വന്നപ്പോൾ എന്താണ് ചെക്കൻ ഭയങ്കര ജോളിയാണ്. കിരൺ finds happiness in supporting him despite Sharath and his mother's initial approval, turning into a desire for his departure due to mischief. എന്താണ് ഈ പറയുന്നത്? സംഭവം എന്ന് വെച്ചാൽ കിരണിന് ഭയങ്കര ഇഷ്ടമാണ്, ഈ ചെക്കൻ ഭയങ്കര ജോളിയാണ്. അപ്പോൾ കിരൺ എന്താണ് ഒരു കുട്ടി കിട്ടിയ പോലെ, കുട്ടിയെ കിട്ടിയ പോലെയാണ്. സ്വന്തമായിട്ട് കുട്ടികളില്ലേ, അപ്പോൾ ഒരു കുട്ടിയെ കിട്ടിയ പോലെയാണ്. അപ്പോൾ അതുപോലെ നല്ല പരിപാലിച്ച് ഭയങ്കര ഹാപ്പി. ഇനി ശരത്തിൻ്റെയും അമ്മയുടെയും അഭിപ്രായം എന്തായിരുന്നു ഈ നീലകണ്ഠനെ പറ്റിയിട്ട്? ആദ്യം എന്തായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, ഇനീഷ്യലി അപ്രൂവ്ഡ് ആയിരുന്നു. എന്താണ് കാരണം, കിരണിന് നാട്ടിൽ പോകാൻ പറ്റുന്നില്ല ഇല്ലായിരുന്നു. പക്ഷേ നീലകണ്ഠൻ വന്നപ്പോഴാണ് കിരണിൻ്റെ മുഖത്ത് കുറച്ച് സന്തോഷം വന്നത്. അപ്പോൾ ഇനീഷ്യലി എന്താണ് ശരത്തിനും അമ്മായിമ്മയ്ക്കും എന്താണ് ഹാപ്പി ആയിരുന്നു. പക്ഷേ ടേണിങ് ദ ഡിസയർ ഫോർ എസ് ഡിപ്പാർച്ചർ ഡ്യൂ ടു മിസ്ചീഫ്, ഈ നീലകണ്ഠൻ എന്താണ് കുറച്ചെന്താണ് തെമ്മാടിയായിരുന്നു. ഓരോരോ കള്ളത്തരം കാണിക്കും, ഓരോരോ ഓരോ തെമ്മാടിത്തരം കാണിക്കും, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കുസൃതിത്തരമുള്ള ആളായിരുന്നു. അപ്പോൾ അതൊക്കെ മെല്ലെ മെല്ലെ കൂടിയപ്പോഴത്തേക്കും ഈ ശരത്തിനും അമ്മായിമ്മയ്ക്കും എങ്ങനെങ്കിലും ഇവനൊന്ന് സ്ഥലം വിട്ടാൽ മതി, ഡിപ്പാർച്ചർ ആയിരുന്നു മെല്ലെ മെല്ലെ ആഗ്രഹിച്ചത്. അപ്പോൾ ഇനീഷ്യലി അപ്രൂവൽ എന്തായിരുന്നു, ടേണിങ് ഇൻ ടു ഡിസയർ ഫോർ എസ് ഡിപ്പാർച്ചർ എന്ന് പറയുന്നത്. മെല്ലെ മെല്ലെ എന്താണ് ഒന്ന് സ്ഥലം വിട്ടാൽ മതിയായിരുന്നു എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഇവൻ്റെ മിസ്ചീഫ് കൊണ്ട്, കുസൃതിത്തരം കൊണ്ട്. Sharath and mother's changing attitude. Initially pleased with Neelakantha's presence, Sharath and his mother later reconsidered and longed for his departure as his mischief disrupts the household. അപ്പോൾ ഈ വീടിൻ്റെ ഒരു സമാധാനത്തിനെ ഇവൻ്റെ കുസൃതിത്തരവും ഇവൻ്റെ തെമ്മാടിത്തരവും ഒക്കെ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ എങ്ങനെയും ഇവനൊന്ന് സ്ഥലം വിട്ടാൽ മതി എന്നായി. ആരുടെയൊക്കെ ആഗ്രഹങ്ങൾ? ശരത്തിൻ്റെയും ശരത്തിൻ്റെ മദറിൻ്റെയും ആഗ്രഹം. They begin to seem as a burden rather than a boon. ഇവനൊരു തലവേദനായിട്ടാണ് അവർ കാണാൻ തുടങ്ങിയത്. ബൂൺ എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹം, പക്ഷെ അതിന് പകരം ഇവനൊരു ബേർഡൻ ആയിട്ടാണ്, ഇവനൊരു തലവേദനയായിട്ടാണ് ഇവർ കാണാൻ തുടങ്ങിയത്. ആര്? ഈ രണ്ടുപേരും, ശരത്തും ശരത്തിൻ്റെ അമ്മയും. കിരൺ അങ്ങനൊന്നുമില്ല, കിരൺ ഭയങ്കര ഇഷ്ടമായിരുന്നു, കിരൺ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവൻ്റെ കളികൾ. നീൽകണ്ഠൻസ് ഏജ് ആൻഡ് ബിഹേവിയർ. നീലകണ്ഠൻസ് അപ്പിയറൻസ് കോൺട്രഡിക്ട്സ് ഇറ്റ്സ് ആക്ഷൻസ്. അവൻ ചെയ്യുന്ന കാര്യങ്ങളും അവൻ്റെ അപ്പിയറൻസും എന്താണ്? കോൺട്രഡിക്റ്റ് ചെയ്യുന്നു, ഒപ്പോസിംഗ് ആണ്, ഒരു ബന്ധമില്ലാത്ത പോലെയാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? ആസ് ഹി അപ്പിയേഴ്സ് ഇന്നസെന്റ്, കണ്ടാൽ ഭയങ്കര കുഞ്ഞു കുട്ടീനെ, ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള മാസവും കുട്ടീനെ പോലെ തോന്നും. ബട്ട് ഹി ബിഹേവ്സ് ബിയോണ്ട് ഹിസ് അപ്പാരന്റ് ഏജ്. പക്ഷെ അവൻ്റെ വയസ്സ് പോലെ അല്ല അവൻ്റെ ആക്ഷൻസ്, അവൻ്റെ ബിഹേവിയർ. അപ്പോൾ എങ്ങനെയായിരിക്കും ബിഹേവിയർ? ഡിസ്പൈറ്റ് ബീങ് ട്രീറ്റഡ് ആസ് എ സ്മോൾ ബോയ്, ഹിസ് ആക്ഷൻസ് ആൻഡ് ബിഹേവിയർ സജസ്റ്റ് അതർവൈസ്, ലീഡിങ് ടു കോൺഫ്ലിക്ട്സ് വിത്തിൻ ദ ഹൗസ് ഹോൾഡ്. അപ്പം എല്ലാവരും ഇവനെ ഒരു കുഞ്ഞു കുട്ടീനെ പോലെ കണ്ടെങ്കിലും ഇവൻ്റെ ആക്ഷൻസ് എന്താണ്? കുറച്ച് വലിയ ആൾക്കാരെ പോലെയായിരുന്നു, കുറച്ചും കൂടി ഒരു 10, 17, 18 വയസ്സുള്ള ആളെ പോലെയായിരുന്നു, അല്ല ഒരു ടീനേജറിനെ പോലെയായിരുന്നു ഇവൻ്റെ സംസാരവും ഇവൻ ചെയ്യുന്ന പ്രവർത്തികളും ഇവൻ്റെ മിസ്ചീഫും ഇവൻ്റെ തെമ്മാടിത്തരമൊക്കെ എന്താണ് കുറച്ചുകൂടി പ്രായമുള്ള ഒരു കുട്ടീനെ പോലെയായിരുന്നു, അല്ലാണ്ട് 12, 13 വയസ്സുള്ള കുട്ടീനെ പോലെ അല്ലായിരുന്നു എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അത് തന്നെ എന്താണ്, അതൊക്കെയായിരുന്നു ഈ ഒരു നമ്മുടെ ശരത്തിൻ്റെയും അതുപോലെ അമ്മയുടെയും ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ കാരണം. ഓക്കെ. മാത്രമല്ല നീലകണ്ഠ ഫെയിലിയർ ഇൻ സ്റ്റഡീസ്. നീലകണ്ഠൻ സ്ട്രഗിൾസ് വിത്ത് സ്റ്റഡീസ്. പഠിക്കാൻ പറ്റുന്നില്ല, അവന് പഠിക്കാൻ ഇഷ്ടമില്ല. അൺഎബിൾ ടു കോംപ്രിഹെൻഡ് ബേസിക് കോൺസെപ്റ്റ്സ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അവന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കാരണം അവൻ ആ ജീവിതത്തിൽ പഠിച്ചിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല. ഹി പ്രിറ്റൻസ് ടു റീഡ് ആൻഡ് റിസൈഡ് അലൗഡ് വെൻ അതേഴ്സ് ആർ പ്രസന്റ്. അപ്പോൾ ചുറ്റും ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ എന്ത് ചെയ്യും, ഇവനെന്ത് ചെയ്യും, വായിക്കുന്ന പോലെ അഭിനയിക്കും. But his lack of understanding becomes evident, reflecting his troubled background and upbringing. പക്ഷെ മെല്ലെ മെല്ലെ എന്താണ് അവർക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇവനൊന്നും മനസ്സിലാക്കിയിട്ടല്ല വായിക്കുന്നത്, ഇവൻ എന്താണ് അഭിനയിക്കുകയാണ്. അഭിനയിക്കാൻ നല്ല പറയാം വായിക്കുന്ന പോലെ. ഇവ മാത്രമല്ല നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ അല്ലേ? ഞാൻ പണ്ട് ഒരു ഐറ്റം കാണിക്കുമായിരുന്നു. രാവിലെ 6 മണിക്ക് എല്ലാ ദിവസവും അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഞാൻ പഠിക്കണം. വേറെ ഓപ്ഷനൊന്നുമില്ല, ഞാനൊരു പാവം കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് കുറേ പ്രൊട്ടസ്റ്റ് ഒന്നും ചെയ്യില്ല. അലൻ സാർ അങ്ങനെ അല്ലായിരുന്നു. അലൻ സാർ ജീവിതത്തിൽ ഇന്നവരെ രാവിലെ എനിക്ക് പഠിച്ചിട്ടില്ല. അലൻ സാറിനെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാനൊന്നും പറ്റില്ലായിരുന്നു.
അപ്പം ഞാൻ മാത്രമായിരുന്നു ഞാൻ പറഞ്ഞു കുറച്ചുകൂടി പാവമായിരുന്നുണ്ട്, ഇപ്പോഴാണ് ഇങ്ങനെ. പക്ഷെ പാവമായതുകൊണ്ട് ഞാൻ എന്താണ് എല്ലാം ചെയ്യും. അമ്മ പറയും 6 മണിക്ക് പഠിക്കണം, 6 മണിക്ക് പഠിക്കും, രാവിലെ 6 മണിക്ക് എണീക്കും, പഠിക്കാൻ വേണ്ടിയിരിക്കും. പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ 6 മണിക്ക് എണീക്കും, പഠിക്കാൻ പറയാൻ ഞാൻ അനുസരിക്കാൻ എന്താണ് ഈ മടിയൊന്നുമില്ല. പക്ഷേ എനിക്കിങ്ങനെ ബുക്ക് ഇങ്ങനെ മുന്നിലുണ്ടെന്നല്ലാണ്ട് എനിക്ക് തലയിലൊന്നും കയറില്ല. 6 മണിക്ക് പഠിച്ച തലയിലൊന്നും കയറില്ല, എനിക്ക് ഉറക്കം മൂടിലായിരിക്കും. പക്ഷെ പഠിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു റൂമുണ്ട്, ഓക്കെ, ആ റൂമിലിരുന്നാൽ പഠിക്കുക. ആ റൂമിൻ്റെ വാതിൽ ഇവിടെയാണ്, ഓക്കെ. ആ റൂമിൽ ടേബിള് ഇവിടെയാണ്, ചെയറ് ഇതാണ്, ഓക്കെ. ഇത്രയും കാര്യം മനസ്സിലായി. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് 6 മണിക്ക് പഠിക്കാതിരുന്നാൽ 6:20 ആകുമ്പോൾ അമ്മ ചായ കൊണ്ടുത്തരും. ഇങ്ങനെ വന്ന് ചായ കൊണ്ടുത്തരും, എന്നിട്ട് അമ്മ തിരിച്ചു പോകും. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലായി 6:20 ആകുമ്പോൾ ചായ വരും. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, 6:20 മുൻപും 6:20 ശേഷവും എനിക്ക് തോന്നിയ കാര്യം എനിക്ക് ചെയ്യാം, ഓക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ തന്നെ ഇരിക്കും. 6:20 വരെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചെയർ അങ്ങോട്ടേക്ക് തിരിച്ചു വെക്കും. എൻ്റെ മുഖം അങ്ങോട്ടേക്കായിരിക്കും ഉണ്ടാവും. അപ്പോൾ വലിയൊരു ചെയറാണ്, ഇങ്ങനെ ഒരു വലിയ ചെയറാണ്. ബാക്ക് നോക്കിയാൽ പൊതുവെ ഒന്നും കാണില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഇങ്ങോട്ടേക്കാണ് എൻ്റെ ഫേസ് ഉണ്ടാവും. അമ്മ കയറിയൊന്നും എനിക്ക് കാണാമല്ലോ. അങ്ങനെ തിരിഞ്ഞിട്ട് ബുക്ക് ഉണ്ടാവും. ബുക്കിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും, ഒന്നെങ്കിൽ കളിക്കൊടുക്കാം, പക്ഷെ മോസ്റ്റ്ലി ബാലരമ ബാലഭൂമിയായിരിക്കും. കാരണം അന്നിപ്പോൾ ഫോണൊന്നും വെച്ചിട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല. കാരണം ജിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഡേറ്റ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ സിയോടി ഒന്നും കളിക്കാൻ പറ്റില്ല, ഓക്കെ. അപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ബാലരമ വായിക്കും. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഉണ്ടല്ലോ. ബാലരമ അത്ര ഇഷ്ടമായിട്ടൊന്നുമല്ല, പക്ഷേ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ബുക്ക് വായിക്കുന്നതാണ്, എന്തായാലും സയൻസ് ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതാണല്ലോ ഇഷ്ടമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കും. എന്നിട്ട് 6:20 ആകുമ്പോൾ അമ്മ വരും, ചായ തരും, ഞാനിങ്ങനെ ബുക്ക് അടച്ചു വെക്കും, ചായ വാങ്ങും, കുടിയും. ഇങ്ങനെയായിരുന്നു കുറേ നാൾ. ഒരു ദിവസം എൻ്റെ നിർഭാഗ്യവശാൽ ഞാൻ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന നേരം ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്നു. അമ്മ വരുന്നു, ബാക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്നേക്കിൻ്റെ മിററിൽ സൈമിൾട്ടേനിയസ്ലി ആയിരുന്നു സ്നേക്ക് വന്ന് വീഴുന്നതും തിരിയുന്നതും. ഇത് സൈമിൾട്ടേനിയസ്ലി അല്ലായിരുന്നു, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പറയുന്നത്. അമ്മ ഒരു 2 മിനിറ്റ് മുമ്പെങ്കിലും എൻ്റെ പുറകിലുണ്ടായിരുന്നു, സ്നേക്കിനെ പോലെ. 2 മിനിറ്റ് കഴിയുമ്പോഴായിരുന്നു ഏതാണ്ട് എനിക്ക് മനസ്സിലായത് ബാക്കിൽ അമ്മയുണ്ട്. ഇങ്ങനെ തിരിയുന്നു, അമ്മ നോക്കുന്നു. ഞാനൊരു കൽപ്രതിമയായി മാറി. പിന്നീട് ബാലരം വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റേഷനൊക്കെ ഞാൻ നിർത്തി, ഓക്കെ. എനിവേ, ഇതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ പണിയായിരുന്നു ഇവനും ചെയ്തത്. പക്ഷേ ഇവൻ അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടി നന്നായിട്ട് എന്നെക്കാളും അഭിനയിച്ചു, ഇവൻ ഉറക്ക വായിച്ചു, ഓക്കെ. അപ്പം ഇവന് പഠിക്കാനൊന്നും പറ്റില്ല. നീലകണ്ഠൻസ് ബോണ്ട് വിത്ത് കിരൺ ഡിസ്പൈറ്റ് ഹിസ് ട്രബിൾ ബിഹേവിയർ. ഇത്രയും മിസ്ചീഫ് കാണിച്ചെങ്കിലും നീലകണ്ഠൻ ഫോംസ് എ സ്ട്രോങ് ബോണ്ട് വിത്ത് കിരൺ. കിരണുമായിട്ട് നല്ല ബോണ്ടിങ് ആയിരുന്നു. ഹൂ ബിക്കംസ് എ മെറ്റേണൽ ഫിഗർ. ഒരു അമ്മേനെ പോലെയായിരുന്നു കിരൺ. He finds solace and affection in Kiran's presence, which contrasts with his previous experience. അപ്പോൾ ഇവൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്താണ്? ഇവൻ ഒരു സ്ലേവ് ആയിരുന്നു അല്ലേ, ഒരു നാടക കമ്പനിയിൽ ഒരു സ്ലേവിനെ പോലെയായിരുന്നു ഇവൻ ട്രീറ്റ് ചെയ്യപ്പെട്ടത്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ കിരൺ എന്താണ്, ഇവനെ സ്വന്തം മോനെ പോലെ പരിപാലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഭയങ്കര കോൺട്രാസ്റ്റ് ആയിരുന്നു അവൻ്റെ മുൻപത്തെ ലൈഫും ഇപ്പോഴത്തെ ലൈഫും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ ഈ വീട്. കോൺഫ്ലിക്ട് വിത്ത് സതീഷ് അറൈവൽ. ആരാണ് മക്കളെ? സതീഷ്. ശരത് എന്ന് പറഞ്ഞാൽ കിരണിൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞനിയനാണ് സതീഷ്. ഓക്കെ. കിരൺസ് ബ്രദർ ഇൻ ലോ, കിരണിൻ്റെ ബ്രദർ ഇൻ ലോ, സതീഷിൻ്റെ ബ്രദർ. സതീഷസ് അറൈവൽ ബ്രിങ്സ് എ ചേഞ്ച് ഇൻ ഡൈനാമിക്സ്. അവൻ വന്ന പിന്നെ കാര്യം മാറി. ആസ് ഹിസ് പ്രസൻസ് ഷിഫ്റ്റ്സ് കിരൺസ് അറ്റൻഷൻ അവേ ഫ്രം നീലകണ്ഠൻ. അപ്പോൾ കിരൺ എന്താണ്, ഈ സതീഷ് വന്നപ്പോൾ ഫുൾ അറ്റൻഷൻ സതീഷിലേക്ക് മാറി. കാരണം ഭയങ്കര കമ്പനിയാണല്ലോ, ഭർത്താവിൻ്റെ അനിയനാണ്, അപ്പോൾ കൂടുതൽ കമ്പനി കാണാം. Satish's playful interactions with Kiran create jealousy and resentment in നീലകണ്ഠൻ. നീലകണ്ഠൻ എന്താണ് ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല. കാരണം അത്രയും നാളെ നീലകണ്ഠനിലായിരുന്നു ഫുൾ ഫോക്കസ്. ഫുൾ ടൈം നീലകണ്ഠന് ഭക്ഷണം കൊടുക്കുന്നു, നീലകണ്ഠൻ ഓരോ ഡ്രാമയെ കാണിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നു കിരൺ. സതീഷ് വന്നതിന് നമ്മൾ സതീഷിൻ്റെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ലീഡിങ് ടു ഫർദർ ടെൻഷൻ ഇൻ ദ ഹൗസ് ഹോൾഡ്. സതീഷ് മിസ്സിംഗ് ഇങ്ക് സ്റ്റാൻഡ്. സതീഷ് അക്യൂസസ് നീലകണ്ഠൻ ഓഫ് സ്റ്റീലിംഗ് ഹിസ് പ്രൈസ്ഡ് ഇങ്ക് സ്റ്റാൻഡ്. സംഭവം എന്ന് വെച്ചാൽ ഈ നീലകണ്ഠന് സതീഷിന് ഇഷ്ടമില്ല എന്നുള്ള കാര്യം സതീഷിന് നേരത്തെ തന്നെ അറിയായിരുന്നു. എല്ലാവർക്കും അവിടെ അറിയുന്നു. കാരണം നീലകണ്ഠൻ അങ്ങനെ ബിഹേവിയർ കാണിക്കാൻ തുടങ്ങി. ഭക്ഷണം ഒന്നും കഴിക്കാൻ വരില്ല. ഒരു പ്രാവശ്യം എന്താണ് നമ്മുടെ കിരൺ പറഞ്ഞു, നമ്മുടെ സതീഷിന് വേണ്ടി നീലകണ്ഠനോട് എന്ത് ചെയ്യുന്നു, ചെറിയ 2 മിനിറ്റ് എന്തെങ്കിലും പെർഫോമൻസ് കാണിക്കാൻ പറഞ്ഞു. കാരണം നീലകണ്ഠൻ എപ്പോഴും ഭയങ്കര ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാണിക്കും. പക്ഷേ ഒരു ദിവസം സതീഷിന് മുന്നിൽ വെച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ നീലകണ്ഠൻ പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല, വാക്കുകൾ ലൈൻസ് ഒന്നും എനിക്ക് മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും അറിയായിരുന്നു ബേസിക്കലി നീലകണ്ഠൻ എന്താണ് സതീഷിന് വലിയ താല്പര്യമില്ലായിരുന്നു.
അങ്ങനെ സന്ദർഭത്തിലാണ് സതീഷിന് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ഇങ്ക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഇങ്ക് വെക്കുന്നൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് കാണാതെ പോയി. അപ്പോൾ സതീഷ് അക്യൂസസ് നീലകണ്ഠൻ ഓഫ് സ്റ്റീലിംഗ് ഹിസ് പ്രൈസ്ഡ് ഇങ്ക് സ്റ്റാൻഡ്. സതീഷ് ആദ്യം തന്നെ ആരാണ് കുറ്റം പറഞ്ഞത്? നീലകണ്ഠൻ. നീയല്ലടാ അടിച്ചു മാറ്റിയല്ലേ പറഞ്ഞു. ലീഡിങ് ടു എ കൺഫ്രണ്ടേഷൻ, ഒരു കൺഫ്രണ്ടേഷൻ ആയിരുന്നു. അത് കൺഫ്രണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ് ഏറ്റുമുട്ടുക. ഏറ്റുമുട്ടുന്ന ഫിസിക്കലല്ല, നമ്മളെന്താണ് നീ അത് ചെയ്തു അല്ലേ, ഞാൻ കൺഫ്രണ്ട് ചെയ്തു നിന്നെ. കിരൺ അറ്റംപ്റ്റ്സ് ടു കൺസോൾ നീലകണ്ഠ. കിരൺ എന്ത് ചെയ്യുന്നുണ്ട്? നീലകണ്ഠനെ സമാധാനിപ്പിക്കാൻ നോക്കി. ബട്ട് ദ ഡിസ്കവറി ഓഫ് ദ മിസ്സിംഗ് ഇൻസ്റ്റാൻഡ് ഇൻ നീലകണ്ഠൻസ് പൊസഷൻസ് ഷോക്സ് എവരിവൺ ഇൻക്ലൂഡിങ് കിരൺ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സതീഷ് പറഞ്ഞു നീലകണ്ഠന്റെ ബാഗ് നോക്കുക, അല്ലാണ്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കിരൺ പറഞ്ഞു അങ്ങനെ നോക്കാനൊന്നും പറ്റില്ല, അവന്റെ ബാഗ് ഒന്നും നോക്കാൻ പറ്റില്ല, അവനില്ലാത്തപ്പോൾ അവന്റെ ബാഗ് ഒന്നും നമുക്ക് നോക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ബാഗ് ആർക്കും നോക്കാൻ പറ്റില്ല, കാരണം കിരൺ വിട്ടുകൊടുത്തില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കിരൺ തന്നെ പോയിട്ട് നീലകണ്ഠ ബാഗ് നോക്കിയപ്പോൾ അതിലെന്തുണ്ടായിരുന്നു? എൻ്റെ ബാഗിൻ്റെ താഴെ ഈ ഇങ്ക് സ്റ്റാൻഡ്, സതീഷിൻ്റെ ഇങ്ക് സ്റ്റാൻഡ് നീലകണ്ഠൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ നീലകണ്ഠൻ അല്ല നമ്മുടെ കിരൺ വരെ എന്താണ് ഷോക്ക് ടൈപ്പ്, കാരണം കിരൺ വരെ പ്രതീക്ഷിച്ചില്ല. ക്ലിയർ ആണല്ലോ മക്കളെ? Neelakandan's final departure. Neelakanda's guilt and despair over the accusation prompt him to leave the household abruptly, leaving behind a sense of loss and sadness. പക്ഷേ ഇതൊക്കെ എന്താണ് നീലകണ്ഠന് സഹിക്കാൻ പറ്റില്ല. കാരണം നീലകണ്ഠൻ എന്താ ചെയ്തത്? നീലകണ്ഠൻ ഈ ഇൻസ്റ്റാൻഡ് അടിച്ചു മാറ്റിയത് എന്തിനാണ്? അത് അടിച്ചു മാറ്റി സ്വന്തം കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടല്ല. സതീഷിനോട് ദേഷ്യമുള്ളത് കൊണ്ട് ഈ ഇൻസ്റ്റാൻഡ് അടിച്ചു മാറ്റി. ആ ദേഷ്യം കാരണം എന്താണ് അടിച്ചു മാറ്റി, അതുകൊണ്ട് വെള്ളത്തിൽ, പുഴയിലോ വെള്ളത്തിലോ എറിഞ്ഞു കളയാൻ വേണ്ടിയിട്ടാണ് ഇത് അടിച്ചു മാറ്റിയത്. എന്തൊക്കെയാണ് തെറ്റാണ്, പക്ഷേ ഒരു കള്ളനെ പോലെ അടിച്ചു മാറ്റിയതല്ല, ഒരു പ്രതികാരം എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു ജലസിയുടെ പുറമെ അടിച്ചു മാറ്റിയതാണ്. പക്ഷെ എല്ലാവരും അവനൊരു കള്ളനെ പോലെ കാണാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യാണ്, ഇവന് സങ്കടമായി, ഇവൻ നാട് വിട്ടു, പിന്നെ തിരിച്ചു വരാതെ. ഡിസ്പൈറ്റ് എഫേർട്സ് ടു സെർച്ച് ഫോർ ഹിം, നീലകണ്ഠൻ ഡിസപ്പിയേഴ്സ് വിത്തൗട്ട് എ ട്രേസ്. പോലീസൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി, എങ്കിലും അവനെ കാണാൻ പറ്റിയില്ല, അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ലീവിങ് ബിഹൈൻഡ് അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് അൺറിസോൾവ്ഡ് ഇമോഷൻ. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഉത്തരമില്ലാത്ത ഓരോ ഇമോഷൻസിനും ബാക്കി വെച്ചുകൊണ്ട് അവൻ യാത്രയായി എന്നാണ് പറയുന്നത്. ഇത്രയുള്ള കഥ. പിന്നെന്താണ് പറയുന്നത്? ഇമോഷണൽ ഫോൾ ഔട്ട്. ദ റെവലേഷൻ ഓഫ് നീലകണ്ഠൻസ് ആക്ഷൻ കോസസ് ഇമോഷണൽ ടെർമോയിൽ വിത്തിൻ ദ ഹൗസ് ഹോൾഡ്, പെർട്ടിക്കുലർലി ഫോർ കിരൺ. കിരണായിരുന്നു ഏറ്റവും എഫക്ട് ചെയ്തത്. കാരണം കിരൺ ഭയങ്കര വിശ്വസിച്ചു നീലകണ്ഠനെ. നീലകണ്ഠൻ ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഹെർ അറ്റംപ്റ്റ് ടു കൺസോൾ നീലകണ്ഠൻ ആൻഡ് മെയിൻറ്റെയിൻ പീസ് അൾട്ടിമേറ്റ്ലി റിസൾട്ട്സ് ഇൻ എ സെൻസ് ഓഫ് റെസിഗ്നേഷൻ ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് ഇറ്റ്സ് ഡിപ്പാർച്ചർ. അവസാനം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. റെസൊല്യൂഷൻ ക്ലോസസ്. ചാപ്റ്റർ കൺക്ലൂഡ്സ് വിത്ത് ദ ഫാമിലീസ് റിട്ടേൺസ് ടു ദിയർ ഹോം although with a sense of loss and nostalgia for the events that occurred. അങ്ങനെ അവസാന ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ തിരിച്ചെന്താണ് നമ്മുടെ കിരണിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴും എന്തുണ്ട്? കുറേ അൺആൻസേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് മക്കളെ? അൺആൻസേർഡ് ക്വസ്റ്റ്യൻസും അൺറിസോൾവ്ഡ്, ഉത്തരം കിട്ടാതെ, അല്ലെ ഒരു ക്ലോഷർ, ഒരു എന്താണ്, ഒരു കംപ്ലീഷൻ കിട്ടാത്ത കുറേ ഇമോഷൻസും ബാക്കിയുണ്ടായിരുന്നു. കാരണം എന്താണ്, നീലകണ്ഠൻ പോകേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലേ, ഓടി രക്ഷപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ കിരൺ അറിയായിരുന്നു, നീലകണ്ഠനും അറിയായിരുന്നു. പക്ഷെ അവൻ പോയി, എന്നേക്കുമായി പോയി. അപ്പോൾ അങ്ങനെ ഒരു സാഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് ഈ ഒരു ചാപ്റ്ററിനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാസ്റ്റവേയിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഒബ്വിയസ്ലി ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് വരാം മക്കളെ? കിരണിൻ്റെയും നീലകണ്ഠൻ്റെയും ക്യാരക്ടർ സ്കെച്ചാണ് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പം ഇതാണ് എഴുതിയത്. കിരൺ എന്താണ്, വളരെ കെയറിങ് ആണ്, കമ്പാഷനേറ്റ് ആണ്, കൈൻഡ് ആണ്. നീലകണ്ഠ ഇൻട്രാക്ഷൻസ് ഭയങ്കര ഇഷ്ടമാണ്, പേഷ്യൻ്റ് ആണ്, വാംത്ത് അല്ലെങ്കിൽ സെൻസ് ഓഫ് വാംത്ത് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൊടുക്കുക. വില്ലിങ്സ് ടു ഫോർഗീവ് ചെയ്യാനും പറ്റുന്ന ഒരാളാണ്. അതാണ് കിരൺ. നീലകണ്ഠൻ എന്താണ്? അപ്പിയേഴ്സ് ടു ബി ട്രബിൾഡ് ആൻഡ് മിസ്അണ്ടർസ്റ്റുഡ്, മിസ്ചീവിയസ് ആണ്, റിബല്യസ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പിന്നെന്താണ് ബിലോങ്ങിങ് ആൻഡ് സ്റ്റെബിലിറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, ലോയൽറ്റീനെ പറ്റി പറയുന്നുണ്ട്, സാഡ്നെസ് ആൻഡ് ലോസിനെ പറ്റിയുന്നുണ്ട്. ഇത്രയും ഭയങ്കര ഇമോഷണൽ ആയ ആളും കൂടിയാണ്. അതുകൊണ്ടാണ് എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ, കള്ളനെ പോലെ കരുതിയപ്പോൾ അവനും എന്താണ്, അവൻ കുറേ ഫൈറ്റ് ചെയ്യാൻ നിന്നില്ല, അവൻ എന്താണ്, ഓടി രക്ഷപ്പെട്ടു, ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്ഥലം വിട്ടു. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റാണല്ലോ മക്കളെ? ബുദ്ധിമുട്ടില്ല? സെറ്റാണല്ലോ മക്കളെ? ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാം. നമുക്ക് മുന്നോട്ട് പോവാം. ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാം. മുന്നോട്ട് പോകാം. അടുത്ത ചാപ്റ്ററിലേക്ക് കിടക്കാം. എല്ലാ ചാപ്റ്ററും നമുക്ക് തീർക്കണം. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം? ഏത് പിടിക്കാം? നിങ്ങൾ പറഞ്ഞ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, ഇത് പിടിക്കാം. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പിടിച്ചാലോ? റെഡി? ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പിടിച്ചാലോ? മുന്നോട്ട് പോകാം നമുക്ക്. ഓക്കെ മക്കളെ, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പിടിക്കാം. എന്താണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് സംഭവിക്കുന്നത്? ഇതല്ല. ഓക്കെ, എന്താണ് നമ്മളെ സംഭവിക്കുന്നത്? ഇതിലൊന്നുമില്ല.
AJ ക്രോണിനാണ് ഇതിൻ്റെ ഓതർ. അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹം കുറച്ച് പ്രായമായിട്ട് ഒരു ദിവസം എന്താണ് ഷിപ്പിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താണ് ഇയാൾ നോക്കുമ്പോൾ വേറൊരാൾ അയാളെങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. AJ ക്രോണിനെ തുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദിവസം AJ ക്രോണിൻ വിട്ടു, എന്തായാലും കാരണം AJ ക്രോണിന് എന്താണ് ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ആളാണ്. രണ്ടാം ദിവസം എന്താണ് ഇയാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇയാൾ എന്താണ് AJ ക്രോണിനെ അപ്രോച്ച് ചെയ്തു. എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. AJ ക്രോണിൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല പറഞ്ഞു. എന്നെ തീരെ ഓർമ്മയില്ല ചോദിച്ചു. എന്നെ ഓർമ്മയില്ല പറഞ്ഞു. എന്നിട്ട് ഓർമ്മയില്ലാത്തത് കൊണ്ടെന്ന് ഇയാളെ പറഞ്ഞു, ഇയാളൊരു കഥ പറഞ്ഞു. ആ കഥേനെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ. ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഈ ചാപ്റ്ററിൽ. ഓക്കെ, ആ ഫ്ലാഷ് ബാക്ക് കൂടെ ചാപ്റ്റർ ചെയ്യും. റെഡി, നമുക്ക് നോക്കാം. ദ ലെസൺ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ചാപ്റ്ററിന്റെ പേര് ഓർത്ത് വെച്ചോ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. സ്റ്റോക്ക് മാർക്കറ്റിലാണോ, ഗോൾഡിലാണോ? അല്ല, നമുക്ക് എന്തിനാ നോക്കാം. റിട്ടൺ ബൈ AJ ക്രോണിൻ നെറേറ്റ്സ് വൺ ഓഫ് ദി ഇൻസിഡൻസ് ഫ്രം ദി ഓതേഴ്സ് ഏർലി ലൈഫ് ആസ് എ ഡോക്ടർ ഇൻ ലണ്ടൻ. ലണ്ടനിൽ ഡോക്ടർ പ്രാക്ടീസ് തുടങ്ങിയ സമയത്തുള്ള ഒരു ഏർലി ലൈഫിലുള്ള ഒരു കഥയെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത്. Dr. AJ Cronin was returning from New York when he noticed one of his companions continuously watching him. അപ്പോൾ ഈ ഷിപ്പിൽ ഒരു മനുഷ്യൻ എന്താണ് ഈ AJ Cronin ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. He initially ignored him since he wanted to take a nap and avoid any embarrassing shipboard encounters. ആദ്യം എന്താണ് വലിയ ഇഗ്നോർ ചെയ്തു. അയാൾ എന്തായാലും ആയിരിക്കും, കാരണം ഇദ്ദേഹത്തിന് എന്താണ് ഒരു നാപ്പ് എടുക്കണം, കിടന്ന് ഉറങ്ങണമായിരുന്നു. അതേസമയം എന്താണ് വെറുതെ അനാവശ്യമായ ഷിപ്പ് ബോർഡ് എൻകൗണ്ടേഴ്സ് ആണ്, ഷിപ്പിൽ വെച്ചിട്ടുള്ള എൻകൗണ്ടേഴ്സ് എന്നാണ് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തും ഇഗ്നോർ ചെയ്തു. ഡോക്ടർ ക്രോണിൻ ക്വിക്ലി നോട്ടീസ് ദാറ്റ് ദ മാൻ വാണ്ടഡ് ടു അപ്രോച്ച് ഹിം ബട്ട് വാസ് അൺകംഫർട്ടബിൾ. ഡോക്ടർ ക്രോണിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഈ മനുഷ്യൻ എന്താണ് ഡോക്ടർ ക്രോണിനെ എന്താണ് അപ്രോച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ അൺകംഫർട്ടബിൾ ആയിരുന്നു. എന്തുകൊണ്ടോ മടിയായിരുന്നു ആർക്ക്, ഈ മനുഷ്യന്. ദ ഫോളോയിങ് ഫോർനൂൺ, അടുത്ത ദിവസം ഉച്ചയ്ക്ക് ഡോക്ടർ ക്രോണിൻ നോട്ടീസ് ദാറ്റ് ദ മാൻ വാസ് ലുക്കിംഗ് അറ്റ് ഹിം ഏർണസ്റ്റ്ലി വൺസ് മോർ. വീണ്ടും നോക്കുമ്പോൾ എന്താണ് ഇയാൾ എന്താണ് ക്രോണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ടൈം ഹി വാസ് അക്കോമ്പനീഡ് ബൈ എ ലേഡി, ഹിസ് വൈഫ്. ഈ പ്രാവശ്യം എന്താണ് തൊട്ടടുത്തൊരു വൈഫ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അത് ആരുടെ, ക്രോണിൻ്റെ അല്ല, മനുഷ്യൻ്റെ. They were Mr. and Mrs. John from London suburb according to Dr. Cronin's flight attendant. അപ്പോൾ ഡോക്ടർ ക്രോണിൻ്റെ ഷിപ്പിൽ ഒരു അറ്റൻഡൻ്റ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു കൊടുത്തതാണ് ഇത് ലണ്ടൻ സബർബിൽ നിന്ന് മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺ ആണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. പക്ഷെ അപ്പോഴും ക്രോണിന് മനസ്സിലായില്ല ആരാണ്, ഏത് ജോൺ ആയത്. The man approached Dr. Cronin on the final day of the journey. അപ്പോൾ അവസാന ദിവസം എന്താണ് ഈ മനുഷ്യൻ എന്താണ് ഡോക്ടർ ക്രോണിൻ്റെ അടുത്ത് മീറ്റ് ചെയ്യാൻ പോയി. Urged by his wife എന്താണ് പ്രഷറൈസ് ചെയ്തു, ഉന്തി തള്ളി വിട്ടു. And introduced himself. He handed Dr. Cronin his business card and asked him whether he recognized him. ബിസിനസ് കാർഡ് കൊടുത്തു, എന്നെ മനസ്സിലായി ചോദിച്ചു. ക്രോണിൻ പറഞ്ഞു ഇല്ല, ചെമ്മിപ്പോയി. The man added that he and his wife had been in the field of social work for 15 years and that they had traveled to New York to learn more about charitable work. അപ്പോൾ 15 വർഷത്തോളം ചാരിറ്റബിൾ വർക്ക്, സോഷ്യൽ വർക്കിൽ എന്താണ് അവരും അവരുടെ വൈഫും, ഇദ്ദേഹത്തിൻ്റെ വൈഫും എന്നാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ന്യൂയോർക്കിൽ എന്തിനു വേണ്ടിയിട്ട് പോയതാണ്, ചാരിറ്റബിൾ വർക്കിനെ വേണ്ടിയിട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടി പോയതാണെന്ന് ആരും പറഞ്ഞു. ഡിസ്പൈറ്റ് എ ബ്രീഫ് കോൺവെർസേഷൻ ഡോക്ടർ ക്രോണിൻ വാസ് അൺഎബിൾ ടു റീകോൾ ഇറ്റ്. ഇത്രയും പറഞ്ഞിട്ട് എന്താണെന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ ക്രോണിൻ, ഇയാൾ എന്തായി പറയുന്നത്. Then the man said something to Dr. Cronin that caused him to remember an incident which happened 25 years ago. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞപ്പോൾ 25 വർഷം മുൻപ് നടന്നൊരു ഇൻസിഡൻറ്റ് ഡോക്ടർ ക്രോണിൻ്റെ മനസ്സിൽ വന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് കത്തിയത്. എന്തായിരുന്നു ആ ഇൻസിഡൻറ്റ്? He recalled a horrible event that occurred 25 years ago. Once a police sergeant approached Dr. Cronin and requested him to attend a suicide case. ഒരു രാത്രി ഡോക്ടർ ക്രോണിനെ വന്ന് വാതിലിൽ മുട്ടി ഒരു പോലീസിലെ സാർജന്റ്, ഒരു പോലീസിലെ കോൺസ്റ്റബിൾ പോലത്തെ ആൾ. അദ്ദേഹം പറഞ്ഞു ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്, ചെക്കൻ മരിച്ചിട്ടില്ല, പക്ഷേ മരിച്ച പോലെയാണ്, നിങ്ങൾ വേഗം വരണം, അവനെ നമുക്ക് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു. After the investigation, Dr. Cronin examined that the condition of the young man was very pathetic as he tried to commit suicide. ഇപ്പോൾ സൂയിസൈഡ് ഒരു ചെക്കൻ ഉണ്ടായിരുന്നു, ആ ചെക്കൻ എന്താണ് സൂയിസൈഡിന് ശ്രമിച്ചിരുന്നതാണ്, മരിച്ചിട്ടില്ല, പക്ഷെ എന്നാൽ ഭയങ്കര പത്തറ്റിക് കണ്ടീഷനിലായിരുന്നു. After an hour's hard work with the help of sergeant and the landlady of the lodge, Dr. Cronin could bring him back to life. ഒരു മണിക്കൂറോളം ഇവർ 3 പേരും, ആരൊക്കെ, ഡോക്ടർ ക്രോണിന്, ആ സ്ഥലത്തെ ലാൻഡ് ലേഡി, പിന്നെ ഈ പോലീസ് സാർജന്റ്, 3 പേരും കൂടെ കഷ്ടപ്പെട്ട് ഈ ചെക്കനെ വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഓൺ ക്വസ്റ്റനിങ് അബൌട്ട് ദ സിറ്റുവേഷൻ, ചെക്കനോട് ചോദിച്ചു നീ എന്തിനാ സൂയിസൈഡ് ചെയ്തത്? ദ മാൻ ഇൻഫോം ദാറ്റ് ഹിസ് നെയിം വാസ് ജോൺ. നമ്മുടെ ഈ 25 വർഷം ശേഷം ഈ ഷിപ്പിൽ ക്രോണിനെ മീറ്റ് ചെയ്യാൻ വന്ന ജോൺ ആയിരുന്നു ആ ജോൺ, 25 വർഷം മുമ്പുള്ള സൂയിസൈഡ് ചെയ്ത ചെക്കൻ, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ചെക്കൻ. And he was an orphan. അവൻ്റെ ഒരു ഓർഫൻ ആയിരുന്നു, അനാഥനായിരുന്നു എന്നാണ് പറഞ്ഞത്. His uncle found him a job in the town.
അവൻ്റെ അങ്കിൾ എന്ത് ചെയ്തു? അവന് വേണ്ടി ഒരു ജോബ് തരപ്പെടുത്തി കൊടുത്തു. ബട്ട് ഹി ബിഗാൻ ടു ലീഡ് എ ലൂസ് ലൈഫ് ബൈ ഗാംബ്ലിംഗ് ടു ഏൺ മണി ഫോർ പ്ലഷേഴ്സ് ഓഫ് ഹിസ് ലൈഫ്. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ ജോലിക്കിടെ എന്താണ്, അവൻ ഓരോ ഗാംബ്ലിംഗ് പരിപാടിക്ക്, ഹോഴ്സ് ട്രേഡിങ്, ഹോഴ്സ് ഗാംബ്ലിംഗ് എന്നാണ്, ഹോഴ്സ് റേസിലൊക്കെ ഗാംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ തുടങ്ങി. അങ്ങനെ കുറേ പൈസ അവൻ നഷ്ടപ്പെട്ടു. In this way he lost everything and stole some money from his office. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് അവസാനം എന്താണ്? അവസാനം പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി എല്ലാ ഗാംബ്ലേഴ്സും ചെയ്യുന്നവരോട് എന്താണ്? പൈസ ഒന്നെങ്കിൽ കടം വാങ്ങും അല്ലെങ്കിൽ അടിച്ചു മാറ്റും. അങ്ങനെ ഇവൻ എന്ത് ചെയ്തു? അവൻ്റെ ഓഫീസിലെ ഡ്രോയിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റി അവസാനം ഗാംബിൾ ചെയ്ത് പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ അതും ഫെയിലിയർ ആയിപ്പോയി, അതും ചീറ്റിപ്പോയി. Being afraid of prosecution, in great despair and anguish, he resolved to end his life. അപ്പോൾ ആ പൈസയും പോയ സ്ഥിതിക്ക് എന്താണ്? അവന് മനസ്സിലായി ഇനി എന്താണ്, പോലീസ് എന്നെ പിടിക്കും, ഞാൻ ജയിലിൽ അകത്ത് പോകേണ്ടി വരും. ആ പേടിച്ച്, ആ പ്രോസിക്യൂഷൻ പേടിച്ച്, എന്താണ് കോടതിയിൽ കയറേണ്ടി പേടിച്ചിട്ട് എന്താണ് അവൻ്റെ ലൈഫ് എൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആഫ്റ്റർ ലിസ്ണിംഗ് ടു ദി ജോൺ സ്റ്റോറീസ്, Dr. Cronin decided to help him by giving him 7 pounds and 10 shillings to put back in the office safe and begin a fresh life. ഡോക്ടർ ക്രോണിൻ പറഞ്ഞു, 7 പൗണ്ടും 10 ഷില്ലിങ്ങും അല്ല നീ അടിച്ചു മാറ്റി, അത്രേ വിഷയമല്ലേ ഉള്ളൂ, നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ആ പൈസ നിനക്ക് തരാം, നീ കൊണ്ടുപോയി തിരിച്ച് ഡ്രോയിൽ വെക്ക്, നിന്റെ പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. ഫോർ ജോൺ ഇറ്റ് വാസ് ലൈക്ക് എ സെക്കൻഡ് ലൈഫ്. ജോൺ എന്താണ്, ഒരു രണ്ടാമത്തെ ജീവിതം, രണ്ടാമത്തെ ചാൻസ് കിട്ടിയ പോലെയായിരുന്നു. ഹി ഡിറ്റർമിൻ ടു ചേഞ്ച് ഹിസ് ലൈഫ് ആൻഡ് ടു മേക്ക് എ ന്യൂ ബിഗിനിങ്. അവൻ എന്താണ്, അവൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. ദി യങ് മാൻ വാസ് നൗ എ സക്സസ്ഫുൾ സോഷ്യൽ വർക്കർ. ഇന്ന് അവൻ എന്താണ്, സക്സസ്ഫുൾ സോഷ്യൽ വർക്കർ. 25 വർഷം ശേഷം ഡോക്ടർ ക്രോണിനെ കണ്ട ഒരു സക്സസ്ഫുൾ സോഷ്യൽ വർക്കറായി മാറിയിരിക്കുകയാണ് ഇവൻ. ഡോക്ടർ ക്രോണിൻ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇസ് സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്? പൈസ ഇൻവെസ്റ്റ് ചെയ്താണോ? യെസ്, പൈസ ഇൻവെസ്റ്റ് ചെയ്താണ്. എത്ര പൈസ? 7 പൗണ്ട്സും 10 ഷില്ലിങ്സും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. ഡോക്ടർ ക്രോണിൻ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇസ് സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് ഹാഡ് പെയ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ വാസ് സക്സസ്ഫുൾ. Dr. Cronin realized that his small investment had turned out to be the best decision he had ever made, despite the fact that it had not resulted in any monetary gain. ഈ ഒരു പൈസ എന്താണ്, ഒരു മോണിറ്ററി ഗെയിനും കൊടുത്തില്ല. എത്ര പൗണ്ട്സ് തിരിച്ചു വന്നു? 0 പൗണ്ട്സ് തിരിച്ചു വന്നു. പൈസ തിരിച്ചു തന്നിട്ടില്ല ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്. സാധാരണ നമ്മൾ 7 പൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 10 പൗണ്ടെങ്കിലും തിരിച്ചു കിട്ടണം, അതല്ലേ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ ഡോക്ടർ ക്രോണിന് 10 പൗണ്ട് പോയിട്ട് ഒരു പൗണ്ട് പോലും തിരിച്ചു കിട്ടിയില്ല. പക്ഷെ എങ്കിൽ പോലും അതൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? കാരണം 0 പൗണ്ട് ആണെങ്കിലും ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ എത്ര പൗണ്ട് കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ടായിരുന്നു ഇദ്ദേഹത്തിന് ലഭിച്ചത്. അതുകൊണ്ടാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? മോണിറ്ററി ഗെയിൻ കിട്ടിയില്ലെങ്കിൽ പോലും ഇറ്റ് ഗേവ് ഹിം ഇമ്മൻസ് പ്ലഷർ, ഇമ്മൻസ് ഹാപ്പിനെസ്, ഇമ്മൻസ് സാറ്റിസ്ഫാക്ഷൻ. ഇതുകൊണ്ടാണ് പറയുന്നത് ഇത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു എന്നുള്ള കാര്യം. ക്ലിയർ ആണല്ലോ മക്കളെ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല? ഓക്കെ, അതോടെ ചാപ്റ്റർ തീർന്നു. ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ. ഇമ്പോർട്ടൻറ്റ് തീംസ് എന്താണ്? സെക്കൻഡ് ജോണിൻ്റെ സൂയിസൈഡ് അറ്റംപ്റ്റ്, അവരെങ്ങനെ രക്ഷപ്പെടുത്തി എന്നുള്ള കാര്യം ചാപ്റ്റർ വായിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഫിലോസഫി ഓഫ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഫിലോസഫി ഓഫ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? പൈസയ്ക്ക് വേണ്ടിയുള്ള ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അല്ല പറയുന്നത്, ഹാപ്പിനെസ് കിട്ടാനും സാറ്റിസ്ഫാക്ഷൻ കിട്ടാനും ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ആരെയാണ് പറയുന്നത്. ഓക്കെ, ഡിസ്കോസ് റൈറ്റപ്പ് ന്യൂസ് റിപ്പോർട്ടൊക്കെ വയ്ക്കാം അല്ലേ? ന്യൂസ് റിപ്പോർട്ട് ചോദിക്കാം, സെക്കൻഡ് സൂയിസൈഡ് ചെയ്തതിനെ പറ്റിയിട്ടും എങ്ങനെ രക്ഷപ്പെടുത്തിയുള്ള ന്യൂസ് റിപ്പോർട്ട് വരാം. ഫോർമാറ്റ് നാളെ പഠിക്കും, പക്ഷേ കണ്ടന്റ് വരുന്ന ചാപ്റ്റർ ബേസ് കണ്ടന്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് പോലീസ് സാർജന്റ് ഡോക്ടറിനെ വിളിച്ചതും ഡോക്ടർ വന്ന് രക്ഷപ്പെടുത്തിയതും, അവർ 1 മണിക്കൂറോളം കഷ്ടപ്പെട്ടതും, ലാൻഡ് ലേഡിയും പോലീസ് സാർജന്റ് അത് കഷ്ടപ്പെടുത്തിയതും, അത് കഷ്ടപ്പെട്ടതും അവസാനം നമ്മുടെ ഡോക്ടർ 7 പൗണ്ട് 10 ഷില്ലിംഗ് കൊടുത്ത ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓർത്ത് വെക്കണം. ഡയറി എൻട്രി വരാം, അന്ന് രാത്രി തിരിച്ചു വന്നിട്ട് ഡോക്ടർ ക്രോണിൻ എഴുതിയ ഡയറി എൻട്രി വരാം, അല്ലെങ്കിൽ മിസ്റ്റർ ജോൺ എഴുതിയ ഡയറി എൻട്രി വരാം, നാരേറ്റീവ് വരാം, എന്ത് സംഭവിച്ചു നാരേറ്റീവ് വരാം, റൈറ്റപ്പ് വരാം. റൈറ്റപ്പ് വന്നിട്ടുമുണ്ട്. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐവർ എന്ന് പറഞ്ഞ ടൈറ്റിൽ എത്രത്തോളം ഈ ചാപ്റ്ററിന് അപ്രോപ്രിയേറ്റ് ആണെന്ന് പറഞ്ഞ റൈറ്റപ്പ് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ളത്. പിന്നെ എന്താണ് മക്കളെ, ചോദ്യങ്ങളും ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, ഇതിലൊരു അണ്ടർലൈൻ ഫിലോസഫി ഉണ്ട്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫിലോസഫി ഉണ്ട്. അപ്പോൾ അതിന്റെ ചോദ്യങ്ങളും ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ പഠിപ്പിക്കുന്നില്ല, ഈ ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ട്സ് തരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ചാപ്റ്റർ വായിച്ചതിന് ശേഷം ഓടിച്ച് വായിച്ചു നോക്കിയാൽ, ഓടിച്ചൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? എന്താണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, എന്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ അപ്രോപ്രിയേറ്റ് എന്നുള്ള കാര്യത്തിന് അർത്ഥം ഓർത്ത് വെച്ചോ, ആൻസർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അതേസമയം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ലൈവ് കഴിഞ്ഞിട്ട് നാളെ നോട്ട്സ് കിട്ടുമ്പോൾ വായിച്ചു നോക്കുക. ക്യാരക്ടർ സ്കെച്ച് മിസ്റ്റർ ജോണിന്റെയും അതുപോലെ AJ ക്രോണിന്റെയും വരാം. 2 വന്നാലും കാച്ചാൻ വരണം നിങ്ങൾക്ക്. മിസ്റ്റർ ജോണിന്റെ വരാണ് ചാൻസ് കൂടുതൽ. നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്, നാളെ രാവിലെ ഇരുന്നിട്ട് വായിച്ച് നോക്കിയാൽ സംഭവം സെറ്റാണ്. അടുത്ത ഏത് ചാപ്റ്ററാണ് വേണ്ടത്?
3 വേണോ 2 വേണോ 5 വേണോ? 3 ചാപ്റ്ററാണ് ബാക്കിയുള്ളത്. 3 വേണോ 2 വേണോ 5 വേണോ? ഞാൻ പറഞ്ഞു 3 വേണോ 2 വേണോ 5 വേണോ? പറയൂ. 2 5 2 2 3 2 2 2 3 3 2 ആണ് കൂടുതൽ. 2 തന്നെ പഠിക്കാം. സിമ്പിൾ ചാപ്റ്ററാണ്. 2 പിടിക്കാം, പിന്നെ 3ഉം പിന്നെ 5ഉം ആക്കാം. ഓക്കെ, 2 പിടിക്കാം, പിന്നെ 3ഉം പിന്നെ 5ഉം പഠിക്കാം. ഓക്കെ, റെഡി? ബുദ്ധിമുട്ടില്ല അങ്ങനെ ചെയ്യാം. ഓക്കെ, 2 എന്താണ് മക്കളെ? പ്രൊജക്ട് ടൈഗർ ആണ്. ഓക്കെ, എന്താണ് മക്കളെ പ്രൊജക്ട് ടൈഗർ സംഭവിക്കുന്നത്? കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ അവസാനം മനസ്സിലാക്കാം. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ടൈം ലൈൻ ആദ്യം വെച്ച് നോക്കിയാൽ നമുക്ക് സെറ്റ് ആവില്ല. കാരണം 1 2 3 കാര്യങ്ങളാണ് നമുക്ക് വേഗം നോക്കിയെടുക്കാം. നമുക്ക് അവസാനം എന്ത് ചെയ്യാം, ചാപ്റ്റർ പഠിച്ചതിന് ശേഷം മനസ്സിലാക്കാം. ഇൻ പ്രൊജക്ട് ടൈഗർ, സത്യജിത് റേ, one of the greatest filmmakers, talks about how the film directors managed to shoot the scene of the film which included different animals. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ എന്താണ്, ആനിമൽസിനെ വെച്ച് സിനിമ ഷൂട്ട് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അതിലെ ബുദ്ധിമുട്ടും അതിലെ അടിപൊളിത്തരം ഒക്കെ കാര്യം പറയുന്നത്. Recollecting his childhood film, Ray talks of an Alsatian called Rin Tin Tin. ഒരു റിൻ ടിൻടൻ എന്ന് പറഞ്ഞ ഒരു അൽസേഷ്യൻ ഡോഗ് ഉണ്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു എന്നൊക്കെയുള്ള കാര്യമാണ് റേ പറയുന്നത്. റേയുടെ ചൈൽഡ്ഹുഡിൽ, സത്യജിത് റേയുടെ ചൈൽഡ്ഹുഡിൽ സത്യജിത് റേ സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഒരു അൽസേഷ്യൻ ഡോഗ് ഉണ്ടായിരുന്നു, അതിന്റെ പേര് റിൻ ടിൻടൻ ആയിരുന്നു. അത് നല്ല സൂപ്പർ അഭിനയമായിരുന്നു എന്നാണ് പറയുന്നത്. The dog's acting was more impressive than humans. Humans സൂപ്പർ ആക്ടിംഗ് ആയിരുന്നു പറഞ്ഞു. There were many other dog actors who were famous stars in their own way. ഇതേപോലെ പല ഡോഗ് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവർ ഭയങ്കര സ്റ്റാർസ് ആയിരുന്നു. ഹ്യൂമൻസിനെ പോലെ നമ്മുടെ മമ്മൂട്ടിനും മോഹൻലാലിനും ഫഹദ് ഫാസിലിനും നിവിൻ പോളിനൊക്കെ പോലെ തന്നെ സ്റ്റാർസ് ആയിട്ടുള്ള ഡോഗ് ആക്ടേഴ്സ് അന്നുണ്ടായിരുന്നു പറയുന്നത്. They earned more money than real film star. കൂടുതൽ പൈസ ഉണ്ടാക്കും. These animals were treated reverently എന്ന് പറഞ്ഞാൽ with respect. ഭയങ്കര റെസ്പെക്റ്റോടെയാണ് ട്രീറ്റ് ചെയ്തത്. They even had human stand-ins for him. Human stand-ins എന്ന് പറഞ്ഞാൽ മക്കളെ എന്താണ്, നമ്മുടെ മമ്മൂട്ടി അല്ലേ, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ, ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമ എങ്ങനെ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ വളരെ അടുത്തുള്ള ഒരു ഫ്രണ്ടായിരുന്നു അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആദ്യം തന്നെ മമ്മൂട്ടി വെച്ചിട്ടും കൂടി ഷൂട്ടല്ല ചെയ്തത്. അവർ ആ ലൊക്കേഷനിൽ പോയിട്ട്, ആ മനയിൽ പോയിട്ട്, അവർ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ ഡയറക്ടറും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരും കൂടെ പോയിട്ട് അവർ തന്നെ എന്ത് ചെയ്തു, ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊക്കെ ഡമ്മി ആയിട്ട് വെച്ചിട്ട് അവർ തന്നെ ഇത് ഷൂട്ട് ചെയ്തു. വെറുതെ ക്യാമറ ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്തു. ഷൂട്ടൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് എഡിറ്റൊക്കെ ചെയ്ത് നോക്കി, അത് നോക്കിയതിന് ശേഷം എല്ലാം സെറ്റാക്കിയിട്ടാണ് മമ്മൂട്ടി വെച്ചിട്ട് അഭിനയിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ആ സമയത്ത് മമ്മൂട്ടിക്ക് പകരം ആദ്യം ട്രയൽ എടുത്ത സമയത്ത് അഭിനയിച്ച ഒരാളുണ്ടാവുമല്ലോ, അയാളാണ് നമ്മുടെ മമ്മൂട്ടിയുടെ സ്റ്റാൻഡിൻ എന്ന് വിളിക്കുക. മമ്മൂട്ടി റിഹേഴ്സലിന് വരാത്ത സമയത്ത് മമ്മൂട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളുണ്ടാവില്ല, അതാണ് മമ്മൂട്ടിയുടെ സ്റ്റാൻഡിൻ. അതേപോലെ ഈ ഡോഗ്സ് റിഹേഴ്സലിന് വരാത്ത സമയത്ത് ഡോഗ്സിന് വേണ്ടി ആര് സ്റ്റാൻഡിൻസ് ആയിട്ട് നിന്നു, ട്രയലിന് നിന്നു, ഹ്യൂമൻസ് ആണ് നിന്നത്. ഇങ്ങനെ അപ്പം അത്രയും ഇമ്പോർട്ടൻസ് ആയിരുന്നു ആ ഡോഗ് ആക്ടേഴ്സിനൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, further Ray talks about train raven. Raven എന്ന് പറഞ്ഞാൽ കാക്കേനെ പോലെ ഒരു പക്ഷിയാണ്. When the same were required in large number to make a film called Birds. Birds എന്ന് പറഞ്ഞ ഫിലിം ഉണ്ടാക്കേണ്ട വന്നു. റേക്കല്ല, സത്യജിത് റേക്കല്ല, വേറെ ആൾക്ക്. അപ്പോൾ ബേർഡ്സ് ഉണ്ടാക്കേണ്ടി വന്ന, ബേർഡ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കുമ്പോൾ കുറേ ട്രെയിൻഡ് ആയുള്ള റേവൻസിന് ആവശ്യമായിരുന്നു. അക്കോർഡിംഗ് ടു ദി ഓതർ, ഡോഗ് ഓർ എ റേവൻ ഓർ എൻ എലിഫന്റ് മൈറ്റ് ബി ഡിഫിക്കൽട്ട് ബട്ട് നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. അത് സത്യജിത് റേ പറയുന്നത് എന്താണ്, ഡോഗ് ആയിക്കോട്ടെ, പട്ടി ആയിക്കോട്ടെ, റേവൻ ആയിക്കോട്ടെ, എലിഫന്റ് ആയിക്കോട്ടെ, എല്ലാം ഡിഫിക്കൽട്ടായിരുന്നു, മുഷ്കിലായിരുന്നു, പക്ഷേ നാമുംകിൻ അല്ലായിരുന്നു. മുഷ്കിൽ ഹേ മഗർ നാമുംകിൻ നെഹി ഹേ എന്നാണ് പറയുന്നത്. ഇമ്പോസിബിൾ അല്ലായിരുന്നു. വാട്ട് ഇഫ് വൺ ഹാഡ് ടു ഷൂട്ട് വിത്ത് എ ടൈഗർ? എന്നാൽ ഒരു ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യണമെങ്കിലോ? He dealt with this problem while shooting Goopy Guy in Bhaga Bain. Goopy Guy in Bhaga Bain എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണമായിരുന്നു, അതിലൊരു ആക്ച്വൽ ടൈഗറിന് ആവശ്യമുണ്ടായിരുന്നു. അത് എളുപ്പമല്ലായിരുന്നു, അദ്ദേഹത്തിന് തന്നെ അറിയായിരുന്നു. The question was, where were they going to find a tiger? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു, എവിടെ നിന്നാണ് ഒരു ടൈഗറിനെ കിട്ടുക അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട്? They got a news to find one in Bharat Circus under Mr. Thorat the Ring Master. ഭാരത് സർക്കസിൽ തോറാട്ട് എന്ന് പറഞ്ഞ റിംഗ് മാസ്റ്ററിന്റെ കീഴിൽ എന്താണ് കുറച്ച് ടൈഗേഴ്സ് ഉണ്ടെന്ന് അവർക്ക് ഒരു ന്യൂസ് കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു, അവര് തോറാട്ടിനെ കാണാൻ വേണ്ടി പോയി. മിസ്റ്റർ തോറാട്ട് agreed to arrange for a tiger after knowing that what it simply required to do was come out of the bamboo grove into an open space, walk gently for a while, look at the camera if possible and then go back. തോറാട്ടിനോട് ഇവർ പറഞ്ഞു, ഈ ടൈഗറിന് ജസ്റ്റ് ഓപ്പൺ സ്പേസിലേക്ക് വരിക, ജസ്റ്റ് ഒന്ന് നടക്കുക, പറ്റുമെങ്കിൽ ക്യാമറ ഒന്ന് നോക്കുക, പിന്നെ തിരിച്ചു പോവുക. ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ തോറട്ട് പറഞ്ഞു, അതിനെന്താ കുഴപ്പം, നമുക്ക് എന്ത് ചെയ്യാം, ടൈഗറിനെ ഇറക്കാമെന്ന് പറഞ്ഞു. ഇൻ ദ വില്ലേജ് ഓഫ് നോട്ടൻഗ്രാം, മിസ്റ്റർ തോറാട്ട് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് എ ടൈഗർ.
ഒരു ടൈഗറുമായി എന്താണ് നോട്ടിംഗ്ഹാം എന്ന് പറഞ്ഞ വില്ലേജിൽ മിസ്റ്റർ തോരട്ട് എന്താണ് സ്ഥലത്തെത്തി. ഹി ബ്രോട്ട് 2 tigers വിത്ത് ഹിം ഇൻ എ ലോറി ടു പ്ലേ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈഗർ എന്താണ് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ 2 എണ്ണത്തിന് കൊണ്ടുവന്നു, ജസ്റ്റ് ഒരു ബാക്കപ്പിന് വേണ്ടിയിട്ട്. എവറിത്തിങ് വാസ് അറൌണ്ട് ഫോർ ദി ഷൂട്ട്, എല്ലാം റെഡി ആയിരുന്നു. മിസ്റ്റർ തോരട്ട് took a thin long wire, fixed one end to the collar made of tiger skin. അപ്പോൾ ടൈഗറിന്റെ കോളറിലേക്ക് എന്താണ് ഒരു വയർ അങ്ങോട്ട് ഫിക്സ് ചെയ്തു. ദാറ്റ് ദ ടൈഗർ വാസ് ഓൾറെഡി വെയറിംഗ്. അപ്പോൾ ടൈഗറിന് ഒരു കോളർ ഉണ്ടായിരുന്നു, അതിലേക്ക് എന്താണ് ഒരു വയർ എന്താണ് ഒരു ഫിക്സ് ചെയ്തിട്ട് ഒരു വയർ വലിച്ചെടുത്തു. ദി അതർ എൻഡ് വാസ് ടൈഡ് ഫേംലി ടു ദ വിസിബിൾ പോർഷൻ ഓഫ് ദി അയൺ റോഡ്. അപ്പോൾ ഒരു അയൺ റോഡ് ഉണ്ടായിരുന്നു, അതിലേക്ക് അതർ എൻഡ് മറ്റേ എൻഡ് എന്നാണ് വയറിന്റെ കണക്ട്. ബേസിക്കലി എന്താണ് ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി കോൾ ഫോർ ദ ടൈഗർ, ഇറ്റ് റെസ്പോണ്ടഡ്. ടൈഗറിനെ വിളിച്ചു. ടൈഗറിന്റെ പേരെന്തായിരിക്കും? എന്താണ് അങ്ങനെ ടൈഗറിന്റെ പേര്? എന്തൊക്കെയാ ലൈവ് ചാറ്റ് സംഭവിക്കുന്നത്? ചിലവരെ ഞാൻ ബൈ ബൈ പറട്ടെ മക്കളെ. കിച്ചു 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 ബിച്ചു ക്രിയേഷൻസ് ബൈ ബൈ. എന്താ ഇവിടെ സംഭവിക്കണത് അല്ലേ? രാമു രാമുക്ക് ഒരു പഴയ പേരായി പോയി. മിട്ടു, നിങ്ങൾ കുറച്ചുകൂടി പുതിയ പേര് പഠിക്കുക. മുകേഷോ വേണ്ട. ജിമ്മി പട്ടി കുളിക്കുന്ന പേരല്ലേ? ടുക്കുടു ആയിക്കോട്ടെ, ടുക്കുടു എന്ന് വിളിച്ചു. ടുക്കുടു ചാടിക്കേറി വന്നു. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് കാംലി, മെല്ലെ നടന്നു വരേണ്ടതെന്ന്, ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ് അറൌണ്ട് വിത്ത് ഗ്രേറ്റ്. പ്രാൻസിങ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ് ചാടി കളിച്ചു. ഇറ്റ് ലെഫ്റ്റ്, ജംപ്ഡ്, റോൾഡ് അബൌട്ട് ഡ്രാഗിങ് ദ പുവർ ട്രെയിനർ. ട്രെയിനറിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയി. ട്രെയിനറിനെ മറ്റേ സൈഡിൽ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. ദ ഓഡിയൻസ് വെർ ഗെറ്റിംഗ് ടു സീ സർക്കസ് ഫ്രീ ഓഫ് കോസ്റ്റ്. അവിടെ കൂടി വന്ന ആൾക്കാർ എന്താണ്, അവർക്ക് ഫ്രീ ആയിട്ട് സർക്കസ് കാണാൻ പറ്റി ഇത് കണ്ടപ്പോൾ. ആഫ്റ്റർ ദ ടൈഗർ ഹാഡ് കാം ഡൗൺ, ദേ വർ ഏബിൾ ടു ടേക്ക് എ ഫ്യൂ ഷോട്ട്സ് ദേ നീഡ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ടൈഗർ കാം ഡൗൺ ചെയ്തു. ബട്ട് ഇറ്റ് വാസ് നോട്ട് ദി എൻഡ്. എന്ത് പറ്റി? ഓൺ വ്യൂയിങ് ദ സീൻസ് ലേറ്റർ ഇൻ കാൽക്കട്ട, ദേ കെയിം ടു നോ ദാറ്റ് ദ ക്യാമറ ഹാഡ് ഫെയിൽഡ് ടു വർക്ക് പ്രോപ്പർലി. തിരിച്ച് കാൽക്കട്ടയിൽ പോയി ഇത് പ്രേ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, ക്യാമറ വർക്ക് ചെയ്തില്ല പ്രോപ്പർ. ദ ഷോട്ട്സ് വെർ ടു ഡാർക്ക്. ഷോട്ട്സ് ഭയങ്കര ഡാർക്ക് ആയിരുന്നു, എക്സ്പോഷർ ഭയങ്കര കുറഞ്ഞു പോയി. ദേ ഹാഡ് ടു ഷൂട്ട് അഗെയിൻ. അവർക്ക് ഒന്നുകൂടി ഷൂട്ട് ചെയ്യേണ്ടി വന്നു, ടൈഗറിനെ ഒന്നുകൂടി കൊണ്ടുവരേണ്ടി വന്നു. Another location closer to Calcutta in a village called Boral was chosen. ബോറാലിലായിരുന്നു ഇപ്രാവശ്യം എന്താണ് നമ്മൾ ലൊക്കേഷൻ പിടിച്ചത്. Once again the lorry arrived with the tiger, Mr. Thorat, the steel wire, the special collar and the iron rod and the whole villages എല്ലാം എത്തി. The camera was ready, so was Mr. Thorat. ക്യാമറ റെഡി ആയിരുന്നു, തോരട്ടൻ റെഡി ആയിരുന്നു. ഇപ്രാവശ്യം എന്താ സംഭവിച്ചത്? The tiger emerged out of the door of the cage with a loud roar and charged straight at the villages behind the camera. ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് വില്ലേജസിന് നേരെ ചാർജ് ചെയ്തു. The 150 people melted away as if by magic. എല്ലാവരും ഉരുകി പോയ പോലെ. Soon after the tiger calmed down and paced about quietly as it was required to over the spot. പക്ഷെ പെട്ടെന്ന് തന്നെ ടൈഗർ എന്താണ് കാം ഡൗൺ ചെയ്തു, മെല്ലെ എന്താണ് ആ സ്പോട്ടിലേക്ക് വന്നു. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് കാംലി വാക്ക് ബാക്ക് ടു ഇറ്റ്സ് ട്രെയിൻ. തിരിച്ച് ട്രെയിനറുടെ അടുത്തേക്ക് പോയി. ഈവൻ ദി ക്യാമറ ബിഹേവ് ദിസ് ടൈം. ഈ പ്രാവശ്യം എന്താണ് ക്യാമറ എന്താണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു, എല്ലാം സെറ്റ്, സിനിമ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ പോയി കാണാം. നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം, ഈ സീനുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നു. ഗോപികായൻ ബാഗാബായൻ യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ ടൈഗറിന് സീൻ വരും. നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയില്ല. പുലിമുരുകനിലൊക്കെ എത്ര അടിപൊളിയാണ്. പുലിമുരുകൽ ആർട്ടിഫിഷ്യലാണ്, പക്ഷേ മനസ്സിലാക്കേണ്ടത് എത്രയോ വർഷം മുമ്പാണ്. ഇത്രയും വർഷം മുമ്പ് അത്രയും ടെക്നോളജി ഇല്ലാത്ത സമയം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്താണത്. ഭയങ്കര സംഭവം തന്നെയാണ്, ഒരു സംശയമില്ല. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് തീംസ് ചാലഞ്ചസ് ബൈ ഷൂട്ടിംഗ് ടൈഗർ ആണ്. ന്യൂസ് റിപ്പോർട്ട് വരാം, ടൈഗർ വന്നിട്ട് ആൾക്കാരെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടോ, അല്ല ടൈഗർ ഷൂട്ടിംഗ് ന്യൂസ് റിപ്പോർട്ട് വരാം. റൈറ്റ് വരാം, നെഗറ്റീവ് വരാം. നെഗറ്റീവ് ആണ് എന്താണ് സംഭവിച്ചത്. ക്യാരക്ടേഴ്സ് മിസ്റ്റർ തോരട്ടിന് വരാം. ടൈഗേഴ്സിൻ്റെ വരാൻ ചാൻസ് കുറവാണ്, മിസ്റ്റർ തോരാട്ടിന് ചാൻസ് കുറവാണ്, പക്ഷെ കൂടുതൽ ചാൻസും താറോട്ടിനെയാണ്. ടൈഗേഴ്സിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയാനില്ല, പക്ഷെ എങ്ങാനും ചോദിച്ചാൽ നിങ്ങളിതൊന്ന് വായിച്ച് നോക്കിയേക്കാം. ഓക്കെ, ടൈഗർ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. 2 ടൈഗേഴ്സും അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് പറയാം. ക്ലിയർ ആണല്ലോ മക്കളെ? സെറ്റ് ആണല്ലോ? അതോടെ നമ്മൾ എന്ത് തീർത്തു? നമ്മുടെ പ്രൊജക്റ്റ് ആയിട്ടും തീർത്തു. 2 ചാപ്റ്റർ എനിക്ക് പഠിപ്പിക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹരിജ മിസ് വരും, ബാക്കിയുള്ള ചാപ്റ്റർ തീർന്നു. അല്ല, അലൻ സാർ വരും, ബാക്കിയുള്ള ചാപ്റ്റർ തീർക്കും. അതിനുശേഷം ഹരിജ മിസ് വരും, ബാക്കി കുറച്ച് ചാപ്റ്റർ അത് തീർക്കും കേട്ടോ. 3 പഠിക്കാം. നേരത്തെ 3 ആണ് കൂടുതൽ കേട്ട്. മൈ സിസ്റ്റേഴ്സ് ഷൂസ്. അപ്പോൾ മക്കൾ ഇതിൻ്റെ ടൈം ലൈൻ ഞാൻ വായിക്കുന്നില്ല, അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾ നാളേക്ക് വൈകുന്നേരമൊക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചിരിക്കും ടൈം ലൈൻ. ഓക്കെ, സെറ്റാണല്ലോ? മുന്നോട്ട് പോവാം നമുക്ക്. മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞൊരു സിനിമേൻ്റെ ഡയറക്ടർ മാജിദ് മജീദിയുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. സിനിമയുടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഓർത്ത് വെച്ചോട്ടോ.
ടൈം ലൈൻ കൊടുത്തിട്ട് ടൈം ലൈൻ വായിക്കുന്നില്ല, സംഭവം നടന്നെന്ന് വളരെ മനസ്സിലാക്കാം. ഓക്കെ, അലി സെഹ്റ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ. അലി റിസീവ്സ് ഹിസ് സിസ്റ്റർ സെഹ്റാസ് പിങ്ക് ഷൂസ് ഫ്രം ദി കോബ്ലർ ആഫ്റ്റർ റിപ്പയറിംഗ് ദം. അപ്പോൾ അലി എന്ത് ചെയ്തിട്ടുണ്ട്, സെഹ്റയുടെ സ്വന്തം സിസ്റ്ററിൻ്റെ യങ്ങർ സിസ്റ്ററിൻ്റെ ഷൂസ് എന്താണ് കോബ്ലറിൻ്റെ അടുത്ത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റിപ്പയർ ഒക്കെ ചെയ്തതിന് ശേഷം അലി പോയിട്ട് വാങ്ങുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എന്തൊക്കെ സംഭവിക്കുന്നത്. Then he enters a bakery and collects some baked naan, stacks them on a piece of cloth and ties the cloth into bundle. ഒരു ബേക്കറി കയറി നാൻ വാങ്ങിച്ചു, ഒരു ക്ലോത്തിൽ എന്താണത് ബണ്ടിലാക്കിയിട്ട് നടന്നു പോവാണ് തിരിച്ചു. ആഫ്റ്റർ ദാറ്റ് അലി ഗോസ് ഇൻ ടു എ വെജിറ്റബിൾ ഷോപ്പ്, കീപ്സ് ദ ബണ്ടിൽ ഓഫ് നാൻ ഓൺ ടോപ്പ് ഓഫ് വെജിറ്റബിൾ ബോക്സ്. തിരിച്ചെന്താണ് ഒരു വെജിറ്റബിൾ ബോക്സ് പച്ചക്കറി പിടിയിൽ പോയി അവിടെ പോയിരുന്നാണ് ഈ ബണ്ടിൽ ഓഫ് നാൻ എന്താണ് ഒരു വെജിറ്റബിൾ ബോക്സിന്റെ മണ്ട കയറ്റി വെച്ചു. ആൻഡ് പ്ലേസസ് ദി ബാഗ് ഓഫ് ഷൂസ്, റിപ്പയർ ചെയ്ത് കിട്ടിയ അനിയത്തിയുടെ ഷൂസ് എന്താണ് ഇൻ എ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ബോക്സ്, രണ്ട് ബോക്സുകളുടെ ഗ്യാപ്പിനിടെ കൊണ്ടുവച്ചു. He collects potatoes, potato കളക്ട് ചെയ്തു. ഷോപ്പ് ഓണർ അക്ബർ വാണ്ട്സ് അലി ദാറ്റ് their credit is over their limit. അപ്പോൾ അതിനിടയിലാണ് എന്താണ് ആ ഷോപ്പ് കീപ്പർ എന്താണ് അക്ബർ പറയുന്നുണ്ട്, നിങ്ങളുടെ പറ്റിൻ്റെ ലിസ്റ്റ് എന്താണ്, അതിൻ്റെ ലിമിറ്റ് തീർന്നു, ഇനി കടം തരാൻ പറ്റില്ല, ഈ അറ്റ്ലീസ്റ്റ് എന്താണ് കുറച്ചെങ്കിലും കടം നിങ്ങൾ വീട്ട്, അല്ലാണ്ട് ഇനി ഇവിടുന്ന് ഒന്നും തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഹി ടെൽസ് അലി ടു ഇൻഫോം ഹിസ് പേരൻസ് ദാറ്റ് ദേ ഷുഡ് പേ സം മണി, അതർവൈസ് ദേ വിൽ നോട്ട് ഗെറ്റ് എനി മോർ വെജിറ്റബിൾ ഓൺ ക്രെഡിറ്റ്. ഇനി കടത്തിൽ എന്താണ് പച്ചക്കറി കിട്ടില്ല എന്ന് പറഞ്ഞു. മീൻ വൈൽ എ ജങ്ക് കളക്ടർ, ഒരു വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഒരു ചേട്ടൻ വന്നു, കംസ് ആൻഡ് ടേക്സ് അലീസ് ബാഗ് ഓഫ് ഷൂസ് തിങ്കിങ് ദാറ്റ് ഇറ്റ് ഇസ് ജങ്ക്. അലിയുടെ ഷൂവിൻ്റെ ബാഗില്ലേ അതെന്താണ്, അത് വേസ്റ്റ് ആണ്, അല്ലെ ജങ്ക് ആണെന്ന് വിചാരിച്ചിരുന്ന അത് കളക്ട് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പാത്രത്തിലിട്ടു, അദ്ദേഹം നടന്നു പോയി, കാരണം വേസ്റ്റ് ആണെന്ന് വിചാരിച്ചു. അലി കംസ് ഔട്ട് ആൻഡ് സെർച്ചസ് ഫോർ ദി ബാഗ് ഓഫ് ഷൂസ്. അലി തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഷൂ കാണുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് മിസ്സിങ്, അത് കാണുന്നില്ല. He becomes upset and afraid and searches everywhere frantically. എല്ലായിടത്തും സെർച്ച് ചെയ്യാൻ തുടങ്ങി, അത് പേടിയായി. He tumbles vegetable boxes and Akbar gets angry. അതിനിടയിലും തപ്പുന്നതാണ് 2-3 വെജിറ്റബിൾ ബോക്സ് എന്നാണ് താഴെ വീണ്. അക്ബറും ദേഷ്യം വന്നു, നീ എന്താ കാണിക്കുന്ന ചെക്കാന്ന് പറഞ്ഞു. ആൻഡ് he shouts at Ali. അലിൻ്റെ അടുത്ത് ഒച്ച ഉണ്ടാക്കി. അലി പേടിച്ചിരുന്നാണ്. അലി runs away scared. ഓടി രക്ഷപ്പെട്ടു. അയ്യോ. അലീസ് മദർ തിരിച്ച് വീട്ടിലെത്തി. അലീസ് മദർ ഇസ് ബെഡ് റിഡൻ, കിടപ്പിലാണ്, ഡ്യൂ ടു എ ഡിസ്ക് ഫ്രാക്ചർ, ബാക്കിൽ ഡിസ്കിൻ്റെ ഫ്രാക്ചർ കാരണം. അലീസ് ഫാദർ ഇസ് വർക്കർ ഓൺ ഡെയിലി വേജസ്, ദിവസക്കൂലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു അലിയുടെ ഉപ്പ. ബട്ട് ഹി ഡസ് നോട്ട് ഹാവ് വർക്ക് ആൻഡ് വേജസ്. പക്ഷെ ഇപ്പോൾ വർക്കും ഇല്ല, ഡെയിലി വേജ് ആയതുകൊണ്ട് സാലറി ഒന്നുമല്ലോ, ഡെയിലി വേജ് അല്ല, എല്ലാ ദിവസവും ദിവസക്കൂലി കിട്ടില്ലേ, വർക്കില്ലാത്തതുകൊണ്ട് ദിവസക്കൂലിക്ക് കൂലിയില്ല. ദ ഫാമിലി ഈസ് ഇൻ പോവർട്ടി. മദർ വാണ്ട്സ് ടു ഗെറ്റ് റിക്കവറി ഫ്രം എ ഡിസ്ക് ഫ്രാക്ചർ ആൻഡ് ടെൽസ് ഫാദർ അബൌട്ട് അണ്ടർഗോയിങ് സർജറി. ഉമ്മയ്ക്ക് എന്താണ്, ഉപ്പയോട് പറയാണ്, അലിയുടെ ഉപ്പയോട് പറയാണ്, എങ്ങനെ ഒരു സർജറി ചെയ്താൽ ഇത് ശരിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ സർജറി ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. ബട്ട് ദ ഫാദർ ഡിസ്കറേജസ് ഹെർ ബൈ സെയിങ് ദാറ്റ് സർജറി വിൽ ക്രിപ്പിൾ ഹെർ. ഉപ്പ പറഞ്ഞെന്താണ്, നീ സർജറി ചെയ്യാൻ പോകണ്ട, സർജറി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ ഇനിയും മോശമാവുള്ളൂ എന്ന് പറഞ്ഞു. ഹി ടോക്സ് അഗെയിൻസ്റ്റ് സർജറി ബിക്കോസ് ഹി ഡസ് നോട്ട് ഹാവ് മണി ടു സ്പെൻഡ് ഫോർ ഇറ്റ്. അതുകൊണ്ടാണോ ശരിക്കും പറയുന്നത്? അല്ല, പൈസ ഇല്ല, പിന്നെ ഇങ്ങനെ സർജറി ചെയ്യുക, അതുകൊണ്ടാണ് പറയുന്നത്. അലി ആൻഡ് സെഹ്റ ആർ അവെയർ ഓഫ് ദി ബാഡ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓഫ് ദിയർ പേരൻസ്. രണ്ടുപേർക്കും എന്താണ് അവരുടെ പേരൻസിന്റെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അറിയായിരുന്നു. ആൻഡ് ദേ ഡോണ്ട് വോണ്ട് ടു ഗിവ് ദം എക്സ്ട്രാ ബേർഡൻ ഓഫ് ബൈയിങ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. ഷൂസ് മിസ്സായി പോയല്ലോ, നഷ്ടപ്പെട്ടു പോയല്ലോ, അത് വീട്ടിൽ പറയണ്ടെന്ന് അവർ തീരുമാനിച്ചു. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പേരൻസിന് പൈസ ഇല്ല വാങ്ങി തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതവർക്ക് അത്രയും മെച്ചുവർ ആയിരുന്നു, ക്യാരക്ടർ സ്കെച്ചിൽ കയറ്റണം. They are afraid that if their parents know about the loss of shoes, they will get punishment. മാത്രമല്ല, ഈ ഷൂ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ല പണിഷ്മെന്റ് കിട്ടും. അപ്പോൾ 2 കാരണം കൊണ്ട് എന്താണ് വീട്ടിൽ ഉപ്പയോട് പറയണ്ടെന്ന് വിചാരിച്ചു. While Ali and Zahra are doing their homework, അപ്പോൾ ഹോംവർക്ക് ചെയ്യുന്നതിനിടയിലാണ് ഇവർ ഈ കോൺവെർസേഷൻ ഉണ്ടാകുന്നത്. They write messages in their notebooks and exchange between them. നേരിട്ട് സംസാരിക്കില്ല, അവരെന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട്ബുക്കിൽ എഴുതും, എന്നിട്ട് അങ്ങോട്ട് കൊടുക്കും, മറ്റേ നോട്ട്ബുക്കിൽ എഴുതുന്ന റിപ്ലൈ ഇങ്ങോട്ട്, അങ്ങനെ എന്താണ് സൈലന്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള കോൺവെർസേഷനാണ്. സെഹ്റ ആസ്ക്സ് അലി വാട്ട് ഷീ വിൽ വെയർ ടു സ്കൂൾ. സെഹ്റ ചോദിക്കുകയാണ്, എന്നപ്പോൾ ഞാനിപ്പോൾ എന്തിടും, എൻ്റെ ഷൂ ആണല്ലോ നീ കൊണ്ടേ കളഞ്ഞത്, ഞാൻ എന്തിടും. അലി ഫസ്റ്റ് സജസ്റ്റ് ദാറ്റ് ഷീ ഷുഡ് വെയർ ഹെർ സ്ലിപ്പർ. നീ എന്തിനാ ഷൂ ഇടുന്നത്, നീ സ്ലിപ്പർ ഇട്ട് പോയിക്കോ, ചപ്പലിട്ട് പോയിക്കോ. സെഹ്റ ഗെറ്റ്സ് ആംഗ്രി, സെഹ്റയ്ക്ക് ഇഷ്ടപ്പെടില്ല. എന്താ ഞാൻ മാത്രം ഇത് ഇട്ടുന്നത്, നിനക്ക് ഷൂസ് ഉണ്ടല്ലോ. ആൻഡ് ഷീ ത്രെട്ടൻസ് ഹിം ദാറ്റ് ഷീ വിൽ ടെൽ ഫാദർ അബൌട്ട് ദി മിസ്സിംഗ് ഷൂസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉപ്പയോട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു. അലി റിപ്ലൈസ് ദാറ്റ് ഇഫ് ഷീ ടെൽസ്, നീ പറഞ്ഞാൽ ദ ഫാദർ വിൽ ബീറ്റ് ബോത്ത് ഓഫ് ദം. നമുക്ക് 2 പേർക്കും ഉപ്പയുടെ തല്ല് കിട്ടും. ഫൈനലി ദേ ഫൈൻഡ് എ സൊല്യൂഷൻ. ഫൈനലി എന്താണ് അവരൊരു സൊല്യൂഷനിൽ വരികയാണ്. എന്താ സൊല്യൂഷൻ? ദാറ്റ് സെഹ്റ വിൽ വെയർ അലീസ് സ്നീക്കേഴ്സ് വെൻ ഹീ ഈസ് ബാക്ക് ഫ്രം സ്കൂൾ. അലി സ്കൂളിൽ പോയി തിരിച്ചു വരുമല്ലോ, അലിയുടെ ഷൂ എന്ത് ചെയ്യും, സെഹ്റ ഇട്ടോളാം.
എന്നിട്ട് സേറ പോയി സ്കൂളിൽ പോയി തിരിച്ചു വന്നിട്ട് വൈകുന്നേരമാണ് സേറ പോവുക, അടുത്ത ദിവസം അലി ഇട്ടോ. അങ്ങനെ അവരെന്ത് ചെയ്യും, അവർ ഒരേ ഷൂസ് ഷെയർ ചെയ്തോളാം എന്നുള്ള ഒരു സൊല്യൂഷനിലെത്തും. അതോടെ ചാപ്റ്റർ എൻഡ് ചെയ്യാണ്. ഇത്ര ഉള്ളൂ സംഭവം, അതോടെ ചാപ്റ്റർ എൻഡ് ചെയ്യണം. മെയിൻ തീം എന്താണ്? അലി സ്ട്രഗിൾ ഓൺ ലൂസിങ് ദ ഷൂസ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ അലി ആൻഡ് സേർ, അവരെങ്ങനെയാണ് സംസാരിക്കുന്ന കാര്യങ്ങൾ ആണ്. കോൺവെർസേഷൻ ബിറ്റ്വീൻ അലീസ് ഫാദർ ആൻഡ് മദർ, അവർ ഫാദർ മദറും പറ്റി ആ ഡിസ്ക് ഫ്രാക്ചറിന്റെ സർജറിയുടെ കാര്യം പറയുന്നുണ്ട്, അതിനെപ്പറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പുവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്, ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അലിയുടെ സേറയുടെ രണ്ടുപേരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വെക്കുക. അലി വളരെ മെച്യൂർ ആണ്, കാരണം അലിയാണ് ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്താണ് ഷോപ്പിങ്ങിന് പോകുന്നത്, അല്ലേ, വെജിറ്റബിൾ വെണ്ടറിനോട് സംസാരിക്കുന്നത്. അലി പറയുന്നുണ്ട് വീട്ടിലോട് പറയണ്ട, ഇതിൻ്റെ അവസാന സൊല്യൂഷൻ അവർ കാണുന്നുണ്ട്. സേറയും വളരെ മെച്യൂർ ആണ്. സേറ പറയുന്നുണ്ട് അല്ലേ, ഓവർ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ല, അവസാനം ഒരു കോംപ്രമൈസിന് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓർത്ത് വെക്കേണ്ടത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത്രയുള്ള ചാപ്റ്റർ, സിമ്പിൾ ചാപ്റ്റർ ആയിരുന്നു അല്ലേ, സിമ്പിൾ ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞോളൂ. നമുക്ക് നെക്സ്റ്റ് ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, സിംഗിൾ കഥയുടെ ഡേഞ്ചർ എന്താണെന്ന് മനസ്സിലാക്കാം. ക്രിസ്റ്റൽ ക്ലിയർ ആണ് മക്കളെ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ്? സിമ്പിൾ അല്ലേ, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ബൈ അഡിച്ചി. അഡിച്ചിയുടെ ഒരു ഒരു ടെഡെക്സ് സ്പീച്ചാണ് കേട്ടോ, അതൊരു സ്പീച്ചാണ്, സ്പീച്ചിൻ്റെ സ്ക്രിപ്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു സ്പീച്ച് എന്നുള്ള നിലയിലാണ് നിങ്ങൾ ഈ ചാപ്റ്റർ വായിക്കേണ്ടത്. ഇത് ആക്ച്വലി നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് അഡിച്ചി ടെഡെക്സ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, റെഡി? ഓക്കെ, എന്താണ് ഇതിൽ സംഭവിക്കുന്ന, ആ സ്പീച്ചിൽ എന്തൊക്കെയാണ് പറയുന്നതെന്നാണ് നോക്കാം. ദ നൈജീരിയൻ റൈറ്റർ ആൻഡ് ഒറേറ്റർ, ഒറേറ്റർ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന, സ്പീച്ച് കൊടുക്കുന്ന ആൾ, ചിമമാണ്ട ഇൻഗോസി അഡിച്ചി ഇൻട്രൊഡ്യൂസസ് ഹെർസെൽഫ് ടു ബി എ സ്റ്റോറി ടെല്ലർ. അവരൊരു സ്റ്റോറി ടെല്ലർ ആണെന്നാണ് അവർ തന്നെ പറയുന്നത്. ആൻഡ് ഷീ വാണ്ട്സ് ടു ടെൽ എ ഫ്യൂ പേഴ്സണൽ സ്റ്റോറീസ് അബൌട്ട് വാട്ട് ഷീ ലൈക്സ് ടു കോൾ ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി. ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി എന്ന് വിളിക്കാവുന്ന കുറച്ച് പേഴ്സണൽ കഥകളാണ് അദ്ദേഹത്തിന് അവർക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്. ഷീ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ എ നൈജീരിയൻ മിഡിൽ ക്ലാസ് ഫാമിലി. നൈജീരിയയിലെ മിഡിൽ ക്ലാസ് ഫാമിലി, ഭയങ്കര മോശം പോവർട്ടി എന്നല്ല, എന്നാൽ ഭയങ്കര പൈസ റിച്ച് ആവുന്നല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. ഹെർ ഫാദർ വാസ് എ പ്രൊഫസർ ആൻഡ് മദർ വാസ് എ അഡ്മിനിസ്ട്രേറ്റർ. ഫാദർ ഒരു പ്രൊഫസറും മദർ യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. മോശമില്ലാത്ത പ്രൊഫഷൻസ് ഉള്ള പേരൻസ് ആയിരുന്നു ഉള്ളത് അല്ലേ? ക്ലിയർ ആണല്ലോ മക്കളെ? ശരി. ഷീ സ്റ്റാർട്ടഡ് റീഡിംഗ് ബുക്സ് അറ്റ് എൻ ഏർലി ഏജ് ഓഫ് 4 ആൻഡ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് സ്റ്റോറീസ് വിത്ത് ക്രയോൺ ഇല്ലസ്ട്രേഷൻസ് അറ്റ് ദി ഏജ് ഓഫ് 7. 4 വയസ്സിൽ തന്നെ എന്താണ് ബുക്ക് വായിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മീ സാറ് നമ്മളിപ്പോൾ പോലും ബുക്ക് വായിക്കുന്നില്ല അല്ലേ? 7 വയസ്സിൽ എന്താണ് ക്രയോൺ വെച്ചിട്ട് സ്റ്റോറീസ് എന്താണ് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ, വരയ്ക്കാൻ തുടങ്ങി. She read mostly American and British children's books, which created a single story in her mind about books. അവൾ ചെറുപ്പത്തിൽ കൂടുതൽ വായിച്ചെന്താണ് അമേരിക്കനും ബ്രിട്ടീഷ് ബുക്സ് ആണ് വായിച്ചത്, ചിൽഡ്രൻസ് ബുക്സ് ആണ് വായിച്ചത്. അപ്പോൾ അത് വായിച്ചപ്പോൾ എന്താണ് ബുക്സിനെ പറ്റിയിട്ട് ഒരു ഒറ്റ കഥ, ഇത് ബുക്സ് ആണെങ്കിൽ ഇങ്ങനെ ആവണം എന്നുള്ളൊരു സിംഗിൾ സ്റ്റോറി ചെറുപ്പത്തിൽ തന്നെ എന്താണ് അഡിച്ചിയുടെ മനസ്സിൽ വന്നത്. എന്തായിരുന്നു ആ സിംഗിൾ സ്റ്റോറി? എക്സാമിൽ ചോദിക്കും. വാട്ട് വാസ് എ സിംഗിൾ സ്റ്റോറി അഡിച്ചി ഫോംഡ് അബൌട്ട് ബുക്സ് ഇൻ ഹർ ചൈൽഡ്ഹുഡ്? എന്തായിരുന്നു ആ സിംഗിൾ സ്റ്റോറി? She believed that books by their nature should have foreign characters in them and books should deal with subject matters with which the writer should not have personal relation. അപ്പോൾ ഈ ബുക്കുകളൊക്കെ ആരുടെ ബുക്കുകളായിരുന്നു? ആരായിരുന്നു? അമേരിക്കനും ബ്രിട്ടീഷും ബുക്സ് ആയിരുന്നു. അപ്പോൾ അതിലെ ക്യാരക്ടേഴ്സും എന്തായിരിക്കും അമേരിക്കനും ബ്രിട്ടീഷും ആയിരുന്നു. അപ്പോൾ ഈ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ അടിച്ച് വിചാരിച്ചെന്താണ്, ആ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ആൾക്കാരെ അല്ല എഴുതേണ്ടത്, അതിൽ ഫോറിൻ ക്യാരക്ടേഴ്സ് ആയിരിക്കണം. ഏത് ബുക്കാണെങ്കിലും അതിലുള്ള ആൾക്കാരും അതിലെ ക്യാരക്ടേഴ്സും ഒക്കെ എന്താണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ബുക്സാണ് ബുക്സ് എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു അഡിച്ചി ചെറുപ്പത്തിൽ തന്നെ അഡിച്ചിയുടെ മനസ്സിൽ വന്നത്. അതായത് സിംഗിൾ സ്റ്റോറി. ബട്ട് ഷീ റിയലൈസ് ദ മിസ്റ്റേക്ക് വെൻ ഷീ കുഡ് റീഡ് ബുക്സ് ബൈ ആഫ്രിക്കൻ റൈറ്റേഴ്സ് ലൈക്ക് ചിനുവ അച്ചീബെ ആൻഡ് കമാറലൈ. പിന്നീട് കുറച്ചുകൂടി പ്രായം വെച്ചപ്പോഴാണ് കമാറലൈയും ചിനുവ അച്ചീബെ എന്ന് പറഞ്ഞ ആഫ്രിക്കൻ ഓതേഴ്സിന്റെ ബുക്ക് വായിച്ചപ്പോൾ മനസ്സിലായി, ഹേയ് ഫോറിനേഴ്സിന്റെ മാത്രമല്ല നമ്മളെ പോലത്തെ ആഫ്രിക്കൻ ആൾക്കാരുടെയൊക്കെ കഥ പറയുന്ന ബുക്സും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. വെൻ ഷീ റെഡ് ആഫ്രിക്കൻ ബുക്സ് ഷീ റിയലൈസ് ദാറ്റ് ഗേൾസ് ലൈക്ക് ഹെർ വിത്ത് കിങ്കി ഹെയർ, ചുരുണ്ട മുടി, ആൻഡ് ചോക്ലേറ്റ് കളേർഡ് സ്കിൻ കുഡ് ഓൾസോ ബി ക്യാരക്ടേഴ്സ്. അഡിച്ചീനെ പോലത്തെ ആഫ്രിക്കൻ വിമണ്ണും എന്താണ്, അല്ല ആഫ്രിക്കൻ പീപ്പിളിലും എന്താണ് കഥകളിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് പറ്റും, അല്ല അങ്ങനത്തെ ബുക്സ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനത്തെ ബുക്സ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നത് ഇങ്ങനത്തെ ആൾക്കാരുടെ ആഫ്രിക്കൻ ഓതേഴ്സിന്റെ ബുക്ക് വായിച്ചപ്പോഴാണെന്നാണ് അഡിച്ചി പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ.
ഷീ ഹാഡ് എ സിംഗിൾ സ്റ്റോറി അബൌട്ട് ഫിദെ ദി ഹൗസ് ബോയ്. അവരുടെ വീട്ടിന് ഹെൽപ്പിന് നിൽക്കുന്ന ഒരു ചെക്കൻ ഉണ്ടായിരുന്നു, ഫിദെ എന്നാണ് അവൻ്റെ പേര്. അവനെ പറ്റിയിട്ട് എന്തായിരുന്നു, അടിച്ചിക്ക് ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഷീ ബിലീവ് ദാറ്റ് ഹി ആൻഡ് ഹിസ് ഫാമിലി ഹാഡ് ഓൺലി പോവർട്ടി ഇൻ ലൈഫ് ആൻഡ് ഡിഡ് നോട്ട് ഹാവ് എനി അതർ എബിലിറ്റീസ്. ഫിദെ ഭയങ്കര പൂവർ ആയിരുന്നു, അതുകൊണ്ട് അടിച്ച് വിചാരിച്ചു എന്താണ്, അവനും അവൻ്റെ ഫാമിലി പൂവറാണ്, വേറെ ഒന്നും ലൈഫിലില്ല, വേറെ ഒരു കഴിവും ഇല്ല, ഒന്നുമില്ല ലൈഫിൽ, അവർ കഷ്ടപ്പാടും പോവർട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് അത് അടിച്ച് വിചാരിച്ചത്. Once she visited his house and found beautifully patterned baskets of dyed raffia made by brother. ഒരു ദിവസം എന്താണ്, അടിച്ചിയുടെ അമ്മയും കൂടെ ഈ ഫിദയുടെ വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ പോയപ്പോൾ നല്ല ഡ്രൈഡ് റാഫിയ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെന്താണ്, അവരുടെ വീട്ടിൽ ആ ഫിദയുടെ ബ്രദർ ഉണ്ടാക്കി വെച്ചത് കണ്ടു. Then she realized that her single story about Fide and family was wrong. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, അവൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. അവൾ വിചാരിച്ചെന്താണ്, ഇവരുടെ വീട്ടിൽ വേറെ ഒന്നുമില്ല, പോവർട്ടിയും സങ്കടവും ഒക്കെ കഷ്ടപ്പാടും മാത്രമേ ഉള്ളൂ, അവർക്ക് വേറെ കഴിവുകളോ അവർ വേറെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവില്ല എന്ന് വിചാരിച്ചത്. അത് തകിടം പറഞ്ഞു. കാരണം അവരുടെ വീട്ടിൽ പോയി നോക്കിയാൽ അവരെന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പോവർട്ടി ഉണ്ട്, ഒക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ അതേസമയം ഇതും ഉണ്ട്. When she was 19, അങ്ങനെ കുറച്ചുകൂടി പ്രായം 19 ആയപ്പോൾ ഷീ വെന്റ് ടു അമേരിക്ക ടു കണ്ടിന്യൂ യുവർ യൂണിവേഴ്സിറ്റി സ്റ്റഡി. ഹെർ അമേരിക്കൻ റൂംമേറ്റ് ഹാഡ് എ സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക. അവിടെ പോയാൽ അമേരിക്കൻ റൂംമേറ്റ് എന്താണ്, അമേരിക്കൻ റൂംമേറ്റിന് ആഫ്രിക്കന് വരെ സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു. എന്താണ്, ഷീ ബിലീവ് ദാറ്റ് ആഫ്രിക്ക വാസ് ഓൺലി എ ലാൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ ലാൻഡ്സ്കേപ്പ് ആൻഡ് ഓൾ ആഫ്രിക്കൻസ് വർ പുവർ ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ് ട്രൈബൽ പീപ്പിൾ. റൂംമേറ്റ് വിചാരിച്ചത് എന്താണ്, ആഫ്രിക്ക ഭയങ്കര എന്താണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, പക്ഷെ എല്ലാവരും ഇങ്ങനെ പുവർ ആയിരുന്നു, ട്രൈബൽ പീപ്പിൾ ആയിരുന്നു ഫുള്ള്. ദ റൂംമേറ്റ് ഡിഡ് നോട്ട് നോ ഇംഗ്ലീഷ് വാസ് നൈജീരിയാസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. റൂംമേറ്റ് ഈ അടിച്ച് ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ റൂംമേറ്റ് ഭയങ്കര ഷോക്ക്ഡ് ആയി. നിനക്ക് ഇത്ര നാൾ ഇംഗ്ലീഷൊക്കെ അറിയോ, നീ ഇംഗ്ലീഷ് പഠിച്ചെന്ന് വെച്ചപ്പോൾ അടിച്ച് പറഞ്ഞു, ഇനി നൈജീരിയയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ആൻഡ് ഷീ വാസ് ഷോക്ക്ഡ് ടു ഹിയർ അഡിച്ചീസ് എക്സലന്റ് ഇംഗ്ലീഷ്. അടിച്ചിയുടെ എക്സലന്റ് ഇംഗ്ലീഷും അടിച്ച് ഇംഗ്ലീഷ് സിംഗേഴ്സിൻ്റെ ഒക്കെ പോപ്പ് സ്റ്റാർസിൻ്റെ ഒക്കെ പാട്ട് അറിയാമെന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഈ റൂംമേറ്റ് ഷോക്ക്ഡ് ആയിരുന്നു. കാരണം റൂംമേറ്റ് വിചാരിച്ചു എന്താണ്, ആഫ്രിക്കയിലെ ആൾക്കാർക്ക് ഇംഗ്ലീഷും അറിയില്ല, ആഫ്രിക്കയിലെ ആൾക്കാർ ട്രൈബൽ മ്യൂസിക് ഒക്കെ കേൾക്കുന്നതാണ് ഈ റൂംമേറ്റ് വിചാരിച്ചത്. ദാറ്റ് വാസ് റൂംമേറ്റ് സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക. ആഫ്രിക്കയെ പറ്റിയിട്ട് റൂംമേറ്റിന്റെ സിംഗിൾ സ്റ്റോറി എന്തായിരുന്നു, ആഫ്രിക്ക ഭയങ്കര പൂവർ കൺട്രി ആണെന്നും ആഫ്രിക്കയിലെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നും ആഫ്രിക്കയിലെ ആൾക്കാരൊക്കെ ട്രൈബൽ മ്യൂസിക് മാത്രമേ കേൾക്കുള്ളൂ അദ്ദേഹത്തിന്റെ ആ റൂംമേറ്റിന്റെ സിംഗിൾ സ്റ്റോറി. അഡിച്ചീസ് അമേരിക്കൻ പ്രൊഫസർ ഓൾസോ ഹാഡ് എ സിംഗിൾ സ്റ്റോറി അബൌട്ട് ആഫ്രിക്ക. പ്രൊഫസറിന് ആരുടെ സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു, അതെങ്ങനെ മനസ്സിലാവുക, ഹി ബിലീവ് ദാറ്റ് അഡിച്ചീസ് ക്യാരക്ടേഴ്സ് വേർ നോട്ട് ഒത്തന്റിക്കലി ആഫ്രിക്കൻ. അപ്പോൾ അടിച്ച് എന്താണ്, അവിടെ ബുക്സ് ഒക്കെ എഴുതുമായിരുന്നു. അപ്പോൾ ആ ബുക്സിൽ ക്യാരക്ടേഴ്സ് എന്താണ്, പ്രൊഫസർ വായിച്ചിട്ട് പറഞ്ഞു, ഈ ക്യാരക്ടേഴ്സും കഥയൊക്കെ കൊള്ളാം, പക്ഷേ നീ ഉപയോഗിക്കുന്ന ക്യാരക്ടേഴ്സ് ഒത്തന്റിക് അല്ല, ആഫ്രിക്കൻ ഒത്തന്റിക് ക്യാരക്ടേഴ്സ് അല്ല. എന്തുകൊണ്ടാണ്, ഇൻ എ സിംഗിൾ സ്റ്റോറി ആഫ്രിക്കൻ ഓതേഴ്സ് ക്യാരക്ടേഴ്സ് ഷുഡ് ബി അൺഎഡ്യൂക്കേറ്റഡ് ആൻഡ് സ്റ്റാർവിംഗ്, ദേ ഷുഡ് നോട്ട് ബി എഡ്യൂക്കേറ്റഡ് ആൻഡ് റിച്ച് ഇനഫ് ടു ഡ്രൈവ് കാസ്. പ്രശ്നം എന്താ വെച്ചാൽ അടിച്ചിയുടെ കഥയിലെ ആഫ്രിക്കൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ കാർ ഓടിക്കും, അവർ ഇംഗ്ലീഷ് സംസാരിക്കും, അവർക്ക് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. പ്രൊഫസർ പറഞ്ഞു ഒത്തന്റിക്കലി ആഫ്രിക്കൻ ആവണമെങ്കിൽ ഇങ്ങനെയൊന്നും പറ്റില്ല, ഒത്തന്റിക്കലി ആഫ്രിക്കൻ ആവാൻ അവർ പൂവർ ആയിരിക്കണം, അവർക്ക് അൺഎഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, അവർ ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടില്ല, കാറൊന്നും ഓടിക്കാൻ പാടില്ല, അങ്ങനെയാണല്ലോ ഒത്തന്റിക്കലി ആഫ്രിക്കൻ ആവണമെന്നാണ് പ്രൊഫസറിന്റെ സിംഗിൾ സ്റ്റോറി, പ്രൊഫസറിന്റെ സ്റ്റീരിയോ ടൈപ്പ്. ദോ അഡിച്ചി ഹാഡ് എ ഹാപ്പി ചൈൽഡ്ഹുഡ് ഇൻ ക്ലോസ് നിറ്റ് ഫാമിലി, ഷീ ഓൾസോ ഹാഡ് സം പെയിൻഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ ഓൾദോ അഡിച്ചിക്ക് എന്താണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നെങ്കിലും അഡിച്ചിയുടെ ലൈഫിൽ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. ഹെർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. അപ്പോൾ റെഫ്യൂജി ക്യാമ്പ്സിൽ എന്താണ് അഡിച്ചിയുടെ ഗ്രാൻഡ് ഫാദേഴ്സ് മരിച്ചു പോയിട്ടുണ്ട്. ഹെർ കസിൻ പൊള്ളെ ഡൈഡ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഇനഫ് മെഡിക്കൽ കെയർ പ്രോപ്പർ കിട്ടാത്തതുകൊണ്ട് കസിൻ എന്താണ് മരിച്ചുപോയി. ഹെർ ക്ലോസസ്റ്റ് ഫ്രണ്ട് ഒക്ലോമ ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ്. അപ്പം ലൈഫ് സ്മൂത്തൊക്കെ ആയിരുന്നു, എങ്കിൽ പോലും എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ലൈഫ് വളരെ പെയിൻഫുൾ ആയിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവോ, ഇല്ല. ലൈഫ് വളരെ ഹാപ്പി എന്ന് പറഞ്ഞാൽ മാത്രം ശരിയാവോ, ഇല്ല. ലൈഫിൽ സിംഗിൾ സ്റ്റോറി അല്ലായിരുന്നു അഡിച്ചിയുടെ ലൈഫിൽ പോലുള്ളത്. ഒരു സിംഗിൾ കഥ മാത്രം പറയാൻ പറ്റില്ല, ഇങ്ങനെ ഉണ്ടായിരുന്നു, ഹാപ്പി മൊമെന്റ്സും ഉണ്ടായിരുന്നു, സാഡ് പെയിൻഫുൾ മൊമെന്റ്സും ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. Finally, Adichie says in her speech that single stories create stereotypes and stereotypes are not untrue. അടിച്ചു പറയാണ്, സിംഗിൾ സ്റ്റോറീസ്, നിങ്ങൾക്ക് ഒരാളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു സാധനത്തെ പറ്റിയിട്ട് ഒരു സിംഗിൾ കഥ മാത്രമേ ഉള്ളെങ്കിൽ അത് സ്റ്റീരിയോ ടൈപ്സ് ആണ്. ഇനി സ്റ്റീരിയോ ടൈപ്സ് തെറ്റായത് കൊണ്ടാണോ? അല്ല. ഇപ്പം ആഫ്രിക്കയിലെ പാവപ്പെട്ട ആൾക്കാർ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. ആഫ്രിക്കയിൽ പോവർട്ടി ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. ആഫ്രിക്കയിലെ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് അല്ലാത്തത് കൊണ്ടാണോ? അല്ല. അൺഎഡ്യൂക്കേറ്റഡ് ആയാലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അല്ലേ? ആഫ്രിക്കയിൽ ട്രൈബൽ മ്യൂസിക് കേൾക്കാത്ത ആൾക്കാരില്ലാത്തതുകൊണ്ടാണോ? ഇല്ല. അവിടെ ട്രൈബൽ മ്യൂസിക് കേൾക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല, അത് അൺട്രൂ ആയതുകൊണ്ടല്ല, കളവായതുകൊണ്ടല്ല. പ്രശ്നം എന്താണ്? ബട്ട് ദേ ആർ ഇൻകംപ്ലീറ്റ്.
അത് കംപ്ലീറ്റ് അല്ല. ആഫ്രിക്കയിൽ ട്രൈബൽ മ്യൂസിക് മാത്രം കേൾക്കുന്ന ആൾക്കാരല്ല ഉള്ളത്, അവിടെ ഇംഗ്ലീഷ് പാട്ട് കേൾക്കുന്ന ആൾക്കാരും ഉണ്ട്. ആഫ്രിക്കയിൽ ഇംഗ്ലീഷ് സംസാരിക്കാതെ അൺഎഡ്യൂക്കേറ്റഡ് ആൾക്കാർ മാത്രമല്ല ഉള്ളത്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ ഭീകര ആൾക്കാരുണ്ട് അവിടെ. ഫിദയുടെ ഫാമിലി പൂവറാണ്, പക്ഷെ അതേസമയം എന്താണ്, അവർക്ക് വേറെ വേറെ കഴിവുകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പം സിംഗിൾ സ്റ്റോറി തെറ്റായതുകൊണ്ടല്ല, അത് ശരിയാണ്, പക്ഷേ അത് കംപ്ലീറ്റ് അല്ല. വേറെ പല സ്റ്റോറികളും വെച്ചിട്ടാണ് ഒരാളെ പറ്റിയിട്ടോ അല്ല ഒരു കൺട്രീനെ പറ്റി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റാമെന്നാണ് പറയുന്നത്. ദേ ആർ ഇൻകംപ്ലീറ്റ്, നോട്ട് അൺട്രൂ. തെറ്റായതുകൊണ്ടല്ല, പക്ഷേ ഇൻകംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ് അല്ല. ദേ മേക്ക് എ സിംഗിൾ സ്റ്റോറി ദ ഒൺലി സ്റ്റോറി. സിംഗിൾ സ്റ്റോറി വന്നാൽ അത് ഒരു ഒൺലി സ്റ്റോറി ആയി മാറിപ്പോകും എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ചാപ്റ്ററിലെ സ്പെസിഫിക് ഇൻസ്റ്റൻസ് ഓഫ് സ്റ്റീരിയോ ടൈപ്സ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഓരോ സിംഗിൾ സ്റ്റോറീസും ചാപ്റ്ററിൽ പറയുന്ന എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ്, ബുക്സിൽ നിന്ന് അടിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ക്യാരക്ടേഴ്സ് ഫുൾ ഫോറിൻ ആയിരിക്കണം. പിന്നെ റൂംമേറ്റ് എന്താണ് അസ്യൂം ചെയ്തത്, ഇംഗ്ലീഷ് എങ്ങനെ അടിച്ച് സംസാരിക്കാൻ പറ്റിയെന്നും അതുപോലെ തന്നെ മ്യൂസിക്കൽ പ്രിഫറൻസും, ട്രൈബൽ മ്യൂസിക് കേൾക്കുമെന്നാണ് വിചാരിച്ചത്, ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കുമെന്ന് വിചാരിച്ചില്ല. പ്രൊഫസർ എന്താണ് അടിച്ചിയുടെ ക്യാരക്ടേഴ്സ് ഒത്തന്റിക്കലി ആഫ്രിക്കൻ അല്ല എന്ന് പറഞ്ഞു. കൾച്ചറൽ പെർസെപ്ഷൻസ് ആഫ്രിക്ക, എല്ലാവർക്കും ആഫ്രിക്കനെ പറ്റി എന്താണ്, ആഫ്രിക്ക പുവർ കൺട്രിയാണ്, ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്നുള്ള പെർസെപ്ഷൻസ്. അടിച്ചിക്ക് എന്തായിരുന്നു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു അല്ലേ, ഫിദയുടെ ഫാമിലിനെ പറ്റി, അവർ പുവർ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അടിച്ചി എന്താണ് ഇതിൽ നിന്ന് വിമുക്തയല്ല, അടിച്ചിക്കും എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടെന്നാണ് അടിച്ചി പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അടിച്ചിയുടെ ക്യാരക്ടർ സ്കെച്ചും എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കി പഠിച്ച് നാളെ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, ഇതിൻ്റെ ചാപ്റ്റർ ഒന്ന് വായിച്ചും കൂടി നോക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഈസിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്റർ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ മക്കളെ. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു. നിങ്ങൾ നോട്ട്സ് ഞാൻ അയച്ചു തരും ലൈവ് കഴിയുമ്പോൾ. രാവിലെ ഇരുന്നിട്ട് വായിക്കണം. ചാപ്റ്റർ വായിച്ചില്ലെങ്കിൽ പണി പാടും. എത്ര നിങ്ങൾ ഈ ലൈവിൽ നിന്ന് മനസ്സിലാക്കിയാലും ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചാപ്റ്റർ വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സംഭവം, പണി പാടും. ഓക്കെ, അപ്പം അത്ര മാത്രം നിങ്ങളൊന്ന് ഉറപ്പ്, ആ ഒരു പ്രോമിസ് നിങ്ങളെങ്കിൽ തരണം. ആ പ്രോമിസ് നിങ്ങളെങ്കിൽ തരാൻ റെഡിയാണെങ്കിൽ A+ അല്ല ഫുൾ മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകും. നാളത്തെ സെഷനും കൂടി കഴിഞ്ഞാൽ, റൈറ്റിംഗ് സെക്ഷനും ഡിസ്കോസ് സെക്ഷനും കൂടി കഴിഞ്ഞാൽ മുഴുവൻ മാർക്കാണ് നിങ്ങൾക്ക് മറ്റന്നാളത്തെ പരീക്ഷ ലഭിക്കാൻ പോകുന്നത്. ഞാൻ ഉറപ്പ് തരാം. സെറ്റാണല്ലോ മക്കളെ? ഓക്കെ, റെഡി? അപ്പോൾ ഇനി എന്താ സംഭവിക്കാമെന്ന് വെച്ചാൽ അലൻ സാർ വരുന്നതായിരിക്കും. നിങ്ങളൊരു 1 മിനിറ്റ് അലൻ സാറിന് കൊടുക്കുക. അലൻ സാർ +1 കട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മാറി മാറി കളിക്കുകയാണ്. 1 മിനിറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ അലൻ സാറിന് കൊടുക്കുക. അലൻ സാർ റെഡിയാണോ? അവിടുത്തെ ലൈവ് കഴിഞ്ഞോ? എൻഡ് ചെയ്തോ? ഓക്കെ. അപ്പോൾ അലൻ സാർ വന്നിട്ട് ബാക്കിയുള്ള പോയംസ് നിങ്ങൾക്ക് വേണ്ടി തകർത്തെടുക്കുന്നതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, നാളെ കാണാം. നാളെ 7:30 വീണ്ടും തകർക്കണം നമുക്ക്. ഓക്കെ മക്കളെ, അപ്പോൾ ബാക്കി പോയംസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ബാക്കിയുള്ള 2 പോയംസ് ആണുള്ളത്. മക്കളെ ലൈക്സ് എല്ലാവരും കൂട്ടുക വേഗം. കഴിഞ്ഞില്ല, എൻഡ് ചെയ്തോ? കഴിഞ്ഞു. ആ നോട്ട് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ +1 ക്ലാസ് അലൻ സാറിൻ്റെ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോയം ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പോയം. അപ്പോൾ ഇതാ എല്ലാവരും അലൻ സാറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്ന് ക്ലീൻ ആക്കട്ടെ ഒരു സെക്കൻഡ്. അലൻ സാറിന് മക്കളെ ഇതെന്താ അറിയോ, ഇത് ആൽക്കഹോളാണ്. IPA എന്തായിരുന്നു, ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഐസോപ്രോപ്പിൽ ആൽക്കഹോളിൻ്റെ ഫോർമുല ആർക്കെങ്കിലും അറിയോ? പ്രൊപ്പ് 3 ഐസോ, അപ്പം 2 അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രൊപ്പിൽ ആൽക്കഹോൾ. C2C3H5OH ആണെന്ന് തോന്നുന്നു. C2H5OH ആയിരിക്കും മിക്കവാറും. ഓക്കെ, അതാണ് ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ. അതാണ് ഈ സാധനം. ഓർഗാനിക് കെമിസ്ട്രി അതുല്യ മിസ് പഠിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്താലോ? 2 പോയംസ് ഉണ്ട്, വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കാം. അത് കഴിഞ്ഞിട്ടും ചാപ്റ്റേഴ്സ് ഉണ്ട്. എല്ലാവരും തോക്കുന്നു അങ്ങനെയൊന്നും പറയലിട. എല്ലാവരും തോക്കുന്നല്ലേ, എല്ലാവരും ഫുൾ A+ മേടിക്കും അങ്ങനെ പറയണം. ഓക്കെ, അതാണ് നമ്മൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. ഇവിടെ ഈ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് ഒക്കെ എല്ലാം എന്താണ് ഉദ്ദേശിക്കുന്നത്? പൊതുവേ ഒന്നെങ്കിൽ ഇംഗ്ലീഷ് ചാപ്റ്റർ, ഒന്നെങ്കിൽ നല്ല ഹാപ്പിനെസ്സിനെ പറ്റിയിട്ടോ എല്ലാവരും നന്നാവണം എന്നൊക്കെ ഉള്ളത് ഇതായിരിക്കും ഉദ്ദേശിക്കുക. അല്ലെങ്കിൽ എന്താണ്, എന്തെങ്കിലുമൊക്കെ മോശം കാര്യം ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും. ഈ ചാപ്റ്ററൊക്കെ വായിച്ചിട്ട് അല്ലെങ്കിൽ പഠിച്ചിട്ട് നിങ്ങളൊക്കെ ഒന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ ചാപ്റ്ററൊക്കെ വെച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം നന്നാവാൻ നോക്കാം. ഓക്കെ, റെഡി? അപ്പോൾ നമ്മുടെ മദർ ടു സൺ പറഞ്ഞ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യാം. എല്ലാവരും റെഡി ആണല്ലോ?
ഓക്കെ കമോ ലെറ്റ് സിമ്പിൾ ചാപ്റ്റർ ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് മിസ്റ്റർ ലാങ്സ്റ്റൺ ഹ്യൂസ് എഴുതിയിട്ടുണ്ട്, മദർ ടു സൺ. ഇതിൽ എന്താണ് മക്കളെ, ഇതൊരു ഡയലോഗ് പോലെ അല്ലേ, അമ്മ മകനോട് പറയുന്നത്. നമുക്ക് ഈ പോയത്തിനെ പറ്റി എഴുതി എഴുതുമ്പോൾ ദിസ് ഈസ് എ മെസ്സേജ് ഫ്രം ദ മദർ ടു ദ സൺ. ഓക്കെ, ദ മദർ ഇസ് ടോക്കിംഗ് ടു ദ സൺ അല്ലേ, അമ്മ മകനോട് പറയുന്ന ഡയലോഗ് അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും അഡ്വൈസ് ആണ്, ഹാർഡ് വർക്ക് ചെയ്യണം, നെവർ ഗിവ് അപ്പ്. ഓക്കെ, നെവർ ഗിവ് അപ്പ് ആൻഡ് ഹാർഡ് വർക്ക് ചെയ്യണം. ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവും. നിങ്ങൾക്ക് 10ാം ക്ലാസ് എക്സാം ആയപ്പോൾ കുറേ ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാവും, പേടി ഉണ്ടാവും, വലിയ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ തോറ്റു കൊടുക്കുമോ? നിങ്ങൾ വിട്ടുകൊടുക്കൂല, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും അല്ലേ. നാളെ എക്സാം എഴുതും, അവിടെ വാങ്ക, സൈബർ സ്പേസ്, അങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ ഇനി എടുക്കും കേട്ടോ, ഇനി എടുക്കും, പേടിക്കണ്ട, ആരും പേടിക്കണ്ട. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, ദ മദേഴ്സ് ലൈഫ് ഇസ് കമ്പയർഡ് ടു ക്രിസ്റ്റൽ സ്റ്റെയർ കേസ്. ഓക്കെ, ലൈഫ് ഒരിക്കലും സുഖകരമായിരിക്കില്ല, ഭയങ്കര സുന്ദരമായിട്ടൊന്നും പോവില്ല, കുറച്ച് ബുദ്ധിമുട്ടണം. അങ്ങനെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള മാർക്ക് മേടിക്കുക, നല്ല ലെവലിലെത്തുക അല്ലേ. റെഡിയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് കഷ്ടപ്പെടേണ്ടത് എന്നുള്ള കാര്യം പറയുന്നത് അമ്മ കൊടുക്കുന്ന ഉപദേശം, മദേഴ്സ് അഡ്വൈസ് ടു സൺ അബൌട്ട് ലൈഫ്. Well son, I'll tell you, life for me ain't been no crystal stair. It's had tacks in it and splinters and board torn up and places with no carpet on the floor. Bare. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസാണ് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ആരാണ് മക്കൾ ഇത് പറയുന്നത്? ഇത് ആരുടെ വാക്കുകളാണ്? അതൊന്ന് പറഞ്ഞേ, ആരുടെ വാക്കുകളാണിത്? ഇതൊരു അമ്മേൻ്റെ വാക്കുകൾ. അതായത് മോനോട് പറയാം, അതേ മോനെ ഞാൻ പറയാം ലൈഫ് ഫോർ മീ, അമ്മയ്ക്ക് ലൈഫ് എയിൻറ്റ്. മക്കളെ എയിൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? എയിൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ്. എന്താണ് എയിൻറ്റ് എന്ന് പറയുമ്പോൾ? നോട്ട് ചെയ്തോ നിങ്ങളുടെ എയിൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആഫ്രോ, ഓക്കെ, ആഫ്രിക്കൻ അമേരിക്കൻ എന്ന് പറയും, ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് കേട്ടോ, അമേരിക്കൻ ഡയലക്റ്റ്. ഓക്കെ, ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് ആണ്. ലൈഫ് ഫോർ മീ ain't hasn't been. അപ്പോൾ ലൈഫ് എനിക്ക് വേണ്ടിയിട്ട് ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ കേസ്. മക്കളെ ഇവിടെ ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് മക്കളെ? നല്ല നിങ്ങളുടെ ലൈഫൊക്കെ ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് ആണ്. എൻ്റെ ലൈഫ് ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് അല്ല, എൻ്റെ ലൈഫ് ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സംഭവം. ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റഫറാണ്. ഓക്കെ, ലൈഫിനെ ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് എന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സ്റ്റെയർ കേസ് എന്താണ്? സ്റ്റീലും കൊണ്ട് കരിമ്പ് കൊണ്ട് ഉണ്ടാക്കിയാണോ? അല്ല. ക്രിസ്റ്റൽ സ്റ്റെയർ കേസിന് ലൈഫിനെ കമ്പയർ ചെയ്യുന്നത് ഒരു മെറ്റഫറാണ്. ഓക്കെ, നമ്മൾ പറയില്ലേ നീ ഒരു പുലിയാന്ന് പറയുമ്പോൾ നീ ഒരു പുലിയല്ല, പക്ഷെ ഞാൻ കമ്പയർ ചെയ്യാം നിന്നെയും പുലിയും തമ്മിൽ. ഓക്കെ, അതാണ്. അപ്പം മദറിൻ്റെ ലൈഫ് നമ്മൾ ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് ആയിട്ട് കമ്പയർ ചെയ്യാം. ഇറ്റ്സ് ആറ്റ് ഇതിൽ ലൈഫിൽ മുള്ളുകളുണ്ടായിരുന്നു. ടാക്സ് എന്ന് പറയുമ്പോൾ മുള്ളുകൾ പോലെ, സ്പ്ലിൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കുത്തുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പം ഒരു സ്റ്റെയർ കേസ്, ഓക്കെ, ഒരു മരം നിറഞ്ഞ ഇവിടെ കുത്തുകളും ആണികളൊക്കെ ഉള്ള സ്റ്റെയർ കേസ്. നിങ്ങൾക്ക് നടക്കുമ്പോൾ വേദന ആവൂലേ മക്കളെ? ഇങ്ങനെ ഒരു മരമൊക്കെ ഉള്ള സ്റ്റെയർ കേസ്, കുത്തുകളും ആണികളൊക്കെ ഉള്ള സ്റ്റെയർ കേസ് നടക്കുമ്പോൾ വേദന എടുക്കുമെങ്കിൽ ഒരു ചിരിക്കുന്ന മോചിട്ടെ വേദന എടുക്കും അല്ലേ? അതാണ് അമ്മ പറയുന്നത്. എൻ്റെ ലൈഫ് ആ വുഡൻ സ്റ്റെയർ കേസ്, കഷ്ടപ്പാടുകളുള്ള സ്റ്റെയർ കേസ് ആയിട്ട് നോക്കുക. ഇങ്ങനെ ഭയങ്കര സുന്ദരമായ സ്റ്റെയർ കേസ് അല്ല, ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് അല്ല, ബുദ്ധിമുട്ടുകളായിരുന്നു. ആൻഡ് ബോർഡ്സ് തോണം, ചില സ്റ്റെപ്പുകളൊക്കെ കീറിക്കിടക്കാണ്. ഓക്കെ, റെഡി. ആൻഡ് പ്ലേസസ് വിത്ത് നോ കാർപ്പറ്റ്. അപ്പോൾ ഈ കാർപ്പറ്റ് ഒന്നും ഇല്ലെങ്കിൽ വേദന എടുക്കൂലേ? മരം പോലെ പൊളിഞ്ഞ് കഷ്ടപ്പാടുകളാണ് ലൈഫ്. ഓക്കെ, ഇവിടെ ലൈഫിൻ്റെ ഡിഫിക്കൽട്ടീസ് ആണ് പറയുന്നത്. ഓക്കെ, ഇവിടെ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. ലൈഫിൽ മുള്ളുണ്ടെങ്കിൽ കുഴപ്പമുണ്ട്, മുള്ളിൻ്റെ അപ്പുറത്തൂടെ പോയാൽ പോലെ. ലൈഫിൽ കുത്തുന്ന വേനുള്ള ആണി പോലെ സാധനം ഉണ്ട്, അത് പ്രശ്നമുണ്ടോ? സിമ്പിൾസ് ആണ്, ലൈഫിൻ്റെ ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈഫ് ഫോർ മീ എയിൻറ്റ് ബിൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ഇതൊരു മെറ്റഫറാണ്. പിന്നെ ഈ വാക്കുകൾ നോട്ട് മക്കളെ, ആനഫോറ എന്ന് പറയും. എന്താണ് ആനഫോറ? ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കുന്നത് സെയിം വാക്കുകളാണ്. നോക്കിയേ, ആൻഡ് നോക്കി, ആൻഡ് അതിനെ ആനഫോറ എന്ന് പറയും. മക്കളെ ആനഫോറ എന്ന ചാറ്റ് ഒന്ന് വേഗം പറ. ആനഫോറ ലൈൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ റിപ്പീറ്റ് ചെയ്യുന്ന വാക്കുകൾ. ഓക്കെ, അപ്പോൾ ആനഫോറ 3 പ്രാവശ്യം വന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ സ്റ്റെയർ കേസും അതേപോലെ ടാക്സും സ്പ്ലിൻഡേഴ്സും ഒക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട് വിഷ്വൽ ഇമേജറി, കാർപ്പറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ വിഷ്വൽ ഇമേജറി. ഓക്കെ, റെഡി. അടുത്ത ലൈൻസ് വായിക്കാം. ബട്ട് ഓൾ ദ ടൈം, ഓക്കെ, ലൈഫ് ബുദ്ധിമുട്ടാണ്, കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അമ്മ പറയുന്നത്. ഓക്കെ, ബട്ട് ഓൾ ദ ടൈം, എപ്പോഴും, എവറി ടൈം, ഐസ് ബിൻ. മക്കളെ ഐസ് ബിൻ എന്ന് പറയില്ലല്ലോ, അതും ആഫ്രോ അമേരിക്കൻ ഡയലക്റ്റ് ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐ ഹാവ് ബിൻ. നമുക്കറിയാം ഐ ഹാവ് ബിൻ എന്താണ്? ഐ ഹാവ് ബിൻ ക്ലൈംബിംഗ് ഓൺ. ഓക്കെ, ക്ലൈംബിംഗ് ഓൺ. ഓക്കെ, ഞാൻ എപ്പോഴും കടന്നുകൊണ്ടിരിക്കുക, ഞാൻ ആ സ്റ്റെയർ കേസ്, ലൈഫ് എന്നുള്ള സ്റ്റെയർ കേസ് കഷ്ടപ്പെട്ട് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഐ ഹാവ് ബിൻ ക്ലൈംബിംഗ് ഓൺ എന്നാ പറയുന്നത്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്, മുന്നോട്ട് പോകണമെന്നാ പറയുന്നത്. നമ്മൾ മുന്നോട്ട് പോവില്ലേ?
നമ്മൾ മുന്നോട്ട് പോലെ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ലൈഫിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ ചീത്ത കേൾക്കും പേരൻസിനടുത്ത്, ടീച്ചേഴ്സിനടുത്തത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുണ്ടാവും. പക്ഷേ നിങ്ങൾ വിട്ടുകൊടുക്കോ? ഇല്ല. നമ്മൾ വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അവനോട് തല്ലുണ്ടാക്കാനാണോ? ഇല്ല. വി വിൽ നെവർ ഗിവ് അപ്പ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കും, നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലേ. ആൻഡ് റീച്ച് ഇൻ ലാൻഡിങ്സ്. മക്കളെ, ഈ ലാൻഡിങ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഇമേജറി പോലെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സ്റ്റെയർ കേസൊക്കെ പോകുമ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് കയറുമ്പോൾ സ്റ്റെപ്പ് കയറി ഒരു ലാൻഡിങ് ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതിനാണ് ലാൻഡിങ് എന്ന് വിളിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താണ്? സ്റ്റെപ്പ് വീണ്ടും കയറി പോകും. ഓക്കെ, സ്റ്റെപ്പ്. അപ്പോൾ ഇതിനെ വിളിക്കും ലാൻഡിങ്. ഓക്കെ, അപ്പം ഇതെന്താണ്? സ്റ്റെപ്പിൻ്റെ ലാൻഡിങ്. കുറച്ച് കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം, അതാണ് ലാൻഡിങ്. ഓക്കെ, ആൻഡ് ടേണിങ് കോർണേഴ്സ്. ഓക്കെ, അപ്പം ഇവിടുന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ടേക്ക് ചിലപ്പോൾ തിരിയും, അങ്ങോട്ടേക്ക് തിരിയും. ലൈഫ് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആണ് നമ്മൾ. ഓക്കെ, ലൈഫ് ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ആൻഡ് സംടൈംസ് ഗോയിങ് ഇൻ ദ ഡാർക്ക്. അപ്പം ലൈറ്റ് ഇല്ലാണ്ട്. ഓക്കെ, അപ്പം നോ ക്ലൂലെസ് ആയിട്ട് പോലെ. ഓക്കെ, ഇടയ്ക്ക് നിങ്ങൾ ലൈഫിൽ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾക്കാവില്ല, കുറച്ചുകൂടി ലൈഫിൽ വലുതാകുമ്പോൾ നിങ്ങൾക്ക് ജോലി അല്ലെങ്കിൽ ലൈഫിലൊരു പാർട്ട്ണർ അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾക്കൊരു ഗോളൊക്കെ ഇല്ലാത്തപ്പോൾ നിങ്ങളിങ്ങനെ ക്ലൂലെസ് ആയിട്ടൊക്കെ ഇരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ വലിയ പ്രശ്നം, നിങ്ങൾക്ക് അടിപൊളി സ്കൂളുണ്ട്, അടിപൊളി ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം നിങ്ങൾക്കിപ്പോൾ 10ാം ക്ലാസ് എഴുതണം, +2 എഴുതണം, വളരെ സിമ്പിളായിട്ട് പോകും. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ ലൈഫിൽ ക്ലൂലെസ് ആവും അല്ലേ. നിങ്ങൾക്ക് ഫ്രണ്ട്സ് കുറവായിരിക്കാം, നിങ്ങളിപ്പോൾ ഫാമിലിൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് ജോലി ഉണ്ടാവും, അപ്പം നിങ്ങൾ ക്ലൂലെസ് ആയിരിക്കുന്നത്. അതേപോലെ ക്ലൂലെസ് ആയിട്ട് ലൈഫിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഡാർക്ക്നെസ്സിലായിരുന്നു. ഓക്കെ, നോക്കിയേ, വേർ ദെയർ എയിൻറ്റ് ബിൻ നോ ലൈറ്റ്. അപ്പം ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ, ആരും പോവാത്ത പാതയിലൂടെ, ഇന്നേ വരെ ആരും പോവാത്ത വഴിയിൽ കൂടെ ഞാൻ പോകേണ്ടി വന്നു. ഓക്കെ, അപ്പം അമ്മേൻ്റെ ലൈഫിൽ ഡിഫിക്കൽട്ടീസ് പറയുക, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, വേദനകളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു, തന്നെ ഒറ്റയ്ക്ക് ആരും പോവാത്ത വഴി കൂടെ പോകേണ്ടി വന്നു എന്നാ പറയുന്നത്. ഓക്കെ, ഇവിടെയും റീച്ച് ഇൻ ലാൻഡിൻസ് ആഫ്രോ അമേരിക്കൻ. റീച്ച് ഇൻ എന്നൊക്കെ പറയുമ്പോൾ ക്ലൈംബിൻ എന്നൊക്കെ പറയുമ്പോൾ ഐസ് എന്ന് പറയുമ്പോൾ ആഫ്രോ അമേരിക്കൻ ഡയലക്ട്. ഇത് നോട്ട് ചെയ്യണം വരും. ആനഫോറ വീണ്ടും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നോക്കിയേ, ഇവിടെ വളരെ 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 ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞു. സോ ബോയ്, മകനെ, എടാ കുട്ടാ, ഡോണ്ട് യു ടേൺ ബാക്ക്. തിരിഞ്ഞു പോകരുത്. നമ്മളും തിരിഞ്ഞു പോകരുത്, ഒരിക്കലും തിരിഞ്ഞു പോകരുത്. ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ്. നിങ്ങളിങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ എത്തുമ്പം ബുദ്ധിമുട്ട് കാരണം നിങ്ങൾ ഇരുന്ന് വിട്ടുകൊടുക്കോ. ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് സ്റ്റോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, വിട്ടുകൊടുക്കരുത്, അവിടെ ഇരിക്കരുത്. ബിക്കോസ് യു ഫൈൻഡ് ഇറ്റ്സ് കൈൻഡർ ഹാർഡ്, ഡോണ്ട് യു ഫോൾ നൗ. നല്ല ബുദ്ധിമുട്ടായിരിക്കും. കൈൻഡർ ഹാർഡ് എന്ന് പറയുമ്പോൾ കൈൻഡ് ഓഫ് ഹാർഡ് എന്നാണ്, ഡിഫിക്കൽട്ട് എന്ന് ഉദ്ദേശിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഡോണ്ട് യു ഫോൾ നൗ, വിട്ടുകൊടുക്കരുത്, വീടരുത് എന്നാണ് പറയുന്നത്. ഫോർ ഐ സ്റ്റിൽ ഗോയിങ് ഓൺ. മക്കളെ, ഫോർ ഐ ആം. ഓക്കെ, ഫോർ ഐ, ഇവിടെ ഐസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഐ ആം എന്നാണ്. ഓക്കെ, ഫോർ ഐ ആം സ്റ്റിൽ ഗോയിങ് ഓൺ ഹണി. ഞാൻ ഇപ്പോഴും കഷ്ടപ്പെടാന്നാണ് പറയുന്നത്. അമ്മ വയസ്സായപ്പോൾ സിമ്പിളായോ ലൈഫ്? ഇല്ല. For I am still going on, I am still climbing, and life for me ain't been no crystal staircase. മക്കളെ, ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ലൈൻ. ഇതിനെ നമുക്ക് റിഫ്രെയിൻ എന്ന് വിളിക്കാം. ഒരു ലൈൻ മൊത്തം റിപ്പീറ്റ് ചെയ്ത് നമുക്ക് റിഫ്രെയിൻ എന്ന് വിളിക്കാം കേട്ടോ. ഈ ലൈൻ റിപ്പീറ്റ് ആയിട്ടുണ്ട്. സോ അമ്മ പറയുന്നത്, അമ്മേൻ്റെ ലൈഫിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, കുറേ അൺഎക്സ്പെക്റ്റഡ് ആയ കാര്യങ്ങളുണ്ടായിരുന്നു, ഡാർക്ക്നെസ്സിൽ പോകേണ്ടി വന്നു. സോ മകനെ, നീയും തിരിഞ്ഞു പോകരുത്, നീയും അവിടെ അങ്ങ് റെസ്റ്റ് എടുക്കാൻ നിൽക്കരുത്, നീയും വിട്ടുകൊടുക്കരുത്. കാരണം എന്താ? വൈ? കാരണം ഞാൻ ഇപ്പോഴും കഷ്ടപ്പെടുകയാണ്, ഞാൻ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക, ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ലൈഫ് എനിക്കൊരു ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് അല്ല, ലൈഫ് എനിക്ക് ഇന്നും ഈസി അല്ല എന്നാണ് പറയുന്നത്. പോയത്തിൻ്റെ ഐഡിയ മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, മീനിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇമേജറിയും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ ഐഡിയയും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട് കേട്ടോ, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി? അപ്പോൾ ഈ പോയം സെറ്റാണല്ലോ. അതിൻ്റെ തീം എന്താണ്? ഒരു അമ്മ മകനോട് അഡ്വൈസ് കൊടുക്കുക ലൈഫിൽ. ഓക്കെ, വെരി ഗുഡ്, ഇറ്റ്സ് എൻ അഡ്വൈസ്. ഓക്കെ, മകനോട് പറയുന്ന അഡ്വൈസ് അതേപോലെ ഉപയോഗിക്കുന്നു. ഓക്കെ, സെറ്റാണല്ലോ. മറ്റന്നാൾ എക്സാമിന് വരുമ്പോൾ എന്താ എഴുതാ? മദേഴ്സ് അഡ്വൈസ് ടു സൺ, മദറിൻ്റെ ലൈഫിൻ്റെ ഡിഫിക്കൽട്ടീസ്, സൺ ആസ്കിങ് സൺ നോട്ട് ടു ഗിവ് അപ്പ്, ടു മൂവ് ഫോർവേഡ് ആൻഡ് ഫേസ് യുവർ ഫിയർസ്, അങ്ങനെയൊക്കെ പറയുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് പോയം അലൻ സാറിനെ പഠിപ്പിക്കാനുള്ള ലാസ്റ്റ് പോയം. ദിസ് ഈസ് പോയിട്രി ബൈ പാബ്ലോ നെറൂഡ. ഓക്കെ, പോയിട്രി മക്കളെ, ഈ പോയിട്രി എന്ന് പറയുമ്പോൾ എന്താണ്? കവിത എഴുതാനുള്ള എന്താണ് ക്വാളിറ്റി അല്ലെങ്കിൽ അബിലിറ്റി അല്ലേ? നമുക്ക് പോയിട്രി എന്ന് പറയുമ്പോൾ കാവ്യത്വം എന്നൊക്കെ പറയാം. ഓക്കെ, റെഡി ആണല്ലോ? ആ ലൈക്സ് വേഗം 30K ആക്കാം മക്കളെ. നിങ്ങളുടെ +1 ചേട്ടന്മാർ 37 or 38K എന്തോ ആക്കിയിട്ടുണ്ട്. ഓക്കെ,
റെഡി ആണല്ലോ? റെഡി. അപ്പൊ ഈ പോയം കൂടി കഴിഞ്ഞാൽ ഓക്കെ, ഈ പോയത്തിന് നമുക്ക് ഈ പോയം എന്തിനെ പറ്റിയിട്ടാ? ഈ പോയം 2 വാക്കിൽ എന്തിനെ പറ്റിയിട്ടാന്ന് പറഞ്ഞ വേഗം 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 പറഞ്ഞ. കമോൺ കമോൺ കമോൺ, ശ്രദ്ധിച്ചേ, വേഗം പറഞ്ഞേ. ഓക്കെ, ഇതെന്താണ് മക്കളെ? ഇത് എൻട്രി ഓഫ് പോയിട്രി. എൻട്രി ഓഫ് പോയിട്രി ആണോ അല്ലേ? പാബ്ലോ നെറൂഡ ഒരു സാധാരണ മനുഷ്യൻ, ആരുമല്ല ഒന്നുമല്ല. ഓക്കെ, ഈ പോയറ്റിന്റെ വളരെ സിമ്പിൾ. ഹൗ, ഈ പോയറ്റിന് എന്താണ് പറയുന്നത്? ഹൗ പോയട്രി, ഹൗ പോയട്രി, പോയട്രി എന്ന് പറഞ്ഞാൽ പോയം എഴുതാനുള്ള കഴിവ്, ദ അബിലിറ്റി ടു റൈറ്റ് പോയംസ് ഫൗണ്ട് അല്ലെങ്കിൽ എൻറ്റേർഡ് ദ പോയറ്റ്, എൻറ്റേർഡ് പാബ്ലോ നെറൂഡ. നിങ്ങളൊക്കെ കവിത എഴുതോ? നിങ്ങളൊക്കെ കവിത എഴുതോ? ചിലവരൊക്കെ കുറേ കഷ്ടപ്പെട്ട് പോയംസ് എഴുതി, കവിതയൊക്കെ എഴുതി, അല്ലെങ്കിൽ കഥയൊക്കെ എഴുതി നന്നായി വരുന്ന. ഇവിടെ പാബ്ലോ നെറൂഡ പറയുന്നത്, ഒരു ദിവസം പോയിട്രി എന്നെ തേടി വന്നു, എന്നെ കണ്ടുപിടിച്ചു, ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു കഴിവ് എനിക്കങ്ങ് വന്നു എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്. ഓക്കെ, ടച്ച്ഡ് ഹിം അൺഎക്സ്പെക്റ്റഡ്ലി. വെരി ഗുഡ്. പെട്ടെന്ന്, ഔട്ട് ഓഫ് ദ ബ്ലൂ, ഔട്ട് ഓഫ് ദ വേൾഡ്. ഓക്കെ, എവിടെന്നോ എങ്ങനെയോ എപ്പോഴോ വരുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം മക്കളെ. നിങ്ങളിവിടെ ഉള്ള ആൾക്കാരുടെ അടുത്ത് എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണം. ഓക്കെ, എല്ലാവരും അൻസാറിനെ ഹെൽപ്പ് ചെയ്യൂലേ? എനിക്കൊരു ചെറിയ ഹെൽപ്പ് വേണം. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ഇത്ര സമയമായില്ലേ, നമുക്ക് ഈ പോയം കൂടി കഴിഞ്ഞാൽ കുറച്ച് ചാപ്റ്റേഴ്സും കൂടി ഉള്ളൂ. അൻസാർ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് പോകാനില്ല, നിങ്ങൾ അവിടെ ഇരിക്കേ. ഓക്കെ, ഞാൻ നിങ്ങളുടെ ചാനലിൽ ചാറ്റിൽ ഒരു സാധനം ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ടൊന്ന് അലൻ സാറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ലൈവായിട്ട് സബ്സ്ക്രിപ്ഷൻ കൂടുന്നത് കാണാം. അത് ഭയങ്കര രസകരമാണ്. ഓക്കെ, ഇവിടെ ഓക്കെ, സബ്സ്ക്രൈബ്. നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്താൽ കുറേ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോളും, എനിക്ക് കുറേ വീഡിയോസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മക്കളെ. എക്സാമിനറിൻ്റെ ലിങ്ക് അല്ല, അലൻ സാറിൻ്റെ ചാനലിൽ ലിങ്ക്. അപ്പോൾ ഇത് സെൽഫ് പ്രൊമോഷനാണ്. 1 മിനിറ്റിൽ നമുക്ക് തിരിച്ച് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിൻ ചെയ്ത മെസ്സേജ് അവിടെ അലൻ സാറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ നിങ്ങളുടെ +1 ചേട്ടന്മാരും കാണിച്ചിട്ട് അവർക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കുറേ ആൾക്കാർ കൂടെ. കമാൺ 10 സെക്കൻഡ് ഞാൻ കാണിച്ചിരിക്കും. അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ, നമുക്ക് കാണാൻ ഈ നമ്പർ മാറുന്നത് എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കമോൺ 160 ആയി. ഓക്കെ, 170, 180 ഭയങ്കര സ്പീഡിലാണ് സബ്സ്ക്രൈബേഴ്സ് വരുന്നത്. ഓൾറെഡി 40 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ സ്വന്തം ചാനൽ. ഇവിടെ ഞാൻ കുറച്ച് ടെക് വീഡിയോസ്, സയൻസ് വീഡിയോസ് ആൻഡ് മാത്സ് വീഡിയോസ് ആണ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയൊക്കെ 200K ഇന്നലെ രാത്രിയായി. നിങ്ങളുടെ +1 ചേട്ടന്മാരുടെ സപ്പോർട്ട് തരണം. ഇനി നമ്മൾ കുറേ ദിവസം കാണാണ്ട്, അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓക്കെ, 5 4 3 2 1. ഇവിടെ 500 ആക്കാൻ പറ്റുമോ? 500 ആക്കുമ്പോൾ ഞാൻ ക്ലോസ് ചെയ്യാം. 500 ആക്കുമ്പോൾ ഞാൻ വേഗം ക്ലോസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണം. 30 ആൾക്കാരും കൂടി 80. ഇനി 14 ആൾക്കാരും കൂടി. ഇനി 500 ആയിട്ട് ഞാൻ പോകുന്നുള്ളൂ. 502. താങ്ക് യു എവരി വൺ. നിങ്ങൾ പൊള്ളിയാണ്, നിങ്ങൾ ആൾക്കാർ പൊള്ളി ആൾക്കാരാണ്, പൊള്ളി. ഓക്കെ, നിങ്ങൾ ആൾക്കാർ പൊള്ളി. ഓക്കെ, ഇനി പോയിട്രി. എങ്ങനെയാണ് പോയിട്രി പാബ്ലോ നെറൂഡേനെ വന്ന് കണ്ടേന്നാണ് പറയുന്നത്. ഓക്കെ സാർ, 10ാം ക്ലാസ്സിൽ അലൻ സാറിന് ഫുൾ A+ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സംശയം ഉണ്ട്, പേടിക്കേണ്ട. അലൻ സാറിന് 10ാം ക്ലാസ്സിന് ഫുൾ A+ ഉണ്ട്, +2 ഫുൾ A+ ഉണ്ട്, അടിപൊളി മാർക്ക് ഉണ്ട് കോളേജിലൊക്കെ. ഓക്കെ, റെഡി? സോ പോയിന്റ്സ് ഫോർ അപ്രീസിയേഷൻ. സോ മനസ്സിലാക്കേണ്ടത്, ഇയാളൊരു അമേരിക്കൻ പോയിട്ടാണ്, അല്ല, ചിലി എന്നുള്ളൊരു രാജ്യത്താണ്. അപ്പോൾ നിങ്ങൾക്കത് ഓർക്കാൻ ആഗ്രഹമില്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ചിലി എന്നുള്ള പോയറ്റാണ്. ഓക്കെ, തീം എന്താണ്? എക്സ്പീരിയൻസ് ഓഫ് എ പോയറ്റ് ഹൂസ് എംബ്രേസ്ഡ് ബൈ പോയറ്റിക് ക്രിയേറ്റിവിറ്റി. ഓക്കെ, പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പോയട്രി എന്ന് പറയുമ്പോൾ എഴുതാനുള്ള ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പോയറ്റിക് ക്രിയേറ്റിവിറ്റി എന്ന് പറയും. ഓക്കെ, പോയറ്റിക് ക്രിയേറ്റിവിറ്റി. അപ്പോൾ പോയം എഴുതാനുള്ള ആ കഴിവ്, സ്കിൽ ടു റൈറ്റ് പോയം അല്ലെങ്കിൽ എബിലിറ്റി ടു റൈറ്റ് പോയം ആണ് പറയുന്നത്. ഓക്കെ, സെറ്റാണല്ലോ? ഓക്കെ, ഇത് ഫ്രീ വേർസ് ആണ് മക്കളെ. നിങ്ങളിതിൻ്റെ പോയമിൻ്റെ ഫ്രീ വേർസ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സ്റ്റാൻസയ്ക്ക് ഒരു ഷേപ്പോ ഒരു സ്ട്രക്ചറോ ഒന്നുമില്ല. അതേപോലെ നിങ്ങൾക്ക് നോ റൈം സ്കീം. മക്കളെ, റൈമില്ല.
റൈമില്ല. കഴിഞ്ഞ ചാപ്റ്ററിനും ലൈമില്ല, ഇതിലും റൈമില്ല, റൈം സ്കീം ഇല്ല. ഓക്കെ, നോക്കിയേ. ഇൻ ദിസ് പോയം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ലൈവാ. ഇൻ ദിസ് പോയം പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് ഹിം. മക്കളെ, തേടി തേടി വരിക. നമ്മുടെ ആമസോൺ ഡെലിവറി അല്ലെ സ്വിഗ്ഗി ഡെലിവറി പോലെ നമ്മുടെ പോയട്രി ഇയാളെ അന്വേഷിച്ച് വരികയാണ്, പാബ്ലോ നെറൂഡേനെ. ഓക്കെ, ദ പോയിറ്റ് വാസ് ട്രൂലി ഇൻസ്പയർഡ് ആസ് ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഹിസ് ഫസ്റ്റ് ലൈൻസ്. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ? സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. പോയിട്രി എല്ലാ ഡിവൈസും നോട്ട്സ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും യൂസ് ചെയ്യണം, പഠിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നോട്ട്സ് എല്ലാവരും കിട്ടും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈവ് എൻഡ് ചെയ്യുമ്പോൾ ഞാൻ എൻഡ് ചെയ്യാതെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ടീച്ചർ, നിങ്ങൾക്ക് ആരാ ഗെസ് ചെയ്യാൻ പറ്റുമോ? 2-3 ചാപ്റ്ററും കൂടി എടുക്കാനുണ്ട്. ഹരിജ മിസ് വന്ന് എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പോയിം കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂട്ടി കാണിച്ചു തരാം. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയിട്രി അറൈവ്ഡ്. നിങ്ങൾ എഴുതേണ്ടത് ഈ പോയം സ്റ്റാർട്ട് ചെയ്തത് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ? ഇല്ല, ആൻഡ് എന്ന് പറയാം. അപ്പോൾ എന്തോ പറയുന്നതിൻ്റെ ഇടയ്ക്കാണ്. ഓക്കെ, അപ്പോൾ ആൻഡ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് പറയാം ദ പോയറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് എന്തോ ഇറ്റ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ സംതിങ്, എന്തോ നടക്കുന്നതിൻ്റെ ആൻഡ് അതപ്പം വന്നതാണ് അറ്റ് ദാറ്റ് ഡേറ്റ്. ഓക്കെ, ആ പ്രായത്തിലാണ് വന്നത്. പോയിട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. മക്കളെ, പോയം എഴുതാനുള്ള കവിത, പോയം എഴുതാനുള്ള കഴിവ് പാബ്ലോ പോലെ പാബ്ലോ ആണോ? പാബ്ലോ, ഞാൻ നിന്നെ തേടി വരികയായിരുന്നു, ഞാൻ നിന്റെ അകത്തേക്ക് കയറട്ടെ എന്ന് പറയുന്നത്, അങ്ങനെ വല്ലതും വരുമോ? അങ്ങനെ അതുകൊണ്ട് തന്നെ പോയിട്രി ഇസ് പെർസോണിഫൈഡ്. എന്താണ് പോയിട്രി എന്നുള്ള സാധനത്തിന് അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ, എന്നെ അന്വേഷിച്ച് വന്നു. അതെന്താണ്? ഒരു മനുഷ്യനെ പോലെ അന്വേഷിച്ചു. അതുകൊണ്ട് പെർസോണിഫിക്കേഷൻ റെഡി ആണെങ്കിൽ ഫയർ ഇമോജിട്ട് നോട്ട് ചെയ്യുക. പോയിട്രി ഇസ് പെർസോണിഫൈഡ് ഹിയർ. ഓക്കെ, ഐ ഡോണ്ട് നോ എന്ന് ഐ ഡോണ്ട് നോ 2 പ്രാവശ്യം പറഞ്ഞത് അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. എന്താണ്? എനിക്കറിയില്ല, എനിക്ക് ശരിക്കും അറിയില്ല. അത് ആ എംഫസിസ് ആണ്. ഓക്കെ, അത് റെപ്പറ്റീഷൻ. അപ്പോൾ ഐ ഡോണ്ട് നോ എനിക്കറിയില്ല, ശരിക്കും അറിയില്ലടോ. വേർ ഇറ്റ് കെയിം ഫ്രം, എവിടെ നിന്നാണ് പോയിട്രി ക്രിയേറ്റീവ് വന്നതെന്ന്. ഫ്രം വിന്റർ ഓർ എ റിവർ, അത് ചിലപ്പം തണുപ്പ് കാലത്ത് നിന്നാവാം, അല്ലെങ്കിൽ എന്താണ് ഒഴുകുന്ന നദിയിൽ നിന്നാവാം. അത് കോൺട്രാസ്റ്റ്. മക്കളെ, വിന്റർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര സ്റ്റില്ലായിട്ടുള്ള ഇമേജ്, ഭയങ്കര സ്റ്റിൽ. റിവർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒഴുകി പോകുന്ന സാധനം. ഓക്കെ, അത് കോൺട്രാസ്റ്റ്, ഓപ്പോസിറ്റ് കാര്യങ്ങൾ അടുത്ത് വരും. ഓക്കെ, കോൺട്രാസ്റ്റിംഗ് ഇമേജ് എന്നായത്. ഓക്കെ, അപ്പം റെപ്പറ്റീഷൻ, കോൺട്രാസ്റ്റ്, പെർസോണിഫിക്കേഷൻ, 3 പോയറ്റിക് ഡിവൈസ്. ഓക്കെ, ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ, എപ്പോഴാണോ എങ്ങനെയാണോ എന്നറിയാം. ഹൗ എന്ന് പറയുമ്പോൾ എങ്ങനെ, വെൻ എന്ന് പറയുമ്പോൾ എപ്പോൾ, അറിയില്ല. നോ, ദേ വർ നോട്ട് വോയിസസ്, ദേ വർ നോട്ട് നോ അല്ലല്ല, അവര് സൗണ്ടുകളല്ല എന്ന് പറയുന്നു. വോയിസ് ഇങ്ങനെ നമുക്ക് സൗണ്ട് ഇങ്ങനെ കേൾക്കാം, അതല്ല. ദേ വർ നോട്ട് വേർഡ്സ് ഓർ സൈലൻസ്, സൈലൻസും അല്ല, വേർഡ്സും അല്ല, സൗണ്ടും അല്ല, വേറെ എന്തോ ആണല്ലേ. ബട്ട് ഫ്രം എ സ്ട്രീറ്റ്, ഏതൊരു വഴിയിൽ നിന്ന് ഐ വാസ് സമൺഡ് എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചു. ഓക്കെ, എന്നെ വിളിച്ചു. ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് ദ നൈറ്റ്. മക്കളെ, രാത്രിക്ക് ബ്രാഞ്ച് ഉണ്ടോ? ഓക്കെ മക്കളെ, ട്രീന് ബ്രാഞ്ച് ഉണ്ട്, എക്സാമിനറിന് ചിലപ്പോൾ ബ്രാഞ്ച് ഉണ്ടാവും അല്ലെ, കുറേ ബ്രാഞ്ചസ്. പക്ഷേ രാത്രിക്ക് ബ്രാഞ്ച് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ രാത്രിൻ്റെ എപ്പോഴോ എന്നാ ഉദ്ദേശിക്കുന്നത്. ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് രാത്രി എപ്പോഴോ എവിടെയോ. ഓക്കെ, അബ്രപ്റ്റ്ലി ഫ്രം ദി അതേഴ്സ്, പെട്ടെന്നൊരു ദിവസമാണ് സംഭവിക്കുന്നത്. ഓക്കെ, മെറ്റഫർ ഉണ്ട് ഇവിടെ, മെറ്റഫർ, ബ്രാഞ്ചസ് ഓഫ് ദ നൈറ്റ്. ഓക്കെ, റെഡി, സെറ്റ് ആണല്ലോ. കമോൺ ഓക്കെ. അമംഗ് വയലന്റ് ഫയർസ്, ഇവർ പറയുന്നത് എന്താണ്? വയലന്റ് ഫയർസ്, എവിടുന്നോ എന്തൊക്കെയോ നടക്കുമ്പോൾ വയലന്റ് ഫയർസ് ഓർ റിട്ടേണിങ് അലോൺ. ഇവിടെ നിങ്ങൾക്ക് കാണാം കോൺട്രാസ്റ്റ്. എന്താണ് കോൺട്രാസ്റ്റ്? വയലന്റ് ഫയർസ്, അപ്പോൾ ഭയങ്കര വയലൻസ് നടക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ട് റിട്ടേണിങ് അലോൺ തന്നെ ആവുമ്പോഴോ ആണോ എന്നറിയില്ല. ഓക്കെ, ഹേ സാർ, സീനിയേഴ്സ് ഹിയർ. ഏത് സീനിയേഴ്സാണ്? +1 കുട്ടികളാണോ? There I was without a face. മക്കളെ, മുഖമില്ല എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? മുഖമില്ല എന്ന് പറയുമ്പോൾ സാർ ഇങ്ങനെ മുഖം ഇല്ലാണ്ട് ഇങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. വിത്തൗട്ട് എ ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? നോ ഐഡൻറ്റിറ്റി. ഓക്കെ, നോ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഫേമസ് അല്ല. നോ ഐഡൻറ്റിറ്റി, നോ റെപ്യൂട്ടേഷൻ. ഓക്കെ, നമുക്ക് പാബ്ലോ നെറൂഡ എന്ന് പറയുന്ന ആരാന്നും കൂടി അല്ല, നോട്ട് ഫേമസ്. ഓക്കെ, നോട്ട് ഫേമസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നോട്ട് ഫേമസ്, ഞാൻ ആരും അല്ല. ഓക്കെ, നോ റെപ്യൂട്ടേഷൻ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. വിത്തൗട്ട് എ ഫേസ് പറയുമ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഇല്ല, ഞാൻ ആരാന്ന് ആർക്കും ഒരു പുല്ലില്ല, ഒരു വിലയില്ല. ആൻഡ് ഇറ്റ് ടച്ച്ഡ് മീ. മക്കളെ, പോയിട്രി നിങ്ങളെ ടച്ച് ചെയ്യുമോ? നിങ്ങൾ ഡാൻസ് കളിക്കാൻ പഠിക്കുന്ന കുറേ ആൾക്കാരല്ല. അപ്പോൾ ഡാൻസ് കളിക്കാറുന്ന ഒരു ഫയർ ഇമോജിട്ടെ. മ്യൂസിക്, ഗിറ്റാർ, മ്യൂസിക്, പാട്ട്, പിയാനോ, ഡ്രംസ് വായിക്കുന്നവർ ഒരു ഹാർട്ട് ഇമോജിട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ മ്യൂസിക് കഴിവ് വന്ന് തൊട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വന്നിട്ട് മോനെ നീ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടോ? ഇല്ല. അതേപോലെ അതിനെ പെർസോണിഫൈ ചെയ്തു. അപ്പോൾ പാബ്ലോ നെറൂഡ വന്ന് തൊട്ടു എന്നാണ് പറയുന്നത്. പെർസോണിഫൈ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ.
ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ, മൈ മൗത്ത് ഹാഡ് നോ വേ. എനിക്ക് എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല അല്ലേ. നമുക്കിങ്ങനെ എന്താ ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ അറിയില്ല അല്ലേ, ഇങ്ങനെ വായനങ്ങ് വരൂല. അതാ പറയുന്നത്. ഐ ഹാഡ് നോ വേ വിത്ത് നെയിംസ്, മൈ ഐസ് വർ ബ്ലൈൻഡ്. എനിക്കൊരു ക്ലൂ ഇല്ല, ഞാൻ ഇങ്ങനെ ഭയങ്കര ലോസ്റ്റാണ്, ഇങ്ങനെ ഒരു ഐഡിയയിലാണ്. ആ ക്ലൂലെസ് ആണ് പോയിറ്റ് ഇസ് ക്ലൂലെസ്. ഓക്കെ, മൈ ഐസ് വർ ബ്ലൈൻഡ് ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ് വരുന്നുണ്ട് കേട്ടോ. ഫീവർ ഓർ ഫോർഗോട്ടൻ വിങ്സ്. ഓക്കെ, ഫീവർ ഓർ ഫോർഗോട്ടൻ വിങ്സ്. ഓക്കെ, ഫീവർ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഫയർ ഓഫ് ഇൻസ്പിരേഷൻ, ഒരു ഇൻസ്പിരേഷൻ. ഓക്കെ, ഒരു ഉന്മേഷം. ഓർ ഫോർഗോട്ടൻ വിങ്സ് എന്ന് പറയുമ്പോൾ എന്താ? മറന്നുപോയ എന്തോ പണ്ടത്തെ, ഓക്കെ, ഒളിച്ചു വെച്ച ഒരു വിഷമം അല്ലെ ഇമോഷൻ. ഓക്കെ, ഇത് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണോ, ഒരു പുതിയ പവർ ആണോ എന്നറിയില്ല, എന്തോ പണ്ടത്തെ ഒരു വിഷമോ അല്ലെ ഫീലിംഗ് ആണോ എന്നറിയില്ല. ഓക്കെ, ഐ മെയ്ഡ് മൈ ഓൺ വേ. ഞാൻ എന്തൊക്കെയോ കാണിച്ചു, ഞാൻ എൻ്റെ രീതിയിൽ എന്തോ ചെയ്തു. ഓക്കെ, ഡിസൈഫറിങ് ദാറ്റ് ഫയർ. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്പിറേഷൻ, ഈ ഐഡിയ, എനിക്ക് വരുന്ന ഈ കവിത കഴിവ് ഞാൻ എൻ്റെ രീതിയിൽ അങ്ങ് മനസ്സിലാക്കിയതാണ്. ഓക്കെ, പോയിട്രി വന്നപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ അങ്ങ് മനസ്സിലാക്കി. ഐ റോട്ട് മൈ ഫസ്റ്റ് ഫെയിൻറ്റ് ലൈൻസ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ആദ്യം ഒരു പ്രാവശ്യം കവിത എഴുതുമ്പോൾ എന്തേലൊക്കെ അല്ലേ എഴുതുക, എഴുതുക വിത്തൗട്ട് സബ്സ്റ്റൻസ്. ഓക്കെ, ഒരു സ്റ്റഫില്ലാത്ത. ചില സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ, ഒരു പൊട്ട സിനിമ അല്ലേ, ഒരു കഥയില്ല, കോമഡി ഇല്ല, സ്റ്റോറി ഇല്ല. അതേപോലെ തന്നെ ഇയാളുടെ ഫസ്റ്റ് ലൈൻസ് എഴുതി, ഒരു സ്റ്റഫും ഇല്ല, ഒരു കണ്ടന്റ് ഒന്നുമില്ല. ഓക്കെ, ഒരു കണ്ടന്റ് ഒന്നുമില്ല, മണ്ടത്തരം, നോൺസെൻസ് എന്ന് പറയുമ്പോൾ മണ്ടത്തരം. ഓക്കെ, പ്യുവർ വിസ്ഡം. ഓക്കെ, ആ പ്യുവർ വിസ്ഡമാണ്, നല്ല വിസ്ഡമാണ് ഓഫ് സമ്മൺ ഹു നോസ് നത്തിങ്. മക്കളെ, വിവരം ഇല്ലാത്തവന് വിവരം ഉണ്ടാവൂ. അതേ പറയുന്ന പോലെ വിസ്ഡം എന്ന് പറയുമ്പോൾ എന്താ? നല്ല വിവരമുള്ള ആളല്ലേ, വയസ്സായിട്ടുള്ള ആളല്ലേ. പക്ഷെ എന്താണ്? ഹു നോസ് നത്തിങ്. ഒരു കുന്തം അറിയാതെ ഒരു കുഞ്ഞു കുട്ടീനോട് പറയാം ഹീ ഈസ് വെരി വൈസ്, നല്ല ബുദ്ധിയുണ്ടെന്ന് പറയും. ഇല്ല, ആ കുട്ടിക്ക് ഒന്നും അറിയില്ല ലോകത്തിനെ പറ്റിയിട്ട്. അതേപോലെ നല്ല ബുദ്ധിയുണ്ട്, എന്താ? ഒന്നും അറിയാത്തവൻ. ഓക്കെ, ഇത് എഴുതിയ ലൈൻസ് എന്താണ്? ഭയങ്കര സംഭവമാണ്, പക്ഷെ അവനൊന്നും അറിയാത്ത അവനാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു കുഞ്ഞ് അവനോട് പറയാം ഈ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയാണ്. ആ കുട്ടിക്ക് ബുദ്ധി ഒന്നുമില്ല, ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് എങ്ങനെ ബുദ്ധി ഉണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ കേട്ടോ. ആൻഡ് സഡൻലി, ആദ്യം കുറേ പൊട്ടത്തരം എഴുതി വെച്ചു. ആൻഡ് സഡൻലി ഐ സോ ദി ഹെവൻസ്. എനിക്ക് ലോകം മൊത്തം കാണാൻ പറ്റി. ഹെവൻസ് എന്ന് പറയുമ്പോൾ സ്കൈ, പ്ലാനറ്റ്സ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ്? ഐ സോ ദി ഹെവൻസ് അൺഫാസ്റ്റൻഡ്. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ. അൺഫാസ്റ്റൻ എന്ന് പറയുമ്പോൾ ഫാസ്റ്റൻ ചെയ്ത് വെച്ചാൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചേ. അൺഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ട്. ഓക്കെ, ഹെവൻസ് ഫ്രീ ആൻഡ് ഓപ്പൺ, planets palpitating, plantations, shadows perforated, riddled with arrows of fire and winding night, the universe. ആദ്യം കുറേ പൊട്ടത്തിൽ എഴുതി, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കെല്ലാം കാണാം, ലോകം കാണാം, സ്റ്റാർസ് കാണാം, പ്ലാന്റേഷൻസ് കാണാം, മരങ്ങൾ കാണാം, രാത്രി കാണാം. പെട്ടെന്ന് എന്താണ്? ആ കഴിവ് ക്ലിക്കായി എന്നാ പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത് നോക്കാം. ആൻഡ് എനിക്ക് എല്ലാം കാണാൻ പറ്റും. ഇൻഫിനിറ്റെസിമൽ ബീയിങ്, വളരെ ചെറിയ കുഞ്ഞ് സാധനം, ഞാൻ കുഞ്ഞ് മനുഷ്യൻ. ഡ്രങ്ക് വിത്ത് ഗ്രേറ്റ് സ്റ്റാറി വോയിഡ്. മക്കളെ, എൻ്റെ ഉള്ളിൽ ഫുൾ എംപ്റ്റീനെസ്. എനിക്ക് ഈ ഫ്രീഡം, എനിക്ക് ലോകത്തെ എല്ലാം കാണാം, ആ കഴിവ് കിട്ടി. പക്ഷേ എൻ്റെ ഉള്ളിൽ എന്താണ്? എൻ്റെ ഉള്ളിൽ ഫുൾ എംപ്റ്റീനെസ്. വോയിഡ് എന്ന് പറയുമ്പോൾ എംപ്റ്റീനെസ്. ഓക്കെ, ഇങ്ങനെ നമ്മുടെ സ്റ്റാറി സ്കൈ നോക്കുന്ന പോലെ ഫുൾ എംപ്റ്റിയാണ്, കുറച്ച് സ്റ്റാർസ് ഉള്ളൂ അല്ലേ. ലൈക്ക്നെസ്, ഇമേജ് ഓഫ് മിസ്റ്ററി, ഒരു മിസ്റ്ററി പോലെയാണ്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഫെൽറ്റ് മൈ സെൽഫ് പ്യുവർ പാർട്ട് ഓഫ് ദി അബിസ്. മക്കളെ, അബിസ് എന്ന് പറയുമ്പോൾ ഒരു വേൾഡിൻ്റെ താഴത്തെ ഭാഗം കേട്ടോ, ഒരു വേൾഡിൻ്റെ താഴത്തെ ഭാഗം, ഒരു യൂണിവേഴ്സിലെ താഴത്തെ ഭാഗം, ഡീപ്പ് എൻഡ്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഒന്നുമല്ല എന്ന് എനിക്കൊരു ഫീലിംഗ് തോന്നില്ലേ. ഞാൻ ഒന്നുമല്ല, വളരെ ആ വിഷ്വൽ ഇമേജ് ഒക്കെ എഴുതാം. ഈ പോയം ഫുള്ള് വിഷ്വൽ ഇമേജ് കേട്ടോ. ഓക്കെ, ഐ വീൽഡ് വിത്ത് ദ സ്റ്റാർസ്. അപ്പോൾ ഞാൻ ഈ ഒന്നുമില്ലാത്ത യൂണിവേഴ്സിൽ കൂടെ ഞാൻ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോവാം. മൈ ഹാർട്ട് ബ്രോക്ക് ലൂസ് ഓൺ ദ വിൻഡ്. എൻ്റെ ഹാർട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് കാറ്റ് പോലെ ഇങ്ങനെ പോവാം. ഓക്കെ, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, എനിക്ക് ഈ എംപ്റ്റീനെസ്സിൽ ആരോ പോലെ തോന്നുകയാണ്, ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് പോവാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് പോയം വരുന്നത്. ദ പോയംസ് തീം റിവോൾവ്സ് അറൗണ്ട് ദ ഫോഴ്സ് ദറ്റ് ഇൻസ്പയർസ് വൺ ടു ഫൈൻഡ് ആൻഡ് എംബ്രേസ് ദർ ട്രൂ പാഷൻ. ആ പോയത്തിൽ വന്ന സമയത്ത് ഓക്കെ, ഹി ഡിസ്ക്രൈബ്സ് ഹിംസെൽഫ് a tiny insignificant being. He is drunk with starry void. The poet is revolving in the star and he became a poet with unending imaginations. Okay, ആ പോയത്തിൽ നെക്സ്റ്റ് ലെവൽ ഫീലിങ്സിലേക്ക് എത്തി, നെക്സ്റ്റ് ലെവൽ വണ്ടറിങ് എത്തി, എന്തോ ലോകത്തിലേക്ക് എത്തി. പോയത്തിന് തന്നെ മനസ്സിലാവുന്നില്ല. ഓക്കെ, പോയിട്രീന് പൊതുവെ എന്താണ് വരിക? നിങ്ങൾക്ക് എന്താണ്? അപ്രീസിയേഷൻ എഴുതാൻ വരിക. ഓക്കെ, നേരെ അപ്രീസിയേഷൻ എഴുതാൻ വരിക. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ ഈ ലൈൻസിൽ നിന്ന് പെട്ടെന്ന്, ഓക്കെ, ഹരിജ മിസ് ഇപ്പോൾ വരുന്നതായിരിക്കും, അതിനു മുമ്പ് പെട്ടെന്ന് നമുക്ക് ഈ ലൈൻസിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാര്യങ്ങൾ മക്കളെ, ആരാണ് ഈ പോയം എഴുതിയത്?
ആരാണ് എഴുതിയത്? പാബ്ലോ നെറൂഡ. ഓക്കെ, പോയിന്റ്സ് എഴുതുക. പാബ്ലോ നെറൂഡ. ഓക്കെ, പാബ്ലോ നെറൂഡ. എന്താണ് പോയത്തിന്റെ പേര്? പോയട്രി. ഓക്കെ, എന്താണ് തീം? എന്താണ് മക്കളെ തീം? തീം എന്ന് പറയുമ്പോൾ പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് അല്ലേ? ഹൗ പോയട്രി arrived in search of the poet. ഓക്കെ, പോയത്തിന് എങ്ങനെയാണ് ഓഫ് ദ പോയറ്റ്. ഓക്കെ, പോയത്തിന് എങ്ങനെയാണ് പോയട്രി കിട്ടിയത്, ആ കഴിവ് കിട്ടിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മക്കളെ ഇതിന് റൈം സ്കീം ഉണ്ടോ എന്ന് പറഞ്ഞേ. റൈം സ്കീം ഉണ്ടോ? റൈം സ്കീമോ സ്ട്രക്ചറോ ഉണ്ടോ? എന്താണ് എഴുതേണ്ടത്? വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഞാൻ പറഞ്ഞു ഇത് ഫ്രീ വേഴ്സ് ആണ്. ഫ്രീ വേഴ്സ്. ഓക്കെ, ഫ്രീ വേഴ്സ് ആണ്. അപ്പോൾ റൈം സ്കീം ഇല്ല, ലൈൻ സ്ട്രക്ചർ ഒന്നുമില്ല. ഫ്രീ വേഴ്സ്. അബിസ് എന്ന് പറയുമ്പോൾ എംപ്റ്റിനെസ് ആണ്. ഓക്കെ, ഡീപ്പ് എൻഡ് താഴെ, ഒരു എംപ്റ്റിനെസ്സിൻ്റെ താഴ് ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, നമുക്കൊന്ന് നോക്കാം. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്. മൈ ഐസ് വർ ബ്ലൈൻഡ് ആൻഡ് സംതിങ് സ്റ്റാർട്ടഡ് ഇൻ മൈ സോൾ. ഫീവർ ഓർ ഫോർഗോട്ടൻ വിങ്സ്. മക്കളെ ഇവിടെ ഫീവർ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻസ്പിരേഷൻ. ഓക്കെ, ഇൻസ്പിരേഷൻ. ഓക്കെ, എന്തൊരു ഇൻസ്പിരേഷൻ ആണോ? ഫോർഗോട്ടൻ വിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹിഡൻ ഇമോഷൻസ്. ഓക്കെ, മറന്നുപോയ ഇമോഷൻസ്. ഓക്കെ, ഹിഡൻ ഇമോഷൻസ് ആവാം. ഓക്കെ, ഡിസൈഫറിങ് ദാറ്റ്. ഐ റോഡ് മൈ ഫസ്റ്റ് ഫെയിൻ. ഇവിടെ ഫാ റിപ്പീറ്റ് ആവും മക്കളെ. ഫാ റിപ്പീറ്റ് ആകുമ്പോൾ എന്താണ് പറയുക? അലിറ്ററേഷൻ. എന്താണ് അലിറ്ററേഷൻ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി എഴുതാൻ പറ്റും. ഓക്കെ, നോക്കിയേ, ഫസ്റ്റ് ഫെയിൻറ്റ് വിത്തൗട്ട് സബ്സ്റ്റൻസ്, പ്യുവർ നോൺസെൻസ്, പ്യുവർ വിസ്ഡം ഓഫ് സമൺ ഹൂ നോസ് നത്തിങ്. ഓക്കെ, പിന്നെന്താണ്? ഫ്രീ വേഴ്സ് ആണ്. പിന്നെന്താണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും? ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞു കേട്ടോ. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. മൈ മൗത്ത് ഹാഡ് നോ വേ വിത്ത് നെയിംസ്. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഈ ഭാഗം എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ഭാഗം ഉദ്ദേശിക്കുന്നത് പോയറ്റ് വാസ് ക്ലൂലെസ്. ഓക്കെ, വാസ് ക്ലൂലെസ്. ഒരു ക്ലൂ ഇല്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, പോയറ്റ് വാസ് ക്ലൂലെസ് നമുക്ക് എഴുതാം. ഇവിടെ പിന്നെ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് വിഷ്വൽ ഇമേജറി കാണാൻ പറ്റില്ല കേട്ടോ. ആൻഡ് പോയറ്റ് ഇസ് റൈറ്റിംഗ് ഇസ് ഫസ്റ്റ് ലൈൻസ്. ഓക്കെ, ഫസ്റ്റ് ലൈൻസ് എഴുതാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ലൈൻസ് എഴുതാണ്. ആൻഡ് അതെന്താണ്? വെറും സ്റ്റൂപ്പിഡ് ലൈൻസ് അല്ലെ നോൺസെൻസ് ആണ്. ഓക്കെ, നോൺസെൻസ് ആണ്. ഓക്കെ, നോൺസെൻസ്. ഓക്കെ, ഒരു പൊട്ട ലൈൻസ് ആണ്. എന്താണ്? ഹാസ് നോ വാല്യൂ, ഒരു പോയറ്റിക് ഇതൊന്നുമില്ല. ഓക്കെ, പക്ഷേ ഇതാണ് ഡിസൈഫറിങ്. ഓക്കെ, പോയറ്റ് ഇസ് ഫിഗറിങ് ഔട്ട്, പോയറ്റ് ഇസ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്, പോയറ്റ് ഇസ് ലേണിംഗ്. ഓക്കെ, പോയറ്റ് ഇസ് ലേണിംഗ് അല്ലെങ്കിൽ പോയറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഈ ഫീലിംഗ് എങ്ങനെയാണ് എഴുതേണ്ടത്, ഇതൊക്കെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ധാരാളമാണ്. ഇതൊക്കെ ഒരു പാരഗ്രാഫായിട്ട് എഴുതുക, നിങ്ങളുടെ അഭിപ്രായം എഴുതുക, ആൻഡ് ഈ പോയറ്റിൻ്റെ നിങ്ങൾക്കറിയുന്ന ബാക്കി കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് അതുപോലെ നിങ്ങൾക്ക് പോയം അപ്രീസിയേഷൻ വേണം. ഒരു ഷോർട്ട് വേർഷനും കൊടുത്തിട്ടുണ്ട്, ലോങ് വേർഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സെറ്റാണ്. ഓക്കെ, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ധാരാളമാണ്, സെറ്റാണ്. നിങ്ങൾ ഇംഗ്ലീഷ് മാരത്തോണുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളായി. പിന്നെ അലൻ സാറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് നമുക്ക് നോക്കാം. 2,07,000 ആയിരുന്നു നമ്മൾ നിർത്തിയപ്പോൾ. കൂടിയോ മക്കളെ? ഒരു വേഗം 2,08,000 ആക്കുക. അപ്പോഴേ ഹരിജ മിസ്സിനെ ഞാൻ വിളിക്കും. 2,08,000 ആകുമ്പോൾ ഹരിജ മിസ് വരും. നിങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ള 4 ചാപ്റ്റർ എഴുതും. ഇതാ മക്കളെ, ഏത് അപ്രീസിയേഷൻ, എല്ലാ ചാപ്റ്ററിൻ്റെ അപ്രീസിയേഷൻ്റെ പോയിന്റ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫുൾ അപ്രീസിയേഷൻ നോട്ട്സിലുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ നോട്ട്സിന് വേണ്ടിയിട്ട് വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, വേഗം പോയിട്ട് ചെയ്യുക. ഓക്കെ, സെറ്റ് ആണല്ലോ? സെറ്റ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അലൻ സാറിന്റെ ചാനലിൽ. ഇനി 4 ചാപ്റ്ററും കൂടി ബാക്കിയുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിരിക്കും ഹരിജ മിസ്. ഓക്കെ, എന്താണ്? ഹരിജ മിസ് പെട്ടെന്ന് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതാ ഹരിജ മിസ് വരും ഇപ്പം തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള 4 ചാപ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ആരും എവിടെയും പോകണ്ട, ഇവിടെ തന്നെ നിൽക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഹരിജ മിസ് വരുന്നതായിരിക്കും 4 ചാപ്റ്റർ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡി? അപ്പോൾ ഇവിടെ തന്നെ നിൽക്കുക. വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാൻ മറക്കരുത്. കമോൺ വേഗത. ഞാൻ ഹരിജ മിസ്സിനെ വിളിക്കുന്നത്. ഇവിടെ തന്നെ നിൽക്കുക. 1 മിനിറ്റിൽ ഇതാ ഹരിജ മിസ് വരും കേട്ടോ. ഓക്കെ, 4 ചാപ്റ്ററും കൂടി ഉണ്ട്. ഇത് പഠിച്ചാലേ നാളെ നിങ്ങൾക്ക് റൈറ്റിംഗ് സെക്ഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാവുള്ളൂ. ഓക്കെ, റെഡി? ഓക്കെ, മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ.
ഗുഡ് ഈവനിങ്. യെസ് മിസ് മൈക്ക് ഒന്ന് ഓഫ് ആയിരുന്നു കേട്ടോ, സോറി. അപ്പൊ ഗുഡ് ഈവനിങ് മക്കളെ. യെസ് ഇപ്പൊ കേൾക്കുന്നുണ്ടാവല്ലോ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവല്ലോ. ഓക്കെ, സോറി ഫസ്റ്റ് തന്നെ വന്നപ്പോ മിസ് മൈക്ക് ഒന്ന് ഓഫ് ആയി പോയിട്ടോ. ഓക്കെ മക്കളെ, കേൾക്കാം. ഓക്കെ യെസ്. അപ്പൊ എന്താണ് വിശേഷങ്ങൾ? എന്താണ് SSLCയിലെ മക്കൾ എല്ലാവരും ടെൻഷനിലാണോ? എക്സാമിന്റെ ടെൻഷനിലാണോ? നമ്മുടെ എലിൻ സാറും എലക്സ് സാറൊക്കെ അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദാ മിസ്സിന്റെ പോർഷൻസ് ആണ് ഇനി എടുക്കാൻ പോകുന്നത് അല്ലേ. മിസ്സിന്റെ കുറച്ച് പോർഷൻസ് ഉണ്ട്, ഒരു 4 ചാപ്റ്റേഴ്സ് ഉള്ളൂ കേട്ടോ. യെസ്. അപ്പൊ നമ്മൾ ഇത് സെറ്റ് ആയിട്ട് പഠിക്കും, അതിലൊരു സംശയവും ഇല്ല. നിങ്ങൾ ഇത്ര നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ യെസ്, സെറ്റ് ആണല്ലോ. ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ മിസ്സേ ഞങ്ങൾ റെഡിയാണ്, മിസ്സേ സെറ്റാണ്, മിസ്സേ സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് ഒന്ന് പറഞ്ഞേ മക്കളെ. ഒന്ന് നോക്കട്ടെ ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. SSLCയിലെ മക്കളുടെ പവർ ഒന്ന് മിസ് കാണട്ടെ. യെസ്, സെറ്റ് ആണല്ലോ, റെഡി ആണല്ലോ. യെസ്, സെറ്റ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതാണ് SSLCയിലെ മക്കളുടെ ഒരു പവർ, ഇതാണ് അല്ലേ. യെസ്, ഓക്കെ, യെസ്, വെരി ഗുഡ്. ഓക്കെ, സെറ്റ്. അപ്പൊ ഫസ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നമുക്ക് അറിയുന്നതാണ്. ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എന്താണ്? അഡ്വഞ്ചേഴ്സിന്റെ ബാൻയാൻ ട്രീ അല്ലേ. അഡ്വഞ്ചേഴ്സിന്റെ ബാൻയാൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈസി ചാപ്റ്റർ ആണ്, നമുക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ ആണ് അല്ലെ. സ്റ്റോറി ആണ് അല്ലെ, ഒരു നല്ലൊരു കഥയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ തീം ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അഡ്വഞ്ചേഴ്സിന്റെ ബാൻയാൻ ട്രീയിലുള്ള ഒരു അഡ്വഞ്ചർ അല്ലെ. അപ്പൊ ഒരു പയ്യനുണ്ട് അല്ലെ, ഒരു ബോയ് ഉണ്ട്. അവൻ എന്താണ് നേച്ചറുമായിട്ട് അവനുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് അല്ലെ. അത് ഹ്യൂമൻ ബീങ്സ് എന്തുമായിട്ട്, നേച്ചറുമായിട്ട് എങ്ങനെയാണ് ഇവരുടെ റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്റ്റോറിയാണ് അല്ലെ. കുഞ്ഞു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇടയ്ക്ക് ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുന്നുണ്ട് അല്ലെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ സ്റ്റോറി, അഡ്വഞ്ചേഴ്സിന്റെ ബനിയാൻ ട്രീ. അപ്പൊ നോക്കാം, നമുക്ക് ഇതിന്റെ സമ്മറി ആദ്യം തന്നെ നോക്കാം അല്ലെ. അപ്പൊ സെറ്റ് ആണ്, എല്ലാവരും റെഡി ആയിട്ടിരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. എന്താണ്? ദിസ് സ്റ്റോറി ടോക്സ് അബൌട്ട് എ ബോയ് ഹു ലിവ്ഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് പാരൻസ്. ഒരു ഗ്രാൻഡ് പാരൻസിന്റെ കൂടെ ജീവിക്കുന്ന ഒരു ചെക്കന്റെ കഥയാണ് എന്ത്, നമ്മുടെ അഡ്വഞ്ചേഴ്സിന്റെ ബാൻയാൻ ട്രീ എന്ന് പറയുന്ന സ്റ്റോറി അല്ലേ. അത് നമുക്കറിയാം, അവൻ എന്താണ് ഗ്രാൻഡ് പാരൻസിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. ഹി വാസ് ദ ഓണർ ഓഫ് എ ലാർജ് ഓൾ banyan tree that had squirrels, snails and butterflies. അപ്പൊ അവനെ പറ്റിയിട്ട് പറയുമ്പോൾ തുടക്കം തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ്, അവന്റെ ഗാർഡൻ അല്ലെങ്കിൽ ഒരു ബംഗ്ലാ ഫുൾ, വീട് ഫുൾ ആരാണ്, നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ ഡൊമൈൻ ആണ്. പക്ഷേ ഈ ബോയ്ക്ക് സ്വന്തമായിട്ട് എന്തുണ്ട്, ബോയുടെ സ്വന്തമായിട്ടുള്ള ഒരു സാമ്രാജ്യം തന്നെയാണ് ഈ ഓൾഡ് ആയിട്ടുള്ള ഈ ബാൻയാൻ ട്രീ എന്ന് പറയുന്നത് അല്ലെ. ഒരു വലിയ ബാൻയാൻ ട്രീ, നിറയെ ബ്രാഞ്ചസും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ ഒരു എന്താ പറയാ മാഗ്നിഫിസന്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെ വലിയൊരു ബനിയാൻ ട്രീ. അത് ആരുടെയാണ്? ആ ബനിയാൻ ട്രീ ആരുടെയാണ്? നമ്മുടെ ബോയുടെയാണ്. അപ്പൊ അവനെ അഹങ്കരിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലെ, അത് എന്റെയാണ്. ബാക്കിയൊക്കെ എന്താണ്? ബാക്കിയൊക്കെ ഗ്രാൻഡ് ഫാദറിന്റെയാണ്, അത് ഗ്രാൻഡ് ഫാദർ എടുത്തോട്ടെ. പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ ട്രീ എന്ന് പറയുന്നത് അത് എന്റെയാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. യെസ്, ഹി വാസ് ഓണർ. അപ്പൊ അവൻ അതിന്റെ ഓണർ ആയിരുന്നു എന്ന് പറയാം അല്ലെ. വൺസ് ഹി ബിക്കെയിം ഫ്രണ്ട്സ് വിത്ത് എ സ്ക്വിറൽ വിച്ച് ലിവ്ഡ് ഇൻ ദ ട്രീ. അപ്പൊ ആ ഒരു മരത്തിൽ ജീവിച്ചിരുന്ന കുറെ ജീവികൾ ഉണ്ടാവില്ല, കുറെ ക്രീച്ചേഴ്സ് ഒക്കെ എന്താണ് ഈ ട്രീസിൽ ജീവിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതുപോലെ മിസ് യു ലുക്ക് സോ ക്യൂട്ട്. ഓക്കെ, അതൊക്കെ മിസ് കാണുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത് നമ്മള്, ഇതുപോലെ ആ ഒരു ട്രീൻ്റെ ഉള്ളിൽ ട്രീയിൽ എന്തുണ്ടാവും, കുറേ ക്രീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. ആ ക്രീച്ചേഴ്സിനൊക്കെ എന്താണ് ഇവനറിയാം അല്ലെ. അതിൽ ഒരാള് ആരാണ്? നമ്മുടെ സ്ക്യൂരൽ ഉണ്ട് അല്ലെ, ഒരു സ്ക്യൂരൽ ഉണ്ട് അല്ലെ. ആ സ്ക്യൂരലായിട്ട് ഇവൻ എന്താകുന്നു, അവർ ചങ്സ് ആവാണ്, അവർ പരിചയപ്പെടുന്നു, അവർ വളരെയധികം കൂട്ടുകാരായിട്ട് മാറുന്നു. അപ്പൊ അതെങ്ങനെയാണ് ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് അതിങ്ങനെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരണേ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അല്ലെ. ആദ്യമൊക്കെ സ്ക്യൂരലിന് എന്തായിരുന്നു, ഫുള്ള് പേടി കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പതുക്കെ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര സജീവമായി, ഇവർ ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്ക്യൂരലിന്റെ കൂടെയുള്ള ആളുകൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവനെന്താ പൊട്ടനാണോ, ഇവനെന്താ മനുഷ്യന്മാരൊക്കെ വിശ്വസിക്കുന്നത് എന്നൊക്കെ നമ്മുടെ സ്ക്യൂരലിന്റെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വിചാരിക്കുന്നുണ്ടാവും എന്നൊക്കെ നരേറ്റർ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സ്ക്യൂരലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ഒന്ന് മനസ്സിലേക്ക് വെക്കുക. ആ സീക്വൻസ്, സ്റ്റോറിയുടെ ആ ഒരു ടൈം ലൈൻ ഒക്കെ നോക്കി വെക്കുക കേട്ടോ മക്കളെ. അപ്പൊ അത് മിസ് പറയുന്നതായിരിക്കും, ശ്രദ്ധിച്ചിരിക്കുക. They became so intimate that the squirrel trusted him enough to be taking food from his hand. അപ്പോൾ ഫുഡ് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ ചെറിയ കേക്കിൻ്റെ കഷ്ണങ്ങളും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളെന്താണ് കയ്യിൽ വന്നിട്ട് പെറുക്കിയെടുത്ത് തിന്നുന്ന അത്രത്തോളം ബന്ധമായി ഇവർ തമ്മിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സ്ക്യൂരലിൻ്റെ ഫാമിലിയൊക്കെ എന്ത് വിചാരിക്കുന്നത്, ഇവൻ എന്താ പൊട്ടനാണോ, ഇവൻ എത്ര ഫൂളാണോ മനുഷ്യന്മാരൊക്കെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ബന്ധം, അവർ തമ്മിലുള്ളൊരു ദൃഢമായിട്ടൊരു ബന്ധം, സ്ട്രോങ് ആയിട്ടുള്ളൊരു ബന്ധമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഇടയ്ക്കൊക്കെ എന്താണ് പോക്കറ്റിലൊക്കെ വന്നിട്ട് പുള്ളിക്കാരൻ തപ്പാനൊക്കെ തുടങ്ങി, അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോയി. ഓക്കെ,
In spring, the tree was the noisiest place in the garden with the parrots, mynas, crows, etc. who all kept chirping all day long. ഇനി ആ മരത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ ആ ട്രീസിനെ പറ്റിയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? ആ ട്രീസ് എന്ന് പറയുന്നത് സ്പ്രിംഗ് സീസണിൽ അല്ലെ, സ്പ്രിംഗ് സീസണിൽ എന്താണ്, ആ മരമാണ് ഏറ്റവും നോയ്സിയസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത്. എന്താണ്? നിറയെ ബഹളമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ബനിയാൻ ട്രീ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? നിറയെ കിളികളൊക്കെ വരും അല്ലെ, പാരറ്റ്സും മൈനാസും ഒക്കെ വരും. ഇവരൊക്കെ എന്ത് കഴിക്കും? അതിലുള്ള ഫ്രൂട്ട്സ് കഴിക്കും. അപ്പൊ ചേർപ്പിങ് അല്ലെ, അങ്ങനത്തെ സൗണ്ട് അല്ലല്ലോ, കിളികളുടെ സൗണ്ട് കേട്ടോ. സോറി മിസ്സിന് അറിയില്ല സൗണ്ട്സ് ഉണ്ടാക്കാൻ. അപ്പൊ ചേർപ്പിങ് സൗണ്ട് ആ കിളികളുടെ കലപ്പിലെ ശബ്ദം അല്ലെ, ആ കലപ്പിലെ ശബ്ദം കാരണം കൊണ്ട് എന്താണ്, നോയ്സിയസ്റ്റ് പ്ലേസ് ആയിട്ട് നമ്മുടെ ബാനിയാൻ ട്രീ മാറുകയാണ് ചെയ്യുന്നത് സ്പ്രിംഗ് ടൈമിൽ കേട്ടോ. യെസ്, അപ്പോൾ അതിൽ പറയുമ്പോൾ എന്താണ്, ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം നല്ല കുറേ കിളികളൊക്കെ ഇരിക്കുന്ന, കുറേ ബേർഡ്സ് ഒക്കെ ഇരിക്കുന്ന ആ ഒരു സമയം. ഓക്കെ, സ്പ്രിംഗ് സീസണിൽ ദ ബോയ് യൂസ് ടു റീഡ് അഡ്വഞ്ചറസ് ബുക്സ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹി ഹാഡ് കൺസ്ട്രക്റ്റഡ് ഫോർ ഹിംസെൽഫ്. വെൻ ഹി ഡിഡ് നോട്ട് റീഡ് ഹി സാറ്റ് ആൻഡ് സോ ദ പെർഫെക്റ്റ് വ്യൂ ഓഫ് ദ വേൾഡ് അണ്ടർ ദ ട്രീ. അപ്പോൾ ഇവൻ ഒഴിവ് സമയങ്ങളിൽ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ട്രീന്റെ മേലെ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ അവൻ വായിക്കുമായിരുന്നു കേട്ടോ. നല്ലൊരു കുട്ടിയാണ്. നമ്മളിപ്പോൾ ഇങ്ങനെ എന്താണ്, നമ്മൾ ഫോണും പിടിച്ച് മേലെ കയറിയിരിക്കുമല്ലോ മരത്തിന്റെ, നമുക്ക് വട്ടാന്ന് ഇരിക്കും അല്ലേ. പക്ഷെ അന്ന് എന്താണ്, ഈ കുട്ടി എന്താ ചെയ്തത്? അവനൊരു നല്ല കുട്ടിയായിരുന്നു, അവന് വായിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു. അവൻ ബുക്കൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഈ ബനിയാൻ ട്രീയുടെ മേലെ പോയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലിങ്ങനെ ചാരി ഇരുന്ന് നല്ല സുഖമായിട്ട് അഡ്വഞ്ചറസ് സ്റ്റോറീസ് അല്ലേ, അതൊക്കെ വായിക്കുമായിരുന്നു. ഹക്കിൾബെറി വിൻ ഒക്കെ വായിക്കുമായിരുന്നു. ഇങ്ങനത്തെ കുറേ ബുക്സ് ഒക്കെ ഇരുന്ന് വായിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യും അവൻ? താഴത്തേക്ക് ഇങ്ങനെ വെറുതെ വായി നോക്കിയിട്ടിരിക്കും. എന്ന് വെച്ചാൽ വേറെ ഗേൾസിനൊക്കെ നോക്കുന്നൊന്നല്ല, പെർഫെക്റ്റ് വ്യൂ ആണ് താഴത്തേക്കുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് അവൻ നോക്കിയിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ ചുറ്റുള്ള കാഴ്ചകളൊക്കെ കാണാനും പറ്റിയ സ്ഥലമാണ് അല്ലേ. മരത്തിന്റെ മേലെ കയറിയിട്ട് എന്താണ്, താഴത്തേക്ക് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കാണാം, അതൊക്കെ കണ്ടിട്ട് ഇരിക്കുമായിരുന്നു. അപ്പൊ അവന്റെ ഒരു റുട്ടീൻ ആയിരുന്നു അത്. യെസ്, ഇനി എന്താണ്, ഇറ്റ് വാസ് എ വാം സമ്മർ which had sent everyone indoors. The boy was wondering whether he should go to the pond and swim when suddenly he saw a huge black cobra and mongoose coming out. അപ്പോൾ ഒരു ദിവസം സമ്മർ സീസൺ ആയപ്പോൾ, സമ്മർ ടൈമിലാവുമ്പോൾ എങ്ങനെയായിരിക്കും, ഫുള്ള് ചൂടായിരിക്കും അല്ലേ. അപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ട്. എല്ലാവരും എന്താണ്, ഈ ചൂടിൻ്റെ ഒരു ശക്തി കാരണം കൊണ്ട് എല്ലാ മനുഷ്യന്മാരും അകത്താണ്. ഓക്കെ, ഇൻഡോഴ്സിലാണ് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇൻഡോഴ്സിൽ പോയി കാണാം, അകത്തേക്ക് പോയിട്ട് എല്ലാവരും അകത്ത് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇവനിങ്ങനെ തോന്നുന്നുണ്ട്, ചെന്നിട്ട് എന്ത് ചെയ്യണം, പോണ്ടിൽ പോയിട്ട് നീന്തിയാലോ കുളിച്ചാലോ എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും ആൾ ഇവിടെ ഇരിക്കുമ്പോൾ, മേലെ ഇരിക്കുമ്പോൾ ആൾ കാണുന്ന ഒരു കാഴ്ച ഉണ്ട് അല്ലേ. അപ്പോഴാണ് അദ്ദേഹം ആ കാഴ്ച കണ്ടത് അല്ലേ. നമ്മുടെ ബോയ് ഒരു കാഴ്ച കാണുന്നുണ്ട്. അതാണ് നമ്മുടെ സ്റ്റോറീൻ്റെ എന്താ മെയിൻ ആയിട്ട് പറയുന്ന ഒരു ഏരിയ അല്ലേ. എന്തായിരുന്നു? ഒരു ഹ്യൂജ് ബ്ലാക്ക് കോബ്ര ആൻഡ് മോങ്കൂസ് അല്ലേ. 2 പേര് വരുന്നുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ ഫിലിമിലൊക്കെ എൻട്രി പോലെ കാണുന്ന പോലെ തന്നെ അല്ലേ. വില്ലൻ വരുന്നു, ഹീറോ വരുന്നു എന്നൊക്കെ പറയുന്ന പോലെ എന്താണ്, ബ്ലാക്ക് കോബ്ര, ഒരു ബ്ലാക്ക് കോബ്ര വരുന്നുണ്ട്. ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ ബുഷസിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. മോങ്കൂസ് വരുന്നുണ്ട്. 2 പേരും വരുമ്പോൾ എന്തായിരിക്കും നടക്കാന്ന് നമുക്കറിയാം അല്ലേ. മംഗൂസും സ്നേക്കും വരുമ്പോൾ എന്താ, കിസിങ് സീൻ ഒന്നല്ല നടക്കുക, ഫൈറ്റ് ആയിരിക്കും നടക്കുക. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, 2 പേരും വന്നിട്ട് ആ ഫൈറ്റ് സീക്വൻസ് വരാണ്. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ആ സ്റ്റോറിയിൽ എന്താണ് നമ്മളെല്ലാവരും നോക്കുന്ന ഏറ്റവും കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യം, നറേറ്റ് ചെയ്യുന്ന സംഭവം എന്താണ്, ഈ പറയുന്ന ഫൈറ്റ് സീക്വൻസ് തന്നെയാണ് അല്ലേ. യെസ്, നോക്കാം നമുക്ക്. ദ കോബ്ര ന്യൂ ദാറ്റ് ദ മംഗൂസ് വാസ് എ വെരി ആംഗ്രി ആൻഡ് എ ഗുഡ് ഫൈറ്റർ. അപ്പൊ കോബ്രയ്ക്ക് അറിയാം മംഗൂസ് നിസ്സാരക്കാരനല്ല, ഇവനെ കുറച്ച് പ്രശ്നമുള്ള ആളാണ്, നന്നായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്യുന്ന ഫൈറ്റർ ആണ് എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. However, the cobra was no less, as he was fast and hard sharp fangs of ഡെഡ്ലി പോയിസൺ. അപ്പോൾ ഈ കോബ്ര മോശക്കാരനാണോ? ശരിയാണ്, മംഗൂസ് അടിപൊളിയാണ്. പക്ഷേ കോബ്രയും എന്താണ്, മോശമൊന്നല്ല, നല്ല വെനമസ് അല്ലേ, നല്ല എന്താണ്, ഡെഡ്ലി പോയിസണുള്ള, നല്ല വിഷമുള്ള, മാരക വിഷമുള്ള ഫാങ്സ് ഒക്കെ ഉണ്ട് അല്ലേ. ഫാങ്സ് എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ വിഷപ്പല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ വിഷം കൊണ്ടു നടക്കുന്ന, ആ പോയിസൺ കൊണ്ടു നടക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കോബ്രയും 2 പേരും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്ത എതിരാളികളാണ് അല്ലെ, ഒപ്പണൻസ് ആണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒപ്പണൻസ് ആണ്. 2 പേരും എന്താണ്, തുല്യ ശക്തികളാണെന്നൊക്കെ പറയാം അല്ലെ. സ്ട്രോങ് ആണ്, 2 പേരും സ്ട്രോങ് ആണ്. ദാസ് ഇറ്റ് സീം ലൈക്ക് എ വാർ ബിറ്റ്വീൻ ദ ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു വാർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കോബ്രയും ഈ പറയുന്ന മംഗൂസും തമ്മിലുള്ള വാർ എന്ന് പറയുന്നത് ആരുടെ ഇടയിലുള്ളതാണ്? ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന 2 പേരുടെ ഇടയിലുള്ള ഒരു വാറാണ്. യെസ്,
Both the animals were unaware of the boy but were soon accompanied by 2 spectators, a myna and a crow. അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഫൈറ്റ് തുടങ്ങി. ബോയ് അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. എന്താണ്? ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. ആരൊക്കെ വന്നിട്ടുണ്ട്? 2 സ്പെക്ടേറ്റേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ? കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 പേര് വന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? മൈനയും കോബ്രയും വന്നിട്ടുണ്ട് അല്ലേ മക്കളെ? മൈനയും കോബ്രയും വന്നിട്ടുണ്ട്. ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരാ ജയിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Mongoose opened attack. അപ്പോൾ അറ്റാക്ക് തുടങ്ങി. എന്താണ്? മൊങ്കൂസ് ആണ് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് വെക്കുന്നത്. ഫസ്റ്റ് അറ്റാക്ക് ആരുടെ ഭാഗത്തു നിന്നാണ്? മൊങ്കൂസിന്റെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. യെസ്. In order to take part in the fight, the crow and the myna threw themselves at each other and returned safely to the cactus. അപ്പോൾ രണ്ടുപേരും ഇന്ന് ഭയങ്കര പ്ലാനിങ്ങിലാണ് അല്ലേ? ക്രോവും മൈനയും കൂടെ എന്താ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യെസ്, നമ്മുടെ 4 ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ മക്കളെ. ഈ 4 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ക്ലാസ് കഴിയും. ഓക്കെ, യെസ്. ഒരു 11:30 12 ഒക്കെ വരെ നമുക്ക് പോവാം. ഓക്കെ, യെസ്. അപ്പം നിങ്ങളൊന്ന് ഉറക്കം വരുന്നവർ ഉറങ്ങിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ മാർക്കിൻ്റെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ചിട്ടിരിക്കുക കേട്ടോ. എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. എക്സാമിന് വേണ്ടിയിട്ട് ആ ഒരു ഹാർഡ് വർക്കാണ് നിങ്ങളെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, ഗീവ് അപ്പ് ചെയ്യരുത്. യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇവർ രണ്ടുപേരും ക്രോയും മൈനയും ഭയങ്കര പ്ലാനിങ്ങിലാണ്. ഈ ഫൈറ്റിൽ എന്താണ്? നമുക്ക് കോബ്രേനെ തോൽപ്പിക്കണം എന്നുള്ളൊരു മൈൻഡിലാണ് രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും പറന്ന് വരുമ്പോൾ എന്താണ്? രണ്ടുപേരും ഇങ്ങനെ കൂട്ടിയടിച്ചിട്ടൊക്കെ മാറിപ്പോവാണ് ചെയ്യുന്നത്. ഓക്കെ, കാക്ടസിൻ്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു. ദിസ് ഹാപ്പൻ ട്വൈസ്. ഇത് 2 തവണ സംഭവിച്ചു. രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ട് ടൈമിങ് പ്രശ്നം വരുന്നു അല്ലേ? രണ്ടുപേർക്കും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണ്? രണ്ടുപേരും ഇങ്ങനെ പറന്ന് വന്നിട്ട് കൂട്ടിയിടിക്കുന്നു. അല്ലെങ്കിൽ അവർ തിരിയുമ്പോഴേക്കും കോബ്ര ഇങ്ങനെ തിരിയുമ്പോൾ അപ്പോഴത്തേനും മാറിപ്പോവാണ് ചെയ്യുന്നത്. ദ തേർഡ് ടൈം, 3ാമത്തെ സമയം, they did this. The myna returned safely, yet the crow got hit very sharply by the cobra. പക്ഷേ 3ാമത്തെ സമയം അല്ലെ, തേർഡ് ടൈമിൽ എന്താ ഉണ്ടായത്? നമ്മുടെ മൈനയ്ക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റി. മൈന തിരിച്ചങ്ങോട്ട് ഈസി ആയിട്ട് പറന്നു പോയി. പക്ഷെ ക്രോയ്ക്ക് കുറച്ച് ടൈമിങ് പ്രശ്നം വന്നു. ടൈമിങ് പ്രശ്നം വന്നുകൊണ്ട് നമ്മുടെ കോബ്ര എന്ത് ചെയ്തു? കോബ്ര ഇങ്ങനെ തിരിഞ്ഞ് അതിനെ ഇടിച്ചു അല്ലേ? ശരിക്കും ബംപ്ഡ്, നല്ല ഹിറ്റ് ചെയ്തു. അപ്പോൾ ഹിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ക്രോവിൻ്റെ ജീവൻ പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? ദ ക്രോ lay weak and injured on the ground while the fight continued. അപ്പോൾ ആകെ വയ്യാണ്ടായിട്ട് നമ്മുടെ ക്രോ എന്താണ്? ആ ഒരു കിട്ടിയ അടിയുടെ ആ ഒരു ആഘാതത്തിൽ എന്ത് ചെയ്യുന്നു? നേരെ ഗ്രൗണ്ടിൽ പോയിട്ട് വീഴാണ് ചെയ്യുന്നത്. വയ്യാണ്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നു, വീക്കായിട്ട് കിടക്കുന്നു സ്ലോലി. പക്ഷെ ആ സമയത്തൊക്കെ എന്താണ്? ഫൈറ്റ് നിൽക്കുന്നുണ്ടോ? ഇല്ല, ഫൈറ്റ് അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലോലി the mongoose overpowered and the snake stopped to struggle. എന്താണ്? അവസാനം മംഗൂസ് എന്ത് ചെയ്തു? മംഗൂസ് രണ്ടുപേരും തമ്മിൽ ഭയങ്കര മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. മംഗൂസ് കൂടുതലായിട്ട് എന്താണ്? സ്ട്രോങ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓവർ പവർ ചെയ്യുന്നുണ്ട് അല്ലേ? സ്നേക്കിനെ എന്ത് ചെയ്യുന്നു? ഓവർ പവർ ചെയ്യുന്നുണ്ട്. യെസ്. ഇനി എന്താ? ദ മംഗൂസ് dragged it inside. ലാസ്റ്റ് ആയപ്പോൾ എന്ത് ചെയ്തു? 2 അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ സ്നേക്കിന് എന്താണ്? പരിധിയിൽ വരുത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടുപോവാണ്. ദ ബുഷസ് while the myna gave a shrill cry of congratulations and flew away. അപ്പോൾ അവസാനമായിട്ട് ഈ സ്നേക്കിനെ, ഈ കോബ്രേനെ എന്ത് ചെയ്തു? നമ്മുടെ മംഗൂസ് ആളെ എന്താണ്? നിലംപരിച്ചാക്കിയിട്ട് തിരിച്ച് വലിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്തിട്ട് ബുഷസിൻ്റെ ഇടയ്ക്ക്, ആ കാക്ടസിൻ്റെ അടുത്ത് തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ മൈന എന്താണ്? ഷ്രിൽ ക്രൈ എന്ന് വെച്ചാൽ എന്താണ്? കൺഗ്രാജുലേഷൻസ്, അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ. ആ സൗണ്ടിൽ ഇങ്ങനെ കരഞ്ഞിട്ട് കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ ഈ ഒരു ഫൈറ്റ് സീക്വൻസ് നമ്മൾ നോക്കി വെക്കണം കേട്ടോ. യെസ്. One day, grandfather's knitting was missing. അപ്പോൾ ഒരു ദിവസം, അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടായതിനു ശേഷം നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് ബോയ് വന്നിട്ട് ഇതൊക്കെ പറയുന്നുണ്ട് അല്ലേ? മുത്തശ്ശൻ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താ പറയുന്നുണ്ട്? മംഗൂസിനെ നമ്മൾ അവിടെ വളർത്തുന്നത് എന്തിനാണ്? ടു കീപ്പ് എവേ ദ സ്നേക്ക്. ആ ഒരു കോബ്രേനെ അല്ലെങ്കിൽ ആ ഒരു സ്നേക്കിനെ ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് മംഗൂസിന് ഇവിടെ വരാനുള്ള സ്വാതന്ത്ര്യം അവർ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മംഗൂസിന് വലിയ കാര്യമായിട്ട് കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം എന്തുണ്ടായി? ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിങ്, ആ തുന്നുന്ന സംഭവം അല്ലേ? ആ നൂലും കാര്യങ്ങളൊന്നും കാണാനില്ല. ഇത് മിസ്സിംഗ് ആയിട്ടുണ്ട്. ദേ സെർച്ച്ഡ് ഫോർ ഇറ്റ് എവ്രിവെയർ വിതൗട്ട് സക്സസ്. അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും എന്താണ്? ഇവർ പോയിട്ട് അന്വേഷിച്ചു. അതിനിടയ്ക്ക് ഗ്രാൻഡ് ഫാദർ എന്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്? ഒരു വൈറ്റ് റാറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ വൈറ്റ് റാറ്റും നമ്മുടെ സ്ക്യൂരലും തമ്മിൽ ഭയങ്കര കൂട്ടായി. ഇവർ ഭയങ്കര ചങ്സ് ആയിട്ട് ഓരോ സ്ഥലത്തേക്കൊക്കെ ട്രിപ്പ് പോകുന്നൊക്കെ കാണുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഇടയിലാണ് ഈ ഗ്രാൻഡ് മദറിൻ്റെ എന്ത് കാണാണ്ടാവുന്നത്? ഈ നിറ്റിങ് കാണാണ്ടാവുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും തെരഞ്ഞുകൊണ്ട് നടക്കാണ്. നെക്സ്റ്റ് ഡേ ദ ബോയ്
ഫൗണ്ട് സംതിങ് ഗ്ലിൻറ്റിങ് ഇൻ എ ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. ബനിയൻ ട്രീയിൽ ഒരു ഹോളിൻ്റെ ഉള്ളിൽ എന്തോ തിളങ്ങുന്നതായിട്ട് ബോയ് കാണുന്നുണ്ട്. വെൻ ഹി ലുക്ക്ഡ് ഇൻ ദ ഹോൾ he found 3 white squirrels babies among the wool in the hole. അപ്പോൾ അമ്മമ്മേൻ്റെ ഈ പറയുന്ന ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിംഗ് ഒക്കെ കൊണ്ടുപോയിട്ട് ഈ വൂളൊക്കെ കൊണ്ടുപോയിട്ട് ഇവന്മാരെന്താ ചെയ്തിട്ടുള്ളത്, നമ്മുടെ വൈറ്റ് സ്ക്യൂരലും റാറ്റും സ്ക്വിരലിനെയും ഉണ്ണിമാവകളല്ലേ ബേബീസ് അവർക്കുണ്ടായിട്ടുള്ള ഓഫ് സ്പ്രിങ് അല്ലേ അവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ആ വൈറ്റ് സ്ക്വിരൽസ് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ബേബീസ് അവിടെ കിടക്കുന്നുണ്ട്. ആ വൂളിൽ എന്താണ് ഒരു ബെഡ് പോലെയൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ തിങ്ങി നിറച്ചിട്ട് ഈ കുട്ടികളെ കിടക്കുന്നുണ്ട്. യെസ്, they were surprised and puzzled to see them. അപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് സ്ക്വിരൽസിനെ കണ്ടപ്പോൾ ഇവർക്ക് എന്ത് തോന്നി, സർപ്രൈസ്ഡ് ആയില്ലേ, ഇവർ ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആകെ ഒരു സർപ്രൈസ് തോന്നി, ഇതെന്താ ഇങ്ങനെ ഷോക്കായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ വൈറ്റ് സ്ക്വിരൽസിനെ അവർ കണ്ടിട്ടൊന്നുമില്ല അല്ലേ, വൈറ്റ് സ്ക്വിരൽസ്. അപ്പോൾ വൈറ്റ് റാറ്റ് ഉണ്ട്, വൈറ്റ് സ്ക്വിരൽസിനെ കാണുന്നത് ആദ്യമായിട്ടാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, ഓഫ് സ്പ്രിങ് ആണ് അല്ലേ. അപ്പോൾ എന്താ ഉണ്ടായത്, ഗ്രാൻഡ് ഫാദർ അപ്പോൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. നോക്കൂ, when the boy mentioned that he used to take the white rat to the tree, grandfather said that the white rat must be the father of the white squirrel babies. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് എന്താണ്, വൈറ്റ് റാറ്റ്സ് ഇങ്ങോട്ട് വരാറുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാണ് അപ്പോൾ വൈറ്റ് റാറ്റിൻ്റെ കുട്ടികളാണ് ഇത് എന്നുള്ള കാര്യം പറയുവാണ്. യെസ്, അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഇത് പറഞ്ഞു കൊടുത്തു. ഹി ഓൾസോ സെഡ് ദാറ്റ് ദ റാറ്റ്സ് ആൻഡ് സ്ക്വിരൽസ് വെർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ദേ കുഡ് ഹാവ് ഓഫ് സ്പ്രിങ്. അപ്പോൾ ഇവർ രണ്ടുപേരും സ്ക്വിരൽസും റാറ്റ്സും തമ്മിൽ എന്താണ്, റിലേറ്റഡ് ടു ഈച്ച് അതർ, അവർ റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ അവരുടെ ഓഫ് സ്പ്രിങ് ഉണ്ടാവാറുണ്ട്, സന്തതികൾ അല്ലേ. ഓഫ് സ്പ്രിങ് എന്ന് വെച്ചാൽ എന്താണ്, സന്തതികൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ വൈറ്റ് സ്ക്വിരൽസ് വന്നിട്ടുള്ളത്. അപ്പോൾ മിസ് ഈ ഒരു ചാപ്റ്റർ വായിക്കുമ്പോൾ, മിസ് പഠിക്കുന്ന സമയത്ത് ഇത് വായിക്കും വേണം മിസ്സിന് ആദ്യമായിട്ട് ഇങ്ങനെ വൈറ്റ് സ്ക്വിരൽസ് ഉണ്ട് അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ, ഈ ഒരു സ്റ്റോറി കൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, നേച്ചറും ബോയും തമ്മിലുള്ളൊരു കണക്ഷൻ കണ്ടു അല്ലേ, ഒരു ഹാർമണി, ഒരു കണക്ഷൻ. ഇവർ തമ്മിൽ എന്താണ്, ആ കുട്ടി ആ ഒരു ബനിയൻ ട്രീയുടെ മേലെ കയറിയിരിക്കുന്നു, കാര്യങ്ങളൊക്കെ കാണുന്നു, അതുപോലെ ആ ഒരു ഫൈറ്റ് കാണുന്നു, അതുപോലെ ഈ വൈറ്റ് റാറ്റ് അതുപോലെ സ്ക്വിരൽസ് ഇവർ തമ്മിലൊക്കെയുള്ള ഒരു കണക്ഷനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞു വെക്കണം. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുമ്പോൾ ടൈം ലൈൻ. ഓക്കെ, ഇതിൻ്റെ ഒരു ടൈം ലൈൻ നോക്കി വെക്കുക നിങ്ങൾ. എന്താണ്, ഫസ്റ്റ് തന്നെ ബനിയൻ ട്രീനെ പറ്റിയിട്ട് എന്തൊക്കെ, ബനിയൻ ട്രീ എന്താണ്, ഒരു വലിയ ട്രീ ആണ്, അവിടുത്തെ ഒരു ഓൾഡ് ബനിയൻ ട്രീ ആണ്, മുത്തശ്ശനേക്കാളൊക്കെ ഈ ഒരു പട്ടണത്തിനേക്കാളും ഈ ഒരു സിറ്റിനേക്കാളൊക്കെ വലിയ ട്രീ ആണ് അല്ലേ, ഓൾഡ് ആയിട്ടുള്ള നല്ല പ്രായമുള്ളൊരു ട്രീ ആണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താ, ഗ്രാൻഡ് ഫാദറിൻ്റെ ട്രീ അല്ല, കാരണം എന്താണ്, ഗ്രാൻഡ് ഫാദറിന് ഇതൊന്നും കയറാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബനിയൻ ട്രീനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെന്താ, ഫ്രണ്ട്ഷിപ്പ് വിത്ത് സ്ക്വിരൽ. അപ്പോൾ കുട്ടിക്ക് ഓൾറെഡി ബനിയൻ ട്രീ ആരുടെയാണ്, കുട്ടിയുടെയാണ്, ബോയിൻ്റെ ആണ്, ചെക്കൻ്റെ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, ഈവൻ സ്ക്വിരൽ ആയിട്ട് ഭയങ്കര ചങ്സ് ആവുന്നുണ്ട്. പിന്നെ എന്താ, മംഗൂസ് വേഴ്സസ് നമ്മുടെ കോബ്ര അല്ലേ, രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്താണ്, പിന്നെ ക്രോസ് ഡെത്ത്. അതിൻ്റെ ഇടയിൽ ഈ ഫൈറ്റിൻ്റെ ഇടയിൽ കയറി വന്നപ്പോൾ എന്താണ്, കാക്കയുടെ ജീവൻ പോകുന്നുണ്ട്. പിന്നെന്താണ്, ഗ്രാൻഡ് ഫാദറിൻ്റെ ഗാർഡനെ പറ്റി പറയുമ്പോൾ എന്താണ്, മാരിഗോൾഡ് അല്ലേ, മാരിഗോൾഡ് ഓർമ്മയുണ്ടല്ലോ. എന്താണ്, ആൾക്ക് ഇംഗ്ലീഷ് ഗാർഡൻ ആണ് വേണ്ടേ, പക്ഷെ എന്താണ് കാര്യം, ഈ ഇന്ത്യൻ മാരിഗോൾഡൊക്കെ എന്താണ് ഇടയിൽ കയറി വളരുന്നുണ്ട്. അപ്പോൾ ആളിങ്ങനെ കുറേ പിറുവിറുത്തിട്ട് അതിനെ ചീത്ത പറയുന്നൊക്കെ ഉണ്ട് അല്ലേ, എത്ര പറിച്ചു കളഞ്ഞാൽ എന്താണ് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഗ്രാൻഡ് ഫാദർ പറയുന്നുണ്ട്. പിന്നെന്താണ്, വൈറ്റ് സ്ക്വിരലിൻ്റെ കാര്യം, ഓഫ് സ്പ്രിങ് ആണ്, ആരുടെയാണ്, വൈറ്റ് റാറ്റിൻ്റെയും സ്ക്വിരലിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ. ഇത്രയാണ് സമ്മറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് എന്താണ്, ബോയ്സ് ലവ് ഫോർ നേച്ചർ തന്നെയാണ് കേട്ടോ. ലവ് ഫോർ നേച്ചർ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു തീം എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്, നേച്ചറുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഹ്യൂമൻ ബീങ്സിൻ്റെ ആ ഒരു കണക്ഷൻ, ഈ ബോയിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം. അപ്പോൾ അത് എഴുതുമ്പോൾ എന്താണ്, ആ ബനിയൻ ട്രീ തന്നെ ഒരു വേൾഡ് ആണ്, ഒരു നേച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുമായിട്ടുള്ള അവൻ്റെ കണക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഇനി എന്താ, ഫൈറ്റ് സീക്വൻസ്, അത് വിട്ട് കളയാൻ പറ്റാത്തതാണ്. മോങ്കോസും അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ കോബ്രയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് സീക്വൻസ് കേട്ടോ. നിങ്ങൾക്ക് ഫ്രീ നോട്ട്സ് ഒക്കെ കിട്ടും കേട്ടോ, ഫ്രീ നോട്ട്സ് ഒക്കെ കിട്ടും. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ, കുറച്ച് പേര് നോട്ട്സ് കിട്ടില്ലേ എന്നൊക്കെ. നോട്ട്സ് കിട്ടുന്നുണ്ട് കേട്ടോ, കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ നോട്ട്സ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ജോയിൻ ആവും. ഓക്കെ, യെസ്, ഓക്കെ. അപ്പോൾ ക്ലാസ്സിന് ശേഷമായിട്ട് മിസ് നോട്ട്സ് ഒക്കെ ആയിരിക്കും. യെസ്,
ഇനി എന്താണ് ഇൻവോൾവ്മെന്റ് ഓഫ് ക്രൗ ആൻഡ് മൈന. ഈ ക്രോവും മൈനയും തമ്മിലുള്ള ആ ഒരു ഇൻവോൾവ്മെന്റ്, ഫൈറ്റിന്റെ ഇടയിൽ കയറി വരുന്ന ആളുകൾ അല്ലേ, എന്നിട്ട് എന്താണ് ക്രോ അവസാനം മരിക്കുക ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീംസ് എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഡിസ്കോഴ്സസ് എന്ന് പറയുന്നത് എന്താ, നെറേറ്റീവ്. അത് ഏതിന്റെ നെറേറ്റീവ് ആണ്, ആ ഫൈറ്റിന്റെ ആണ് കേട്ടോ. ഫൈറ്റിന്റെ നെറേറ്റീവ് ചോദിക്കാം ചിലപ്പോൾ. എന്താണ് അത് എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. കാരണം ഓരോ മൂവ്മെന്റ്സും ചോദിക്കും. ഓക്കെ, മൂവ്മെന്റ്സ് അറിയുന്നുണ്ടെങ്കിലാണ് നമുക്ക് നെറേറ്റീവ് എഴുതാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താണ്. പിന്നെ എന്തുണ്ടായി, ലാസ്റ്റ് മംഗൂസ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി, ഇങ്ങനെ മാത്രം എഴുതി കഴിഞ്ഞാൽ നെറേറ്റീവ് ആവില്ല. അപ്പോൾ ഓരോ സമയത്തും എന്തൊക്കെ നടന്നു എന്നുള്ള ആ മൂവ്മെന്റ്സ് ഓരോ ടൈമിലുള്ളത് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മക്കൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം കേട്ടോ. അതിലൊരു കോംപ്രമൈസും പാടില്ല. ഡയറി, ഓക്കെ, കുട്ടീൻ്റെ ഡയറി ചോദിക്കാം, ബോയിൻ്റെ ഡയറി ചോദിക്കാം കേട്ടോ. ആ ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് മെയിൻ ആയിട്ടുള്ള അതിലൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് തന്നെയാണ് കൂടുതൽ എന്താണ് എഴുതേണ്ടി വരുന്നത്. ലെറ്ററും എന്താണ് സെയിം സംഭവത്തിനെ പറ്റിയിട്ട് ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ ലെറ്റർ എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം. യെസ്, ഓക്കെ, സെറ്റ് അല്ലേ മക്കളെ, സെറ്റ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായല്ലോ. പിന്നെ ക്യാരക്ടർ സ്കെച്ച് വരികയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണെങ്കിൽ എന്തൊക്കെ എഴുതാം. ആ ഒരു മാസ്റ്റർ ഓഫ് ദ ഹൗസ് അല്ലേ, ഹൗസിന്റെ ഒരു മാസ്റ്റർ ആണ്, മൊത്തം കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. ആൾക്ക് സ്വന്തമായിട്ടൊരു ഗാർഡൻ ഉണ്ട്. ആൾ മാരിഗോൾഡ് പ്ലാന്റ്സിനൊക്കെ പറിച്ചു കളഞ്ഞിട്ടും എന്താണ് വീണ്ടും വരുന്നു. അപ്പോൾ ആൾ എന്താണ് അതിന് അത്ര അൺഹാപ്പി ആണ് അതിന്. അതുപോലെ തന്നെ എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ 65 years അല്ലേ. പിന്നെ എന്താണ്, പിന്നെ കുറേ ഇൻട്രാക്ഷൻസ് കുട്ടിയുമായിട്ട് എങ്ങനെയാണ് ഇൻട്രാക്ഷൻസ് വരുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മൊങ്കൂസുമായിട്ട് എന്താണ്, മൊങ്കൂസിനെ അവിടെ വളർത്താൻ വേണ്ടി സമ്മതിക്കുന്ന ആരാണ്, ഗ്രാൻഡ് ഫാദർ ആണ് അല്ലേ. ഗ്രാൻഡ് ഫാദർ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ആ ബ്ലാക്ക് കോബ്രേനെ അകറ്റി നിർത്താൻ വേണ്ടി, കീപ്പ് അവേ അല്ലേ, അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഗ്രാൻഡ് ഫാദർ ആണ് ഈ ഒരു ഓഫ് സ്പ്രിങ്ങിന്റെ കാര്യമൊക്കെ നമ്മുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. വൈറ്റ് സ്ക്വിരൽസിന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആരാണ്, ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കണം കേട്ടോ. ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ ഒരു റെസ്പെക്ട്ഫുൾ ക്യൂരിയോസിറ്റി ഇതൊക്കെയുള്ള ആളാണ് നേച്ചറുമായിട്ട്. അതുകൊണ്ടാണ് എന്താണ് ആ കുട്ടി അത് വന്ന് ചോദിക്കുമ്പോൾ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വൈറ്റ് സ്ക്യൂരലിന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ കിട്ടണം. ഓക്കെ, യെസ്. ഇനി എന്താ നെറേറ്റർ. നമ്മുടെ ഗ്രാൻഡ് ചൈൽഡിനെ പറ്റിയിട്ട് എഴുതുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് എഴുതാൻ കിട്ടും. എന്തൊക്കെയാണ്, നേച്ചർ ലവർ ആണെന്നുള്ളത് എഴുതാം അല്ലേ. ഭയങ്കര സോഫ്റ്റ് ആണ്, എങ്ങനെയാണ് സോഫ്റ്റ് ഹാർട്ടഡ് ആണ് അല്ലേ, നേച്ചർ ലവർ ആണ്. പിന്നെ എന്താണ് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവൻ്റെ ഹോബീസ് എന്തൊക്കെയാണ്. അവന് ട്രീൻ്റെ മേലെ കയറിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവിടെ ഇരുന്നിട്ട് ബുക്ക് വായിക്കാറുണ്ട്, അപ്പോൾ റീഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്താണ് താഴെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഒബ്സർവറും കൂടെയാണ്. ആ മംഗൂസും ബ്ലാക്ക് കോബ്രയും തമ്മിലുള്ള ഫൈറ്റൊക്കെ കാണുന്നുണ്ട്. പിന്നെ എന്താണ് കൂടുതലായിട്ട് അവൻ ഫ്രണ്ട് ആവുന്ന ആരടുത്താണ്, നമ്മുടെ സ്ക്യൂരലുമായിട്ടാണ് ഫ്രണ്ട് ആവുന്നത് അല്ലെ, ഫ്രണ്ട്ഷിപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തെഴുതാം, നേച്ചറുമായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം. അവൻ്റെ എക്സൈറ്റ്മെന്റിനെ പറ്റിയിട്ട് എഴുതാം അല്ലെ. ഫുൾ എന്താണ് ക്യൂരിയോസിറ്റി ആണ്, എക്സൈറ്റ്മെന്റ് ആണ്, നേച്ചറിലെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് എന്തെഴുതാം, ആ ഒരു വണ്ടർ, ആ ഒരു നേച്ചറിനെ പറ്റിയിട്ടുള്ള ആ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും കീപ്പ് ചെയ്ത് നടക്കുന്ന ഒരു ബോയ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റും കേട്ടോ. യെസ്, അപ്പോൾ ബോയിനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതാൻ പറ്റും. പിന്നെന്താണ് നമ്മുടെ കോബ്ര എന്താണ്, കോബ്ര വളരെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടാണ് ആദ്യം തന്നെ കാണിക്കുമ്പോൾ തന്നെ എന്താണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പണൻ്റ് ആണ്. അപ്പോൾ രണ്ടുപേരെ പറ്റിയിട്ട് എഴുതുമ്പോൾ മൊങ്കോസിനെ പറ്റി ആയിക്കോട്ടെ കോബ്രേനെ പറ്റി ആയിക്കോട്ടെ ആ ഫൈറ്റിൻ്റെ സീക്വൻസ് നിങ്ങൾ ശരിക്കും പഠിച്ചു വെച്ചാൽ മാത്രം നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഭാഗം നന്നായിട്ട് വായിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. യെസ്, ഓക്കെ, യെസ്. അപ്പോൾ എന്തൊക്കെയാണ് കോബ്ര ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് ബ്രില്യൻസ് അല്ലേ. തുടക്കം തന്നെ പറയുന്നുണ്ട് ബ്രില്യൻസ്, സ്പ്ലെൻഡ്, ഭയങ്കര എന്താണ് ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഫൈറ്ററാണ്. ഡെഡ്ലിനെസ് അല്ലേ, അതിൻ്റെ ഒരു മാരകമായിട്ടുള്ളൊരു ശക്തിയുണ്ട്. എന്താണ് അതിന് അത്രത്തോളം ആക്രമണ ശക്തിയൊക്കെ ഉള്ള ഒരു കോബ്രയാണ്. ഗ്രേസ്, പെട്ടെന്ന് തന്നെ തെന്നി മാറാനുള്ള ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഓർത്ത് വയ്ക്കണം. പിന്നെ എന്താണ് ലാർജ് ബ്ലാക്ക് സ്നേക്ക് ആണ്. പിന്നെ സ്കിൽഫുൾ ആണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ, സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു എന്താണ് ഒപ്പണൻ്റ് ആണെന്ന് പറയുന്നത്. പിന്നെന്താണ് ഇറ്റ്സ് മൂവ്മെന്റ്സ് ആർ സ്വിഫ്റ്റ്, നല്ല വേഗത്തിലുള്ള മൂവ്മെന്റ്സ് ആണ് അല്ലെ, പെട്ടെന്ന് തന്നെ എന്താണ് മാറിപ്പോവാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെന്താണ് ആൻഡ് ഇറ്റ്സ് വെനമസ് ഫാങ്സ്, അത് നമുക്ക് എഴുതാൻ പറ്റും. ഫീച്ചേഴ്സ് ആണ് അല്ലെ, ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, മൂവ്മെന്റ്സ് ഒക്കെ സ്വിഫ്റ്റ് ആണ്, ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. പിന്നെന്താണ് ദ ഫൈറ്റ് വിത്ത് ദ മോങ്കോസ് എൻഡ്സ് ഇൻ ഡിഫീറ്റ് അല്ലെ, ലാസ്റ്റ് തോറ്റു പോവാണ് ചെയ്യുന്നത്. സിംബലൈസിങ് ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് നേച്ചർ ആൻഡ് സർവൈവൽ. അപ്പോൾ എന്താണ് നേച്ചറിന്റെ രണ്ട് എലമെന്റ്സ് തമ്മിൽ ഒരു അറ്റാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ആരാണ് സർവൈവ് ചെയ്യുന്ന ആളുണ്ടാവും, അതുപോലെ തന്നെ എന്താ ഡിഫീറ്റഡ് ആയി പോകുന്ന ആളുണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ഡിഫീറ്റഡ് ആയി പോകുന്ന ആളിനെ സിംബലൈസ് ചെയ്യുന്ന ആളാണ് ആര്, നമ്മുടെ കോബ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോബ്രേനെ പറ്റിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. യെസ്,
ഇനി എന്താണ് മോങ്കൂസിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ്? സൂപ്പർ ഫൈറ്റർ ആണ്, രണ്ടുപേർക്കും എഴുതാൻ പറ്റില്ല, സൂപ്പർ ഫൈറ്റർ ആണ്, ഇത് എന്താണ് സ്കിൽഫുൾ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ക്ലെവർ ആണ്, അഗ്രസീവ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് ബാറ്റിൽ വിത്ത് കോബ്ര ഈസ് എ ഹൈലൈറ്റ്, അതാണ് ഹൈലൈറ്റ് അല്ലേ. ഇവർ തമ്മിലുള്ള ആ ഒരു കോബ്രയും നമ്മുടെ മൊങ്കൂസും തമ്മിലുള്ള ആ ഒരു ഫൈറ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കറേജ്, സ്കില്ല്, ഡിറ്റർമിനേഷൻ അല്ലേ, എത്ര ഇങ്ങനെ കിട്ടുന്നുണ്ട് നമ്മുടെ സ്നേക്കിൻ്റെ നിന്ന് എത്ര കിട്ടുന്നുണ്ടെങ്കിലും, മീൻസ് കൊത്ത് കിട്ടുന്നുണ്ടെങ്കിലും അല്ലേ, അതിൻ്റെ ഒരു അറ്റാക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, അറ്റാക്ക് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും എന്താ ചെയ്യുന്നത്, അവസാനം വരെ നിന്ന് പോരാടിയിട്ട് തന്നെയാണ് നമ്മുടെ മൊങ്കൂസ് എന്ത് ചെയ്യുന്നത്, സ്നേക്കിനെ ഡിഫീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലൈഫിലും അത് തന്നെയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ കോബ്രയുടെ അടുത്തും അതുപോലെ തന്നെ മൊങ്കൂസിൻ്റെ എഴുതുമ്പോൾ എന്താണ്, ആ ഫൈറ്റ് സീക്വൻസിൽ നിന്ന് തന്നെ പോയിന്റ്സ് കിട്ടും. ഓക്കെ, എൻകറേജ്മെന്റ്, ഗ്രാൻഡ് ഫാദറിന്റെ എൻകറേജ്മെന്റ് ഒക്കെ കിട്ടുന്നുണ്ട് അവന്. ഫീഡിങ് ദ മൊങ്കൂസിനെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് അത് വന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഗാർഡനിലൊക്കെ അതിന് കയറാൻ പറ്റും. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ സ്മോൾ ഗ്രേ സ്ക്യൂരലിനെ പറ്റിയിട്ട് എന്തൊക്കെ, അവർ ഫ്രണ്ട്സ് ആവുന്ന കാര്യം, ആ തുടക്കത്തിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അവസാനം എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ആയി കഴിയുമ്പോൾ ഈ സ്ക്യൂരൽ എന്താ ചെയ്യുന്നത്, അവൻ്റെ പോക്കറ്റിലൊക്കെ വരുന്നുണ്ട്, കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, അതിനിടയ്ക്ക് പോക്കറ്റ്സിൽ വരുന്നുണ്ട്. അതുപോലെ വൈറ്റ് റാറ്റുമായിട്ട് എന്താണ് ഫ്രണ്ട്ഷിപ്പിലാവുന്നുണ്ട്, അവസാനം അവരുടെ ഓഫ് സ്പ്രിങ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇത് സെറ്റ് ആണെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞേ മക്കളെ, നമ്മുടെ ചാറ്റ് ബോക്സിൽ ഓക്കെ ആണ് മിസ്സേ, മനസ്സിലായി എന്ന് ഒന്ന് പറഞ്ഞേ. യെസ്. അപ്പോൾ നമുക്ക് നോക്കാം നെക്സ്റ്റ് ചാപ്റ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ഇതാണ്, എന്താണ്, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, സ്കോളർഷിപ്പ് ജാക്കറ്റ് ആരാണ്? മാർത്ത സാലിനി എഴുതിയതാണ് അല്ലേ. നമുക്ക് നോക്കാം എന്താണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിലും ക്യാരക്ടർ സ്കെച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെക്കേണ്ടതുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. നോക്കാം. ദ പ്രിൻസിപ്പൽ ഫീലിംഗ് ഗിൽറ്റി വൈവ്സ് ദ ഫീ ഫോർ മാർത്ത ഈസ് റിലീവ്ഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം. ഈ ചാപ്റ്ററിൽ മാർത്ത എന്ന് പറഞ്ഞ കുട്ടിയുടെ സ്റ്റോറിയാണല്ലേ പറയുന്നത്. ആദ്യം തന്നെ എന്താ പറയുന്നത്, മാർത്ത ടെക്സാസിലാണ് പഠിക്കുന്നത്. ടെക്സാസ് എന്ന് പറഞ്ഞാൽ ആ സ്കൂൾ USA-യിലുള്ളതാണ് അല്ലേ, USA-യിലുള്ള സ്ഥലമാണ് ടെക്സാസ്. അവിടുത്തെ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ മാർത്തയ്ക്ക് വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ എന്താ ഉണ്ടാകുന്നത്, ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ഉണ്ട്, അവിടെ ഒരു ട്രഡീഷൻ ഉണ്ട് അല്ലേ, ഒരു ട്രഡീഷൻ ഉണ്ട്. ആ ഒരു ട്രഡീഷൻ അനുസരിച്ച് അവിടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും അല്ലേ. നല്ല മാർക്ക് കിട്ടുന്ന ആൾക്ക്, നല്ല ഗ്രേഡ് കിട്ടുന്ന ആൾക്ക് എന്താണ്, സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും. പക്ഷേ ആ സ്കൂളിൽ ഒരു കോൺസ്പിറൻസി നടക്കുന്നുണ്ട് അല്ലേ. കുറച്ച് ടീച്ചേഴ്സ് തമ്മിൽ എന്താണ് ഒരു കാര്യമൊക്കെ നടന്നിട്ട് അവസാനം തീരുമാനിക്കുകയാണ് മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടില്ല എന്നുള്ള രീതിയിൽ തീരുമാനിക്കുന്നുണ്ട്. പ്രിൻസിപ്പലിന് എന്താണ് പൈസ കൊടുത്തിട്ട് ഇതൊരു $15 നിങ്ങൾ അടയ്ക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാർത്തേനെ എന്താണ് പ്രഷറിൽ ആക്കിയേക്കാണ്. പക്ഷെ മാർത്ത ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ച് വരുമ്പോൾ എന്താണ് അത്രയും പൈസ നമ്മൾക്ക് കൊടുക്കാനില്ല. അവസാനം എന്താവും നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, മാർത്തയുടെ അവസാനം വരെ പോരാടാനുള്ള ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അല്ലേ. യെസ്. എന്താണ് പ്രിൻസിപ്പലിന് എന്താ അവസാനം തോന്നുന്നത്, ഫീലിംഗ് ഗിൽറ്റി, അവസാനം ആ ഫീ വേണ്ട എന്ന് വെക്കേണ്ടി വരുന്നുണ്ട്. മാർത്ത ഈസ് റിലീവ്ഡ് അല്ലേ. മാർത്ത എന്താണ് റിലീവ് ആവുന്നു, അവൾക്കൊരു ആശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. ഗ്രേറ്റ്ഫുൾ ഫോർ ദ പ്രിൻസിപ്പൽസ് ഡിസിഷൻ, പ്രിൻസിപ്പലിൻ്റെ ആ ഡിസിഷനിൽ എന്താണ് അവൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഷീ ലേൺസ് അബൌട്ട് ഇൻറ്റഗ്രിറ്റി ആൻഡ് സെൽഫ് വർത്ത് ഫ്രം ഹർ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ നിന്നാണ് അവൾ എന്തൊക്കെ പഠിക്കുന്നത്, ആ സെൽഫ് വർത്തിനെ പറ്റിയിട്ട് അല്ലേ. എവിടെയും താഴ്ന്നു പോയിട്ട് നമുക്ക് അർഹതപ്പെട്ടിട്ടുള്ള കാര്യം, ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നമ്മൾ ഒരിക്കലും എവിടെയും പോയിട്ട് താഴ്ന്നു കൊടുത്തിട്ട് അവിടെ ചെന്ന് ബെഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഗ്രാൻഡ് പാരൻ്റെ കയ്യിൽ നിന്നാണ് അങ്ങനത്തെ ഒരു ക്വാളിറ്റി കിട്ടുന്നത്. എന്താണ് പറയുന്നത്, മാർത്താസ് ആൻറ്റിസിപ്പേഷൻ ഫോർ ദ ജാക്കറ്റ് മിക്സസ് വിത്ത് ഹർ സെൻസ് ഓഫ് ജസ്റ്റിസ്. അപ്പോൾ അവളുടെ ഉള്ളിലുണ്ട് ഒരു നീതി, ഒരു സത്യമുണ്ട് അല്ലേ. അപ്പോൾ അതുമായിട്ട് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്താണ് ആയിട്ടുള്ളത്, അവൾക്ക് ഇത് വേണമെന്നുണ്ട്, പക്ഷെ എന്താണ് പൈസ കൊടുക്കാനും പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ ഉള്ളിൽ തന്നെ എന്തുണ്ട്, ഗ്രാൻഡ് പാ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചിട്ട് അവൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് വേണ്ട എന്ന് അവൾ തീരുമാനിക്കുകയാണ്. ദ ജാക്കറ്റ് റെപ്രസെന്റ്സ് മോർ ദാൻ ആൻ അവാർഡ്, ഇറ്റ്സ് എ സിംബൽ ഓഫ് ഹർ ഹാർഡ് വർക്ക് ആൻഡ് ഫെയർനെസ്. അപ്പോൾ ഈ പറയുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്തിനാണ് അവളുടെ ഒരു സിംബൽ ഓഫ് ഹർ ഹാർഡ് വർക്ക് ആൻഡ് ഫെയർനെസ്. അവളുടെ സിംബൽ, അവളുടെ ആ ഹാർഡ് വർക്കിൻ്റെയും അവളുടെ ആ സത്യത്തിൻ്റെയും എന്താണ് സിംബൽ ആയിട്ടാണ് നിൽക്കുന്നത്. ദ സ്റ്റോറി എൻഡ്സ് വിത്ത് മാർത്ത റിസീവിംഗ് ദ ജാക്കറ്റ്, എ വിക്ടറി ഫോർ മെറിറ്റ് ഓവർ ഇൻഫ്ലുവൻസ്. അപ്പോൾ ഇൻഫ്ലുവൻസ്
ഇൻഫ്ലുവൻസിലല്ല അല്ലേ മാത്സ് ടീച്ചറും അതുപോലെ ബാക്കി ടീച്ചേഴ്സൊക്കെ എന്താണ് റിപ്പോർട്ടൊക്കെ മാറ്റി എഴുതാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ട് ഈ മാർത്തേനെ തോൽപ്പിക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അവളൊരു മെക്സിക്കൻ കുട്ടി ആയ കാരണം കൊണ്ട്. പക്ഷേ നമ്മുടെ കുട്ടി എന്ത് ചെയ്തു, നമ്മുടെ മാർത്ത എന്ത് ചെയ്തു, മാർത്ത അവസാനം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റോറി എൻഡ്സ് വിത്ത് മാർത്ത റിസീവിംഗ് ദ ജാക്കറ്റ്, എ വിക്ടറി ഫോർ മെറിറ്റ് ഓവർ ഇൻഫ്ലുവൻസ്. അപ്പോൾ എന്താണ്, മെറിറ്റിൽ കിട്ടുകയാണ് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസിലല്ല മെറിറ്റിൽ കിട്ടുകയാണ് അല്ലേ, പൈസയുടെ പുറകിലല്ല അവൾക്ക് ഇത് കിട്ടുന്നത്. ഓക്കെ, മാർത്താസ് റിലേഷൻഷിപ്പ് വിത്ത് ഹർ ഗ്രാൻഡ് ഫാദർ സ്ട്രെങ്തൻസ് ത്രൂ ദിസ് ഓഡിയൽ. അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെയാണ് ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ മാർത്തിൻ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ പറ്റും സ്ട്രെങ്തൻ ആവുന്നു. ദ നെറേറ്റീവ് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ വാട്ട് ഈസ് റൈറ്റ് അല്ലെ. ഇതിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ വാട്ട് ഈസ് റൈറ്റ് റിഗാർഡ്ലെസ് ഓഫ് എക്സ്റ്റേണൽ പ്രഷേഴ്സ്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ പ്രഷേഴ്സ് ഉണ്ടാവും അല്ലേ, നമ്മുടെ ചുറ്റും എന്താണ് കുറേ പ്രഷേഴ്സ് ഉണ്ടാവും. അപ്പോൾ പൈസയുടെ പുറകെ പോകുന്ന ആളുകളുണ്ടാവും അല്ലെ, മണിയാണ് എല്ലാതും. അപ്പോൾ എന്ത് കാര്യം എന്താണ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, അങ്ങനത്തെ ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ പോലും, ഇങ്ങനത്തെ ഒരു കാലത്ത് പോലും എന്താണ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ വാട്ട് ഈസ് റൈറ്റ്, എന്താണോ സത്യമായിട്ടുള്ളത്, എന്താണോ ശരിയായിട്ടുള്ളത് അതിനു വേണ്ടി നിൽക്കുക എന്നുള്ളൊരു പോയിന്റ് ഈ ഒരു സ്റ്റോറി കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഹിസ്റ്ററി മാസ്റ്റർ അല്ലേ, ഹിസ്റ്ററി എടുക്കുന്ന ആ ഒരു സാറാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്മിത്ത് അല്ലെ ആളുമായിട്ട് ലാസ്റ്റ് എന്താണ് അവൾ ഹഗ് ചെയ്യുന്നുണ്ട്, താങ്ക് യു ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി കൂടെ നമുക്ക് എന്തൊക്കെ മനസ്സിലാവുന്നത്, മാർത്തയുടെ ആ ഹാർഡ് വർക്ക് മനസ്സിലാവുന്നുണ്ട്. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുമ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സിമ്പിളാണ്, അവളുടെ ഹാർഡ് വർക്കിനെയും അതുപോലെ തന്നെ ഫെയർനെസ്സിനെയൊക്കെ സിംപലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, യെസ്. പിന്നെ എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ, എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ് പറയുന്നത്, മാർത്തേനെ പറ്റിയിട്ട് എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും. സ്റ്റോറിയുടെ പ്രൊട്ടാഗനിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആണ്. യെസ്, ഡെഡിക്കേറ്റഡ് ആണ് അല്ലേ, അവൾ ഡെഡിക്കേറ്റഡ് ആണ്, അവളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ്, അവളുടെ ഒരു ബിഗ് ഡ്രീം ആണ് എന്താണ്, ടു അച്ചീവ് ദിസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ. ആ ജാക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അവളൊരു വലിയ ഡ്രീം ആയിരുന്നു. സ്ട്രേറ്റ് എ സ്റ്റുഡൻ്റ് ആണ് അല്ലേ, എ ഗ്രേഡ് സ്റ്റുഡൻ്റ് ആണ്, എപ്പോഴും എ ഗ്രേഡ് കിട്ടുന്ന സ്റ്റുഡൻ്റ് ആണ്, എ ഗ്രേഡ് കിട്ടുന്ന സ്റ്റുഡൻ്റ് ആണ്. ഹു ഹോപ്സ് ടു വിൻ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഹോപ്പ് ചെയ്തിട്ടിരിക്കുന്നു. പിന്നെന്താണ് കുറേ ഫിനാൻഷ്യൽ ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് റോസി, മാതാസ് ഓൾഡർ സിസ്റ്റർ ആൻഡ് പ്രീവിയസ് സ്കോളർഷിപ്പ് ജാക്കറ്റ് റെസിപ്പിയൻ്റ് ആണ്. മുമ്പ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയിട്ടുള്ളത് അവളുടെ എൽഡർ സിസ്റ്ററിനാണ് അല്ലേ റോസി. ഇനി ഇൻസ്പയർസ് മാർത്ത ടു പേഴ്സ്യൂ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ ഈ മാർത്തയ്ക്ക് ഈ ഒരു ജാക്കറ്റ് വേണം എന്ന് തോന്നാനുള്ള കാരണം എന്താണ്, ഈ സിസ്റ്റർ, ഈ റോസി എന്ന് പറയുന്ന ഈ സിസ്റ്റർ അവളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ, ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്കും വേണം, ഞാൻ നന്നായിട്ട് പഠിക്കുന്നതാണ്, അങ്ങനത്തെ ഒരു മൈൻഡ് ആയിരുന്നു മാർത്തയ്ക്ക് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. മാർത്തയുടെ ഗ്രാൻഡ് ഫാദറോ മാർത്താസ് ഗാർഡിയൻ, മാർത്തയുടെ ഗാർഡിയൻ ആണ്. അദ്ദേഹം എന്താ ചെയ്യുന്നത്, മണി അല്ലെങ്കിൽ എക്സ്റ്റേണൽ പ്രഷറിലേക്ക് അവൾ തള്ളിവിടുന്നില്ല, ആൾ സത്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് അല്ലേ. വാല്യൂസ് ഇൻറ്റഗ്രിറ്റി ആൻഡ് റിഫ്യൂസസ് ടു പേ ഫോർ ദ ജാക്കറ്റ് അല്ലെ. വാല്യൂസ് ഇൻറ്റഗ്രിറ്റീനെ അതുപോലെ തന്നെ ആ ജാക്കറ്റിന് വേണ്ടിയിട്ട് പേ ചെയ്യാനൊന്നും ആൾ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയാം അല്ലേ. പിന്നെ എന്താണ് മിസ്റ്റർ സ്മിത്ത് അല്ലേ, സ്മിത്ത് എന്ന് പറയുന്ന ആളെന്താണ്, ഹിസ്റ്ററി ടീച്ചറാണ് അവളെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ റിപ്പോർട്ട് മാറ്റി എഴുതാം, മാനിപ്പുലേറ്റ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ ആരാണ് നമ്മുടെ മാർത്തേനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഹിസ്റ്ററി സാറാണ് അല്ലേ. അവൾ പറയുന്നുണ്ട് അവൾ എന്താണ് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. മാർത്തേനെ സപ്പോർട്ട് ചെയ്യുന്നു ടു റൈറ്റ് ടു ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ബേസ്ഡ് ഓൺ ഹർ ഗ്രേഡ്സ് വെച്ച് നോക്കുമ്പോൾ മാർത്തയ്ക്കാണ് ഇത് കിട്ടേണ്ടത് എന്ന് പറയുന്നുണ്ട്. യെസ്. ഇനി എന്താ മിസ്റ്റർ ബൂൺ, നമ്മുടെ മാത്സ് ടീച്ചർ അല്ലേ, മാത്സ് ടീച്ചർ കുറച്ച് പ്രശ്നമാണ് അല്ലേ, ഒരു വില്ലനാണ് എന്ന് പറയാം. അപ്പോൾ മാർത്തേനെ ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് മാർത്തയുടെ ഗ്രേഡൊക്കെ വെട്ടി കുറച്ചിട്ട് റിപ്പോർട്ടിലൊക്കെ കുറച്ച് മാനിപ്പുലേഷൻസ് ഒക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യാം, ഇവളെ പുറത്താക്കാം അല്ലെങ്കിൽ ജാക്കറ്റ് കൊടുക്കണ്ട എന്നൊക്കെ പറയുന്ന ആളാണ് മാത്സ് ടീച്ചർ മിസ്റ്റർ ബൂൺ അല്ലേ. ഇനിഷ്യലി സജസ്റ്റ് എ tie between Martha and John due to John's influential connections. അപ്പോൾ ആൾക്ക് ആഗ്രഹം ജോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ ജോൺ ഇവർ തമ്മിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് അറിയുന്ന കാരണം രണ്ടുപേരും എന്താ ടൈ ആക്കാം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. സോറി കേട്ടോ. ജോൺ എന്ത് പറയുന്നു, അനദർ സ്റ്റുഡൻറ്റ് കോമ്പീറ്റിംഗ് ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റിന് പിന്നെ മത്സരിക്കുന്ന ഒരാളാണ്, ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ്. ഹെർ ഫാദേഴ്സ് ഇൻഫ്ലുവൻസ് ക്രിയേറ്റ്സ് എ മോറൽ ഡിലമ. അപ്പോൾ അവളുടെ അച്ഛൻ എന്താ ചെയ്യുന്നത്, അവളുടെ അച്ഛൻ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് മണിയൊക്കെ വെച്ചിട്ടാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇനി പ്രിൻസിപ്പൽ എന്താണ്, ആദ്യം തന്നെ മാർത്തയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്താ പറയുന്നത്, $15 വരണം, ഇനി മുതൽ എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കില്ല, പകരം $50
$15 നിങ്ങൾ അടയ്ക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് അല്ലേ. ദ സ്കൂൾ പ്രിൻസിപ്പൽ ഹൂ ഇനിഷ്യലി ഡിസൈഡ്സ് ടു ചാർജ് ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ബട്ട് ലേറ്റർ ഗ്രാൻഡ്സ് മാർത്ത ആൻ എക്സെപ്ഷൻ. പക്ഷെ പിന്നീട് നമ്മുടെ മാർത്തയ്ക്ക് എന്താണ് ഒരു എക്സെപ്ഷൻ കൊടുക്കുകയാണ്. അവളുടെ ആ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പെരുമാറ്റം കാര്യങ്ങളൊക്കെ എന്താണ് കാണുമ്പോൾ, അവളുടെ ആ സങ്കടം കാര്യങ്ങൾ സ്ട്രഗിളൊക്കെ കാണുമ്പോൾ അവസാനം ആൾക്ക് ഹി ഫെൽറ്റ് ഗിൽറ്റി അല്ലെ, ഗിൽറ്റ് ഫീൽ ചെയ്തിട്ട് അദ്ദേഹം ആ ഒരു ഡിസിഷൻ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യാണ് പിന്നീട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞ ഈ സ്റ്റോറി ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് വേഗം പറഞ്ഞേ മിസ്സിൻ്റെ അടുത്ത് ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. മാർത്തേനെ പറ്റിയിട്ട് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് മാർത്തേനെ പറ്റി, മാർത്തേൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പറ്റിയിട്ട്, അവിടുത്തെ സാറിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്? മൊത്തത്തിൽ പറയുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇതിൻ്റെ തീം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക? യെസ്, ക്ലിയർ ആണ് അല്ലേ? വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പോൾ എന്തിനെ പറ്റിയിട്ട് പറയാൻ പറ്റുക? നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് അല്ലെ, ഇൻഫ്ലുവൻസും മെറിറ്റും തമ്മിലുള്ളൊരു മത്സരമാണ്. അതിൽ സത്യത്തിൻ്റെ ഭാഗത്താണ് നമ്മുടെ മാർത്ത നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഫൈറ്റ് അല്ലെ, അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവസാനം എന്താണ്, ഫെയർനെസ് തന്നെ ജയിക്കുകയാണ് ചെയ്യുന്നത്, ജസ്റ്റിസ് കിട്ടുകയാണ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇനി നമുക്കൊരു അടിപൊളി ചാപ്റ്റർ ഉണ്ടല്ലോ. ഏതാണ് ആ ചാപ്റ്റർ? നമുക്കറിയാം, നമ്മുടെ വാങ്ക അല്ലെ, വാങ്ക. അപ്പോൾ വാങ്കയുടെ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? അതിന് മുമ്പായിട്ട് നമുക്ക് മാർത്തേനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ എഴുതാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റും? മാർത്തേനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, മെയിൻ ക്യാരക്ടറാണെന്നുള്ള കാര്യം എഴുതാം. പിന്നെ എന്തൊക്കെയാണ്? ഷീ ഈസ് സ്മാർട്ട് ആൻഡ് ഹാർഡ് വർക്കിംഗ്. സ്മാർട്ടാണ്, പിന്നെന്താണ് ഹാർഡ് വർക്കിംഗ് ആണ് അല്ലേ, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് മാർത്ത അല്ലേ. മാർത്ത എന്താണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെന്താ, ഹൂസ് മാർത്തയുടെ ഫാമിലിയൊക്കെ എന്താണ്, കുറേ പൈസയൊന്നുള്ള ആളുകളൊന്നല്ല അല്ലേ, കുറേ പൈസയുള്ള ആളുകളൊന്നല്ല. സോ വിന്നിങ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ടു ഹെർ. അപ്പോൾ അവൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് ജയിക്കുക, ഇത് വിൻ ചെയ്യുക എന്ന് പറയുന്നത് അവൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. യെസ്, അപ്പോൾ ഈ ക്യാരക്ടർ സ്കെച്ചൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കണേ. നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം കുറച്ചൊക്കെ കാര്യങ്ങൾ. പക്ഷേ അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ, ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് വരുമ്പോൾ ചിലപ്പോൾ എഴുതാൻ പോയിന്റ്സ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കി വെക്കുക കേട്ടോ. ഈ നോട്ട്സ് ഒക്കെ മിസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ എന്തൊക്കെ പറഞ്ഞു? ഇങ്ങനെ പൈസ ഇല്ല, അതുകൊണ്ട് എന്താണ് അവൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കിട്ടുന്നത്. ഷീ ഈസ് ഡിറ്റർമൈൻഡ് ടു ഏൺ ഇറ്റ് ത്രൂ ഹർ ഗുഡ് ഗ്രേഡ്സ് അല്ലെ. അവൾ എന്താ തീരുമാനിക്കുന്നത്? അവൾ ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ളത്, അവൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത് എന്താണ്? അവളുടെ ഗുഡ് ഗ്രേഡിൽ കൂടെ മാത്രമാണ് ഇത് നേടുകയുള്ളൂ, അല്ലാണ്ട് ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അവൾ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടിയെടുക്കാൻ ശ്രമിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ പ്രിൻസിപ്പൽ ഇങ്ങനെ പറയുമ്പോൾ വീട്ടിൽ ചെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും എന്താണ് അവിടെ ഉള്ളിലുള്ളത്? അവൾ നന്നായിട്ട് പഠിക്കുന്നതാണ്, എനിക്ക് എന്തായാലും കിട്ടേണ്ടതാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവളുടെ ഉള്ളിലുള്ളത്. പിന്നെന്താണ്, ഗ്രാൻഡ് ഫാദർ പറയുന്നതുകൊണ്ടാണ് ഹു ടീച്ചേഴ്സ് ഹർ ദ വാല്യൂ ഓഫ് ഇന്റഗ്രിറ്റി. അപ്പോൾ ഇന്റഗ്രിറ്റിയുടെ, സത്യസന്ധതയുടെ, ഓണസ്റ്റിയുടെ ഒക്കെ വാല്യൂ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രാൻഡ് ഫാദർ. അതുകൊണ്ട് അവൾക്ക് അത് കാര്യമായിട്ട് മനസ്സിലാകുന്നു. ഷീ ഫേസസ് എ ടഫ് സിറ്റുവേഷൻ when the school changes the rules, but she stands up for what's right and eventually gets the jacket she worked so hard for. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഈ സ്കൂള് റൂൾസൊക്കെ മാറ്റുമ്പോൾ അവളൊരു ടഫ് സിറ്റുവേഷനിലാണ് വീണ് പോകുന്നത്. പക്ഷേ എന്താണ്, അവസാനം അവൾ ജയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. മാതാ സ്റ്റോറി ടീച്ചേഴ്സ് us about the importance of honesty and hard work. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് അല്ലേ, ഇമ്പോർട്ടൻസ് ഓഫ് ഓണസ്റ്റി, അതുപോലെ തന്നെ എന്താണ്, യെസ്, അച്ചു പറയുന്നുണ്ട് എല്ലാവർക്കും നല്ല മാർക്കുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ വിഷമിച്ചിട്ടാണല്ലോ അച്ചു പറയുന്നത്, എന്തേ അച്ചുവിന് മാർക്കൊന്നും കിട്ടില്ല? യെസ്, അപ്പോൾ അതങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് തന്നെ കിട്ടും. യെസ്, ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഓണസ്റ്റി, സത്യസന്ധതയുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഹാർഡ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്ക് ഈ മാർത്തയുടെ സ്റ്റോറി കൂടെ മാർത്ത നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ. കുറേ എന്താണ് ക്വാളിറ്റീസ് കിട്ടുന്നുണ്ട്. യെസ്, അപ്പോൾ ക്ലിയർ ആണല്ലോ മക്കളെ? അത് ക്ലിയർ ആണല്ലോ? യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് മാർത്തയുടെ സ്റ്റോറി കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മാർത്തയുടെ സ്റ്റോറി എന്താണ്, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എല്ലാവരും എന്താണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് നേടിയെടുക്കുന്ന കാര്യങ്ങൾ അല്ലേ, നേടിയെടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അതിനൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് എന്താ മാർത്തയുടെ സ്റ്റോറി. ഇനി നമുക്ക് വളരെ ടച്ചിങ് ആയിട്ടുള്ള വേറൊരു സ്റ്റോറിയാണ് എന്താ, വാങ്കയുടെ സ്റ്റോറി അല്ലേ, വാങ്കയുടെ സ്റ്റോറി. അപ്പോൾ ആന്റൺ ചെക്കോവ എഴുതിയിട്ടുള്ള വാങ്ക എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. യെസ്, ഓക്കെ. വാങ്കയുടെ ചാപ്റ്റർ എന്താണ്, വളരെ ഈസിയാണ് അല്ലേ. ഒരു ബോയിനെ പറ്റിയിട്ടാണ്, ഒരു പാവം പിടിച്ചിട്ടുള്ളൊരു ബോയിനെ പറ്റിയിട്ടാണ് അല്ലേ സ്റ്റോറി. അപ്പോൾ അവൻ്റെ സ്ട്രഗിൾ, അവൻ എത്രയും ചെറുതിൽ തന്നെ എന്താ ചൈൽഡ്ഹുഡ് ആണല്ലേ, അവൻ്റെ ചൈൽഡ്ഹുഡൊക്കെ എന്താണ്, അവന് ശരിക്കും അത് എൻജോയ് ചെയ്യാനും കാര്യത്തിനൊന്നും പറ്റില്ല. നമ്മളെ പോലെയാണോ? അല്ല, വാങ്കയ്ക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ. വാങ്കയുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവനിപ്പോഴും എന്താണ്, അവൻ വർക്കിംഗ് ആണ്, അത്രയും ചെറിയ പ്രായത്തിൽ പോലും എന്താണ്, അവൻ വർക്കിംഗ് ആണ്. നോക്കി, അതെന്തുകൊണ്ടാണ്, അവൻ്റെ പാരൻസ് ഒന്നും ഇല്ല. അപ്പോൾ സ്റ്റോറി നമുക്ക് സമ്മറി നോക്കാം നമുക്ക് അല്ലേ.
Vanka Shuko, a 9-year-old apprentice to a shoemaker named Alyakin, decides not to sleep on Christmas Eve and begins to write a letter. അപ്പോൾ തുടക്കം തന്നെ എന്താണ്, ഒരു ക്രിസ്മസ് ഈവ് ആണ്. നമ്മുടെ വാങ്ക തീരുമാനിക്കുകയാണ്. വാങ്ക ഇപ്പോൾ എന്താ ചെയ്യുന്നത്, അവൻ എത്ര വയസ്സുണ്ട്, അവൻ ഓൺലി 9 years old അല്ലേ, 9-year-old ബോയ് ആണ്, അവൻ അപ്രൻറ്റീസ് ആണ് അല്ലേ, ആരുമായിട്ട്, നമ്മുടെ ഷൂ മേക്കർ അല്യാക്കിൻ്റെ അപ്രൻറ്റീസ് ആയിട്ട്. അപ്രൻറ്റീസ് എന്ന് വെച്ചാൽ എന്താ, വലിയ പൈസ ഒന്നും കിട്ടുന്നില്ല, അവിടെ എന്താണ് പണി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒപ്പം തന്നെ അവന് അവിടുത്തെ എല്ലാ പണികളും ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, ഇതുപോലെ ഇവൻ എന്താണ് കഷ്ടപ്പെട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ ഒരു ദിവസം ക്രിസ്മസ് ഈവിന് അവൻ തീരുമാനിക്കുകയാണ് ഇന്ന് ഉറങ്ങുന്നില്ല അല്ലേ, ഡിസൈഡ്സ് നോട്ട് ടു സ്ലീപ്പ്, ഉറങ്ങണ്ട, എന്താണ് അവനൊരു ലെറ്റർ എഴുതാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആർക്കാണ് ഈ ലെറ്റർ എഴുതുന്നതെന്നൊക്കെ നമുക്കറിയാം അല്ലേ, ആർക്കാണ് എഴുതുന്നത്, അവൻ്റെ ഗ്രാൻഡ് ഫാദറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്യാക്കിൻ എന്ന് പറയുന്ന ഷൂ മേക്കറിൻ്റെ വീട്ടിലാണ് വാങ്ക ഇപ്പോൾ ഉള്ളത്. അവൻ ക്രിസ്മസ് ഈവിൽ ഇതാ ഒരു ലെറ്റർ എഴുതാൻ പോവുകയാണ്. ഹി റൈറ്റ്സ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റാന്റിൻ മാക്കറിച്ച് അല്ലേ, അച്ഛൻ്റെ പേരെന്താണ്, ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് കോൺസ്റ്റാന്റിൻ മാക്കറിച്ചിന് എന്താ ഒരു കത്തിൽ വലിയ കാര്യമായിട്ട് അവൻ്റെ സങ്കടങ്ങളാണ് അവൻ എഴുതുന്നത് അല്ലേ, സ്ട്രഗിൾ ആണ് എഴുതുന്നത്. എക്സ്പ്രസിങ് ഹിസ് ലോൺലിനെസ് ആൻഡ് സഫറിങ്സ്, അവൻ്റെ ഒറ്റപ്പെടൽ, ഒരു ഒറ്റപ്പെടലും അതുപോലെ തന്നെ സഫറിങ്സ്, അവൻ്റെ ഒരു എന്താണ് സഹനം, അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതൊക്കെ. ആൻഡ് വിഷസ് ഹിം മെറി ക്രിസ്മസ്. അപ്പം മെറി ക്രിസ്മസ് ഒക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് കൂട്ടത്തിൽ മെറി ക്രിസ്മസ് ഒക്കെ പറയുന്നുണ്ടല്ലേ പാവം. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ലെറ്റർ എഴുതുന്നത്. ഗ്രാൻഡ് ഫാദറിന് ഈ ഒരു ലെറ്റർ നമ്മുടെ വാങ്ക എഴുതുന്നത്. Vanka imagines his grandfather, a lively 65-year-old night watchman, and his life back in the village. അപ്പോൾ എത്ര വയസ്സുണ്ട്, 65-year-old നൈറ്റ് വാച്ച്മാൻ ആണ് നമ്മുടെ കോൺസ്റ്റാന്റിൻ മാക്കറിച്ച് അല്ലേ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കുമെന്ന് നമ്മുടെ വാങ്ക ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു എസ്റ്റേറ്റിൽ കൂടെ എന്താണ് നൈറ്റ് വാച്ച്മാൻ ആണ്, അദ്ദേഹം ഇങ്ങനെ നടക്കുന്നുണ്ടാവും അല്ലേ, അങ്ങനെ നടക്കുന്നുണ്ടാവും, ആ കെയിനൊക്കെ പിടിച്ചിങ്ങനെ നടക്കുന്നുണ്ടാവും. 2 പട്ടിക്കുട്ടികളുണ്ട് അല്ലേ, 2 ഡോഗ്സ് ഒക്കെ ഉണ്ട്, ഈലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, നല്ല തണുപ്പാണ്, അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും, സ്നിഫ് ആ ഒരു മൂക്കിപ്പൊടിയൊക്കെ വലിക്കുന്നുണ്ടാവും എന്നൊക്കെ ഇമാജിൻ ചെയ്തിട്ട് നമ്മുടെ വാങ്ക ഇരിക്കുകയാണ്. എന്നിട്ടാണ് ഈ ലെറ്റർ ഒക്കെ എഴുതുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ വില്ലേജിലുണ്ടായിരുന്ന ആ ഒരു ലൈഫിനെ പറ്റിയിട്ടൊക്കെ അവൻ ആലോചിക്കുകയാണ്. ദ സ്റ്റോറി ഷിഫ്റ്റ്സ് ഫ്രം വാങ്കാസ് കറന്റ് മിസറബിൾ സിറ്റുവേഷൻ ടു ഹിസ് മെമ്മറീസ് ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ വില്ലേജ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താണ് ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റും. ഈ സ്റ്റോറിയുടെ പ്രത്യേകത എന്താണ്, ഒരു ഷിഫ്റ്റ് കാണാൻ പറ്റും. പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്ക് പോകും, പിന്നെ വീണ്ടും പാസ്റ്റിൽ നിന്ന് പ്രസന്റ്, അങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ആദ്യം തന്നെ വാങ്കയുടെ ആ മിസറബിൾ സിറ്റുവേഷനിലായിരുന്നു നമ്മൾ. അല്യാക്കിൻ്റെ വീട്ടിലാണ്, വളരെ ബുദ്ധിമുട്ടുകളുണ്ട്, അല്യാക്കിന് എന്തൊക്കെ തന്നെ ചെയ്യുന്നതെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗ്രാൻഡ് ഫാദറിന് ഈ ഒരു ലെറ്റർ എഴുതുന്നത് അല്ലേ. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇവരെന്നെ കൊണ്ട് എല്ലാ പണികളും ചെയ്യിക്കും, കുട്ടീനെ ഉറക്കണത് ഞാനാണ്, ഞാൻ കിച്ചണിലാണ് ചിലപ്പോൾ കിടന്നുറങ്ങുക, എനിക്ക് പേടിയുണ്ട്, സെർവൻസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ എന്താണ് ഒരു ദിവസം ഫിഷ് കട്ട് ചെയ്യാൻ പറഞ്ഞു, അത് ശരിയാവാത്തതുകൊണ്ട്, അത് അറിയാത്ത കാരണം കൊണ്ട് ഇവിടുത്തെ മിസ്ട്രസ് എന്ത് ചെയ്തു, അത് പിടിച്ചിട്ട് എൻ്റെ മുഖത്ത് ഉരച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ കുറേ സങ്കടങ്ങൾ, കുറേ സ്ട്രഗിൾസ് ഒക്കെ ഈ ലെറ്ററിൽ എഴുതുന്നുണ്ട്. അപ്പോൾ അവന് എന്താണ് ഒരു ആശ്വാസം പോലെയാണ് ഈ ഒരു മെമ്മറീസ് അല്ലേ, ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെയുള്ള ഒരു മെമ്മറീസ്, വില്ലേജിലുണ്ടായിരുന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ എന്താണ് അവനൊരു ആശ്വാസം പോലെയാണ്. അപ്പോൾ പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്ക്, പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്ക് എന്നുള്ളൊരു ഷിഫ്റ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവൻ്റെ മെമ്മറീസ് ആണ് പിന്നീട് പറയുന്നത്. ഓക്കെ, മെമ്മറീസ്. വാങ്ക ഡിസ്ക്രൈബ്സ് ഹിസ് ഹാർഷ് ലൈഫ് വിത്ത് ദ ഷൂ മേക്കർ, ബീറ്റിങ്സ്, ലാക്ക് ഓഫ് ഫുഡ് അല്ലെ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവൻ പറയുന്നത്. ഷൂ മേക്കറിൻ്റെ വീട്ടിൽ ബീറ്റിങ്സ്, കുറേ അടി കിട്ടുന്നുണ്ട്, ലാക്ക് ഓഫ് ഫുഡൊന്നും കിട്ടുന്നില്ല ശരിക്കും മര്യാദയ്ക്ക്, എന്താണ് ഫുഡൊന്നും കിട്ടുന്നില്ല. ആൻഡ് ബീങ് മെയ്ഡ് ഫൺ ഓഫ് ബൈ അതർ അപ്രൻറ്റീസസ്. അപ്പോൾ മറ്റ് അപ്രൻറ്റീസസ് ഒക്കെ എന്താണ് തന്നെ കളിയാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ പാവം വാങ്ക ഇങ്ങനെ ലെറ്റർ എഴുതുവാണ്. ഹി പ്ലീഡ്സ് വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ ടു ടേക്ക് ഹിം അവേ ഫ്രം ഹിസ് അൺബെയറബിൾ ലൈഫ് ഇൻ മോസ്കോ. അപ്പോൾ മോസ്കോയിലുള്ള തൻ്റെ അൺബെയറബിൾ ആയിട്ടുള്ള, സഹിക്കാൻ പറ്റാത്ത ഈ ദുരിതം പിടിച്ച ജീവിതത്തിൽ നിന്ന് തന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊണ്ടുപോകൂ, ഇല്ലെങ്കിൽ താൻ ഇവിടെ കിടന്ന് ചത്തുപോകുന്നൊക്കെ നമ്മുടെ വാങ്ക മുത്തശ്ശൻ്റെ അടുത്ത് എഴുതി അറിയിക്കുന്നുണ്ട്. Vanka fears he might die if his grandfather does not rescue him. അപ്പോൾ ഗ്രാൻഡ് ഫാദർ വന്നിട്ട് തന്നെ റെസ്ക്യൂ ചെയ്തില്ലെങ്കിൽ, തന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ, ഇവിടെ നിന്ന് രക്ഷിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, താൻ ഇവിടെ കിടന്ന് മരിച്ചു പോകുമെന്ന് വരെ ആര് പറയുന്നുണ്ട്, നമ്മുടെ വാങ്ക പറഞ്ഞിട്ടാണ് ലെറ്റർ എഴുതുന്നത്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അല്ലേ. ഹി കനോട്ട് റൺ അവേ ബിക്കോസ് ഹി ലാക്സ് ദ മീൻസ് ടു സർവൈവ് ദ ജേർണി. അപ്പോൾ ഓടിപ്പോകാനും പറ്റില്ല, അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നുമില്ല അവന്. ദ ഐറണി ഓഫ് വർക്കിംഗ് ഫോർ എ
shoemaker yet having no boots highlights Vanka's poverty. അപ്പോൾ ഈ അല്യാക്കിൻ്റെ വീട്ടിലാണ് എന്തായിട്ടാണ് ജോലി ചെയ്യുന്നത്? ഷൂമേക്കറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇത്രയും ഷൂസൊക്കെ ഉള്ള സ്ഥലമൊക്കെയാണ് അവന് അതിന് ജോലി ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഒരു ഐറണി ഉള്ളത്? എന്താണ് ഒരു വിരോധാഭാസം എന്ന് പറയാം അല്ലേ? ഒരു ഐറണി ഉള്ളത് എന്താണ്? അവന് സ്വന്തമായിട്ട് ഷൂസ് ഒന്നുമില്ല. അപ്പോൾ അത് തന്നെ എന്താ കാണിക്കുന്നത്? വാങ്കയുടെ ആ ഒരു പോവർട്ടിയാണ് കാണിക്കുന്നത്. ഐറണി ഓഫ് വർക്കിംഗ് ഫോർ എ ഷൂമേക്കർ യെറ്റ് ഹാവിങ് നോ ബൂട്ട്സ്. ഓക്കെ, ഒരു ഷൂ മേക്കറിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യെസ്, അബ്ദുൾ റസാഖ്. ഓക്കെ, യെസ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞത്? ഷൂ മേക്കറിന് വേണ്ടിയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അവന് സ്വന്തമായിട്ട് എന്താ ബൂട്ട്സ് ഒന്നുമില്ല. അപ്പോൾ അതൊരു ഐറണിയാണ് അല്ലേ? കുറേ ബൂട്ട്സൊക്കെ ഇങ്ങനെ പണിയുന്ന കൈയാണ്, പക്ഷെ എന്താണ് അവന് സ്വന്തമായിട്ടൊരു ബൂട്ട്സ് ഇല്ല. അപ്പോൾ അത് അവൻ്റെ പോവർട്ടി കാണിക്കുന്നുണ്ട്. യെസ്, വാങ്ക പ്രോമിസസ് ടു വർക്ക് ഹാർഡ് ആൻഡ് കെയർ ഫോർ ഹിസ് ഗ്രാൻഡ് ഫാദർ ഇഫ് ടേക്കൻ ബാക്ക് ഹോം. അപ്പോൾ പിന്നെ എന്താ പറയുന്നത്? മുത്തച്ഛൻ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും മുത്തച്ഛന് ചെയ്തു തരാം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ആ മൂക്കിപ്പൊടി എടുത്തു തരാം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വാങ്ക പറയുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. വാങ്ക പ്രോമിസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ എല്ലാ പണികളും അവിടുത്തെ ചെയ്തോളാം, വർക്ക് ഹാർഡ്, പിന്നെ ഞാൻ മുത്തച്ഛനെ നന്നായിട്ട് നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, ഹി റിമിനിസസ് അബൌട്ട് ജോയ്ഫുൾ ക്രിസ്മസ് ടൈംസ് വിത്ത് ഹിസ് ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്. അപ്പോൾ വില്ലേജിലായിരുന്ന സമയത്ത് ഈ വാങ്ക എന്താ ചിന്തിക്കുന്നത്? മുത്തച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല ക്രിസ്മസിൻ്റെ ആ ഒരു മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ആലോചിച്ച് വെക്കുന്നുണ്ട്, അവനിങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട്. വാങ്ക മിസ് ഓൾഗ ഇഗ്നറ്റിയവ്ന ഹു വാസ് കൈൻഡ് ടു ഹിം ആൻഡ് ടോട്ട് ഹിം വെൻ ഹിസ് മദർ വാസ് അലൈവ്. അപ്പോൾ അമ്മ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ ജോലി ചെയ്യുന്നതായിരുന്ന ആ സ്ഥലത്ത് വോൾഗ ഇഗ്നറ്റീവിന അല്ലേ? ആരാണ്? ഓൾഗ ഇഗ്നറ്റീവിന അങ്ങനെ പറഞ്ഞിട്ടൊരു ലേഡി ഉണ്ടായിരുന്നു. ഈ ലേഡിയാണ് നമ്മുടെ വാങ്കനെ എന്താണ് കൂടുതലായിട്ട് അവൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളത്. അവൻ ഏറ്റവും കൂടുതൽ അടുത്തിട്ടുള്ള ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഓൾഗ ഇഗ്നറ്റീവിന എന്ന് പറയുന്ന സ്ത്രീ. ഹു വാസ് കൈൻഡ് ടു ഹിം, അവൻ്റെ അടുത്ത് വളരെ കൈൻഡ് ആയിരുന്നു, വളരെ ദയുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ആൻഡ് ടോട്ട് ഹിം വെൻ ഹിസ് മദർ വാസ് അലൈവ്. അപ്പോൾ കുറേ അവനെ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ നോക്കിയതാണ് ആര്? ഓൾഗ ഇഗ്നറ്റീവിന എന്ന് പറയുന്ന ആ ഒരു ലേഡി. ആഫ്റ്റർ ഹിസ് മദേഴ്സ് ഡെത്ത് വാങ്ക വാസ് സെൻഡ് ടു മോസ്കോ to apprentice which led to his current misery. അപ്പോൾ ഈ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ഇവൻ എങ്ങോട്ട് പോയി? ഇവനെ മോസ്കോയിലോട്ട് അയച്ചു. മോസ്കോയിൽ അയച്ചിട്ട് എന്താണ് അവിടെ അപ്രൻറ്റീസ് ആവാൻ വേണ്ടിയിട്ട് അവനെ അയക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കറണ്ട് മിസറിയിലേക്ക് അവൻ എത്തിയത്. അപ്പോൾ പാരൻസിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പാരൻസ് ഇല്ലാത്ത ഒരു കുട്ടിയുടെ അവസ്ഥ എങ്ങനെയൊക്കെ പോവാം എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കുക കേട്ടോ. യെസ്, Vanka describes his life as worse than a dog's, emphasizing his abuse and neglect. അപ്പോൾ അവന് കിട്ടുന്ന ഈ അബ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ എഴുതുമ്പോൾ എന്താണ് അവന് തോന്നുകയാണ് അവൻ്റെ ജീവിതം എന്താണ് ഒരു ഡോഗിനേക്കാളും വേഴ്സ് ആണ് എന്ന് പറയാണ്. ഓക്കെ, അവൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഡോഗിന് ഇതിനേലും നല്ല ലൈഫാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവൻ കടന്നു പോകുന്നത്. അപ്പം അവൻ അതൊക്കെ പറഞ്ഞിട്ട് ലെറ്റർ എഴുതുവാണ്. ആഫ്റ്റർ റൈറ്റിംഗ് ദ ലെറ്റർ വാങ്ക സെൻഡ്സ് ഇറ്റ് വിത്ത് ഹോപ്പ്, ഡ്രീമിംഗ് ഓഫ് his grandfather reading it and coming to save him. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൻ റൈറ്റ് ചെയ്യുന്നു, ലെറ്റർ എഴുതുന്നു. വാങ്ക എന്നിട്ട് എന്താണ് ഒത്തിരി പ്രതീക്ഷയോടുകൂടി അല്ലേ, വിത്ത് ഹോപ്പ്, ഡ്രീം ചെയ്തുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുത്തച്ഛൻ വരും, എന്നെ രക്ഷിക്കും എന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അവനത് പോസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ബോയിൻ്റെ കഥ അല്ലേ? 9 year old ബോയ് ആണ്. അപ്പോൾ അവൻ്റെ ഓർഫൻസിൻ്റെ ഒക്കെ ലൈഫ് എങ്ങനെയായിരിക്കും? ഇവിടെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, പക്ഷെ എന്നാലും അവസ്ഥ എന്താണ്? മിസറബിൾ ആയിട്ടുള്ളൊരു ലൈഫാണ്. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് പാരൻസ് അല്ലേ? പാരൻസിൻ്റെ അല്ലെങ്കിൽ ഒരു ലവ്, അഫെക്ഷൻ, ഈ ഒരു കെയറിങ്, പാരൻറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു സ്റ്റോറി കൂടെ കാണുന്നത്. വാങ്കയുടെ ആ ഒരു മിസറബിൾ ലൈഫ്, അവൻ്റെ സ്ട്രഗിൾസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി കൂടെ കാണുന്നത്. അപ്പോൾ വാങ്കയെ പറ്റിയിട്ട് ക്യാരക്ടർ സ്കെച്ചൊക്കെ വരുമ്പോൾ എന്തൊക്കെ എഴുതാം നമുക്ക്? എന്തൊക്കെ കാര്യങ്ങളാണ്? ഇന്നസെൻ്റ് ആണ് അല്ലേ? ഇന്നസെൻ്റ് ആണ്, പാവം, നെയ്വാണ് അല്ലേ? ഇന്നസെൻ്റ് ആണെന്നുള്ള മീനിങ് തന്നെയാണ്. നിഷ്കളങ്കതയുണ്ട്. ലോങ്ങിങ് ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ, അതാണ് മെയിൻ പോയിന്റ് അല്ലേ? അവൻ എന്താ വേണ്ടത്? അവന് ലവും അഫെക്ഷനും ആണ് വേണ്ടത്. അപ്പോൾ അവൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത്. ഞാൻ ഇങ്ങനെ ചെയ്തോളാം മുത്തച്ഛ, ഞാൻ ഇങ്ങനെ ചെയ്തോളാം, ഞാൻ പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല, നല്ല കുട്ടിയായിട്ടിരുന്നോളാം, മുത്തച്ഛനെ നോക്കിക്കോളാം, എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ എന്താണ് ആ ഒരു ലവിനും അഫെക്ഷനും ഉള്ള ഒരു ലോങ്ങിങ്, ആ ഒരു കാത്തിരിപ്പ് കാണുന്നുണ്ട്. യെസ്, പിന്നെന്താണ്? ഹാർഡ് വർക്കിംഗ് ആൻഡ് റെസിലിയൻ്റ് അല്ലേ? ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഡ്രീമർ ആൻഡ് ഹോപ്പ്ഫുൾ, കുറേ സ്വപ്നം കാണുന്നുണ്ട്, ഹോപ്പ് ചെയ്യുന്നുണ്ട്. എന്താ ലാസ്റ്റ് മുത്തച്ഛൻ വരും എന്നൊക്കെ ഹോപ്പ് ചെയ്യുന്നുണ്ട്. എൻവലപ്ഡ് ഇൻ ലോൺലിനെസ് ആൻഡ് ഡെസൊലേഷൻ, എന്താണ് ഒറ്റപ്പെടലിൽ എന്താണ്
എൻഗൾഫ് ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ് അവനുള്ളത്. ഓക്കെ, യെസ്, ഒറ്റപ്പെടലാണ് അവനുള്ളത്. സെൻസിറ്റീവ് ആൻഡ് ഒബ്സർവൻറ്റ്, ഇമാജിനേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. അപ്പോൾ അവസാനം എന്താണ്? സെൻസിറ്റീവ് ആണ് അല്ലേ, സെൻസിറ്റീവ് ആണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ വാങ്ക എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാം. പിന്നെ എന്താണ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പോയിന്റ്സ് ആയിട്ട് എഴുതുമ്പോൾ നമ്മുടെ വാങ്കേനെ പറ്റിയിട്ട് പിന്നെ എന്താ എഴുതാൻ പറ്റും? നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് പ്രോപ്പറായിട്ട് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? ഈ ഒരു പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് എഴുതാം. യെസ്, അപ്പോൾ വാങ്ക ഈസ് എ 9-year-old ഓർഫൻ ബോയ് അപ്രന്റൈസ്ഡ് ടു എ ഷൂ മേക്കർ ഇൻ മോസ്കോ. മോസ്കോയിലുള്ള ഒരു ഷൂ മേക്കർ എന്താണ്, ഷൂ മേക്കറിൻ്റെ അടുത്ത് അപ്രൻറ്റീസ് ആയിട്ട് നമ്മുടെ വാങ്ക എത്തുകയാണ് ചെയ്യുന്നത്. അവനൊരു ഓർഫൻ ബോയ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എന്താണ്, അവന് പാരൻസ് ഒന്നുമില്ല. യെസ്, ഓക്കെ, ഹീ ഈസ് ഡെപ്പിക്റ്റഡ് ആസ് ഇന്നസെൻ്റ് ആൻഡ് നെയ്വ് അല്ലേ. അവൻ എങ്ങനെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്? ഇന്നസെൻ്റ് ആണ്, വളരെ ഇന്നസെൻ്റ് ആണ്, നെയ്വ് ആണ്, വിത്ത് എ ഡീപ്പ് ലോങ്ങിങ് ഫോർ ഫാമിലിയൽ അഫെക്ഷൻ. അപ്പോൾ അവൻ ലോങ് ചെയ്യുന്നത്, അവൻ കാത്തിരിക്കുന്നത് എന്തിനാണ്? ഫാമിലിയൽ അഫെക്ഷൻ ആണ്. എന്താണ് ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും മക്കളെ? ഇപ്പം നമ്മുടെ ഫാമിലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ലവ്, അഫെക്ഷൻ, കെയർ കിട്ടുന്നുണ്ട് അല്ലേ, കുറേ ഗൈഡ് ലൈൻസ്, ഈ സൊസൈറ്റിയിൽ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമുക്ക് എവിടെ നിന്നാണ്? ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ സോഴ്സ് ഓഫ് ലവ് ആൻഡ് കെയർ, അഫെക്ഷൻ, ഇതിൻ്റെ ഒക്കെ ഒരു സോഴ്സ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഈ വാങ്കയ്ക്ക് എന്ത് കിട്ടിയിട്ടില്ല? ഈ പറയുന്ന കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സോ അവൻ എന്താണ്, ലോങ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ ഫാമിലിയിൽ അഫെക്ഷനും കെയറിനും ലവിനും ഒക്കെ വേണ്ടിയിട്ട് ലോങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹാവ് ബീൻ ഡിനൈഡ് ദിസ് ബേസിക് കംഫർട്ട് ആഫ്റ്റർ ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡിപ്പാർച്ചർ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ആളുടെ ജോലിക്ക് പോയേക്കാണ് അല്ലേ, ഇവനെ എന്താണ് മോസ്കോയിലേക്ക് ആക്കിയേക്കാണ്. അപ്പോൾ അതോടുകൂടി ഇവൻ്റെ ഈ ഒരു കാത്തിരിപ്പിന് ഒരു അർത്ഥം ഇല്ലാണ്ടായി അല്ലേ. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്, പക്ഷെ എന്താണ്, രക്ഷിക്കാൻ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഡിസ്പൈറ്റ് എൻജോയിങ് ഹാർഷ് ട്രീറ്റ്മെൻറ്റ് ഹി റിമെയിൻസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് റെസിലിയൻറ്റ്, നെവർ ലൂസിങ് ഹോപ്പ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ. അപ്പോൾ ഇത്രയാണെങ്കിൽ പോലും അവന് കൊടുക്കുന്ന എല്ലാ ജോലികളും അവൻ ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്കിംഗ് ആണ് അവൻ. പിന്നെ അവസാനം എന്താണ്, അവൻ ആ ഹോപ്പ് വിട്ട് കളയുന്നില്ല. മുത്തശ്ശൻ വരും, ഗ്രാൻഡ് ഫാദർ വരും, എന്നെ കൊണ്ടുപോകുമെന്ന് സ്വപ്നം കണ്ടിട്ടാണ് അവൻ ഇരിക്കുന്നത്. Vanka's loneliness is profound and he is deeply affected by his isolation. അപ്പോൾ അവൻ്റെ ആ ഒരു ഒറ്റപ്പെടൽ അവനെ വലിയ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്പെൻഡിങ് ഹിസ് ഡേയ്സ് ഇൻ ക്വൈറ്റ് ഒബ്സർവേഷൻ ആൻഡ് റിഫ്ലക്ഷൻ. അപ്പോൾ എപ്പോഴും ഇവനെന്താണ്, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ അവിടുത്തെ ആളുകൾ. പിന്നെ രാത്രിയിലായാലും എന്താണ്, കുട്ടിക്ക് ഉറക്കമൊന്നും കിട്ടുന്നില്ല. കാരണം എന്താണ്, അവിടുത്തെ ബേബി അതിനെ എന്താ ചെയ്യണം, അതിനെ ഉറക്കണം. അതുവരെ ആ കുട്ടീനെയാണ് ഏൽപ്പിക്കുന്നത്, ബോയിനെയാണ്, ഈ പറയുന്ന വാങ്കേനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എന്താണ്, അവൻ്റെ ജീവിതം മൊത്തത്തിൽ എന്താണ്, മിസറബിൾ ആണ്. യെസ്, ഹിസ് സെൻസിറ്റീവ് നേച്ചർ അലൗസ് ഹിം ടു ഫൈൻഡ് സൊലാസ് ഇൻ ഹിസ് മെമ്മറീസ് ആൻഡ് ദ ഹോപ്പ്ഫുൾ ലെറ്റേഴ്സ് ഹി റൈറ്റ്സ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ അവൻ്റെ ഈ ഒരു ഒറ്റപ്പെടൽ, അവൻ്റെ ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചർ അല്ലേ, അവൻ എന്താ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്, അവൻ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, അവൻ ഡ്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന് എന്തായാലും ഗ്രാൻഡ് ഫാദർ വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു മെമ്മറീസ് ഒക്കെയാണ് അവന് ആശ്വാസം നൽകുന്നത്. സൊലൈസ് എന്ന് വെച്ചാൽ എന്താണ്, ആശ്വാസം. ഓക്കെ, ആശ്വാസം. അപ്പോൾ അതാണ് അവന് ആശ്വാസം നൽകുന്ന കാര്യങ്ങൾ. മുത്തശ്ശൻ വരും, എന്നെ കൊണ്ടുപോകും എന്നൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് കുട്ടിയിരിക്കുന്നത്. അതിനൊരു ഹോപ്പ് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. വാങ്കാസ് ഇമാജിനേഷൻ ഈസ് എ റെഫ്യൂജ്, പെയിൻറ്റിങ് എ പിക്ചർ ഓഫ് എ ലൈഫ് ഫിൽഡ് വിത്ത് ദ വാംത്ത് ആൻഡ് ലവ് ഹീ സോ ഡെസ്പറേറ്റ്ലി സീക്സ്. അവൻ വളരെ നിരാശനായിട്ട് ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ലവ്, കെയർ, ആ ഡീപ്പായിട്ടുള്ള ആ കെയറും കാര്യങ്ങളൊക്കെ എന്താണ്, ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ സ്റ്റോറിയിലൂടെ പഠിക്കുന്നത്. അപ്പോൾ വാങ്കേനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ മൊത്തം എഴുതാൻ പറ്റുന്നത് ലോൺലി ആണ് അവൻ അല്ലേ, ഓർഫൻ ആണ്, മിസറബിൾ ലൈഫാണ്, സ്ട്രഗിളിങ് ആണ് അല്ലേ, ഫുൾ എന്താണ്, കുട്ടിയാണ്, പക്ഷെ എന്താണ്, ശരിക്കും ചൈൽഡ് ലേബർ എന്നൊക്കെ പറയാം അല്ലേ. കുറേ കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്, അവൻ എന്ത് കിട്ടുന്നില്ല, ഫാമിലിയൽ ആയിട്ടുള്ള എഫെക്ഷനും ലവും കെയറൊന്നും കിട്ടുന്നില്ല. അതിനൊക്കെ ലോങ്ങിങ് ചെയ്യുന്ന ആളാണ് നമ്മുടെ വാങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാനായിട്ട് പറ്റും. പിന്നെ എന്താണ്, അവന് കിട്ടുന്ന ആ ബീറ്റിങ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, അബ്യൂസീവായിട്ട് അവൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഉറങ്ങാൻ പറ്റുന്നില്ല, കിച്ചണിൽ കിടത്തുന്നു, ഫുഡ് കിട്ടുന്നില്ല, ലാക്ക് ഓഫ് ഫുഡ്, ഇതൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അവൻ എന്താണ് ആശ്വാസം പിടിക്കുന്നത് എന്തിനാണ്, മെമ്മറീസിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രാൻഡ് പേനെ പറ്റിയിട്ട് എന്തെഴുതാം നമുക്ക്, ഗ്രാൻഡ് ഫാദറിനെ പറ്റിയിട്ട് കോൺസ്റ്റാന്റിൻ മാക്കറിച്ച്, ആ പേര് മറക്കണ്ട, 65-year-old ആണ്. Vanka's grandfather, Constantin Macarić, is depicted as a kind-hearted and caring figure, offering a stark contrast to the boy's current guardian. അപ്പോൾ ഈ കോൺസ്റ്റാന്റിൻ മാക്കറിച്ചിനെ പറ്റിയിട്ട് പറയുമ്പോൾ, കോൺസ്റ്റാന്റിൻ മാക്കറിച്ച് എന്താണ്, ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. കാരണം വാങ്ക എഴുതുന്നത് എന്താണ്, ഒരു ഹോപ്പ്ഫുൾ ആയിട്ടാണ് അവൻ എഴുതുന്ന ആ ലെറ്റർ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ പ്രശ്നമുള്ള ആരുടെ അടുത്തും ഇങ്ങനെ എഴുതില്ലല്ലോ. അപ്പോൾ നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു, അവൻ്റെ ആ മെമ്മറീസിൽ കൂടെ അവന് ആശ്വാസം കിട്ടുന്നുണ്ടെന്നൊക്കെ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ അദ്ദേഹം എന്താണ്, ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. പിന്നെ എന്താണ്, ആ കൈൻഡ് ഹാർട്ടഡ് മാത്രമല്ല, കെയറിങ് ആണ്. പിന്നെ എന്താണ്, ഓഫറിങ് എ സ്റ്റാർക്ക് കോൺട്രാസ്റ്റ്. ഇപ്പോഴത്തെ ഒരു ഗാർഡിയൻ ആരാണ് നമുക്ക് പറയുമ്പോൾ,
അല്യാക്കിനാണ് അല്ലേ. അപ്പോൾ അല്യാക്കിനിൽ നിന്നും എന്താണ് വളരെ കോൺട്രാസ്റ്റ് ഉണ്ട്, വളരെയധികം ഡിഫറൻസ് ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഹീ ഈസ് റിമെമ്പേർഡ് ബൈ വാങ്ക ആസ് എ ജെന്റിൽ ആൻഡ് ജോവിയൽ മാൻ. എപ്പോഴും ഭയങ്കര സന്തോഷിച്ചിരിക്കുന്ന ആളാണ് അല്ലേ, ജെന്റിലാണ്, ജോവിയലാണ്. അവിടുത്തെ മെയ്ഡ് സർവീസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് ഹ എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ച് ചിരിച്ച് അങ്ങനെ നല്ല ജോലിയായിട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എ കംഫർട്ടിങ് പ്രസൻസ് ഇൻ ദ ബോയ്സ് പാസ്റ്റ്. ബോയിയുടെ പാസ്റ്റിലുള്ള ഒരു കംഫർട്ടിങ് ആയിട്ടുള്ള ഒരു ഫിഗർ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഓർമ്മയിലുള്ള ഒരാളാണ് എന്ത് ഈ പറയുന്ന കോൺസ്റ്റാന്റിൻ മാക്കറിച്ച്. ഹിസ് റോൾ ആസ് എ നൈറ്റ് വാച്ച്മാൻ ഇൻ ദ വില്ലേജ് ഷോക്കേസസ് ഹിസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. പിന്നെ എന്താണ്, നൈറ്റ് വാച്ച്മാൻ ആണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ അദ്ദേഹം രാത്രിയിൽ എന്താണ് ഇങ്ങനെ നടന്ന് പട്രോളിങ് അല്ലെ നടന്ന് എന്താണ് നൈറ്റ് വാച്ച്മാൻ ആണ് അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഗ്രാൻഡ് ഫാദേഴ്സ് ഇമേജ് റെപ്രസെൻറ്റ്സ് വാംത്ത്, സേഫ്റ്റി ആൻഡ് ദ അൺകണ്ടീഷണൽ ലവ് ദാറ്റ് വാങ്ക yearns for, making him the focal point of വാങ്കാസ് ചെറിഷ്ഡ് മെമ്മറീസ് ആൻഡ് ഹോപ്പ്ഫുൾ വിഷസ്. എന്താ പറയുന്നത്, നമ്മുടെ വാങ്കയുടെ സ്വപ്നങ്ങൾ, വാങ്ക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഹോപ്പ്സും ഡ്രീംസും ഒക്കെ ഉണ്ട് അല്ലേ. ഈ ആശ്വാസം കിട്ടുന്ന അല്ലെങ്കിൽ കുറേ എന്തൊക്കെയുണ്ട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് വരുന്ന ആളാണ് ആര്, കോൺസ്റ്റാന്റിൻ മാക്രിച്ച്. അതിന് കാരണം എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വാംത്ത്, ആൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വാംത്ത് അല്ലെ, സ്നേഹത്തിൻ്റെ ആ ഒരു ഊഷ്മളത എന്ന് പറയില്ലേ, അത് സേഫ്റ്റി, ആ ഒരു സേഫ്റ്റി. പിന്നെ എന്താണ്, അൺകണ്ടീഷണൽ ലവ് ആണ് അല്ലേ. കണ്ടീഷണൽ ലവ് എന്ന് വെച്ചാൽ എന്താ, എന്തിനും കണ്ടീഷൻ വെച്ചിട്ടുണ്ടാവും അല്ലേ. നീ ഇത്രത്തോളം ഭംഗിയുണ്ടെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കാം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കില്ല. അല്ലെങ്കിൽ നിനക്ക് ഇത്ര പൈസ ഉണ്ടോ, ഞാൻ നിന്നെ സ്നേഹിക്കാം, ഇല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കില്ല. അതൊക്കെ എന്താണ്, കണ്ടീഷണൽ ലവ് ആണ്. പക്ഷെ അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്നും എന്താണ് ഒരുപോലെ ഏത് അവസ്ഥ വന്നാലും നമ്മൾ ഒരേപോലെ ഒരേ ലെവലിൽ സ്നേഹിക്കുന്നത്, അതാണ് അൺകണ്ടീഷണൽ ലവ്. അല്ലെ നമ്മുടെ പാരൻസിനൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന എന്താണ്, അൺകണ്ടീഷണൽ ലവ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ അൺകണ്ടീഷണൽ ലവ്. ഇതൊക്കെ കൊണ്ടാണ് അവൻ എന്ത് കിട്ടുന്നത്, ഒരു ആശ്വാസം കിട്ടുന്നത്. അപ്പോൾ പാസ്റ്റിൽ ഇത്ര നല്ല ഒരു എക്സ്പീരിയൻസ് ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹീ ഈസ് എ ഗുഡ് ഹാർട്ടഡ് മാൻ അല്ലേ. അദ്ദേഹം എന്താണ്, ഒരു നല്ല മനുഷ്യനാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. പക്ഷേ വാങ്കേനെ വേഗം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരേണ്ടതായിരുന്നു അല്ലേ, പക്ഷെ വരുന്നില്ല. അതൊന്നും നമ്മൾ സ്റ്റോറിയിൽ കാണുന്നില്ല. അപ്പോൾ അവനത് എന്താണ്, അതിങ്ങനെ ഹോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, അതിങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാങ്ക എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ മക്കളെ. എന്താണ് വാങ്കയിൽ നമ്മൾ എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ക്യാരക്ടർ സ്കെച്ചാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അവൻ്റെ ലൈഫ്, ഡയറി ഒക്കെ ചോദിക്കാം കേട്ടോ, ഇതിൽ ഡയറി ഒക്കെ ചോദിക്കാം. അപ്പോൾ ഡയറി എന്ന് പറയുമ്പോൾ അവൻ്റെ ലൈഫ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അലിയാക്കിൻ്റെ ലൈഫ്, വീട്ടിലുണ്ടാകുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി ഗ്രാൻഡ് ഫാദറിൻ്റെ ആണെങ്കിലും എന്താണ്, ക്യാരക്ടർ സ്കെച്ചൊക്കെ വെച്ചിട്ട് എഴുതാനായിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നോക്കണം കേട്ടോ. വാങ്കയുടെ ചാപ്റ്ററിൽ നിന്ന് നോക്കാനുണ്ട്. യെസ്, അപ്പോൾ ക്ലിയർ ആണെങ്കിൽ മിസ്സിൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞേ മക്കളെ, ക്ലിയർ ആണ് മിസ് എന്നുള്ളതൊന്ന് പറഞ്ഞേ. യെസ്, ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണ്. അപ്പം നോട്ട് ഇടുന്നുണ്ട് കേട്ടോ, മിസ് ഇടുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോക്കുക. ഓക്കെ, നോട്ട്സ് മിസ് അപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ദ നെവർ നെസ്റ്റ് അല്ലേ. ദ നെവർ നെസ്റ്റ് എന്താണ്, ഒരു വൺ ആക്ട് പ്ലേ ആണ് അല്ലേ, വൺ ആക്ട് പ്ലേ ആണ്. അപ്പോൾ ഇത് എന്താണ്, ഇന്നത്തെ കാലത്ത് കുറേ പേര് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് അല്ലേ. ഇങ്ങനത്തെ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ എന്താ, ഒരു സെറ്റാരിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സെറ്റേറിക്കൽ അല്ലേ, അക്ഷേപഹാസ്യം എന്നൊക്കെ പറയും മലയാളത്തിൽ. ഓക്കെ, സെറ്റേറിക്കലായിട്ടുള്ള ഒരു വൺ ആക്ട് പ്ലേ ആണ് ഈ പറയുന്ന ദ നെവർ നെസ്റ്റ് അല്ലേ, നെവർ നെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോറി നോക്കാം നമുക്ക്. യെസ്, ഓക്കെ. ജാക്ക് ആൻഡ് ജിൽ ഷോ ആൻഡ് ജെയിൻ ദ ന്യൂ വില്ല ഇൻ ന്യൂ ഹാംസ്റ്റഡ്. Aunt Jane admires their cozy lounge and is impressed with their possessions including a car, a piano and a radiogram. അപ്പോൾ സ്റ്റോറിയിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്? ജാക്കും ജില്ലും ഉണ്ട്, പിന്നെ എന്താ, ഓൺ ജെയിൻ ഉണ്ട്, ഡോക്ടർ മാർട്ടിൻ ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുണ്ട് അല്ലേ. അപ്പോൾ ജാക്കും ജില്ലും രണ്ടുപേരെന്താണ്, കപ്പിൾസാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഇവർ ജീവിക്കുന്നു. ആൺ ജെയിൻ വരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ഇവരുടെ മാരേജൊക്കെ കഴിഞ്ഞിട്ട് എന്താണ്, ഇവർ ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഹാപ്സ്റ്റഡിലുള്ള ആ ഒരു വില്ലയിലേക്ക്, പുതിയൊരു വില്ലയിലേക്ക് വരികയാണ് അല്ലേ. അപ്പോൾ പുതിയ വില്ലയിലേക്കാണ് വരുന്നത്. ഇദ്ദേഹത്തിന്, ജാക്കിന് വലിയ പൈസയൊന്നും, സാലറി ഒന്നും ഇല്ല അല്ലേ, ആകെ 6 pounds ഒക്കെ തന്നെ ഉള്ളൂ. പക്ഷേ എന്താണ്, വലിയൊരു വില്ലയൊക്കെയാണ്, അടിപൊളി സെറ്റപ്പ് ഒക്കെയാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ആൺ ജെയിൻ ആകെ ഡൗട്ടൊക്കെ വരുന്നുണ്ടല്ലേ, ഇവർക്ക് എന്നാലും എങ്ങനെയാണ് ഇത്രയും വലിയ സംഭവം, ഈ വലിയ സെറ്റപ്പിലൊക്കെ ജീവിക്കാൻ പറ്റുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ജാക്കും ജില്ല എന്താ കാണിക്കുന്നു, വളരെ ആക്രാന്തത്തോട് കൂടി ഞങ്ങൾക്ക് അതുണ്ട്, ഞങ്ങൾക്ക് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ. കാറുണ്ട്, ഞങ്ങൾക്ക് കാറുണ്ട്, പിയാനോ ഉണ്ട്, റേഡിയോഗ്രാം ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ജാക്കും ജില്ലത്തൊക്കെ കാണിക്കുമ്പോൾ ഓൺ ജീൻ അഡ്മയർസ് ദ കോസി ലൗഞ്ച് ആൻഡ് ഈസ് ഇംപ്രസ്ഡ്. ഇതൊക്കെ കാണുമ്പോൾ ഇത് അടിപൊളിയാണല്ലോ, സെറ്റപ്പ് അടിപൊളിയാണല്ലോ, ഇവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, എന്നാലും ഇത് എങ്ങനെ എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മുടെ ഓൺ ജീൻ എന്താണ്, വളരെ
ഇംപ്രസീവ് ആയിട്ടാണ് തോന്നുന്നതൊക്കെ. ഓക്കെ, ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയാണ്? കാർ, പിയാനോ, അതുപോലെ തന്നെ റേഡിയോഗ്രാം ഒക്കെ കാണുമ്പോൾ. യെസ്, ജാക്ക് ആൻഡ് ജിൽ റിവീൽ ഓൺ ദീസ് ഐറ്റംസ് ലീഡിങ് ഓൺ ജെയിൻ ടു ക്വസ്റ്റ്യൻ how they afforded everything on Jack's salary. അപ്പോൾ ആൺജെയിൻ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആണോ? അതെ, ഇതൊക്കെ ഞങ്ങളുടെ തന്നെയാണ് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് ആൺജെയിൻ തോന്നുന്നത്, എന്നാലും ഇതെങ്ങനെ ജാക്കിൻ്റെ ഈ സാലറി വെച്ചിട്ട് ഇത്രയും സംഭവങ്ങൾ എന്തായാലും അവന് ഓൺ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇതെങ്ങനെയെന്ന് അവർക്ക് ഒരു ഡൗട്ട് വരികയാണ് ചെയ്യുന്നത്. യെസ്, Jack and Jill reveal ചെയ്യുന്നു. അപ്പോൾ എന്താ പറഞ്ഞത്? They explain that the house along with the other items are bought on installment plans, paying a small amount initially and the rest over time. അപ്പോൾ അവസാനം ഇതൊക്കെ ചോദിച്ചു വന്നപ്പോൾ നമ്മുടെ ജാക്കും ജില്ലും എന്താ പറയുന്നത്? ഇതൊക്കെ നമ്മുടെ തന്നെയാണ്, ഒക്കെ നമ്മുടെ തന്നെയാണ്, ആകെ ഒരു വ്യത്യാസം എന്താണുള്ളത്? അത് ഇൻസ്റ്റാൾമെൻറ്റിലാണ് വാങ്ങിച്ചിട്ടുള്ളത്, കുറച്ചായിട്ട് അത് അടച്ചു തീർത്താൽ മതി. അപ്പോൾ ലാസ്റ്റ് എന്താണ്? ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവസാനമാകുമ്പോൾ അതൊക്കെ നമ്മുടെ ആവും. അപ്പോൾ ഈ വീട്ടിലുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അല്ലേ, കാറ്, പിയാനോ, റേഡിയോഗ്രാം ഒക്കെ ഉണ്ടെന്നുകൊണ്ട് ഞെട്ടിച്ച് കളഞ്ഞേക്കാണ്. പക്ഷേ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്താണ്? ഇൻസ്റ്റാൾമെൻറ്റിലാണ്. അത് ആദ്യം തന്നെ എന്താണ്? കുറച്ച് പൈസ അടയ്ക്കുക, അത് കഴിഞ്ഞിട്ട് അവസാനമാണ് ഇതിങ്ങനെ അടച്ചടച്ച് 7 pounds ഒക്കെ വെച്ച് എന്താണ് ഇങ്ങനെ അടച്ചടച്ച് അവസാനമാണ് അവരുടെ സ്വന്തമായിട്ട് മാറുന്നത് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആൺജെയിൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും? റിയാക്ഷൻ എന്തായിരിക്കും? ആൺജെയിൻ ഈസ് ഷോക്ക്ഡ്. Jane is shocked to learn they don't actually own these items outright. They are still paying them off. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ജെയിൻ ആകെ എന്തായിപ്പോയി? ആകെ ഷോക്കായിപ്പോയി. ഈ സാധനങ്ങളൊക്കെ എന്താണ്? നിങ്ങളുടെ അല്ല, കംപ്ലീറ്റ്ലി നിങ്ങളുടെ അല്ല, ഇപ്പോഴും നിങ്ങൾ ഇതിനൊക്കെ പേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ആലോചിച്ചപ്പോൾ ജെയിൻ ഇതിൻ്റെ ഒരു സീരിയസ്നെസ്, ഇതൊരു ഗ്രേവ് ഇഷ്യൂ ആണെന്നുള്ള കാര്യം കത്തി തുടങ്ങി. The car, for example, is only partly theirs. Most of it is still owned by the creditor. അപ്പോൾ കാറിൻ്റെ ടയർ അങ്ങനെ ഓരോ പാർട്ടായിട്ടാണ് അല്ലേ, ഓരോ പാർട്ട് എന്താണ്? ഇപ്പോഴും മറ്റുള്ളവരുടെയാണ്, അതായത് വാങ്ങിയിട്ടുള്ള ആ ഒരു ക്രെഡിറ്ററുടെ തന്നെയാണ്, കടം വാങ്ങിയിട്ടുള്ള ആ ഒരു ഷോപ്പ് ഓണറിൻ്റെ തന്നെയാണ് ഇപ്പോഴും ആ കാറിൻ്റെ പകുതി പാർട്സും. ഓക്കെ, അപ്പോൾ കുറച്ച് കൊടുത്ത് വരുമ്പോഴാണ് ഈ പാർട്സ് ഒക്കെ ഇങ്ങനെ സ്വന്തമായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അവർ ഇത് വാങ്ങിയിട്ടുള്ളത്. യെസ്, ജെയിൻ ഈസ് സ്കെപ്റ്റിക്കൽ അബൌട്ട് ദ ഫിനാൻഷ്യൽ വിസ്ഡം ഓഫ് ലിവിങ് ബിയോണ്ട് വൺസ് മീൻസ് ത്രൂ ബോറോയിങ്. അപ്പോൾ ജെയിന് കുറച്ച് വിവരമുള്ള സ്ത്രീയാണ്, മെച്ചോർഡാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? ഇപ്പോൾ ഈ ഒരു ബോറോയിങ് കൂടെ, ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് വലിയ സുഖമുള്ള പരിപാടിയല്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് കൂടുതൽ നമുക്ക് വൺസ് മീൻസ് എന്ന് വെച്ചാൽ ഒരാളുടെ സാലറി അല്ലേ, ആ സാലറിൻ്റെ പുറകിൽ ഈ ഒരു സാലറിനേക്കാളും കൂടുതലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കടം വാങ്ങിയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം സേഫ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അല്ലേ, അത്ര നല്ല കാര്യമല്ല, കയ്യിലുള്ളത് അറിയാണ്ട് ചിലവാക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്ന് നമ്മുടെ ജെയിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ. ഇവർക്ക് സാലറിയുടെ പുറമെയാണ് ഈ ഒരു ചിലവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതത്ര നല്ല കാര്യമല്ല എന്ന് ജെയിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്കെപ്റ്റിക്കൽ അബൌട്ട് അല്ലേ, അവർക്ക് അതിനെപ്പറ്റി വലിയ ഉറപ്പില്ല, അത് നല്ല കാര്യമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഷീ ഈസ് appalled to find out that the total weekly installments exceed Jack's weekly earnings. അപ്പോൾ പിന്നീട് എന്താണ്? അവർ ചോദിക്കുകയാണ്, എന്താണ് ചോദിക്കുകയാണ്, തിരിച്ച് എൻക്വയർ ചെയ്യാണ്. എന്താ ചോദിക്കുന്നത്? ഇതൊക്കെ ശരിക്കും ജാക്കിൻ്റെ വീക്ക്ലി ഏർണിങ്സിൽ നിൽക്കുന്നുണ്ടോ? ഈ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഒക്കെ ഇവന് അടച്ചു തീർക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ആൻസർ എന്താണ്? പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം അറിയാം അല്ലേ. ടു കവർ ദ കാരണം എന്താണ്? 7 pounds ആണ് അടയ്ക്കേണ്ടത്, നമ്മുടെ 6 pounds ആണ് എന്ത് ജാക്കിൻ്റെ സാലറി വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തായാലും അടഞ്ഞു പോവില്ല എന്നുള്ള കാര്യം അറിയാം. ഓക്കെ, അപ്പോൾ ടു കവർ ദ ഷോർട്ട് ഫോൾ ജാക്ക് ബോറോസ് മോർ മണി. അപ്പോൾ ഈ പൊട്ടൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പൈസ ഷോർട്ട് കമ്മിങ്ങും ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അതിന് പൈസ കടം വാങ്ങിയാൽ പോരെ, അങ്ങനെ കടം വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇൻറ്റൻഡിങ് ടു റീപേ ഇറ്റ് ഇൻ ഫർദർ ഇൻസ്റ്റാൾമെൻറ്റ്സ്. അപ്പോൾ അതും കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവൻ വീണ്ടും എന്ത് ചെയ്യും? ഇൻസ്റ്റാൾമെൻറ്റ്സ് എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? മൊത്തം കടാണ്, ഫുള്ള് കടാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ, ഫുള്ള് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിരിക്കും, അവരുടെ ആയിരിക്കില്ല ഫുള്ളായിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് അതിനുള്ളൊരു സാലറി ഉണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്ന് പോണ കാര്യങ്ങളാണെങ്കിൽ അത് ഓക്കെയാണ്, ക്ലെവറാണ് അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ്. പക്ഷേ അല്ലെങ്കിൽ ഒരു ഫൂളിഷ് ഡിസിഷനാണ് അല്ലേ. അത്രയും കയ്യിലുള്ളത് നോക്കാണ്ട് നമ്മൾ ചിലവാക്കുന്നത് എന്താണ്? എന്നിട്ട് വീണ്ടും ബോറോയിങ്സ്, വീണ്ടും കടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ക്രെഡിറ്റിന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ എന്താണ്? അത് വളരെ മണ്ടത്തരമാണ്. യെസ്, അപ്പോൾ അതൊക്കെ പറയാണ്, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജെയിൻ ഈസ് alarmed by the cycle of debt and refuses to sit on
or use any of their partially owned possessions. അപ്പോൾ ഇതൊക്കെ കേട്ട് വന്നപ്പോൾ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ സോഫയിലൊക്കെ സെറ്റിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്ന ആളായിരുന്നു നമ്മുടെ ഓൺ ജെയിൻ ഇത് കേട്ട് കഴിഞ്ഞാൽ ആകെ ഞെട്ടി തിരിച്ച് എണീക്കുകയാണ് അല്ലേ. അപ്പോൾ ആകെ പേടിയായി, അലാംഡ് എന്ന് വെച്ചാൽ എന്താ, പേടിച്ചു. എന്നിട്ട് ഈ ഒരു സൈക്കിൾ ഓഫ് ഡെപ്റ്റ്സ്, ഇവരുടെ ആ ഒരു കടത്തിൻ്റെ ആ ഒരു സൈക്കിളൊക്കെ ആലോചിച്ചിട്ട് ഇവരെങ്ങനെ ജീവിക്കുന്നത് എന്നൊക്കെ തോന്നിയിട്ട് ഇവർക്ക് ഇവിടെ ഇരിക്കണ്ട. ഓൺ ജെയിൻ എന്താണ്, ഇത് പാർഷ്യലി മാത്രമല്ലേ നിങ്ങളുടെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നില്ല എന്നുള്ളൊരു ഇതിൽ എണീക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഫുള്ളായിട്ട് എന്തില്ല, ഇവിടെ ഒന്നും നിങ്ങൾക്ക് സ്വന്തമായിട്ടില്ല, അതുകൊണ്ട് എന്താണ് ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറയാണ്. ഷീ ഡിസൈഡ്സ് ടു ലീവ്, റിജക്റ്റിംഗ് എ റൈഡ് ഇൻ ദർ മോസ്റ്റ്ലി അൺപെയ്ഡ് ഫോർ കാർ, പ്രിഫറിങ് ദ ബസ്. അപ്പോൾ അവസാനം കാറിൽ കൊണ്ടുവന്ന് വിടാം, ആൻറ്റി പോവല്ലേ കാറിൽ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, അതൊന്നും വേണ്ട, നിങ്ങളുടെ നല്ലല്ലോ, കാർ നിങ്ങളുടെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ബസ്സിൽ കയറി പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ബിഫോർ ലീവിങ് ഓൺ ജെയിൻ ഗിവ്സ് ദം എ ചെക്ക് അർജിങ് ദം ടു പേ ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദർ ഡെറ്റ്സ്. അപ്പോൾ ഓൺ ജെയിൻ ആദ്യം തന്നെ വന്നപ്പോൾ ആകെ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, സംതിങ് ഫിഷി, ഇത്രയും പൈസ അല്ലേ ഉള്ളൂ, ഞാനത് 200 pounds അല്ലേ കൊടുത്ത്, ഇനി 2000 ഒന്നും ആയിട്ടില്ലല്ലോ, ചെക്ക് മുമ്പ് കൊടുത്തപ്പോൾ മാറിപ്പോയോ എന്നൊക്കെ ചിന്തിച്ചില്ല. ഇത്രയും സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഇപ്പം എന്താണ് അവർക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഓൺ ജെയിൻ എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് 10,000 100 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് പറയുന്നു, ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കടങ്ങളൊക്കെ തീർക്കണം കേട്ടോ, വേഗം പേ ഓഫ് എന്ന് വെച്ചാൽ എന്താ, കടം തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണം. ഒരെണ്ണമെങ്കിൽ ഒരെണ്ണം, ഒരു സാധനമെങ്കിൽ ഒരു സാധനം എന്താണ് നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, Jack and Jill thank Aunt Jane, who leaves worried about their financial habits. അപ്പോൾ ഇവരുടെ ഈ സാമ്പത്തികപരമായിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഈ ഹാബിറ്റ്സ് ഒക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇവർക്ക് കാര്യം ശരിക്കും മനസ്സിലായിട്ടുണ്ട്, ഇത് സീരിയസ് ഇഷ്യൂ ആണെന്നുള്ള കാര്യം നമ്മുടെ Aunt Jane മനസ്സിലായിട്ടുണ്ട്. കാര്യം എന്താണ്, അവർ മെച്ചുവേർഡാണ്, അവർക്ക് എക്സ്പീരിയൻസസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് വലിയൊരു പ്രശ്നത്തിലാണ് ജാക്കും ജില്ലും പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് നമ്മുടെ ഓൺ ജെയിൻ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്തൊക്കെ നടക്കുന്നു നോക്കിയോ. ജിൽ ഡിസൈഡ്സ് ടു യൂസ് ഓൺ ജെയിൻസ് ചെക്ക് ടു പേ ഓഫ് എ ഡെറ്റ് ബട്ട് നോട്ട് ഓൺ ദ ഐറ്റംസ് ഓൺ ജെയിൻ എക്സ്പെക്റ്റഡ്. അപ്പോൾ ഓൺ ജെയിൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളിലൊന്നല്ല ഈ തന്നിട്ടുള്ള ചെക്ക് നമ്മുടെ ജാക്കും ജില്ല് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് അല്ലേ. ജില്ല് ഒരു സാധനത്തിന് എന്താണ് പൈസ തിരിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ചു കൊടുത്ത് പൈസ ഒക്കെ കൊടുത്ത് ആ സാധനം സ്വന്തമാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് ഓൺ ജെയിൻ വിചാരിക്കുന്ന കാര്യമൊന്നല്ല, ഓൺ ജെയിൻ വിചാരിക്കുന്ന കാറോ പിയാനോ ഇതൊന്നുമല്ല അവർ പേ ഓഫ് ചെയ്യാൻ നോക്കുന്നത് അല്ലേ. യെസ്, ദ സ്റ്റോറി എൻഡ്സ് ഹ്യൂമറസ്ലി വിത്ത് while Jill revealing she used to use the check to make the final payment on their baby, implying even the baby was acquired on an installment പ്ലാൻ ഷോക്കിംഗ് ജാക്ക്. അപ്പോൾ ജാക്ക് എന്ത് ചെയ്യുന്നു, ജാക്ക് വേറൊരു പ്ലാനിലൊക്കെ ആയിരുന്നു അല്ലേ, വേറെ സാധനത്തിനൊക്കെ പൈസ കൊടുക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ ജില്ല അപ്പോഴത്തേനും ആ പൈസ എടുത്തിട്ട് മറിച്ച് വേറെ കാര്യത്തിന് കൊടുത്തു. അപ്പോൾ അത് എന്ത് കാര്യമാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തിനാ കൊടുത്ത, ജില്ല എന്തിനാ കൊടുത്തു, ഡോക്ടർ മാർട്ടിന് കൊടുത്തു, പൈസ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ ബേബിയെങ്കിലും എന്ത് ചെയ്യുക, അവരുടെ ആ കുട്ടിയെങ്കിലും അവരുടെ സ്വന്തമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി വരെ എന്താണ് ഇൻസ്റ്റാൾമെൻറ്റിലാണ്, അതുപോലും മുഴുവനായിട്ട് അവർ ആ പൈസ അടച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ. അപ്പോൾ ഡോക്ടർ മാർട്ടിന് ആ ഒരു പൈസ അവർ കൊടുത്തിട്ട് ആ കുട്ടീനെങ്കിലും ആ ഒരു ബേബീനെങ്കിലും അവരെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹ്യൂമറസ്ലി അല്ലേ, സെറ്റയർ ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്, അത് ആക്ഷേപഹാസ്യമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇതെന്തായാലും നടക്കാത്ത കാര്യമാണ് അല്ലേ. കുട്ടീനെ എന്തായാലും ഇൻസ്റ്റാൾമെൻറ്റ് അത്രയും വരെ എന്താണ്, അത്രയും ലെവൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ സെറ്റാരിക്കലായിട്ട് ഇപ്പോഴത്തെ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കുറേ ഹാബിറ്റ്സിനൊക്കെ എന്താണ് സെറ്റാരിക്കലായിട്ട് പറയുന്ന ഒരു വൺ ആക്ട് പ്ലേ ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ജാക്കിൻ്റെയും ജില്ലിൻ്റെയും നെവർ നെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഐഡിയ, ഇതിലെന്താണ് ഒരു ഫണ്ണി സ്റ്റോറിയാണ്, അതായത് വൺ ആക്ട് പ്ലേ ആണ് കേട്ടോ, വൺ ആക്ട് പ്ലേ അല്ലേ, വൺ ആക്ട് പ്ലേ ആണ്. അപ്പോൾ അത് മറക്കണ്ട, വൺ ആക്ട് പ്ലേ ആണെന്നുള്ളത്. ഫണ്ണി സ്റ്റോറിയാണ് ഇതിൽ വരുന്നത്. എന്താണ്, അബൌട്ട് എ വിസിറ്റ് ഫ്രം ഓൺ ജെയിൻ ടു ജാക്ക് ആൻഡ് ജിൽസ് ഹോം. At first, Aunt Jane is impressed by the stuff like a car and a radio, but then she worries about their money because they bought everything on payment plans. അല്ലേ, അപ്പോൾ ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ വാങ്ങൂ പിന്നീട് അടയ്ക്കൂ എന്നൊക്കെ പറയുന്ന ഒരു മോട്ടീവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് ഓൺ ജെയിൻ ആദ്യം തന്നെ ഹാപ്പി ആയിരുന്നു, പിന്നീടാണ് മനസ്സിലാവുന്നത് ഒക്കെയും അവർ ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റോറി ഇതായിരുന്നു. അപ്പോൾ ഫണ്ണി ഡിഫറൻസസ് ഓൺ ജെയിനും അതുപോലെ തന്നെ എന്താണ് ഓൾഡ് ഫാഷൻഡാന്ന് പറയും നമ്മൾ ചിലപ്പോൾ മണിയുടെ കാര്യത്തിൽ
കാര്യത്തിലൊന്നും ഇവർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് ഉണ്ട്. ഓൺ ജെയിൻ എന്താണ് ആ ഒരു ഓൾഡ് ഫാഷൻഡ് ലേഡി അല്ലെങ്കിൽ എന്താണ് മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാൾ, അതുപോലെ ജാക്കും ജിൽ എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ ഫൈനാൻഷ്യൽ ഉള്ള കാര്യങ്ങളിൽ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു ന്യൂ ജനറേഷൻ അല്ലേ. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ് കാണിക്കുന്നുണ്ട് സ്റ്റോറിയിൽ. പിന്നെ എന്താണ് ഫുൾ ഓഫ് ജോക്സ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അബൌട്ട് ഓണിങ് പാർട്സ് ഓഫ് തിങ്സ് ലൈക്ക് കാർസ് ആൻഡ് ഫർണിച്ചർ. അപ്പോൾ കാറിൻ്റെ ഫർണിച്ചറിൻ്റെ ചില പാർട്സ് മാത്രമേ ഞങ്ങളുടെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഹ്യൂമറസ് ആയിട്ട് കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. പിന്നെന്താണ് അബൌട്ട് ഫൈൻഡിങ് ഹ്യൂമർ ഇൻ വൺ ലൈഫ്സ് മണി പ്രോബ്ലംസ്. മണി പ്രോബ്ലംസിന് എന്താണ് ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് ഇതിൽ അവതരിപ്പിച്ചേക്കാണ്. ആൻഡ് വിത്ത് എ സർപ്രൈസ് ദാറ്റ് ഷോക്സ് ജാക്ക് ആൻഡ് ജിൽസ് അൺയൂഷ്വൽ വേ ഓഫ് തിങ്കിങ് എസ്പെഷ്യലി അബൌട്ട് ദർ ബേബി. അപ്പോൾ അതാരും ചിന്തിക്കുന്നില്ല അല്ലേ, ബേബി വരെ എന്താണ് ഇൻസ്റ്റാൾമെന്റിലാണ് എന്നുള്ളൊരു കാര്യം ആരും ചിന്തിക്കുന്നത്. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് ഇതിന് വരുന്നത്. ഇൻ ഷോർട്ട്, നെവർനെസ് മേക്സ് us laugh while showing that owning things can be tricky in today's world. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഒരു ഡേഞ്ചർ അല്ലേ, ഡേഞ്ചർ ഓഫ് ആ ഒരു ഡെറ്റ്സ് അതുപോലെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു ഡേഞ്ചർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് അതിൻ്റെ കാര്യമൊക്കെയാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കാര്യത്തിലൂടെ ഈ ഒരു സ്റ്റോറി ഈ ഒരു 1 ആക്ട് പ്ലേയിലൂടെ നമ്മൾ പഠിക്കാനുള്ളത്. സറ്റേറിക്കലാണ്, ഫണ്ണി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ പിന്നെ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ അറിയാം നമുക്ക്. ജാക്കും ജില്ലും ഉണ്ട്. അപ്പോൾ മെയിൻ ക്യാരക്ടറാണ് വൈഫാണ് ജില്ല് അല്ലേ, വൈഫാണ്. രണ്ടുപേരും എന്താണ് പൊസഷൻസ് കുറേ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് രണ്ടുപേരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലേ. യെസ്, അപ്പോൾ ഓൺ ജെയിൻ്റെ ക്യാരക്ടർ പറയുമ്പോൾ എന്തൊക്കെ എഴുതാൻ പറ്റും നമുക്ക്? ജാക്സ് ആൻഡ് ഹൂ വിസിറ്റ്സ് ദ വില്ല ഇൻ ന്യൂ ഹാംസ്റ്റഡിലുള്ള ഇവരുടെ ന്യൂ വില്ല വിസിറ്റ് ചെയ്യുന്ന ആൻറ്റിയാണ് അല്ലേ. ആൻറ്റിയാണ് ആര്, ജാക്കിൻ്റെ ഓൺ ജെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ജെയിൻ ഇനിഷ്യലി ഇംപ്രസ്ഡ് ബൈ ദർ പൊസിഷൻസ് ബട്ട് ബിക്കംസ് ഇൻക്രീസിംഗ്ലി കൺസേൺഡ് അബൌട്ട് ദർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ്. അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിനെ പറ്റിയിട്ട് പിന്നീട് അവർക്ക് വലിയ ചിന്ത വരികയാണ്. ആദ്യം തന്നെ എന്താണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇവർ ഇത്രയും പുരോഗമിച്ചോ ഡെവലപ്ഡ് ആയോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നീട് എന്തായിരുന്നു ഇവർക്ക് അങ്ങനത്തെ ഒരു കൺസേൺ വരാൻ തുടങ്ങി. ഫൈനാൻഷ്യലായിട്ട് ഇവർ ഇത്രയും ബുദ്ധിമുട്ടിലാണ്, ഇവർ നല്ലൊരു പണിയിലാണ്, ഒരു ട്രാപ്പിൽ വെട്ടേക്കാന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. ഗിവ്സ് ജിൽ £10 ചെക്ക് ആസ് എ ഗിഫ്റ്റ്. അപ്പോൾ ഒരു £10 ഒക്കെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം സ്വന്തമാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. നേഴ്സ് ഉണ്ട് അല്ലേ. യെസ്, പിന്നെന്താണ് ജാക്കിൻ്റെ കാര്യം പ്രാക്ടിക്കൽ ആൻഡ് മോഡസ്റ്റ് ക്യാരക്ടറാന്നൊക്കെ പറയുന്നത്. കോൺസ് എ വില്ല വിത്ത് ജിൽ. ഓക്കെ, നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ്? ഇൻസ്റ്റാൾമെൻറ്റിലെ ബോട്ട് പൊസഷൻസ് ഓൺ ഇൻസ്റ്റാൾമെൻറ്റ്, ലിമിറ്റഡ് ഇൻകം ആണ്. പിന്നെന്താണ് ഹോപ്പ്ഫുൾ ഫോർ എ റൈസ്. പക്ഷേ എന്താണ് സാലറിയിൽ ഒരു ഹൈക്ക് ഉണ്ടാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഹ്യൂമർ ആഡ് ചെയ്യുന്നുണ്ട്, വാല്യൂസ് ഓണർഷിപ്പ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. ഇവർ തമ്മിൽ എന്താണ് മെച്യൂർഡ് ഇല്ലാത്ത ഇമ്മച്വേർഡ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഫൈനാൻഷ്യൽ ഹാബിറ്റ്സ് ഇങ്ങനെയാണ് ഉള്ളത്, ഇമ്മച്വേർഡ് ആണ് എന്നുള്ള കാര്യം. യെസ്, ഓക്കെ. റിഫ്ലെക്ട്സ് ഫിനാൻഷ്യൽ ചാലഞ്ചസ്. പിന്നെന്താണ് കീ ക്യാരക്ടറാണ് എന്നുള്ള കാര്യം. പിന്നെന്താണ് നമ്മുടെ ജാക്കിനെ പറ്റി സെൻട്രൽ ക്യാരക്ടറാണെന്ന് എഴുതാം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റും. ഓക്കെ മക്കളെ, അപ്പോൾ പിന്നെ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ജില്ലിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട്, ജില്ലിൻ്റെ ക്യാരക്ടർ എന്താണ് ഇതുപോലെ തന്നെയാണ്. ഇവൾക്കും എന്താണ് പൊസഷൻസ് ഇതൊക്കെ ഇഷ്ടമാണ്, ഫാഷനബിൾ ആയിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എന്താണ് മണ്ടത്തരങ്ങളാണ് ചെയ്യുന്നത്, ഒരു ട്രാപ്പിൽ ചെന്ന് പെട്ടേക്കുവാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അവസാനം എന്താണ് ആ ബേബീനെ വരെ അവരെന്താണ് ഇൻസ്റ്റാൾമെൻറ്റിലാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജാക്കും ജില്ലും തമ്മിലുള്ള ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. യെസ്, അപ്പോൾ മക്കളെ ഇതാ നമ്മുടെ ബാച്ചിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ. എന്താണ് +1 അഗ്നി ബാച്ച് ഉണ്ട്. നമുക്ക് ഇനി എന്താണ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ നേരെ എങ്ങനെയാണ് കോമേഴ്സ് എടുക്കണം അല്ലെങ്കിൽ സയൻസ് എടുക്കണം എന്നൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അഗ്നി ബാച്ച് ഉണ്ട്, 4-in-1 ഓഫറൊക്കെ ആണുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ. യെസ്, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ച് അന്വേഷിക്കണം. കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും PDF നോട്ട്സ്, അതുപോലെ PYQs, റെക്കോർഡഡ് ക്ലാസ്സസ്, ഇങ്ങനെ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് ക്വാളിറ്റിയിലുള്ള ക്ലാസ്സസ് അല്ലേ. നമ്മുടെ അലൻ സാറിൻ്റെ അലക്സ് സാറിൻ്റെ അതുപോലെ തന്നെ ബാക്കി മിസ്സുമാരുടെ എല്ലാവരും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വിവരം അറിയാത്ത മക്കളുണ്ടാവും അല്ലേ. അപ്പോൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവുമല്ലോ. നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടാവും, നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെ അടുത്തും കൂടെ പറഞ്ഞു വെക്കുക. +1 പൃഥ്വി ബാച്ച് ഉണ്ട് നീറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5-in-1 ഓഫറാണ് നിങ്ങൾക്കുള്ളത്. എക്സാം വിന്നറിൻ്റെ ബുക്ക് സെറ്റൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും വേർത്ത് വരുന്ന ബുക്കുകളാണ്, അത്രയും പൈസ എന്താണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് കിട്ടുകയാണ് ചെയ്യുന്നത് ബുക്സൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ചിലപ്പോൾ നിങ്ങൾക്ക്
വേണ്ടായിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമായിരിക്കും. അപ്പോൾ അവരെയും കൂടെ അറിയിക്കാനായിട്ട് നോക്കണം കേട്ടോ. യെസ്, പിന്നെ എന്താ നമ്മുടെ +1 യോധ ബാച്ച് ഉണ്ട്. ഇനിയിപ്പോൾ JEE നോക്കുന്ന മക്കളുണ്ടാവും അല്ലേ, അവരും ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും JEE എന്തായാലും നോക്കണം, അടിപൊളിയായിട്ട് സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാച്ച് ഉണ്ട്, യോധ ബാച്ചിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. 5-in-1 ഓഫറാണ്. ബുക്ക് സെറ്റുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, SSLCയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് വരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ജ്വാല ബാച്ച് അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് 4-in-1 ഓഫറാണ് നമുക്കുള്ളത്. ഇതുപോലെ എന്താണ് ബുക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ സീറ്റും അതുപോലെ ലിമിറ്റഡ് ഓഫറാണ്. അപ്പോൾ അത് വിട്ട് കളയേണ്ട ആരും. ഇനി നിങ്ങൾ ജോയിൻ ചെയ്യാൻ വരുമ്പോഴത്തേനും സീറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് വിഷമാവേണ്ട വെറുതെ കേട്ടോ. യെസ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി, കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രത്തോളം ക്വാളിറ്റി ഉള്ള ക്ലാസ്സസ് കിട്ടും. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, PDF ഉണ്ട്, PDF നോട്ട്സ്, PYQ നോട്ട്സ്, PYQs കിട്ടും. PYQs പഠിക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണ് നമുക്കറിയാം. നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ എഴുതി പോയ എക്സാംസ് ആണ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. യെസ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് ഈ നോട്ട്സ് എങ്ങനെ കിട്ടും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടി എന്താണ് ഫ്രീ നോട്ട്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താഴെ കാണുന്ന ഒരു നമ്പർ ഉണ്ട് അല്ലേ, ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഫ്രീ നോട്ട്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. യെസ്, അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ആരും ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കേണ്ട. എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇതുപോലെ തന്നെ നോട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോക്കൊന്ന് റെഫർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് വായിച്ചോളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. അതിൻ്റെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഡയറി ആണോ, ലെറ്റർ ആണോ, ക്യാരക്ടർ സ്കെച്ചുകളൊക്കെ നോക്കി വെക്കണം കേട്ടോ. ക്യാരക്ടർ സ്കെച്ചുകൾ നോക്കി വെക്കണം. ഇപ്പോൾ അഡ്വഞ്ചേഴ്സിൻ്റെ ബാനിയൻ ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ആ കോബ്രയുടെ അവർ തമ്മിലുള്ള ആ ഫൈറ്റ് സീക്വൻസ് അത് നന്നായിട്ട് നോക്കി വെക്കുക. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. യെസ്, അപ്പോൾ ചാപ്റ്റേഴ്സ് സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ, ചാപ്റ്റേഴ്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം മക്കളെ, ഇനി നമുക്ക് ഗ്രാമറും ഡിസ്കോസും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ സെറ്റ് ആക്കും. അപ്പോൾ എക്സാം നല്ല എളുപ്പത്തിൽ തന്നെ വരട്ടെ. SSLC ആണ് അല്ലേ, എല്ലാവരും നിങ്ങളിലേക്കാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലേക്കാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുക കേട്ടോ. എല്ലാവർക്കും മിസ്സിൻ്റെ വക നല്ലൊരു ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ. ഈസി ആയിട്ടുള്ളൊരു പേപ്പർ ആയിക്കട്ടെ കേട്ടോ. യെസ്, അപ്പോൾ എല്ലാവരും കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, മിസ് കാണുന്നുണ്ട് കോമൻസിലൊക്കെ ഫുൾ ഇങ്ങനെയാണ്. എല്ലാവർക്കും ഫുൾ A+ കിട്ടട്ടെ, എല്ലാവർക്കും ഫുൾ A+ കിട്ടട്ടെ. അപ്പോൾ ഇത്ര നേരമായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന ഈ മക്കൾക്ക് എന്തായാലും A+ കിട്ടും. ഓക്കെ, അതിലെന്തായാലും ഒരു സംശയം വേണ്ട നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ് നല്ലൊരു എക്സാം ആവട്ടെ കേട്ടോ. സമാധാനത്തിൽ വന്ന് കിടക്കുക. എന്ത് ചെയ്യുക, നോട്ട്സൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നോട്ട്സൊക്കെ നോക്കുക, ഫുഡൊക്കെ ശരിക്കും കഴിക്കുക, ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. എക്സാം ഒക്കെ അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് എഴുതാൻ പറ്റും കേട്ടോ. യെസ്, ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്ര നേരം നിങ്ങൾ ഇരുന്നു ക്ലാസ്സിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ എഫേർട്ട് തന്നെയാണ്. അപ്പോൾ അതിനുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടട്ടെ. ഓക്കെ, യെസ്, ഓക്കെ മക്കളെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ് എവ്രി വൺ, ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. യെസ്.